So, welcome students. 2023 NEET examination ഒരുങ്ങുന്ന നിങ്ങളിലേക്ക് another set of questions ആയിട്ട് ദാ ബ്രില്യൻ സ്റ്റഡി സെൻ്റർ എത്തുവാണ്. സോ ബോട്ടണി പ്ലസ് സുവോളജിയിലെ ചില സെലക്റ്റഡ് ക്വസ്റ്റ്യൻസുകളാണ് ഞാൻ ചർച്ച ചെയ്യുക. മൈസെൽഫ് സ്റ്റെന്നി ജെയിംസ്. സോ ഹാർട്ടി വെൽക്കം. നമുക്ക് സമയം കളയാതെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് പറയും, ബാക്കിയൊക്കെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. സോ സ്റ്റാർട്ടിങ് ഫ്രം 101. നമുക്ക് നോക്കാം. വിച്ച് ടു ഇമ്പോർട്ടൻറ്റ് അമൈഡ്സ് ഫൗണ്ട് ഇൻ ദ പ്ലാന്റ്സ് ആർ സ്ട്രക്ചറൽ പാർട്സ് ഓഫ് പ്രോട്ടീൻ? ഡയറക്റ്റ് ആൻസർ ആണ്. നമുക്കറിയാം ആകെയുള്ള 20 പ്രോട്ടീൻ അമിനോ ആസിഡ്സുകളിൽ അമൈഡ് ഗ്രൂപ്പുള്ളവർ അമൈഡ് എന്ന് പറയുമ്പോൾ സോ അമൈഡ് അമിനോ ആസിഡ്സ്. സോ ഡയറക്റ്റ് ആൻസർ തീർച്ചയായിട്ടും ഗ്ലൂട്ടമീൻ ആൻഡ് അസ്പാർജീൻ. സോ ഇവർ ബേസിക്കലി അമിനോ ആസിഡ് തന്നെയാണ്, അമൈഡ് കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് ആണെന്ന് ഓർക്കുക. സോ ഓപ്ഷൻ 3 is the direct answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statement is not correct regarding Blackman's law of limiting factor? Not correct ആണ് ചോദിച്ചിരിക്കുക. Blackman's law ഫോട്ടോസ് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഓരോന്ന് നോക്കാം. It comes into effect when several factors affect the biochemical process. ശരിയാണ്. ഒന്നിൽ കൂടുതൽ ഫാക്ടറുകൾ ഒരു പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നിടത്താണ് ലോയുടെ ആപ്ലിക്കേഷൻ. Green plants may not photosynthesize even in the presence of optimal light and CO2 if the temperature is very low. കറക്റ്റ് ആണ്. ടെമ്പറേച്ചർ ഈസ് ദ മേജർ ലിമിറ്റിംഗ് ഫാക്ടർ ഫോർ ഫോട്ടോസിന്തസിസ്. ഈ ലോയുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റാണ്. തന്നെയല്ല, മേജർ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലൈറ്റും CO2 ഒക്കെ ആണ്. ടെമ്പറേച്ചർ അത് കഴിഞ്ഞൊരു സ്ഥാനമേ ഉള്ളൂ. ദെൻ ഈ ലോയുടെ കറക്റ്റ് മീനിങ് ലാസ്റ്റ് സെൻറ്റൻസ് കിടക്കുക. റേറ്റ് ഓഫ് ബയോകെമിക്കൽ പ്രോസസ് ഡിറ്റർമിൻഡ് ബൈ ദ ഫാക്ടർ വിച്ച് ഈസ് നിയറസ്റ്റ് ടു ദ മിനിമം വാല്യൂ. വളരെ കറക്റ്റാണ്. അപ്പോൾ ലോയുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത് when a process controlled by many factor, the actual rate of reaction controlled by factor that is least quantity. അപ്പം ആ ലോയുമായിട്ട് ബന്ധപ്പെട്ട സെൻറ്റൻസുകളാണ് 1, 2, 4. അപ്പം അതുമായിട്ട് ബന്ധമില്ലാത്തത് ഓപ്ഷൻ 3. ദാറ്റ് ഷുഡ് ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 3. എമോങ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഓഫ് എഥിലീൻ ഹൗ മെനി ആർ ആൻറ്റഗോണിസ്റ്റിക് ടു അബ്സിസിക് ആസിഡ്? ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എഥിലീൻ്റെ എന്ത് എഫക്റ്റുകൾ ABAക്ക് ഓപ്പോസിറ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആൻറ്റഗോണിസ്റ്റിക് എന്നൊരു ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ്. നമുക്ക് നോക്കാം. ഹൊറിസോണ്ടൽ ഗ്രോത്ത് ഓഫ് സീഡിനിങ് അത് ഓപ്പോസിറ്റ് ഒന്നുമല്ല, അത് എഥിലീന് മാത്രം സ്വന്തമായ കാര്യമാണ്. അപ്പോൾ അത് ആൻസർ ആകുകയില്ല. പ്രൊമോട്ട് അബ്സിഷൻ ഓഫ് പ്ലാന്റ് ഓർഗൻ അത് തീർച്ചയായിട്ടും രണ്ടുപേരും ഒരുപോലെ ചെയ്യുന്ന കാര്യമാണ്. എഫക്റ്റീവ് ഇൻ ഫ്രൂട്ട് റൈപ്പനിങ് അതും എഥിലീന് സ്വന്തമായിട്ടുള്ള കാര്യമാണ്. അത് അബ്സിസിക് ആസിഡിന് ഓപ്പോസിറ്റ് അല്ല. ബ്രേക്കിംഗ് സീഡ് ഡോർമെൻസി ഓപ്പോസിറ്റ് ആണ്. തീർച്ചയായിട്ടും ഇത് ആൻസർ ആകാം. കാരണം ബഡ് ഡോർമൻസി ബ്രേക്കേജിന് എതിരിൽ സഹായിക്കുമ്പോൾ അബ്സിസിക് ആസിഡ് ഡോർമൻസിക്ക് കാരണമാകുന്ന ഹോർമോൺ. ഓക്കെ. അതുപോലെ ഇനിഷ്യേറ്റ് ജെർമിനേഷൻ ഇൻ സം സീഡ് തീർച്ചയായിട്ടും ഇത് ഓപ്പോസിറ്റാണ്. ശരിക്കും ജെർമിനേഷനെ ബ്ലോക്ക് ചെയ്യുന്ന ഹോർമോൺ അബ്സിസിക് ആസിഡ് എതിരെയും ചിലപ്പോൾ അതിനെ സഹായിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അബ്സിസിക് ആസിഡിന് ആൻറ്റഗോണിസ്റ്റിക് ആയിട്ട് വരുന്ന ആക്ഷൻ ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? ലാസ്റ്റ് 2. ഓപ്ഷൻ 2. ഓൺലി 2 sentences ആർ കറക്റ്റ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 104. യെസ്, ഡെട്രൈറ്റസ് ഫുഡ് ചെയിൻ ഓർ DFC ഏതാണ് ശരിയെന്നുള്ളോ ഓരോന്ന് നോക്കാം. ബിഗിൻസ് വിത്ത് ഡെഡ് ഓർഗാനിക് മാറ്റർ ഇതേതായാലും ശരിയാണ്. ബാക്കി ശരിയാണോന്ന് നോക്കാം. ഓൾവേസ് എൻസ് വിത്ത് പാരാസൈറ്റ് ഒരിക്കലും ശരിയല്ല. ഈസ് ദ മേജർ കൺഡ്യൂട്ട് ഫോർ എനർജി ട്രാൻസ്ഫർ ഇൻ അക്വാട്ടിക് എക്കോസിസ്റ്റം ഒരിക്കലും ശരിയല്ല. കാരണം നമ്മൾ പഠിക്കുന്നുണ്ട് അക്വാട്ടിക് എക്കോസിസ്റ്റങ്ങളിൽ ഗ്രേസിംഗ് ഫുഡ് ചെയിനാണ് മേജർ വേ ഓഫ് എനർജി ട്രാൻസ്ഫർ. DFC മേജർ ആകുന്നത് ലാൻഡ് എക്കോസിസ്റ്റങ്ങളിലാണ്. ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് ടു GFC ഭയങ്കര തെറ്റാണ്. രണ്ട് തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ റിഗാർഡിംഗ് DFC ഓർ ഡെട്രൈറ്റസ് ഫുഡ് ചെയിൻ കറക്റ്റ് വൺ ഈസ് ഓൺലി ഓപ്ഷൻ 1. ദാറ്റ് ഈസ് ദ റൈറ്റ് ഫാന്റാസ്റ്റിക് ആൻസർ. ഓക്കെ. അടുത്തത് 105. മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ കോളംസ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. കോളം 1 സെർട്ടൻ വെറൈറ്റീസിൻ്റെ പേരുകളും സെർട്ടൻ പ്ലാന്റ്സിൻ്റെ പേരുകളും. കോളം 2 റെസിസ്റ്റന്റ് ഡിസീസ്. നമുക്ക് നോക്കാം. സ്ട്രാറ്റജീസ് ചാപ്റ്ററിൽ നിന്നുമാണ്. കോളിഫ്ലവർ തീർച്ചയായിട്ടും നമുക്കറിയാം പ്യൂസ ശുഭ്രയാണ്. സോ A2. അപ്പോൾ തന്നെ ആൻസർ ആയി കഴിഞ്ഞു, ഇസന്റ് ഇറ്റ്? ബാക്കി നോക്കാം. B കൗപ്പി ഫാന്റാസ്റ്റിക് വെറൈറ്റി പ്യൂസ കോമൾ. ചില്ലി പ്യൂസ സഡബഹാർ. വീറ്റ് ഹിമഗിരി ഭയങ്കര ഫേമസ്. സോ A2, B3, C4, D1 ഓപ്ഷൻ 3. സൂപ്പർ ആൻസർ, ഡയറക്റ്റ് ആൻസറാണ്. അടുത്തത് again match the following ആണ്. So I think column 1 the major members of some kingdom fungi. column 2 അതിൻ്റെ ക്ലാസ്സുകളാണ്. So supposed to correlate. So അതുമായിട്ട് നമുക്കറിയാം പെൻസീലിയം belongs to no doubt പെൻസീലിയം belongs to Ascomycete. So A2 വരണം. അപ്പോൾ അതിന് ആൻസർ ആയി കഴിഞ്ഞു. Puccinia Basidiomycete
അല്ലേ? പെക്സീനിയ കോമൺലി നോൺ ആസ് റസ്റ്റ് ഫംഗൈ. ആൽബിഗോ തീർച്ചയായിട്ടും ഫൈക്കോമൈസിറ്റ്. സോ C4 കോളിറ്റോട്രൈക്കം ഡ്യൂട്രോമൈസിറ്റ്. സോ ഓപ്ഷൻ 1 തീർച്ചയായിട്ടും കിങ്ഡം ഫംഗയിലെ ഫംഗസിന്റെ 4 ക്ലാസ്സുകൾ റെപ്രസെന്റ് ചെയ്യുന്ന 4 മേജർ മെമ്പേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ. സെലക്ട് ദ പ്ലാന്റ് which have unbranched erect stem with pinnately compound leaf and used as ornamental and its coral roots have symbiotic association with blue green algae. നമുക്കറിയാം കോറലോഡ് റൂട്ട്സ് എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ബെസ്റ്റ് എക്സാമ്പിൾ ജിംനോസ്പെമിൽ സൈക്കസ്. അപ്പോൾ അവർ ഒറ്റ ടൈമിൽ നമുക്ക് സൈക്കസ് ആൻസർ ആക്കാൻ, ബാക്കിയൊക്കെ ശരിയാണ്. സൈക്കസിന്റെ അൺബ്രാഞ്ചഡ് സ്റ്റെമാണ്, പിന്നറ്റിലി കോമ്പൗണ്ട് ലീഫാണ്, യൂസ്ഡ് ആസ് ഓർണമെന്റ്, നല്ല ഭംഗിയാണ് ലീഫിനൊക്കെ. സോ ഡെഫിനറ്റ്ലി the term coralloid root enough and more to identify among this option answer is cycas. നമുക്കറിയാം among this 4 option സെക്കോയ എന്ന് പറയുന്ന പ്ലാന്റ് ജിംനോസ്പെം ഏറ്റവും ടോളസ്റ്റ് ആണ്. നമുക്കറിയാം നീറ്റ് അതിനകത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഇതെല്ലാം ജിംനോസ്പെംസാണ്, പക്ഷേ സൈക്കസിന് മാത്രമാണ് what is it coralloid root. ഓക്കെ, നെക്സ്റ്റ് വൺ 108. യെസ്, ഓവർ ഈസ് ഇൻഫീരിയർ. നമുക്കറിയാം ഷേപ്പ് ഓഫ് തലാമസിനെ ആധാരമാക്കി അക്കോർഡിംഗ്ലി റിലേറ്റീവ് പൊസിഷൻ ഓഫ് അതർ ഫ്ലോറൽ വെയിൽസ് വിത്ത് റെസ്പെക്ട് ടു ദ ഗൈനീഷ്യം. ഫ്ലവർ മൂന്നായിട്ട് തിരിയുമ്പോൾ ഹൈപ്പോഗൈനസ് ഫ്ലവറുകളിൽ ഓവറി സുപ്പീരിയർ നമുക്കറിയാം, പെരിഗൈനസ് ഫ്ലവറിൽ ഓവറി ഹാഫ് ഇൻഫീരിയർ, എപ്പിഗൈനസ് ഫ്ലവറിലാണ് ഓവറി ഇൻഫീരിയർ ആയിട്ട് വരിക, അല്ലേ? എന്താണ് എപ്പിഗൈനസ് എന്ന് പറയുമ്പോൾ തലാമസ് ഡീപ്ലി കോൺകേവ് ആണ്. അപ്പോൾ ഓവറി അങ്ങനെ താഴേക്ക് ഇറങ്ങിയിരിക്കുമ്പം ഓൾ അതർ വെയിൽസ് ആർ സ്റ്റാർട്ടിങ് എബവ് ദി ഓവറി, അതുകൊണ്ട് ഓവറി ഈസ് ഇൻഫീരിയർ. അപ്പോൾ ഓവറി ഇൻഫീരിയർ ആകണമെങ്കിൽ ഒരു സംശയമില്ല, ഫ്ലവർ സപ്പോസ് ടു ബി എപ്പിഗൈനസ് ഫ്ലവർ. അതിനൊക്കെ എക്സാമ്പിളോട് കൊടുത്തിരിക്കുന്നു മാത്രം. ടെക്സ്റ്റ് ബുക്കിൽ ഹൈപ്പോഗൈനസ്, പെരിഗൈനസ്, എപ്പിഗൈനസ് ഫ്ലവറിന്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ കിടക്കുന്നത് ഭയങ്കര ഫേമസ് ആണ്. ഇത് ഓർത്തിരിക്കുക, കാരണം ഈ ഓരോ കാറ്റഗറി ഓഫ് ഫ്ലവറുകൾക്കും സം മോർ എക്സാമ്പിൾസ് ആർ ദെയർ. പക്ഷേ വാട്ട് ഓൾ എക്സാമ്പിൾസ് ആർ ഗിവൺ ഇൻ NCERT ബുക്ക്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിവേ ഗ്വാവ, കുക്കുംബറിലൊക്കെ കാണുന്ന എപ്പിഗൈനസ് ഫ്ലവറുകളിലാണ് തീർച്ചയായിട്ടും ഓവർ ഇൻഫീരിയർ ആയിട്ട് വരിക. ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. The meristem responsible for extrastellar secondary growth in dicotystem which develop in the cortex region. ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം ഡൈക്കോട്ടിസ്റ്റമിലും ഡൈക്കോട്ട് റൂട്ടിലും ഡ്യൂറിംഗ് സെക്കൻഡറി തിക്കനിങ് the first meristem develop in the stele, that is vascular cambium, that causes stellar growth. Afterwards only the secondary meristem develop outside the stele, that is in the cortex. That meristem is phellogen, also known as cork cambium. അപ്പം സ്റ്റീലിന്റെ പുറത്തുണ്ടാകുന്ന മെരിസ്റ്റം ഏതാണെന്നല്ലേ ചോദിച്ചിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഏതാണ്? നോ ഡൗട്ട് phellogen, also known as cork cambium. That only produces the periderm, that is functioning as the secondary integumentary system. Okay, yeah, next one. അടുത്ത് നോക്കുക, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് കണ്ടുപിടിക്കണം സെൽ സൈക്കിളിന്റെ. നമുക്ക് നോക്കാം. Protein synthesis occurs in G1, S and G2 phase of cell cycle. What a super sentence, it is correct. ഇത് വായിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ, തീർച്ചയായിട്ടും എസ് ഫേസ് അവിടെ വരുമെന്നുള്ളതാണ്, അല്ലേ? വരുമെന്ന് അറിഞ്ഞിരിക്കുക. കാരണം ഡ്യൂറിംഗ് ഇന്റർഫേസ് പ്രോട്ടീൻസ് ആർ മെയിൻലി ഫോംഡ് ഇൻ G1 and G2, നോ ഡൗട്ട്. നോർമലി ഡ്യൂറിംഗ് എസ് ഫേസ് ഡബിളിംഗ് ഓഫ് DNA only happens. പക്ഷേ എസ് ഫേസിൽ ഒരു പ്രോട്ടീൻ ഉണ്ടാകുന്നുണ്ട്. ഏതാണ് പ്രോട്ടീൻ? ഹിസ്റ്റോൺ. അപ്പോൾ എസ് ഫേസിൽ പ്രോട്ടീൻ ഉണ്ടാകുന്നുണ്ടെന്ന് വെച്ചാൽ ഉണ്ടാകും. ഏത് പ്രോട്ടീനാ? ഹിസ്റ്റോൺ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ G1ലും എസിലും G2ലും പ്രോട്ടീൻസ് ഉണ്ടാകുന്നുണ്ട്. കറക്റ്റ്. ഇനി ബാക്കി ശരിയാണോ നോക്കാം. ഡ്യൂറിംഗ് മിയോസിസ് DNA ആൻഡ് ക്രോമസോം കണ്ടന്റ് ഹാഫ്ഡ് ഇൻ അനാഫേസ് 1 ആൻഡ് അനാഫേസ് 2 റെസ്പെക്റ്റീവ്ലി. തെറ്റ്, തിരിഞ്ഞുപോയി. എന്താ തെറ്റ്? അനാഫേസ് 1ൽ ക്രോമസോമിന്റെ ഹാഫിങ്ങും അനാഫേസ് 2ൽ DNAയുടെ ഹാഫിങ്ങുമാണ് വരിക. തിരിച്ചല്ലേ കിടക്കുന്നത്? അപ്പോൾ തെറ്റ്. അടുത്തത്, മിയോസിസ് 1 ഈസ് ഹോമോട്ടിപ്പിക് ഡിവിഷൻ. തെറ്റ്. Meiosis 1 is heterotypic division because meiosis 1 produces 2 daughter cells which are different from parent cell because of many things, especially crossing over. Real. Then അടുത്തത്, crossing over takes place during package stage of mitosis. തെറ്റെന്താണ്? മൈറ്റോസിസ് അല്ല, മിയോസിസ് ആണ്. ബാക്കിയൊക്കെ ശരിയാ. ഓക്കെ, അപ്പം അതിനകത്ത് കറക്റ്റ് ചെയ്തുള്ള ഓപ്ഷൻ 1 is the fantastic wonderful answer. Okay, next one. Again from cell cycle. Arrange the following events of meiosis in the correct sequence. ഓൾമോസ്റ്റ് മിയോസിസ് 1ന്റെ പ്രോഫേസ് 1ന്റെ സബ്സ്റ്റേജുകളായ 5 എണ്ണം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇവന്റ്സുകളാണ്. അപ്പോൾ അത് ഏകദേശം ഒരു ഓർഡറിൽ. അപ്പോൾ ഇതിനകത്ത് ഏതാ ഉള്ളതിൽ ആദ്യം വരേണ്ടത് സിനാപ്സിസ്. ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ സൈഗോട്ടിൻ പെയറിംഗ്. നമുക്കറിയാം സിനാപ്സിസ് കഴിഞ്ഞാൽ നോ ഡൗട്ട് ക്രോസിംഗ് ഓവർ ഹാപ്പനിങ് ഇൻ പാക്കറ്റിൻ. ഇപ്പോൾ 2 ക്രോസിംഗ് ഓവർ.
ക്രോസിംഗ് ഓവർ കഴിഞ്ഞ് ക്രോസിംഗ് ഓവർ പങ്കെടുക്കുന്ന പ്രോട്ടീൻസുകളെ അകറ്റാനായിട്ട് അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സിനാപ്റ്റോം കോംപ്ലക്സ് ഇല്ലെന്നാകണം. സോ ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോം കോംപ്ലക്സ്. അപ്പം ഇത് മൂന്നാമത് വരണം. അപ്പം തീർച്ചയായിട്ടും CBE വരണം. അതിന് ആൻസർ ആയി കഴിഞ്ഞു, ഇസ്ന്റ് ഇറ്റ്? അപ്പം അത് കഴിഞ്ഞ് എന്നാ വരണം? ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ് ഹാപ്പനിങ് ഇൻ ഡയാകൈനേസിസ്, പിന്നെ ഡിസ്റ്റങ്ഷൻ ഓഫ് ക്രോമസോം ഹാപ്പനിങ് ഇൻ അനാഫേസ് 1. സോ CBEAD വരും. സോ ഓപ്ഷൻ 2. അപ്പോൾ ആദ്യത്തെ മൂന്നെണ്ണം കൂടെ തന്നെ നമുക്ക് ഓർഡർ അറിയാം. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നല്ല ക്വസ്റ്റ്യൻ. അടുത്തത്, യെസ്, ഫൈൻഡ് ഔട്ട് ദ സ്ട്രക്ചർ വിത്ത് ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോം. അതിനകത്ത് N നമ്പർ ഉള്ളത് ഓരോന്ന് നമുക്ക് നോക്കാം. ഓവറി 2N ആണ്, ആന്തർ 2N ആണ്, എഗ് N ആണ്, സെക്കൻഡറി ന്യൂക്ലിയസ് 2N ആണ്, പോളൻ ഗ്രെയിൻ N ആണ്, മെയിൽ ഗമീറ്റ് N ആണ്, സൈഗോട്ട് 2N ആണ്, എൻഡോസ്പേം 3N ആണ്, സൈനർജിഡ് വീണ്ടും N ആണ്. ഇസ്ന്റ് ഇറ്റ്? അപ്പം അത് ഹാപ്ലോയിഡ് ഏതൊക്കെയാ? CEFI. സോ ആൻസർ ഓപ്ഷൻ 4. നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, പേരൊക്കെ ഹാപ്ലോയിഡ്: എഗ്, പോളൻ ഗ്രെയിൻ, മെയിൽ ഗമീറ്റ്, സൈനർജിഡ്. ഓക്കെ, യാ. അടുത്തത്, നെക്സ്റ്റ് വൺ, സെലക്ട് ദി ഇൻട്രാക്ഷൻ വിച്ച് ഹാവ് പോസിറ്റീവ് എഫക്ട്. പോസിറ്റീവ് ഇൻട്രാക്ഷൻ എന്താ? പോസിറ്റീവ് ഇൻട്രാക്ഷൻ്റെ അർത്ഥം ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു സ്പീഷീസ് വെയർ നോബഡി ഈസ് എ ലൂസർ. ലൂസർ ഉണ്ടായിരിക്കരുത്. ഇപ്പം ലൂസർ ഉണ്ടാകാത്ത ഇൻട്രാക്ഷൻസ് ആണ് പോസിറ്റീവ് ഇൻട്രാക്ഷൻ. ഇതിനകത്ത് ഏതൊക്കെയാണ് പോസിറ്റീവ്? മ്യൂച്വലിസം പോസിറ്റീവ്, കാരണം ഇവിടെ രണ്ടുപേരും ഗെയിനറാണ്. അമനസലിസം ഒരിക്കലും പോസിറ്റീവ് അല്ല, കാരണം അമനസലിസിൽ ഒരാൾ ലൂസറും ഒരാൾ ന്യൂട്രലുമാണ്. കോമ്പറ്റീഷൻ പോസിറ്റീവ് അല്ല, കാരണം രണ്ടുപേരും ലൂസേഴ്സ് ആണ്. കമനസലിസം പോസിറ്റീവ് ആകും, കാരണം ഒരാൾ ഗെയിനർ മറ്റേയാൾ ന്യൂട്രലാണ്. പാരാസൈറ്റിസത്തിൽ ഒരാൾ ഗെയിനർ മറ്റേയാൾ ലൂസറാണ്. അപ്പം ലൂസർ സൈൻ വരാത്തതാണ് പോസിറ്റീവ് ഇൻട്രാക്ഷൻ. അപ്പോൾ ഏതൊക്കെ വരും? മ്യൂച്വലിസം ആൻഡ് കമൻസലിസം. സോ A and D ഓപ്ഷൻ 4. ആ മീനിങ് ഒക്കെ വളരെ ഫേമസ് ആണ് കേട്ടോ മക്കൾ, ഓർത്തോണം. പോസിറ്റീവ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയും ഇൻട്രാക്ഷൻ വയർ 1 ഈസ് ബെനിഫിറ്റഡ്. അത്രമാത്രം പറഞ്ഞാൽ പോരാ. ഒരെണ്ണം ബെനിഫിറ്റഡ് ആകുന്നതെല്ലാം പോസിറ്റീവ് ഇൻട്രാക്ഷൻ ആണെങ്കിൽ പാരാസിറ്റിസം ഒക്കെ പോസിറ്റീവ് ഇൻട്രാക്ഷനാണ്. പാരാസിറ്റിസം എന്തുകൊണ്ടാ പോസിറ്റീവ് അല്ലാത്തത്? അവിടെ ലൂസർ ഉണ്ട്. അപ്പം ലൂസർ വരാത്ത ഇൻട്രാക്ഷനെ പോസിറ്റീവ് എന്ന് ഓർത്തോണം. ഓക്കെ, യാ. അടുത്തത്, entire sequence of communities that successively change in a given area are called. Succession basic നമുക്കറിയാം, CR. മാറി മാറി വരുന്നവരെ പറയുന്നവർ CR. ഓക്കെ, ആദ്യം വരുന്നവർ പൈനിയർ, ലാസ്റ്റ് വരുന്നത് ക്ലൈമാക്സ്. അടുത്തത്, again match the following from the chapter environmental issues. Match the items in column 1 with that of column 2. Choose the correct option. Electrostatic precipitate ESP എന്തിനു വേണ്ടിയാ? removes particulate matter. So A3 ഡയറക്റ്റ് ആൻസർ ആണ്. സ്ക്രബ്ബർ എന്തിനു വേണ്ടിയാ? റിമൂവിങ് ദ ഗേഷ്യസ് പൊല്യൂട്ടൻസ്. അപ്പം 1 വരും. SO2 മാറ്റുക. കാറ്റലിറ്റിക് കൺവേർട്ടർ റെഡ്യൂസസ് ഓട്ടോമൊബൈൽ എമിഷൻ 2. സോ 3 1 2 A3 B1 C2 ഓപ്ഷൻ 4 ഡയറക്റ്റ് ആൻസർ. അടുത്തത്, നെക്സ്റ്റ് ഒന്ന് നോക്കൂ. മാർക്ക് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റിഗാർഡ്സ് ടു ഹ്യൂമസ്. ഹ്യൂമസിനെ പറ്റി ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഡെട്രൈറ്റസ് ബൈ ദ പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ. വളരെ ശരിയല്ലേ? ഡീകമ്പോസിഷൻ പ്രൊഡക്റ്റ് ആണ് ഹ്യൂമസ്. അണ്ടർഗോസ് ഡീകമ്പോസിഷൻ അറ്റ് ആൻ എക്സ്ട്രീംലി സ്ലോ റേറ്റ്. യെസ്, കാരണം ഹ്യൂമസ് ഉണ്ടായാൽ ഫർദർ ഡീകമ്പോസിഷൻ വളരെ സ്ലോ ആണ്. ശരിയാണ്. ദെൻ ഇറ്റ് ഈസ് എ ഡാർക്ക് കളേർഡ് ഹാർഡ് സബ്സ്റ്റൻസ് മോർ ഓർ ലെസ് ഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ പൂവർ ഇൻ സെല്ലുലോസ് ലിഗ്നിൻ. തെറ്റാണ്. ഡാർക്ക് കളർ അമോർഫസ് സബ്സ്റ്റൻസ് ഒക്കെയാണ് നമുക്കറിയാം. തെറ്റാണത്. ഫംഗ്ഷൻ ആസ് റിസർവയർ ഓഫ് ന്യൂട്രിയൻ. വളരെ കറക്റ്റാണ്. ന്യൂട്രിയൻസ് റിച്ച് ആണത്. അപ്പം ഹ്യൂമസിനെ സംബന്ധിച്ച് അബ്സല്യൂട്ട്ലി കറക്റ്റ് അല്ലാത്തത് ഓപ്ഷൻ 3. ദിസ് ഈസ് ദ ഫാന്റാസ്റ്റിക് അമേസിംഗ് ആൻസർ. ഓക്കെ, അടുത്തത്, യെസ്, ആസ് ദി എക്സോസ്റ്റ് പാസസ് ത്രൂ ദ കാറ്റലിറ്റിക് കൺവേർട്ടർ കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രിക് ഓക്സൈഡ്സ് ആർ ചേഞ്ച്ഡ് ടു. എയർ പൊല്യൂഷന്റെ പ്രധാനപ്പെട്ട സോഴ്സ് ഓട്ടോമൊബൈൽ എക്സോസ്റ്റ് ആയതുകൊണ്ട് അതിന്റെ അളവ് കുറയ്ക്കാനായിട്ടുള്ള നമുക്കറിയാം കേസ് സ്റ്റഡിയുടെ ഇമ്പാക്റ്റ് ആണ് കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് ഒക്കെ. അപ്പോൾ അതിലൂടെ ഇത് കടന്നു പോകുമ്പോൾ ഹാംഫുൾ ആയിട്ടുള്ള ആൾക്കാരെ പരമാവധി ലെസ് ഹാംഫുൾ ആൾക്കാരിലേക്ക് മാറ്റുക. അങ്ങനെയാണെങ്കിൽ കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് കടന്നു പോകുമ്പോൾ കാർബൺ മോണോക്സൈഡ് എന്തായിട്ട് മാറുന്നു? കാർബൺ ഡൈ ഓക്സൈഡ്. നൈട്രിക് ഓക്സൈഡോ? നൈട്രജൻ. ഓപ്ഷൻ 2 is the answer. നോ കൺഫ്യൂഷൻ. അടുത്തത്, നെക്സ്റ്റ് വൺ നോക്കുക. വളരെ ഡയറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദി ഗിവൺ ഇവന്റ് can be observed when there is sharp decline in dissolved oxygen
downstream from the point of sewage discharge into the river. ഓർഗാനിക് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ അടങ്ങി ഒരുപാട് സീവേജ് വാട്ടറിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പം അവിടെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യം എന്താ? അവിടെ ആദ്യം വരുന്നത് എന്നതാ? DO കണ്ടന്റ് കുറയുക. DO കണ്ടന്റ് കുറയുമ്പോൾ നമുക്കറിയാലോ, അതായാലും ഗ്രോത്ത് ഓഫ് ഫിഷസ് ഒന്നും വരികയില്ല. പിന്നെയോ മോർട്ടാലിറ്റി ഫിഷസ്. കാരണം BOD കൂടുന്നു, അപ്പോൾ DO കണ്ടന്റ് കുറയുമ്പോൾ തീർച്ചയായിട്ടും ഫിഷസിന് ജീവിക്കാൻ പറ്റില്ല. സോ മോർട്ടാലിറ്റി. ഓക്കെ, അല്ലാതെ DO കണ്ടന്റ് കുറയുമ്പോൾ ഫിഷസിന്റെ ഗ്രോത്ത് റേറ്റ് കൂടുവോ? ഇല്ല. BOD കുറയുവാണ് ചെയ്യുക, അല്ല BOD കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ആൻസർ ഓപ്ഷൻ 1. അടുത്തത് Pusa-Comel is bred by hybridization and selection for resistance to bacterial blight is a variety of. അപ്പം നമ്മുടെ നേരത്തെ മാച്ച് ദ ഫോളോയിങ് കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണിത്. Pusa-Comel എന്ന് പറയുന്ന ഏത് പ്ലാന്റ്സിന്റെ വെറൈറ്റിയാണ്? തീർച്ചയായിട്ടും ഡയറക്റ്റ് ആൻസർ കൗപ്പി പ്ലാന്റ്സിന്റെ വെറൈറ്റി റെസിസ്റ്റൻസ് ബാക്ടീരിയൽ ബ്ലൈറ്റിന് വരുന്ന പേരാണ് Pusa-Comel. നേരത്തെ മാച്ച് ദ ഫോളോയിങ് വന്നതാണ് ഓപ്ഷൻ 2. അടുത്തത് അഗൈൻ സെലക്ട് ദി ഇൻകറക്റ്റ് മാച്ച്. I think regarding plant kingdom ആണ്. നമുക്ക് നോക്കാം. സെലാജിനൽ ചോദ്യം ഇൻകറക്റ്റ് ആണെന്ന് ഓർത്തോണേ. സെലാജിനല ഹോമോസ്പോറസ് തെറ്റാണ്. ബിക്കോസ് സെലാജിനല ഈസ് ഹെട്രോസ്പോറസ്. ടെറിഡോഫൈറ്റുകൾ മജോറിറ്റി ഹോമോസ്പോറസ് ആണെങ്കിൽ അവിടെ ഹെട്രോസ്പോറി ഉണ്ടെന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്ന പ്രധാനപ്പെട്ട 2 പേര് സെലാജിനല സാൽവീനി. ഓക്കെ, അപ്പോൾ സെലാജിനല ഹെട്രോസ്പോറസ് ആണ്. ദെൻ ഇൻ ബ്രയോഫൈറ്റ് ബൈഫ്ലജലറ്റ് ആന്ത്രോസോയിഡ്സ് ശരിയാണ് അല്ലേ? ആന്ത്രോസോയിഡ്സ് ഓഫ് ബ്രയോഫൈറ്റ് ബൈഫ്ലജലേറ്റഡ്. ടെറിഡോഫൈറ്റിൽ അത് മൾട്ടി ഫ്ലജലേറ്റഡ് ആണ്. പ്ലാന്റ് ബോഡി ഓഫ് ടെറിഡോഫൈറ്റ് സ്പോറോഫൈറ്റ് ശരിയാണ് അല്ലേ? ഹാപ്ലോ ഡിപ്ലോമാറ്റിക് ലൈഫ് സൈക്കിൾ ടെറിഡോഫൈറ്റിൽ, പക്ഷേ ടെറിഡോഫൈറ്റിന്റെ പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ്. ബ്രയോഫൈറ്റിലാണെങ്കിൽ അത് ഗാമിറ്റോഫൈറ്റ് ആണ്. ശരിയാണ്. സൈക്കസ് പിന്നേറ്റ് ലീഫ്, ഇത് നമ്മൾ കുറച്ച് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ സെൻസിനകത്ത് കണ്ടതാ. പിന്നേറ്റ് ലീഫ് കോമോഡ് ലീഫ് ഇൻ സൈക്കസ് ശരിയാണ്. ഇപ്പൊ തെറ്റ് ഇതിനകത്ത് ഏതാ? സെലാജിനല്ല ഹോമോസ്പോറസ് തെറ്റാണ്. സെലാജിനല്ല ഹെട്രോസ്പോറസ് ആണ്. അപ്പൊ ഇൻകറക്റ്റ് ചോദിക്കുമ്പം ദിസ് ഈസ് ദി ഫാന്റാസ്റ്റിക് ആൻസർ. ഓക്കെ, അടുത്തത് സെലക്ട് ദ കറക്റ്റ് മാച്ച്. കറക്റ്റ് മാച്ച് ആണ് നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യം. നമ്മൾ ഫ്ലവറിന്റെ തലാമസിന്റെ ഷേപ്പ് അനുസരിച്ച് ഫ്ലവറുകൾ 3 ടൈപ്പായിട്ട് തിരിയുമ്പോൾ അതനുസരിച്ച് ഓവറുടെ സ്ഥാനത്ത് പോസിറ്റീവ് മാറ്റം വരുമ്പോൾ അതിന്റെ എക്സാമ്പിൾ NCERT ബുക്ക് കൊടുക്കുന്നത് കാണാപ്പാടം പഠിച്ചിരിക്കണം. അതനുസരിച്ച് നമുക്ക് നോക്കാം. ഹാഫ് ഇൻഫീരിയർ ഓവറി ചൈന റോസ് തെറ്റാണ്. എന്തുകൊണ്ടാ? ചൈന റോസിന്റെ ഫ്ലവർ ഹൈപ്പോഗേനസ് ഫ്ലവർ ആണ്, അതിന്റെ ഓവർ സുപ്പീരിയർ ആണ്. സുപ്പീരിയർ ഓവറി റോസ് തെറ്റാണ്. ബിക്കോസ് റോസിന്റെ ഫ്ലവർ പെരിഗൈനസ്, അപ്പൊ അതിന്റെ ഓവറി ഹാഫ് ഇൻഫീരിയർ ആണ്. ഇൻഫീരിയർ ഓവറി കുക്കുംബർ ശരിയാണ്. കാരണം കുക്കുംബറിന്റെ ഫ്ലവർ എപ്പിഗൈനസ് ആണ്, ഓവർ ഇൻഫീരിയർ ആണ്. എപ്പിഗൈനസ് ഫ്ലവർ മസ്റ്റാർഡ് തെറ്റാണ്. കാരണം മസ്റ്റാർഡിന്റെ ഫ്ലവർ ഹൈപ്പോഗൈനസ് ആണ്. സോ പിന്നെ ശരിയതേ ഉള്ളൂ ഇൻഫീരിയർ ഓവറി കുക്കുംബർ. കാരണം കുക്കുംബറിന്റെ ഫ്ലവർ എപ്പിഗൈനസ് ആണ്. സോ ഓവറി സപ്പോസ് ടു ബി ഇൻഫീരിയർ. ഓക്കെ, യാ. അടുത്തത് വാട്ട് ഈസ് നോട്ട് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു പോളിബ്ലെൻഡ്. പോളിബ്ലെൻഡിനെ പറ്റി നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അല്ലേ, സോയിൽ പൊല്യൂഷനോട് ബന്ധപ്പെട്ട പ്ലാസ്റ്റിക് റെമഡിയിൽ വരുന്ന ആ കേസ് സ്റ്റഡിയുടെ ഇമ്പാക്ട് നോക്കാം. ഇറ്റ് ഈസ് എ ഫൈൻ പൗഡർ ഓഫ് റീസൈക്കിൾഡ് മോഡിഫൈഡ് പ്ലാസ്റ്റിക്. വളരെ ശരിയാണ്. ബാംഗ്ലൂരിലുള്ള അഹമ്മദ് ഖാൻ തെളിയിച്ചു തന്ന കാര്യം. ഇറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് ബിറ്റുമൻ യൂസ് ടു ലേ റോഡ്. ശരിയാണ്, റോഡിന്റെ ലൈഫൊക്കെ കൂടാൻ സഹായിക്കുന്നു. മിക്സ്ചർ ഓഫ് പോളിബ്ലെൻഡ് ആൻഡ് ബിറ്റുമൻ ഹെൽപ്പ് ടു ഇൻക്രീസ് ദ റോഡ് ലൈഫ്. പറഞ്ഞു കഴിഞ്ഞു ശരിയാണ്. ഇറ്റ് ഈസ് എ റീസൈക്കിൾഡ് പ്രൊഡക്റ്റ് ഓഫ് ഇ വേസ്റ്റ് ആണോ? അല്ല. പിന്നെയോ റീസൈക്കിൾഡ് പ്രൊഡക്റ്റ് ഓഫ് പ്ലാസ്റ്റിക് ആണ്, ഇ വേസ്റ്റ് അല്ല. സോ ദിസ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് പോളിബ്ലെൻഡ്. സോ ദിസ് ഈസ് ദ വണ്ടർഫുൾ ആൻസർ. ഓക്കെ, അടുത്തത് യെസ് കാർട്ട് വീൽ സ്ട്രക്ചർ ഈസ് ഷോൺ ബൈ. എന്നതാ കാർട്ട് വീൽ സ്ട്രക്ചർ? നമുക്കറിയാം 9+0 arrangement of microtubule. There 9 stands for triplet. ഇതാണ് കാർട്ട് വീൽ അറേഞ്ച്മെന്റ് അല്ലേ? അവിടെ ഒരു സെൻട്രൽ ഹബ്ബ്, പെരിഫറിയിൽ അങ്ങനെ ട്രിപ്ലറ്റുകൾ 9 എണ്ണം ഉണ്ട്. അവിടെ നിന്ന് നടുക്കോട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ സ്പോക്സ്. ഈ സ്പോക്സിലൂടെയാണ് ഒരു കാളവണ്ടി ചക്രത്തിന്റെ ഷേപ്പ് വരിക. അങ്ങനെ കാർട്ട് വീൽ അറേഞ്ച്മെന്റ് കാണുന്ന എവിടെയാ? പ്രോകാരിയോട്ടിക് ഫ്ലജലിലേക്ക് മൈക്രോട്യൂബിൾ എന്നൊരു സാധനമേ ഇല്ല. സെൻട്രിയോളിന് ഇത് വരും. ആക്സോമിന് കാർട്ട് വീൽ ഒന്നുമില്ല, 9+2 ആണ്. സോ കാർട്ട് വീൽ അറേഞ്ച്മെന്റ് സെൻട്രിയോൾ 9+0. ഓക്കെ, യാ. അടുത്തത് യെസ് ഓൾ ഓഫ് ദി ഫോളോയിങ് എക്സിബിറ്റ് ആൻ ഇൻക്രീസ് ഇൻ ഗർത്ത് ഓർ ഡയമീറ്റർ എക്സെപ്റ്റ്. അപ്പം അതിന്റെ അർത്ഥം ഹയർ പ്ലാന്റ്സുകളിൽ ഗ്രോത്ത് ഇൻ ടേംസ് ഓഫ് ഇൻക്രീസ് ഇൻ ഗർത്ത് നടക്കുന്നത് സെക്കൻഡറി മെരിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടാണ്. സോ ദാറ്റ് ഗ്രോത്ത് ഈസ് സെക്കൻഡറി തിക്കനിങ്. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ അർത്ഥം താഴെ കൊടുത്തിരിക്കുന്ന എവിടെ സെക്കൻഡറി തിക്കനിങ് ഇല്ലെന്നുള്ളതാണ്. സെക്കൻഡറി തിക്കനിങ് എവിടെയുള്ളത്?
ആൻജിയോസ്പേമിൻ്റെ ഡൈക്കോട്ടിൻ്റെ റൂട്ടിലും സ്റ്റെമ്മിലും പിന്നെ ജിംനോസ്പേമിലുമാണ്. ആമേ റൈറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റെം ഓഫ് ജിംനോസ്പേമിൽ ഈ ഗ്രോത്ത് ഉണ്ട്, റൂട്ട് ഓഫ് ജിംനോസ്പേമിൽ ഈ ഗ്രോത്ത് ഉണ്ട്, സ്റ്റെം ഓഫ് മോണോക്കോട്ടിൽ ഈ ഗ്രോത്ത് ഇല്ല, സ്റ്റെം ആൻഡ് റൂട്ട് ഓഫ് ഡൈക്കോട്ടിൽ ഈ ഗ്രോത്ത് ഉണ്ട്. അപ്പം ഇൻക്രീസ് ഇൻ ഗർത്ത് എന്നറിയപ്പെടുന്ന സെക്കൻഡറി തിക്കിനി ഇല്ലാത്തത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെംസ് ഓഫ് മോണോക്കോട്ട്സ്, ഓപ്ഷൻ 3. ഓക്കെ, ഫാന്റാസ്റ്റിക് ആൻസർ. അടുത്തത്, യെസ്, ചൂസ് ദ കറക്റ്റ് മാച്ച്. അഗൈൻ പ്ലാസന്റേഷൻ മോർഫോളജിയിൽ നിന്നുമാണ്. മാർജിനൽ പ്ലാസന്റേഷൻ ആർജിമോൺ ആൻഡ് പി, അതിനകത്ത് പി ശരിയാണ്, ആർജിമോൺ ഈസ് റോങ്. ഓക്കെ, ആക്സൈൽ പ്ലാസന്റേഷൻ ലെമൺ, ഇതേതായാലും ശരിയാണ്, ലെമൺ സൂപ്പർ എക്സാമ്പിൾ ഓഫ് ആക്സൈൽ പ്ലാസന്റേഷൻ. പൈററ്റൽ പ്ലാസന്റേഷൻ പി തെറ്റ്, കാരണം പിയിൽ പറഞ്ഞു കഴിഞ്ഞ മാർജിനൽ പ്ലാസന്റേഷൻ ആണ്. ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ ടൊമാറ്റോ തെറ്റ്, ടൊമാറ്റോയിലും പ്ലാസന്റേഷൻ ആക്സൈലാണ്. അപ്പൊ ശരിയായിട്ടുള്ള ഏതാ? ലെമൺ പൊസസ് ആക്സൈൽ പ്ലാസന്റേഷൻ ഇസ് കറക്റ്റ്. ഓക്കെ, അടുത്തത്, ഐഡന്റിഫൈ ദ കറക്റ്റ് എക്സാമ്പിൾ ഓഫ് അഡ്വന്റേഷ്യസ് റൂട്ട് വിച്ച് ഗെറ്റ് സോളൻ ആൻഡ് സ്റ്റോർ ഫുഡ്. നല്ല ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷൻസുകളും മോഡിഫിക്കേഷൻ ഓഫ് വെജിറ്റേറ്റീവ് ഓർഗൻ ഫോർ ഫുഡ്. അപ്പോൾ ഇതിനകത്ത് ഏതാ ഓഡ് വൺ? ഐ വിൽ സോ ടൊമാറ്റോ ഇസ് ഓഡ് വൺ ബിക്കോസ് ടൊമാറ്റോയുടെ മോഡിഫൈഡ് പാർട്ട് സ്റ്റെം ആണ്, ബാക്കി ഇത് 3ഉം റൂട്ടാണ്. റൈറ്റ്. ഇതിൽ സ്വീറ്റ് പൊട്ടറ്റോ ഇസ് ഓഡ് വൺ ബിക്കോസ് സ്വീറ്റ് പൊട്ടറ്റോ റൂട്ട് എന്ന് പറയുന്നത് അഡ്വന്റേഷ്യസ് ആണ്. ഇതിനടുത്ത് ക്യാരറ്റ് ടെർണിൽ റൂട്ട് എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട്. ഇവിടെ ക്വസ്റ്റ്യൻ എന്നതാ? adventitious root gets swollen. Direct answer sweet potato. What is wrong with the carrot and turnip? Avada tap root. Potato il root il stem ആണ്. Okay, direct answer. അടുത്തത്, male and female sex organs are present on separate plant bodies in. Male and female organ പേരെന്താണേലും and they are present on separate plant. അവരെ നമ്മൾ dioecious എന്ന് പറയും അല്ലേ? ഇതിനകത്ത് dioecious ഏതാണെന്നുള്ള അതിന്റെ അർത്ഥം നമുക്ക് നോക്കാം. Sphagnum is a bryophyte moss, പക്ഷെ അത് monoecious ആണ്, ആൻസർ ആകില്ല. ക്യാര ഫാന്റാസ്റ്റിക് ഗ്രീൻ ആൽഗ ടെസ്റ്റിഫിക്കൽ പടമുണ്ട്. സെയ്ഫ് എലമെന്റിൽ ആന്ത്രീഡിയം ഊഗോണിയം, അപ്പം സെയിം ഓർഗൻ 2 ഓർഗൻ സെയിം പ്ലാന്റ് വരുമ്പം അതും മൊണേഷ്യസ് ആണ്, ഇവിടെ വരികയില്ല. ഫിണേറിയ വീണ്ടും മോസസ് മൊണേഷ്യസ് ആണ്. മാർക്കാൻഷ്യ ഡയേഷ്യസ്. മാർക്കാൻഷ്യയുടെ ഒരു താലസെൽ ആന്ത്രീഡിയ 4, വേറൊരു താലസെൽ ആർക്കിഗോണിയ 4. സോ ഡയേഷ്യസ് പ്ലാന്റ് മാർക്കാൻഷ്യ. ഓക്കെ, യാ. അടുത്തത്, read the following statement and choose the option which is true for them. Which is true? നമുക്ക് നോക്കാം. അഡിയാൻഡം ബിലോങ്സ് ടു സ്പീനോപ്സിഡ, തെറ്റ്, ബിക്കോസ് അഡിയാൻഡം ബിലോങ്സ് ടു ടെറോപ്സിഡ, ഫേണാണ്. സെലാജനല ഹെട്രോസ്പോറസ് ശരിയാണ്. സാൽവീനിയസ് ആൻഡ് അക്വാട്ടിക് പ്ലാന്റ് ശരിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ബി ആൻഡ് സി ആർ കറക്റ്റ്. ഓപ്ഷൻ 1, നോ കൺഫ്യൂഷൻ, ഡയറക്റ്റ് ആൻസർ. യാ. അടുത്തത്, നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ കറക്റ്റ് പെയർ ആണ്. കറക്റ്റ് പെയർ റിഗാർഡിംഗ് ദ ടൈപ്പ് ഓഫ് ലൈഫ് സൈക്കിൾ. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഓൺലി ഗമീറ്റ് റെപ്രസെന്റ് ഹാപ്ലോയിഡ് ഫേസ്, ഭയങ്കര തെറ്റ്. കാരണം ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിന്റെ പ്ലാൻ ബോഡിയെ ഹാപ്ലോയിഡ് ആണ്, അപ്പോൾ തെറ്റാണ്. ഡിപ്ലോണിക് ലൈഫ് സൈക്കിൾ ഹാപ്ലോയിഡ് ഫേസ് ഈസ് ഹൈലി റെഡ്യൂസ്ഡ്, ഇത് ശരിയാണ്. ബിക്കോസ് ഡിപ്ലോണിക് ലൈഫ് സൈക്കിളിന്റെ അർത്ഥം എന്നതാ? ലൈഫ് സൈക്കിൾ ഇൻ വിച്ച് ദ ഡിപ്ലോയിഡ് സ്പോർ ഓഫ് ഇറ്റ് ഇസ് ഡോമിനന്റ് ഫേസ്, ദ ഹാപ്ലോയിഡ് ഗാമിറ്റ് ഓഫ് ഇറ്റ് എക്സ്ട്രീംലി സ്മോൾ, അത് ശരിയാണ്. അടുത്തത്, ഹാപ്ലോ ഡിപ്ലോണിക് ലൈഫ് സൈക്കിൾ ഓൺലി ഹാപ്ലോയിഡ് ജനറേഷൻ എക്സിസ്റ്റ്, തെറ്റ്. അവിടെ 2 ഫേസും ഉണ്ട്. ഹാപ്ലോണിക് ലൈഫ് സൈക്കിൾ ഫ്യൂക്കസ്, തെറ്റ്. എന്താ ഫ്യൂക്കസിന്റെ ലൈഫ് സൈക്കിൾ? ഡിപ്ലോണ്ടിക് ആണ്. അപ്പൊ ശരിയായിട്ട് അതിനകത്ത് ഓപ്ഷൻ 2. സോ 2 is the answer. ഓക്കെ, അടുത്തത്, സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് നോക്കാം. വൈറസസ് ആർ എ സെല്ലുലാർ സ്ട്രക്ചർ, ശരിയാണ്. വൈറസസ് ആർ നോട്ട് ബിലിവ്ഡ് ആസ് ടു ലിവിങ്, ശരിയാണ്. വൈറസസ് ഹാവ് ആൻ ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഔട്ട്സൈഡ് ദ ലിവിങ് സെൽ, ശരിയാണ്. വൈറസ് ഡു നോട്ട് പാസ് ത്രൂ ബാക്ടീരിയൽ പ്രോ ഫിൽട്ടർ, തെറ്റാണ്. ഫിൽറ്ററിലൂടെ വൈറസ് ഇങ്ങനെ പോരും. അണ്ടർസ്റ്റാൻഡ്, വൈറസ് ദാറ്റ് മച്ച് സ്മോൾ. ഓപ്ഷൻ 4. അടുത്തത്, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫംഗൈ മെമ്പേഴ്സ് ഡൈക്കാരിയോൺ ഫേസ് ഈസ് നോട്ട് ഫോംഡ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫംഗസിൽ സെക്ഷൽ റീപ്രൊഡക്ഷനുള്ള 3 ക്ലാസ്സുകളായ ഫൈക്കോമൈസിറ്റ്, ആസ്കോമൈസിറ്റ്, വെസിയോഡിയമൈസിറ്റ്. ഈ 3 ക്ലാസ്സുകളിൽ ഫൈക്കോമൈസിറ്റിൽ മാത്രം ഡൈക്കാരിയോൺ ഫേസ് എന്ന് പറയുന്ന N+N ഫേസ് അത്ര പ്രൊലോങ്ഡ് അല്ല എന്നാണ് അതിന്റെ അർത്ഥം. സോ ആൻസർ ഷുഡ് ബി ഫൈക്കോമൈസിറ്റ്. ഓക്കെ, അടുത്തത്, ലിനേവോസ് 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഡിസ്റ്റിംഗ്വിഷ്ഡ് ബിറ്റ്വീൻ, എന്നതാ? നമുക്കറിയാം ബേസിക് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ, കിങ്ഡം പ്ലാന്റ് ആൻഡ് ആനിമൽ, അനിമേലിയ. അല്ലാതെ അവിടെ യൂക്കാരിയോട്ടിക് പ്രോകാരിയോട്ടിക് സെപ്പറേഷൻ ഇല്ല, യൂണി മൾട്ടി സെപ്പറേഷൻ ഇല്ല, ഫോട്ടോകിമ സെപ്പറേഷൻ ഒന്നുമില്ല, ഓൺലി സെപ്പറേഷൻ പ്ലാന്റ് ആൻഡ് ആനിമൽ. ഓക്കെ, അടുത്തത്,
During fermentation in yeast, two sets of reactions occur from pyruvic acid. One is catalyzed by A, next is by B. ഈസ്റ്റിൽ സംഭവിക്കുന്നത് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ ആണെന്ന് ആദ്യം ഒരു ബോധ്യം ഉണ്ടാകണം. അപ്പം ഫസ്റ്റ് റിയാക്ഷൻ അവിടെ എന്താണ്? പൈറുവിക് ആസിഡ് is converted into acetaldehyde by the enzyme pyruvate decarboxylase. CO2 evolution അവിടെ ഉണ്ട്. അടുത്തതാണ് acetaldehyde converted into ethyl alcohol by alcohol dehydrogenase. So A should be decarboxylase, B should be dehydrogenase. Option 2. Okay. അടുത്തത് റെസ്പിറേറ്ററി കോഷ്യന്റ് ഓഫ് C51 H58 ട്രൈപാമിറ്റിൻ. ഫാറ്റ് ആണെന്നറിയാലോ, അല്ലെങ്കിൽ ലിപ്പിഡ് ആണ്. തീർച്ചയായിട്ടും ലിപ്പിഡിന്റെ ആർക്കി വാല്യൂ ലെസ് ദാൻ 1, സ്പെസിഫിക്കലി 0.7. പ്രോട്ടീൻ ആണെങ്കിൽ 0.9. ഓക്കെ. അടുത്തത് യെസ്, ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എൻഡോസ്പേംസ് ആർ. ആരാണ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്? ആൻജിയോസ്പേം. ആൻജിയോസ്പേമിന് എൻഡോസ്പേം എങ്ങനെയാ? ട്രിപ്ലോയിഡ്. വൈ? Because angiospermal endosperms are formed by triple fusion. So should be 3N. Fantastic, amazing answer. Yeah. Next one. Section B ആണ്. In which of the given chromosome unequal arms can be distinguished? നമുക്കറിയാം മെറ്റാസെൻട്രിക് ക്രോമസോം ആണെങ്കിൽ V shaped ആണ്. The two arms are exactly equal. സബ്മെറ്റാസെൻട്രിക് എന്ന് പറയുമ്പോൾ L shape ആണ്. അതിനകത്ത് two arms are unequal. എന്നാൽ അൺഈക്വാലിറ്റി ചെറുതായിട്ടേ ഉള്ളൂ. അക്രോസെൻട്രിക് എന്ന് പറയുമ്പം സെൻട്രോമിയർ ഇൻ ദ ടീലോമിയർ, ക്ലോസ് ടു ദ ടീലോമിയർ. അപ്പം ഒരാം വളരെ നീളം കൂടി ഒരാം നല്ലപോലെ നീളം കുറഞ്ഞിരിക്കും. ടീലോസെൻട്രിക് എന്ന് പറയുമ്പം സെൻട്രോമിയർ ഇൻ ദ ടീലോമിയർ എന്ന് പറയും. അപ്പം അതിന് ഒരാമേ ഉള്ളൂ. അപ്പം ശരിക്കും ഇതിനകത്ത് 2 ആംസ് ഉള്ളത് ഈ 3 പേർക്കേ ഉള്ളൂ. അതിനകത്ത് അൺഈക്വാലിറ്റി വരുന്ന എവിടെയൊക്കെയാ? B and C. ഓക്കെ. സോ ഓപ്ഷൻ 2, B and Cയിലാണ് അൺഈക്വാലിറ്റി. അൺഈക്വൽ. എയ്ക്ക് എന്താ കുഴപ്പം? 2 ആംസ് ആർ ഈക്വൽ. ഓക്കെ. അടുത്തത് ക്രോമസോം ക്യാൻ ബി ക്ലിയർലി ഒബ്സർവ്ഡ് അണ്ടർ ദ മൈക്രോസ്കോപ്പിൻ. വളരെ ഡയറക്റ്റ് ആൻസർ. തീർച്ചയായിട്ടും സെൽ സൈക്കിളിലൂടെ പോകുമ്പോൾ ഇന്റർഫേസിൽ ക്രോമാറ്റിൻ ആണ്. എംഫേസിലോട്ട് കയറുമ്പോൾ ക്രോമാറ്റിൻ കണ്ടൻസസ് ടു ഫോം ക്രോമസോം. ആൻഡ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് പ്രോഫേസ് വെൻ ദേ ആർ ഇൻ മെറ്റാഫേസ് മാക്സിമം കണ്ടൻസേഷൻ ഹാപ്പൻസ്. അവിടെയാണ് എക്സാക്ട് ക്രോമസോംസ് ആർ ഫോംഡ്. സോ ക്രോമസോം ക്ലിയർ ആയിട്ട് കാണുന്ന ഫേസ് ഓപ്ഷൻ 3 മെറ്റാഫേസ്. ഓക്കെ. അടുത്തത് members of how many kingdoms with respect to Whittaker classification are only heterotroph? ഓർത്ത് നോക്കിയേ. മൊണീറയിൽ ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക്, പ്രോട്ടിസ്റ്റൈൽ ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക്, ഫംഗയിൽ ഓൺലി ഹെറ്ററോട്രോഫിക്, പ്ലാന്റയിൽ ഓൺലി ഓട്ടോട്രോഫിക്, ആനിമേലിയയിലും ഓൺലി ഹെറ്ററോട്രോഫിക്. അപ്പോൾ ഓൺലി ഹെറ്ററോട്രോഫിസം ഫംഗൈ ആൻഡ് ആനിമേലിയ. സോ ഓപ്ഷൻ 2. ഓക്കെ. അടുത്തത് Which of the given are benefit to plants from mycorrhizal association? Those plants which are having mycorrhiza, that means association with the mycelium of fungus. എന്താണ് ബെനിഫിറ്റ്? ഫോട്ടോസിന്തസിസോട് ഒരു ബന്ധവുമില്ല. എന്നാൽ റെസിസ്റ്റൻസ് ടു റൂട്ട് ബോൺ പാത്തോജൻ ബെനിഫിറ്റ് ആണ്. ടോളറൻസ്, സലൈനിറ്റി, ഡ്രൗട്ട് ഒക്കെ ബെനിഫിറ്റ് ആണ്. സോ B and C ഓപ്ഷൻ 3 റൈറ്റ് ആൻസർ. അടുത്തത് യെസ്, വിച്ച് ഓഫ് ദി ഗിവൺ സിമ്പിൾ റെപ്രസെന്റ് എപ്പിഫില്ലസ് കണ്ടീഷൻ. എന്താ എപ്പിഫില്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എപ്പിഫില്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേമൻ ഓഫ് ആൻഡ്രീഷ്യം ജോയിൻസ് വിത്ത് ടെപ്പൽ ഓഫ് പെരിയാന്ത്. അല്ലേ? ഇപ്പൊ പെരിയാന്തിന്റെ ടെപ്പലിലേക്ക് സ്റ്റേമൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കാണിക്കുന്നത് എങ്ങനെയാ സിമ്പിള്? ഓപ്ഷൻ 2 റൈറ്റ് ആൻസർ. ഇതാണ് ഓപ്ഷൻ 1 കാണിക്കുന്നത്. ഇത് എപ്പിപെറ്റലസ് ആണ്. ഇതെന്തായിരുന്നു? സൈഗോമോർഫിക് ആണ്. ഇതെന്താണ്? ആക്ടിനോമോർഫിക്. ഓക്കെ. യെസ്. അടുത്തത് in monocotyledon vascular bundles nearly similar in size because. എന്തുകൊണ്ടാണ്? മോണോകോട്ടിലീഫിന്റെ പ്രൈമറി വെയിനിൽ നിന്നും ബാക്കിയുള്ള വെയിൻസുകളിൽ ഒരുപോലെ പോകുന്ന പ്രസൻസ് ഓഫ് പാരലൽ വീനേഷൻ. നമ്മൾ അനാറ്റമി പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മോണോകോട്ടിലീഫിന്റെ നമ്മൾ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ ഏറ്റവും ഈ നടുക്കുള്ളൊരു ബണ്ടിൽ മാത്രം ഇച്ചിരി വലുതായിട്ട് വരും, ബാക്കിയെല്ലാം ഏകദേശം ഒരുപോലെ വരും. അണ്ടർസ്റ്റാൻഡ്? ബിക്കോസ് ഓഫ് പാരലൽ വീനേഷൻ ആണ്. ഇത് പ്രൈമറി വെയിനാണ്, ബാക്കിയെല്ലാം വെയിൻസ് ഒരുപോലെ. ഓക്കെ. ഓപ്ഷൻ 4. അടുത്തത് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഓൾ ദ ടിഷ്യൂസ് ഔട്ട്സൈഡ് ദ വാസ്കുലർ കേമ്പിയം കോൺസ്റ്റിറ്റ്യൂട്ട് ദ ബാർക്ക്. വളരെ ശരിയല്ലേ? കേമ്പിയത്തിന് പുറത്തേക്കുള്ളതെല്ലാം കൂടെയാണ് ബാർക്ക്. അപ്പൊ അത് അകത്തുനിന്ന് പുറത്തേക്ക് പറയാൻ എന്തൊക്കെ വരും? സെക്കൻഡറി ഫ്ലോയം, ഫെല്ലോഡയം, ഫെല്ലോജൻ, ഫെല്ലം. ഓക്കെ, ശരിയാണ്. ദെൻ കോർ കേമ്പിയം ഈസ് ഓൾസോ കോൾഡ് എക്സ്ട്രാസ്റ്റീലർ കേമ്പിയം. ശരിയാണല്ലോ. കോർ കേമ്പിയം ഓൾസോ നോൺ ആസ് ഫെല്ലോജൻ, എക്സ്ട്രാസ്റ്റീലർ കേമ്പിയം ആണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഓപ്ഷൻ 3. Next one. In which of the given algae the stored food is structurally very similar to amylopectin and glycogen? നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിൽ പഠിക്കുന്നു. In one class of algae the stored food is very similar to amylopectin and glycogen. അത് ഏത് ക്ലാസ്സിലാണ്? റെഡ് ആൽഗെ,
എന്താണ് കെമിക്കലിൻ്റെ പേര്? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഇപ്പോൾ റെഡ് ആൽഗെ കാണുന്ന ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ് വെരി ക്ലോസ് ടു അമൈൽ എഫക്റ്റിന് ഗ്ലൈക്കജൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം താഴെ കൊടുത്തില്ലെങ്കിൽ ഏതാ റെഡ് ആൽഗെ എന്നല്ലേ? ഡയറക്റ്റ് ആൻസർ പോളിസൈഫോണിയ. ബാക്കി എന്തുകൊണ്ട് ആൻസർ ആകാത്തത്? ഓൾവോക്സ് ഗ്രീൻ ആൽഗെ എവിടെ സ്റ്റോർഡ് ഫുഡ്? സ്റ്റാർച്ച് ആണ്. ലാമിനേറിയ ബ്രൗൺ ആൽഗെ, ഫ്യൂക്കസ് ബ്രൗൺ ആൽഗെ എവിടെ രണ്ടിടത്തും ലാമിനാർ നോർ മാനിറ്റോൾ. അപ്പം പോളിസൈഫോണിയയിലാണ് മോളിക്യൂൾ ഫംഗ്ഷൻ ആ സ്റ്റോർഡ് മോളിക്യൂൾ വെരി ക്ലോസ് ടു അമൈലോപെക്റ്റിൻ ആൻഡ് ഗ്ലൈക്കജൻ. ഏതാണ് മോളിക്യൂൾ? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഓക്കെ, യാ. അടുത്തത്, ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് ഡിഫർ ഫ്രം ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആസ് ദ ഫോർമർ. ഫോർമർ എന്ന് പറയുമ്പോൾ ഇവന്റെ കാര്യമാണ്. അപ്പം ഫെസിലിറ്റേറ്റഡിന്റെ പ്രത്യേകത നമ്മളിവിടെ പറയണം. നമുക്ക് നോക്കാം. മറ്റേത് ഇവിടെ ഡിഫറൻസ് ആയിരിക്കണം. റിക്വയർ സ്പെഷ്യൽ മെമ്മറൈൻ പ്രോട്ടീൻ, അത് 2 പേർക്കും വേണ്ടത്. അപ്പോൾ ഇത് ആൻസർ ആകുകയില്ല. ഹൈലി സെലക്റ്റീവ് ഇൻ നേച്ചർ, 2 പേർക്കുള്ളത്, ആൻസർ ആകുകയില്ല. റെസ്പോണ്ട് പ്രോട്ടീൻ ഇൻഹിബിറ്റേഴ്സ്, 2 പേർക്കും പ്രശ്നമാണ്, ആൻസർ ആകുകയില്ല. ഈസ് എ ഡൗൺ ഹിൽ ട്രാൻസ്പോർട്ട് ആണ്. കാരണം ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഈസ് അപ് ഹിൽ, എന്നാൽ ഫെസിലിറ്റേറ്റഡോ ഡൗൺ ഹിൽ ട്രാൻസ്പോർട്ട്. സോ ഓപ്ഷൻ 4 ഈസ് ദ ഫാന്റാസ്റ്റിക് ഡിഫറൻസ്. അടുത്തത് 145. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ദ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഇൻകറക്റ്റ് ആണ്. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ കൊളാബറേഷൻ ഓഫ് ബോത്ത് PS1 ആൻഡ് PS2. ശരിയാണല്ലോ. സൈക്ലിക് ആണെങ്കിൽ PS1 മാത്രം മതി, നോൺ സൈക്ലിക്കിന് 1 and 2 വേണം. ശരിയാണ്. ദ പ്രോസസ് ഡസ് നോട്ട് റിക്വയർ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രോൺ ഡോണർ. തെറ്റാണ്. ഇവിടെ ഇലക്ട്രോൺ ഡോണർ ഉണ്ടെന്നേ, അതാ വാട്ടറൊക്കെ അവിടെ വരുന്ന കഥ അറിയാം. അപ്പം അതവിടെ തെറ്റാണ്. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് അസിമുലേറ്റഡ് പവർ. ശരിയാണ്. ATP NADP ഒക്കെ ഉണ്ടാവും. ശരിയാണ്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ഗ്രാനൽ തൈലക്കോഡ്. ശരിയാണ്. അപ്പം തെറ്റായിട്ട് വരുന്നത് ഏതാ? ഓപ്ഷൻ 3. ബിക്കോസ് നോൺ സൈക്ലിക്ക് നടക്കണമെങ്കിൽ എക്സ്റ്റേണൽ ഇലക്ട്രോൺ ഡോണർ വേണം. ഓക്കെ, അടുത്തത് പ്രൈമറി അക്സെപ്റ്റർ ഓഫ് CO2 ഇൻ C3 പാത്വേ. C3 പാത്വേയുടെ പ്രൈമറി അക്സെപ്റ്റർ. ആദ്യമായിട്ട് C3 പാത്വേയുടെ പ്രൈമറി അക്സെപ്റ്റർ ആരാണ്? തീർച്ചയായിട്ടും റിബുലോസ് ബൈഫോസ്ഫേറ്റ്. റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് എത്ര കാർബണുള്ള ആളാ? 5 കാർബൺ കോമ്പൗണ്ട്. ഓക്കെ, റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദി ഗിവൺ പ്ലാന്റ് ഹോർമോൺ ഡിലേ സെനിസൻസ് ഓഫ് ലീഫ്? ഡയറക്റ്റ് ആൻസർ സൈറ്റോകൈനിൻ, ഡിലേയിങ് ഓഫ് സെനിസൻസ് ഓഫ് ലീഫ്. ഓക്കെ, അടുത്തത് ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസർ ബൈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. സിമ്പിൾ ആൻസർ. നമുക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന പ്രോജനിസം വരുന്നത് ക്ലോൺ എന്നാണ്. ക്ലോണിന്റെ പ്രത്യേകത എന്താ? മോർഫോളജിക്കലി ജനറ്റിക്കലി അവർ സിമിലർ ആണ്. സിമിലർ ആണ്. പറയാൻ നോക്കാം. ജനറ്റിക്കലി സിമിലർ ബട്ട് മോർഫോളജിക്കലി ഡിഫറെന്റ്. തെറ്റ്. മോർഫോളജിക്കലി സിമിലർ, ജനറ്റിക്കലി ഡിഫറെന്റ്. തെറ്റ്. ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി സിമിലർ, ഇതാണ് ശരി. എല്ലാ തരത്തിലും സിമിലർ ആയിരിക്കും. ഓക്കെ, ദിസ് ഇസ് ആൻസർ. 149. If an endosperm of an angiosperm has 27 chromosomes, what would be the number of chromosomes in the megaspore mother cell of same plant? ഓർക്കുക, എൻഡോസ്പേം ഓഫ് ആൻജിയോസ്പേം എന്ന് പറയുമ്പം നമുക്കറിയാം ഇത് 3n. അപ്പം തീർച്ചയായിട്ടും 27 ഈസ് 3n നമ്പർ. അപ്പം അതിൽ നിന്ന് മനസ്സിലായി n നമ്പർ എത്രയാ? n നമ്പർ ഈസ് 9. ഇനി ചോദ്യം, നമ്പർ ഓഫ് ക്രോമസോം ഇൻ മെഗാസ്പോർ മദർ സെൽ. മെഗാസ്പോർ മദർ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the cell which is about to undergo meiosis in ovule to produce the megaspore. അപ്പോൾ തീർച്ചയായിട്ടും മിയോസിസ് നടക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ 2n ആയിരിക്കണമല്ലോ. അപ്പോൾ ഇതിന്റെ 2n നമ്പർ എത്രയാ? n നമ്പർ 9 എന്ന് കിട്ടി. അപ്പോൾ 2n നമ്പർ എത്രയാ? 18. ഓപ്ഷൻ 2. നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് വൺ അണ്ടർ ബോട്ടണി. In a simple, in a garden there are 4,000 ants living in an ant hole. In a month there are 200 birds and 200 ants died. What should be the growth rate of population of ants in that month? കാര്യം അവിടെ 200 പേര് ജനിച്ചു, പക്ഷെ 100 പേര് മരിച്ചു. അപ്പം എത്രത്തേ ഉള്ളൂ? 100 ants per month. That's all. ഓക്കെ, ഡയറക്റ്റ് ആൻസർ ആണ്. അപ്പം ബോട്ടണിയുടെ 50 ക്വസ്റ്റ്യൻസിൻ്റെയും നല്ലൊരു തിയറി സമ്മറൈസേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മളിനി സുവോളജി പാർട്ടിൽ നിന്നുള്ള ഒരു സെലക്ടഡ് ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, just ready for the questions. Okay.
ഓക്കെ, യെസ്. ഇപ്പം നമുക്ക് സുവോളജി ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ സെലക്ടഡ് ക്വസ്റ്റ്യൻസുകളാണ്. സോ ഒരു 15 ക്വസ്റ്റ്യനാണ്. 176 to 186, പിന്നെ 196 to 200. ഓക്കെ, നമുക്ക് നോക്കാം. അത് ജെനറ്റിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതായതുകൊണ്ട്. സോ ക്വസ്റ്റ്യൻ നമ്പർ 176 നോക്കുക. Which of the given enzyme is not required during DNA replication on template with the polarity 3' to 5'? ഡബിൾ സ്റ്റാൻഡേർഡ് DNA-യുടെ 3' to 5' പൊളാരിറ്റിയിൽ റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ നമുക്ക് ഡോട്ടർ ചെയിൻ ഉണ്ടാകുന്നത് ഫിഗർ മനസ്സിലുണ്ടായിരിക്കണം. ഇപ്പോൾ ഇത് ഒറിജിനൽ ആണെങ്കിൽ ഇത് 3', ഇത് 5'. ഒറിജിനൽ 3'ൽ അവസാനിച്ചിരിക്കുന്ന സ്റ്റാൻഡ് ഡോട്ടർ ചെയിൻ ഫോം ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഫോർവേഡ് ആയിട്ടാണ് പോകുക എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ ഈ ഡോട്ടർ ചെയിൻ ലീഡിങ് സ്റ്റാൻഡ് ആണെന്ന് അറിയാലോ. അപ്പോൾ അവിടെ ഏത് എൻസൈം വേണ്ടെന്നാണ് ചോദിച്ചിരിക്കുക. വിച്ച് ഈസ് നോട്ട് റിക്വയർഡ്. നോക്കി, DNA ഡിപ്പെൻഡ് DNA പോളിമറൈസ് വേണം എന്ന് പറഞ്ഞാൽ അതാണ് നോർമൽ DNA പോളിമർ. അതിനാണ് ഇതും. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് ചെറുതായിട്ട് വേണം. അതാണ് ഈ പ്രൈമേസ്. ഇത് വേണം. എന്നാൽ DNA ലിഗേസ് വേണ്ട. ലിഗേസ് വേണ്ടി വരുന്നത് എവിടെയാണ്? ലിഗേസ് വേണ്ടി വരുന്നത് ലാഗിങ് സ്റ്റാൻഡ് ലൊക്കാസൈക്കോ ജോയിൻ ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ ഡോട്ടർ ചെയിൻ ഉണ്ടാകുന്നത് കണ്ടിന്യൂസ് ആയതായിരുന്നത് ലിഗേസ് നമുക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ വേണ്ടാത്ത എൻസൈം ഓപ്ഷൻ 4. അടുത്തത് നെക്സ്റ്റ് നോക്കുക. ഇഫ് ദ പെർസെൻറ്റേജ് ഓഫ് adenine is 28%, then what will be the percentage of total? So what will be the percentage of adenine and guanine in the DNA? നമുക്കറിയാലോ, ചെർഗാഫ് റൂൾ അനുസരിച്ച് A+G is equal to T+C. അതിനർത്ഥം ഇത് രണ്ട് 50% ഈച്ച് ആണെന്ന് നമുക്കറിയാം. അപ്പം അഡിനിൻ ഗ്വാനിൻ ഉൾപ്പെടുന്ന പ്യൂരിൻസിന്റെ ഒരാളുടെ പെർസെൻറ്റേജ് 28 ആണെങ്കിൽ മറ്റേയാളുടെ പെർസെൻറ്റേജ് അപ്പോൾ എത്ര? 22. അപ്പം ആൻസർ ആ ക്വസ്റ്റിനകത്ത് തന്നെയുണ്ട്. അഡിനിന്റെ പെർസെൻറ്റേജ് 28. അങ്ങനെയാണെങ്കിൽ അഡിനിൻ ഗ്വാനിൻ ഉൾപ്പെടുന്ന ആ ഗ്രൂപ്പിന്റെ പെർസെൻറ്റേജ് എത്രയാ? 50%. ബിക്കോസ് അഡിനിൻ ഗ്വാനിൻ സപ്പോസ് ടു ബി പ്യൂരിൻ. അത് രണ്ടും കൂടെ ഒരുമിച്ച് 50 വേണ്ടത്. അപ്പോൾ അഡിനിൻ 28 ആണെങ്കിൽ മൊത്തം എത്ര എന്ന് വെച്ചാൽ 50 തന്നെ. ഇനി ഇവിടെ ഗ്വാനിൻ ചോദിച്ചായിരുന്നെങ്കിൽ ആൻസർ 22 ആയിരുന്നു. ഇപ്പോൾ ആൻസർ ചോദിച്ചിരിക്കുന്നത് അഡിനിൻ ഗ്വാനിൻ ഒരുമിച്ച് എത്ര? 50. ഓക്കെ, അടുത്തത് റീപ്രൊഡക്ഷൻ സിനോണിമസ് വിത്ത് ഗ്രോത്ത്. ദി സ്റ്റേറ്റ്മെന്റ് ജസ്റ്റിഫൈഡ് വിത്ത് റിഗാർഡ്സ് ടു വിച്ച് ഓഫ് ദി ഗിവൺ ഓർഗാനിസം? റീപ്രൊഡക്ഷനും സെൽ ഡിവിഷനും അല്ലെങ്കിൽ ഗ്രോത്ത് സിനോണിമസ് ആയിട്ട് വരുന്ന ആരുടെ കാര്യത്തിലാണ്? യൂണി സെല്ലുലാർ ഓർഗാനിസം. ബിക്കോസ് അവിടെ ഗ്രോത്തിന്റെ ഭാഗമായ സെൽ ഡിവിഷൻ എപ്പോൾ നടന്നാലും ദാറ്റ് ഈസ് ഈക്വൽ ടു റീപ്രൊഡക്ഷൻ. അപ്പോൾ അതിന്റെ അർത്ഥം ഈ ഓപ്ഷനിൽ ആരാണ് വൺ സെൽഡ് എന്നല്ലേ? അപ്പോൾ അതിന് ആൻസർ എന്നതാ തീർച്ചയായിട്ടും അമീബ. ബാക്കിയൊക്കെ എന്തുകൊണ്ട് ആൻസർ ആകാത്തത്? ബാക്കിയുള്ളവരൊക്കെ മൾട്ടി സെല്ലുലാർ. അപ്പോൾ അവിടെയൊക്കെ ഓരോ സെൽ ഡിവിഷനും റീപ്രൊഡക്ഷന്റെ ഭാഗമല്ല. പക്ഷെ അമീബയിൽ ഓരോ സെൽ ഡിവിഷനും റീപ്രൊഡക്ഷന്റെ ഭാഗമാണ്. രണ്ടും സിനോണിമസ്. ഓക്കെ, അടുത്തത് In a dihybrid cross of Mendel's experiment, what will be the probability of plants which are homozygous for both the trait in F2 generation? നല്ല ക്വസ്റ്റ്യൻ. ചെക്കർ ബോർഡിനെ പറ്റി ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്കറിയാം. ചെക്കർ ബോർഡ് ഡൈഹൈബ്രിഡ് F2 16 ബോക്സ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ. 16 ബോക്സ്. ഇവിടെ നമ്മളിങ്ങനെ ഗമീറ്റ് എഴുതി ക്രോസ് ചെയ്ത് 16 പേരെ ഫോം ചെയ്യുമ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഓർഡറിൽ നമ്മൾ ഇവിടുന്ന് ഒരു ലൈൻ വരച്ചാൽ ഈ ലൈൻ കടന്നു പോകുന്ന 4 ബോക്സുകൾ മക്കളെ. ഈ 4 ബോക്സ്. ഓക്കെ, ഈ 4 ബോക്സിന്റെ പ്രത്യേകത അവർ ഹോമോസൈഗസാ. ഇങ്ങനെ ഒരു ജീനോടൈപ്പ് ഉണ്ട്, ഇങ്ങനെ ഒരു ജീനോടൈപ്പ് ഉണ്ട്, ഇങ്ങനെ ജീനോടൈപ്പ് ഉണ്ട്, ഇങ്ങനെയുണ്ട്. അപ്പോൾ വാട്ട് ഈസ് കോമൺ ടു ഓൾ? ഹോമോസൈഗസ് ഫോർ 2 ജീൻസ്. അതിന്റെ അർത്ഥം 16-ൽ 4 പേര് ഹോമോസൈഗസ് ഫോർ 2 ജീൻസ്. സോ ആൻസർ 25%. ഓപ്ഷൻ 1. ഫാന്റാസ്റ്റിക് ആൻസർ. ഓക്കെ, അടുത്തത് in which genetic disorder each cell in the affected person has only one sex chromosome X0. That means 44A plus X0 possibility വരുന്ന ഡിസോർഡർ ഏതാന്നല്ലേ? തീർച്ചയായിട്ടും ആൻസർ ടേണേഴ്സ് സിൻഡ്രോം. ഓക്കെ, യെസ്. അടുത്തത് in Griffith experiment, injection of which of the given strains of Streptococcus bacteria causes death of mice? നമുക്ക് ഓരോന്ന് നോക്കാം. എസ് സ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൈസ് ഡൈറ്റ്. കാരണം ക്യാപ്സ്യൂൾ പ്രോബ്ലമാറ്റിക് നമുക്കറിയാം, ഡൈഡ് എന്നാണ്. ദെൻ എസ് സ്ട്രെയിൻ ഹീറ്റ് കിൽ ചെയ്ത് കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻ? ക്യാപ്സ്യൂൾ ഈസ് ലോസ്റ്റ്. അവിടെ മൈസ് അലൈവ് ആണ്. ആർ സ്ട്രെയിൻ അലോൺ. ആർ സ്ട്രെയിന് പാത്തോജനിസിറ്റി ഉള്ള ഭാഗമല്ല. അപ്പം ആർ സ്ട്രെയിൻ കൊടുക്കുമ്പോൾ മൈസ് ലൈവ് ആണ്. എസ് സ്ട്രെയിൻ പ്ലസ് ആർ സ്ട്രെയിൻ ഇത് കൊടുക്കുമ്പോൾ മൈസ് ഡെഡ് ആകും. കാരണം അവിടെയാണ് ട്രാൻസ്ഫർമേഷൻ നടന്നതൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ കോമ്പിനേഷൻ മൈസ് ഡെഡ് ആകും? എയിലും ഡിയിലും. am I right? So both A and D, option 4. അടുത്തത് select the incorrect match with respect to biodiversity in Amazonian rainforest.
ഡൈവേഴ്സിറ്റി കൂടുതലുള്ള ആമസോണിയൻ ഫോറസ്റ്റിൻ്റെ അകത്തുള്ള സ്പീഷീസ് ഡൈവേഴ്സിറ്റിയുടെ നമ്പർ NCERT ബുക്കിലുണ്ട് ഫ്രം ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. അതിൽ മാമൽസ് 427 ശരിയാണ്, ആംഫീബിയൻ 427 ശരിയാണ്, ബേഡ്സ് 378 ആണോ? അല്ല, ഇതിനേക്കാൾ അത്ര കൂടുതലാണ്, 1300 ആമേ റൈറ്റ്. അപ്പോൾ ഇത് തെറ്റാണ്. ദിസ് ഈസ് ദി ആൻസർ. ഫിഷസ് 3000 ശരിയാണ്. ഓക്കെ, അടുത്തത് yes, which of the following organism is an example of recent extinction in Africa? Direct answer quagga. Okay, അടുത്തത് during physical process with regards to sewage treatment, all solid that settle form A, another primary sludge, and the supernatant forms the primary effluent. So primary sludge, primary effluent. The primary effluent ആണ് gone for secondary treatment, biological process. അല്ലേ? Yeah. So option 1. അടുത്തത് during gene cloning and transformation experiment, absence of beta galactosidase activity is indicative of insertional inactivation of. നമുക്കറിയാം വെക്ടറുകൾക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകളിൽ ക്ലോണിംഗ് വെക്ടേഴ്സിനുണ്ടായിരിക്കേണ്ട വലിയൊരു യോഗ്യതയാണ് മാർക്കർ ജീൻ. മാർക്കർ ജീൻ പല വെക്ടറുകളിലും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ജീനാണ്. എന്നാൽ ചില വെക്ടറുകളിൽ മാർക്കർ ജീൻ എൻസൈം കോഡിംഗ് ജീൻസാണ്. അതിന് എക്സാമ്പിളാണ് PUC8. ആ PUC8ൻ്റെ മാർക്കർ ജീനാണ് ലാക്യുസഡ് ജീൻ. ലാക്യുസഡ് ജീൻ കോഡ് ഫോർ ദി എൻസൈം ബീറ്റ ഗാലക്ടോസിഡേസ്. ഈ മാർക്കർ ജീൻസ് എല്ലാം വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഇൻസെർഷണൽ ഇനാക്ടിവേഷൻ. അതിൻ്റെ അർത്ഥം ആ മാർക്കർ ജീൻ്റെ അകത്തിരിക്കുന്ന ക്ലോണിക് സൈറ്റിലേക്ക് ഫോറിൻ ജീൻ ഇൻസർട്ടഡ് ആയി കഴിയുമ്പം അവർ നോൺ ഫങ്ഷണലായി. അങ്ങനെയാണെങ്കിൽ ബീറ്റ ഗാലക്ടോസിഡേസ് ആക്ടിവിറ്റി, ഇതിൻ്റെ ആക്ടിവിറ്റി ലോസ്റ്റ് ആകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ എൻസൈമിനെ കോഡ് ചെയ്യുന്ന ജീൻ ഇനാക്ടിവേറ്റഡ് ആകുക. അതാണത് ലാക്യുസഡ് ജീൻ. ഓക്കെ, അത് എപ്പോഴാണ് ഇനാക്ടിവേറ്റഡ് ആകുന്നത്? അവിടെ ഒരു ഫോറിൻ ജീൻ കയറിയിരിക്കുമ്പോൾ എന്ന് ഓർക്കുക. അടുത്തത് taxonomical aid used for identification of plants and animal based on similarity dissimilarity. Direct answer key. Okay, അടുത്തത് 197. Which one of the following condition in human being is correctly matched with the chromosome complement? Chromosome complement ചില ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത് ഏതാണ് ശരി എന്നുള്ളത് നമുക്ക് നോക്കാം. കറക്റ്റ്ലി മാച്ച് ആണ് ചോദിച്ചിരിക്കുക. ടേണേഴ്സ് സിൻഡ്രം 44A+3X തെറ്റാണ്. ടേണേഴ്സ് സിൻഡ്രം എന്ന് പറയുന്നത് 44A+X0 ആണ് വരേണ്ടത്. നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു. ദെൻ ക്ലൈൻഫിറ്റഡ് സിൻഡ്രം 44A+X0 തെറ്റാണ്. ക്ലൈൻഫിറ്റഡ് സിൻഡ്രം എന്ന് പറയുന്നത് 44A+XXY ആണ്. ദെൻ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് 45A+XY. ഇത് ശരിയാണ്. കാരണം ഡൗൺ സിൻഡ്രോം ബിക്കോസ് ഓഫ് ട്രൈസോമി ഓഫ് ഓട്ടോസോം ആണ്. 21ാമത്തെ പെയറിന്റെ ട്രൈസോമിയാണ് ഡൗൺ സിൻഡ്രോം. അപ്പോൾ 21ാമത്തെ പേര് ട്രൈസോമി എന്ന് പറയുമ്പോൾ 21ാമത്തെ പേരിന് ഒരു കോപ്പി കൂടെ കൂടി. അപ്പോൾ അങ്ങനെ 44A+41 വന്ന് 45 ഓട്ടോസോം വരും. അത് മെയിലിന് വരാം, ഫീമെയിലിന് വരാം. അതുകൊണ്ട് 45A+XYയോ 45A+XX വന്നാലും ശരിയാണ്. ഇവിടെ 45A+XY ശരിയാണ്. സിസ്റ്റിക് ഫൈബ്രോസിസ് 44A+XXY തെറ്റാണ്. അവിടെ സെക്സ് ക്രോമസോം കൂടുന്നൊന്നുമില്ല. പിന്നെ ഇത് ശരിയായിട്ടുള്ളത് ഡൗൺ സിൻഡ്രോം 45A+XY, ബിക്കോസ് ഡൗൺ സിൻഡ്രോം ഓട്ടോസോമൽ സിൻഡ്രോം ആണ്. ഓട്ടോസോമിനാണ് ഒന്ന് കൂടും, അല്ലോസോമിന് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, യെസ്. അടുത്തത് യെസ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സ്ട്രക്ചറൽ ജീൻ ഓഫ് ലൈക്കോപ്രോൺ? വാട്ടെവർ ഇറ്റ് മേ ബി ദ നെയിം ഓഫ് ഓപ്രോൺ, ആ ഓപ്രോൺ കണ്ടിയ സ്ട്രക്ചർ ജീൻ. അതിന്റെ പ്രത്യേകത എന്നതാ? ജീൻ വെച്ച് കോഡ് ഫോർ എൻസൈംസ് ആണ്. ബാക്കിയൊക്കെ കൺട്രോളിങ് എലമെന്റ്സ്. അപ്പം നമുക്കറിയാം ലൈക്കോപ്രോണിൽ മൊത്തം എത്ര ജീനുണ്ട്? 6 ജീൻ. അതിനകത്ത് ഒരു ഐ ജീൻ, ഒരു പ്രൊമോട്ടർ ജീൻ, ഒരു ഓപ്പറേറ്റർ ജീൻ, പിന്നെ 3 സ്ട്രക്ചർ ജീൻ. ഓക്കെ, അപ്പോൾ അതിനകത്ത് സ്ട്രക്ചർ ജീൻ ആണെന്ന് ചോദിക്കുമ്പം റെഗുലേറ്റർ ജീൻ സ്ട്രക്ചർ ജീൻ അല്ല, ഇതിന് വേറൊരു പേരാണ് ഐ ജീൻ. ഇത് സ്ട്രക്ചർ ജീൻ അല്ല. ഓപ്പറേറ്റർ ജീൻ സ്ട്രക്ചർ ജീൻ അല്ല. പ്രൊമോട്ടർ സ്ട്രക്ചർ ജീൻ അല്ല. എന്നാൽ ഇസഡ് ജീൻ ഈ സ്ട്രക്ചർ ജീൻ അല്ലേ? നമുക്കറിയാം ഇസഡ്, വൈ ആൻഡ് എ ആർ സ്ട്രക്ചർ ജീൻ. ഓക്കെ, യെസ്. അടുത്തത് ലാസ്റ്റ് വേർഡ് 1. IUCN Red List documents restriction of 784 species in last 500 years. 500 last 500 yearsൽ 754 പേര് lost. Okay, then last one. The Trichoderma polysporum produces. Trichoderma polysporum deuteromycet produces immunosuppressive agent. ഏതാണ്? Cyclosporin A. So this is the fantastic answer. So that's all about botany part complete ചെയ്യാൻ some selected questions of zoology. ഇപ്പോൾ സുവോളജിയുടെ ബാക്കി ക്വസ്റ്റ്യൻസുകളുമായിട്ട് അജയ് സാർ വെയിറ്റ് ചെയ്യുന്നു. സോ താങ്ക് യു, മേ ഗോഡ് ബ്ലെസ് യു. സോ കണ്ടിന്യൂവേഷൻ സുവോളജി. ഓക്കെ, താങ്ക് യു.
So good afternoon. We are going to discuss a paper in zoology part of questions. We are going to discuss zoology part of questions. But these questions already the questions. Work out. What is the reason that you got this question wrong? Reasons നിങ്ങൾ ആ തെറ്റിയ ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ട് തെറ്റിയെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് ഇനി തെറ്റാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ സുവോളജി പാർട്ട് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 151 തൊട്ടാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ ഓൾറെഡി ബോട്ടണിയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ നോക്കുക, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 151ാമത്തെ ക്വസ്റ്റ്യൻ, ദ മ്യൂക്കോസൽ ലെയർ ഓഫ് എലിമെന്ററി കനാൽ possesses all structures given below. മ്യൂക്കോസൽ ലെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എലിമെന്ററി കനാലിന് 4 ലെയേഴ്സ് ആണ്. ഏറ്റവും ഔട്ടർ ദർ ഇസ് എ ലെയർ. NCERT നമുക്കറിയാം ഹിസ്റ്റോളജി ഓഫ് എലിമെന്ററി കനാൽ എന്ന് പറഞ്ഞ ഒരു ക്രോസ് സെക്ഷൻ പിക്ചർ ഉണ്ട്. അപ്പൊ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ നമുക്കറിയാം സിറോസയുടെ തൊട്ട് താഴെ യു വിൽ ഹാവ് മസ്കുലാരിസ്. അവിടെ നമ്മൾ സർക്കുലർ മസിൽസ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ മസിൽസ് ആർ പ്രസന്റ്. അതിന്റെ താഴെ there is a layer called submucosal layer and the elementary canalന്റെ ല്യൂമനോട് ചേർന്ന് നിൽക്കുന്ന ലെയർ എന്ന് പറഞ്ഞാൽ elementary canalന്റെ കാവിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന ലെയർ, this is called mucosa എന്ന് പറയും. So the innermost layer is mucosa. അപ്പോ ഈ മ്യൂക്കോസൽ ലെയറിലെ പ്രത്യേകതകളാണ് ചോദിച്ചിട്ടുള്ളത്. മ്യൂക്കോസൽ ആൻഡ് സബ്മ്യൂക്കോസൽ ലെയറിലാണ് ആക്ച്വലി യു ഹാവ് ദ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് ആ പ്രസന്റ് ഇൻ ദ മ്യൂക്കോസൽ ആൻഡ് ഇൻ ദ സബ്മ്യൂക്കോസൽ ലെയർ. ഓക്കെ, അപ്പൊ നോക്കുക, ഗോബ്ലെറ്റ് സെൽസ് നിങ്ങൾക്കറിയാം. ഗോബ്ലെറ്റ് സെൽസ് എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ എലിമെന്ററി കനാലില് നമ്മളിത് ടിഷ്യൂസിൽ കണ്ടിട്ടുള്ളതാണ്. ദ യൂണിസെല്ലുലാർ ഗ്ലാൻഡ്സ് വിച്ച് ആർ കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിംഗ് mucus producing glands ആണ് goblet cells. They are present in the mucosal layer ലാണ് കാണുന്നത് എന്ന് നമുക്കറിയാം. Crypts of Lieberkern എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ inner mucosal layer, the elementary canal is highly folded and our folds ഉള്ളത് കൊണ്ട് it gives rise to finger shaped projections and those finger shaped projections are called villi. And between the villi there are spaces. Right? Villi ഇങ്ങനെ ഫിംഗർ ഷേപ്പ് പ്രൊജക്ഷൻ ഉണ്ടെങ്കിൽ these are called crypts. ഈ ക്രിപ്സില് digestive enzyme produce ചെയ്യുന്ന digestive glands are present. So the crypts of Lieberkern are present in the mucosal layer. Gastric glands are digestive glands or secretion producing glands present in the stomach ആണ്. They are also present in the mucosal layer ലാണ്. എന്നാൽ നമുക്കറിയാം ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് എന്താ പ്രൊഡ്യൂസ് ചെയ്യാൻ ചോദിച്ചാൽ നമുക്കറിയാം ദേ പ്രൊഡ്യൂസ് മ്യൂക്കസ്. ദേ ആർ മ്യൂക്കസ് പ്രൊഡ്യൂസിംഗ് ഗ്ലാൻഡ്സ്. പക്ഷെ ഇവർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ദേ ആർ നോട്ട് ഇൻ ദ മ്യൂക്കോസൽ ലെയർ, ദേ ആർ പ്രസന്റ് ഇൻ ദ സബ്മ്യൂക്കോസൽ ലെയർ എന്ന് പറയും. ക്ലിയർ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ നോക്കുക, ഓൾ ദ ഫോളോയിങ് എക്സെപ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ എക്സെപ്റ്റ് വരുമ്പോ എന്ത് പറയാം നമുക്ക്? ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് എന്ന് പറയാം. സോ 151 ആൻസർ ഇസ് 4. അതുപോലെ നോക്കുക 152, right? 152, the trachea and bronchi are provided with a C-shaped cartilaginous ring. Trachea, windpipe, and the main branches bronchi are surrounded by C-shaped cartilaginous rings. ഈ C-shaped cartilaginous rings ഉള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? Which are responsible for sound production. നമുക്കറിയാം sound production ട്രക്കിയും ബ്രോങ്കിയും അല്ല. We have another cartilaginous structure called larynx. Give them support and prevent them from collapse. This is a correct option. Divide trachea and bronchi. No. Give support to the lungs. Alla ulladu. So the option will be 2 എന്ന് പറയാം. They give support and protect the trachea and bronchi from collapse. Air നമ്മൾ ഉള്ളിലോട്ട് എടുക്കുമ്പോൾ ട്രക്കിയ വലുതാവും, എയർ പുറത്തോട്ട് കളയുമ്പോൾ ട്രക്കിയ ചെറുതാവും. ഈ ചെറുതാവുമ്പോൾ ഇത് കൊളാപ്സ് ചെയ്ത് പോകാതിരിക്കാൻ ട്രക്കിയൽ റിങ്സ് ഉള്ളത് കൊണ്ട് it prevents the collapse of trachea and bronchi എന്ന് നമുക്ക് പറയാം. So 152 നമ്മുടെ ഓപ്ഷൻ വരുന്നത് is a second option. Clear അല്ലേ? 153 again from lungs. Lungs are made up of air filled sacs called alveoli.
Lunginde ullil there are air-filled sacs which are called alveoli. They do not collapse even after forceful expiration. നമ്മളെ ലങ്സിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ചെയ്താലും കുറച്ച് amount of air will remain inside the lung. You cannot empty the lung to zero. അങ്ങനെ നിൽക്കുന്ന കുറച്ച് gases-നെ നമ്മൾ പറയുന്ന പേരാണ് residual volume. The volume of air that remains in the lung after forceful expiration. Forceful expiration നടത്തിയതിനു ശേഷം നമ്മുടെ ലങ്ങിന്റെ ഉള്ളിൽ ബാക്കി നിൽക്കുന്ന നമുക്ക് പുറത്തോട്ട് കളയാൻ പറ്റാത്ത എയറിനെ നമ്മൾ പറയുന്ന പേരാണ് residual volume. And it is because of this residual volume, the alveoli will not collapse. Some amount of air will always remain inside that. ഈ respiratory volumes and capacities, നമ്മൾ breathing and exchange of gases പഠിക്കുമ്പോൾ it is an important topic as far as NEET exam is concerned. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ അത് നോക്കേണ്ട ഒരു ടോപ്പിക് ആണ്. Okay. 154. Find the question വായിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. Find the false one. Erythrocytes are the most abundant blood cells. Erythrocytes എന്ന് പറഞ്ഞാൽ RBC ആണ്. RBC നമുക്കറിയാം 1 millimeter cube of blood will contain 5 to 5.5 million RBCs ഉണ്ട് പറയാം. അപ്പോൾ RBC ഒരു millimeter cube of bloodല് 5 to 5.5 million എന്നാ നമ്മൾ പറയാ. So erythrocytes are the most abundant of all blood cells എന്ന് പറഞ്ഞാൽ that is correct. Neutrophils are the most abundant WBC. മൊത്തം ഉള്ള WBC 8,000 to 10,000 WBCs ആണ് 1 millimeter cube ഉണ്ടാവുക. മൊത്തം ഉള്ള WBC 60 to 65% are neutrophils. അപ്പോൾ അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. That statement is also correct. Now, high altitude dwellers develop polycythemia. Polycythemia in the പറയുന്നത്, the condition polycythemia means increase in RBC. Increase in the number of RBC in blood നെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് polycythemia എന്ന് പറയുന്നത്. It is an increase in number of blood and that condition is called polycythemia. അപ്പോൾ high altitude dwellers they develop a condition called polycythemia. എന്ന് വെച്ചാൽ അവിടെ ഓക്സിജൻ അവൈലബിലിറ്റി കുറവാണ്. അപ്പോൾ മാക്സിമം ഓക്സിജനെ പിടിച്ചെടുക്കാൻ വേണ്ടി അവരുടെ ബോഡിയിൽ RBC കണ്ടന്റ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കണ്ടന്റ് ഇൻക്രീസസ്. റൈറ്റ്. Anemia occurs when the blood content goes above 12 grams per deciliter of blood. Anemia എന്ന് പറഞ്ഞാൽ RBCയുടെ നമ്പർ അല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ ക്വാണ്ടിറ്റി കുറയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അനീമിയ, വിളർച്ച എന്ന് നമ്മൾ പറയും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ കണ്ടന്റ് ഈസ് 13 to 17 grams per deciliter എന്ന് പറയാം. അങ്ങനെ ആകുമ്പോൾ it should be below 12 grams എന്ന് വേണം. Anemic condition ആവണമെങ്കിൽ it is not above, it should be below 12 grams. അപ്പൊ നമ്മളെ ആൻസർ ഏതാ ചോദിച്ചിട്ടുള്ളത്, which is the false one ആണ്. തെറ്റായിട്ടുള്ളത് is option 4. Clear? 155 ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഹാർട്ട് സൗണ്ട്സുമായി റിലേറ്റ് ചെയ്ത് സർക്കുലേറ്ററി സിസ്റ്റത്തിലുള്ള ക്വസ്റ്റൻ ആണ്. ഇൻ എ കാർഡിയാക് സൈക്കിൾ, ഒരു കാർഡിയാക് സൈക്കിളില് ലബ് സൗണ്ട് എന്ന് പറയുന്നത് ഇസ് ഹേർഡ്. എപ്പോഴാണ്? രണ്ട് ഹാർട്ട് സൗണ്ടാണ് നമുക്കുള്ളത്. നമുക്കറിയാം, വൺ ഈസ് ലബ് സൗണ്ട് ആൻഡ് അതർ ഇസ് എ ഡബ് സൗണ്ട് എന്ന് പറയും. എപ്പോഴാണ് നമുക്ക് ഈ ലബും ഡബും കേൾക്കാൻ പറ്റുന്നത്? ലബ് സൗണ്ട് ഇസ് ഹേർഡ് വെൻ AV valve അടയുമ്പോൾ. AV valve എന്ന് പറഞ്ഞാൽ യു ഹാവ് ട്രൈകസ്പിഡ് വാൽവ് ആൻഡ് യു ഹാവ് ബൈകസ്പിഡ് വാൽവ്. ഈ AV വാൽവുകൾ അടയുമ്പോൾ യു വിൽ ഹിയർ ലബ് സൗണ്ട്. എന്നാൽ സെക്കൻഡ് ഹാർട്ട് സൗണ്ടിനെ നമ്മൾ പറയാ ഡബ് സൗണ്ട് എന്ന് പറയും. ഈ ഡബ് സൗണ്ട് നമ്മൾ കേൾക്കുന്നത് എപ്പോഴാ? സെമി ലൂണാർ വാൽവ്, അതായത് വാൽവ് നമ്മുടെ അയോട്ടയുടെയും പൾമണറി ആർട്ടറി, പൾമണറി വെയിന്റെ ബേസിലുള്ള വാൽവ് ആണ് സെമി ലൂണാർ വാൽവ്. വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് മുഴുവനായിട്ട് ആർട്ടറീസിലേക്ക് പോയി കഴിഞ്ഞാൽ സെമി ലൂണാർ വാൽവ് ക്ലോസസ്. ക്ലോഷർ ഓഫ് ദ സെമി ലൂണാർ വാൽവ് പ്രൊഡ്യൂസസ് എ സൗണ്ട് കോൾഡ് ഡബ് സൗണ്ട് എന്ന് പറയാം. ഇപ്പൊ ക്ലോസിംഗ് ഓഫ് സെമി ലൂണാർ വാൽവ്സ്, ഓപ്പണിംഗ് ഓഫ് AV വാൽവ്സ്, simultaneous closing of bicuspid and tricuspid valve, sudden contraction of atrias. അപ്പൊ ഇവിടെ നോക്കുക, സെമി ലൂണാർ വാൽവ് അടയുമ്പോൾ നമ്മൾ കേൾക്കുന്ന സൗണ്ട് ഈസ് ഡബ് ആണ്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ അല്ലല്ലോ, ഓപ്പണിംഗ് സൗണ്ട് ഇല്ല.
Then simultaneous closing of bicuspid and tricuspid valve. ഇതിന് രണ്ടിനെയും കൂടി നമ്മൾ പറയുന്ന പേരാണ് AV valve എന്ന് പറയും. AV valveന്റെ opening and closing will cause a lub sound. Lub soundനെ നമ്മൾ മറ്റൊരു പേര്, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് അതിൽ നിന്ന് മാക്സിമം പോയിന്റ്സ് നമ്മൾ തപ്പിയെടുക്കാൻ നോക്കണം. ലബ് സൗണ്ടിനെ നമ്മൾ പറയുക, ഇറ്റ് ഈസ് കോൾഡ് ദ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് എന്ന് പറയും. ഹാർട്ടിൽ നിന്ന് കേൾക്കുന്ന ആദ്യത്തെ സൗണ്ട് ആണ് ലബ് സൗണ്ട്. ഓക്കെ, സോ 155. The answer for this particular question is option 3. 156. This തെറ്റിക്കാൻ പാടില്ലാത്ത ക്വസ്റ്റൻ ആണ്, ആർക്കും തെറ്റിയിട്ടും ഉണ്ടാവില്ല. ഇത് റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിന്തസൈസസ് ആൻഡ് സെക്രീറ്റ്സ് ടെസ്റ്റിക്കുലാർ ഹോർമോൺസ് കോൾഡ് ആൻഡ്രോജൻസ്? ഇവിടെ രണ്ട് വാക്കുകളാണ് നമുക്ക് അർത്ഥം അറിയേണ്ടത്. ഒന്ന് ടെസ്റ്റിക്കുലാർ ഹോർമോൺസ്. ടെസ്റ്റിക്കുലാർ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ഹോർമോൺസ് ഫ്രം ടെസ്റ്റിസ്. ടെസ്റ്റിസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ യു കോൾ ദം ആസ് ടെസ്റ്റിക്കുലാർ ഹോർമോൺസ്. ആൻഡ്രോജൻസ് എന്ന വാക്കിന്റെ അർത്ഥം മെയിൽ ഹോർമോൺസ് ആണ്. അപ്പോൾ ടെസ്റ്റിസിൽ നിന്ന് ഹോർമോൺസ് വരുന്നുണ്ട്, ദേ ആർ മെയിൽ ഹോർമോൺസ്. അപ്പൊ ഏതാണ് ടെസ്റ്റിക്കുലാർ ഹോർമോൺസ് പ്രൊഡ്യൂസ് ആൻഡ് സിന്തസൈസ് ആൻഡ് സെക്രീറ്റ് ചെയ്യുന്നത്? 4 ഓപ്ഷൻസ് നമുക്കുണ്ട്. നമുക്ക് ഓരോ നോക്കണേ. സെർട്ടോളി സെൽസ് എന്ന് പറയും. സെർട്ടോളി സെൽസ് നമുക്കറിയാം, ദേ ആർ ഓൾസോ കോൾഡ്, ഇതിന് വേറൊരു പേര് നമ്മൾ പറയും, ദേ ആർ ഓൾസോ കോൾഡ് nurse cells എന്ന് പറയും. കാരണം എന്താ? they provide nourishment to the developing sperm. വളർന്നുകൊണ്ടിരിക്കുന്ന സ്പേമിന് വേണ്ട നറിഷ്മെന്റ് കൊടുക്കുന്നതാണ് സെർട്ടോളി സെൽസ്. സെമിനിഫറസ് ട്യൂബ്യൂൾ, ഒരു ടെസ്റ്റിസിന്റെ ടെസ്റ്റിക്കുലാർ ലോബില് സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഇടയിലുള്ള സ്പേസ്, ദീസ് ആർ സെമിനിഫറസ് ട്യൂബ്യൂൾസ്, ഇതിന്റെ ഇടയിലുള്ള സ്പേസ് വിച്ച് ഇസ് കോൾഡ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. ഇന്റർസ്റ്റീഷ്യൽ സ്പേസില് കാണുന്ന സെൽസിന് നമ്മൾ പറയുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. ഇതിന് നമുക്ക് വേറൊരു പേര് കൊടുക്കാം, ദേ ആർ ഓൾസോ കോൾഡ് ലീഡിങ്സ് സെൽ എന്ന് പറയും. അപ്പോ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലുള്ള സെല്ല്, ട്രയാങ്കുലർ ഷേപ്ഡ് യെല്ലോ കളേർഡ് സെൽസ് വിച്ച് വി ക്യാൻ കോൾ ആസ് ലീഡിംഗ് സെൽസ്. ലീഡിംഗ് സെൽസ് പ്രൊഡ്യൂസ് മെയിൽ ഹോർമോൺസ് ആൻഡ്രോജൻസ് ആണ്. സോ leading cells, male hormone produce androgen. Immunologically competent cell is to protect the testis, not to produce hormones. Male germ cells produce gametes, appo adum not to produce hormones. 156, the answer becomes a 2. 157, question number 157, നോക്കുക. The correct sequence of sperm movement, sperm produce ചെയ്യുന്ന സെമിനിഫറസ് ട്യൂബ്യൂളിലാണ്. സെമിനിഫറസ് ട്യൂബ്യൂളിൽ പ്രൊഡ്യൂസ് ചെയ്ത സ്പേം പുറത്തോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ് റീച്ചസ് അപ് ടു യുറീത്രൽ ഓപ്പണിംഗ്. അപ്പൊ അത് ഏതാണ് ഇതിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു സീക്വൻസ്? They are produced in the seminiferous tubules. അത് ശരിയാ. Seminiferous tubules they move out into the rete testis. പക്ഷെ അത് കഴിഞ്ഞ എപ്പിഡിഡൈമസ് അല്ല. So the first option is wrong. Seminiferous tubule is correct. Seminiferous tubule is correct. Rete testis is correct. Vas difference തെറ്റി. Seminiferous tubule is correct. Rete testis is correct. Vasa efferentia is correct. Epididymis is correct. Vas difference is correct. Third option, the sequence is correct. Fourth one, epididymis is wrong. Vasa efferentia avsanam vannum thetti. So the correct answer 157 is option 3 ആണ് വരിക. Seminiferous tubules ന്റെ ഉള്ളിൽ sperms ഉണ്ടാകുന്നു. ആ sperm rete testis വഴി വാസ ഇഫറൻഷ്യയിലേക്ക് വരുന്നു. വാസ ഇഫറൻഷ്യ എന്ന് പറഞ്ഞ ഡക്റ്റിന് നമ്മളൊരു പ്രത്യേകത പറയും. ഇറ്റ്സ് എ ഡക്ട് വിച്ച് ക്യാരീസ് സ്പേംസ് ഔട്ട് ഓഫ് ദ ടെസ്റ്റിസ്. ടെസ്റ്റിസിൽ നിന്ന് സ്പേംസിനെ പുറത്തോട്ട് കൊണ്ടുപോകുന്നതാണ് വാസ ഇഫറൻഷ്യ. Vasa efferentia opens into a highly coiled tube called epididymis. Epididymis normally sperm, when it is in the epididymis, maturation of the sperm occurs, and at the same time sperm in a storage area കൂടിയാണ്. Right. Then you have a long duct called vas deferens which opens into the urethra. Urethraയിലേക്ക് തുറക്കുന്നതിന് മുമ്പ് it becomes the ejaculatory duct. Urethraയിലേക്ക് വന്നു കഴിഞ്ഞാൽ it is called a common urinogenital duct എന്ന് നമ്മൾ പറയും. Okay.
158. Which of the following is not an exact reason for population explosion? Population explosion എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന increase in number of individuals in a population. A rapid increase or uncontrolled growth of individuals in a population can be called as population explosion. Rapid decline in death rate ഇതൊരു റീസൺ ആണ്, right? ഡെത്ത് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ മരിക്കാതിരിക്കുകയാണെങ്കിൽ ആളുകളുടെ എണ്ണം പോപ്പുലേഷനിൽ കൂടും. ഡിക്ലൈൻ ഇൻ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ശിശു മരണ നിരക്ക് കുറയുക, അതുപോലെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറയുക. അങ്ങനെയാണെങ്കിലും പോപ്പുലേഷൻ വിൽ ഇൻക്രീസ്. ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് പീപ്പിൾ അറ്റ് ദ റീപ്രൊഡ്യൂസബിൾ ഏജ്, റൈറ്റ്? റീപ്രൊഡ്യൂസബിൾ ഏജിലുള്ള ആളുകളുടെ എണ്ണം കൂടുക. ഇറ്റ് ഇൻക്രീസസ് the population, it causes population explosion. Aminosynthesis എന്ന് പറഞ്ഞാൽ it has nothing to do with the population explosion. Aminosynthesis എന്ന് പറയുന്നത് is actually a process of analyzing amniotic fluid. ആംനിയോന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് ആണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ്. ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡിനെ പുറത്തെടുത്ത് അതിൽ ഉള്ള സെൽസിനെ സ്റ്റഡി ചെയ്യുക. Chromosomal abnormalities and the sex of the fetus can be determined using aminosynthesis. അപ്പോൾ aminosynthesis വഴി ഒരിക്കലും population explosion ഉണ്ടാകുന്നില്ല. അപ്പോൾ not an exact reason എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഓപ്ഷൻ 4. Which of the following contraceptive method create an ovulatory menstrual cycle? No ovulation. Anovulatory എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ no ovulation എന്നുള്ളതാണ്. അപ്പോൾ ഓവുലേഷൻ ഇല്ലാത്ത മെൻസ്ട്രൽ സൈക്കിൾ ആയിരിക്കും ഈ കോൺട്രാസെപ്റ്റീവ് മെക്കാനിസം അഡോപ്റ്റ് ചെയ്താൽ ഉണ്ടാവുക. അത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ നോക്കുക. ബാരിയർ മെത്തേഡ്, നിങ്ങൾക്ക് അറിയാം, യൂസ് ഓഫ് കോണ്ടംസ് അല്ലെങ്കിൽ വോൾട്ട് അല്ലെങ്കിൽ ഡയാഫ്രം എന്നെല്ലാം പറയുന്നത് ആറ് ബാരിയർ മെത്തേഡ്സ് ആണ്. ഇവിടെ ഓവുലേഷൻ നടക്കും, പക്ഷെ സ്പേം ആൻഡ് എഗിന്റെ ഫ്യൂഷൻ അല്ലെങ്കിൽ ആക്ച്വൽ ഫെർട്ടിലൈസേഷൻ ഇസ് പ്രിവെന്റഡ് എന്ന് പറയാം. എന്നാൽ പിൽസ് കഴിക്കുകയാണെങ്കിൽ പിൽസ് എന്ന് പറയുന്നത് ഇസ് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻ പിൽസ് ആണ്. ദേ കീപ് ദ ലെവൽ ഓഫ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ലെവൽ ഹൈ. അപ്പോഴെന്താ ഉണ്ടാവുക? ഹൈ ലെവൽ ഓഫ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ വിൽ പ്രിവെന്റ് GnRH പ്രൊഡക്ഷൻ ഫ്രം ഹൈപ്പോതലാമസ്. GnRH കുറയുമ്പോൾ FSHും LHും കുറയുന്നു. FSHും LHും കുറയുമ്പോൾ ഫോളിക്കിൾസ് ആർ നോട്ട് ഡെവലപ്ഡ്. ആസ് എ റിസൾട്ട് ഓവുലേഷൻ ഇസ് സപ്രസ്ഡ്. ട്യൂബെക്ടമി എന്ന് പറഞ്ഞാൽ ഫീമെയിലുള്ള ഒരു പെർമനന്റ് ബർത്ത് കൺട്രോൾ ടെക്നിക്കാണ്. ഇറ്റ്സ് എ സ്റ്റെറിലൈസേഷൻ പ്രോസസ്. അവിടെ ഫാലോപ്പിയൻ ട്യൂബിന്റെ ഒരു പോർഷൻ ഇസ് കട്ട് ആൻഡ് റിമൂവ്ഡ് സോ ദാറ്റ് ഫ്യൂഷൻ ഓഫ് എഗ് ആൻഡ് സ്പേം ക്യാൻ ബി പ്രിവെന്റഡ്. അവിടെ ഇറ്റ് ഇസ് നോട്ട് an anovulatory menstrual cycle. ഫീമെയിൽ ഓവുലേറ്റ്, പക്ഷെ ആ എഗ് വിൽ നെവർ ഫ്യൂസ് വിത്ത് ദ സ്പേം. IUCD, intrauterine contraceptive devices, they prevent the fusion of egg and sperm. They prevent implantation. അവിടെയും ഓവുലേഷന് ഇറ്റ് ഹാസ് നോ ഇഫക്ട്, റൈറ്റ്? അപ്പൊ ഓവുലേഷൻ ഇല്ലാതിരിക്കാനുള്ള പ്രധാന കാരണം ഇസ് ദ യൂസ് ഓഫ് പിൽസ് ആണ്. 159 ആൻസർ ബിക്കംസ് 2. 160. Which of the following method of animal breeding, animal husbandry എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. Male and females of different related species are mated. Male and females of different related species, രണ്ട് ഡിഫറെന്റ് സ്പീഷീസിനെ തമ്മിൽ മേറ്റ് ചെയ്യിപ്പിക്കുക, which is called interspecific hybridization. നമുക്കറിയാം ഏറ്റവും നല്ല എക്സാമ്പിൾ ആയി നമ്മൾ പഠിക്കുന്നത് is mule and hinny. Horse donkey, donkey horse മേറ്റിംഗ് വഴി ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് mule and hinny എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണ കോവർ കഴുത എന്ന് പറയും. ഇത് is a combination of a donkey and horse. ഡോങ്കി ഹോഴ്സ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷനിൽ വരുന്നതാണ്. രണ്ട് സ്പീഷീസ്. പക്ഷെ രണ്ട് സ്പീഷീസ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ദ യങ് വൺ വിൽ ബി സ്റ്റെറൈൽ. ദ യങ് വൺ ഫോംഡ് വിൽ ബി നോർമലി സ്റ്റെറൈൽ ആയിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഡിഫക്റ്റ്. പക്ഷെ പോസിറ്റീവ് സൈഡ് ഇസ് ദ ഇറ്റ് ഷോസ് ക്യാരക്ടേഴ്സ് ഓഫ് ബോത്ത് ദ പാരന്റ്സ്, റൈറ്റ്? വിച്ച് വി കോൾ ആസ് ഹൈബ്രിഡ് വിഗർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. 161. Match the items of column 1 with that of column 2, right? Silver revolution എന്ന് പറയുന്നത് is to improve the egg production. A3. എഗിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സിൽവർ റെവല്യൂഷൻ എന്ന് പറയാം. ഗ്രീൻ റെവല്യൂഷൻ is for improving crop production. B4.
ആൻഡ് ബ്ലൂ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫിഷ് പ്രൊഡക്ഷൻ കൂട്ടാനുള്ളതാണ് C2. വൈറ്റ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മിൽക്ക് പ്രൊഡക്ഷൻ D1. വൈറ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡ് ഇതെല്ലാം മിൽക്കുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. സോ A3, B4, C2, D1. A3, B4, C2, D1. Answer is option 2. Right? Match the following നമുക്ക് ഒരിക്കലും തെറ്റാൻ പാടില്ല. നമുക്ക് അറിയുന്ന ഓപ്ഷൻസ് മാച്ച് ചെയ്യുക, you arrive at an answer. Okay. 162 bilateral symmetry. ശ്രദ്ധിക്കുക, from animal kingdom. ആദ്യത്തെ ചാപ്റ്റർ ആണ്, ബേസിക് ചാപ്റ്റർ ആണ്. Bilateral symmetry, acoelomate എന്ന് വെച്ചാൽ ബോഡി ക്യാവിറ്റി ഇല്ല, but they have triploblastic condition. വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ആദ്യമായിട്ട് ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്ന ഓർഗാനിസംസ് ആർ acoelomate. They have triploblastic condition ഉണ്ട്. Ectoderm, endoderm and mesoderm ഉണ്ട്. And that group is platyhelminth ആണ്. Related to ഏത് ഗ്രൂപ്പ് ആണെന്ന് ചോദിച്ചാൽ platyhelminth അല്ലെങ്കിൽ flat worms എന്ന് പറയും. They belongs to platyhelminth or flatworms. അപ്പൊ നമുക്ക് ഇനി എളുപ്പമാണ്, ഇതിൽ ഏതാണ് പ്ലാറ്റിഹെൽമിന്ത് അല്ലെങ്കിൽ ഫ്ലാറ്റ് വർംസ് മാത്രം ഉള്ളത് എന്ന് നോക്കിയാൽ മതി. അസ്കാരിസ് ആൻകൈലോസ്റ്റോമ എന്ന് പറയുന്ന രണ്ടാൾക്കാരും ആഷിഹെൽമിന്തിൽ വരുന്നതാണ്. നെറിസ് ഇസ് അനലിഡ, then Tinea is Fasciola planaria, right? Tinea, beef tapeworm, Fasciola, liver fluke, planaria, freshwater free living, platyhelminth. All the three platyhelminth ആയിട്ടുള്ള ഒരു ഓപ്ഷൻ is option 3. ഇവിടെ അസ്കാരിസ് വരുമ്പോൾ അത് വരില്ല. അസ്കാരിസ് is roundworm. hookworm ankylostoma എന്ന് പറയുന്നത് hookworm is ആഷിഹെൽമിന്ത് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ വരിക ഏതാ? ഓപ്ഷൻ 3 മാത്രമാണ് വരിക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ക്വസ്റ്റിനോട് ചേർന്ന് തന്നെ നമ്മൾ അത് ഏത് ഗ്രൂപ്പിലാന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ഗ്രൂപ്പിനെ മാത്രം സെലക്ട് ചെയ്യാൻ ഇറ്റ് ഈസ് മച്ച് മോർ ഈസിയർ. ഓക്കെ. 163. Which of the following is the most diagnostic feature? ഇത് ഇവിടെയും പ്രശ്നമുണ്ട്. എക്സാമ്പിൾസ് ആ തന്നിട്ടുള്ളത്. അപ്പൊ എക്സാമ്പിളിൽ നിന്ന് നമ്മൾ അതിന്റെ ഗ്രൂപ്പ് ആദ്യം കണ്ടുപിടിക്കണം. പ്ലൂറോബ്രാങ്കിയ ആൻഡ് ടീനോപ്ലാന, ഇത് ഏത് ഗ്രൂപ്പിൽ വരുന്നു? ടീനോഫോറ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് വരുന്നത്. സോ the most diagnostic feature of pleurobranchia and tenoplana, ഈ രണ്ടാൾക്കാരും ആർ എക്സാമ്പിൾസ് ഓഫ് ടീനോഫോറ. ടീനോഫോറയുടെ ക്യാരക്ടേഴ്സ് നമുക്കറിയാം. ഒന്ന് കോംബ് പ്ലേറ്റ് ഉണ്ടാവും, രണ്ട് എക്സ്ക്ലൂസീവ്ലി മെറൈൻ ആണ്, they are free swimming ആണ്, they show only sexual reproduction ആണ്, they have the property of bioluminescence ആണ്, then clear. അപ്പൊ ഇതെല്ലാം ഈ ടീനോഫോറയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. ഇതിൽ നമുക്ക് പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഹാവ് എ ലുക്ക് അറ്റ് ഓപ്ഷൻ 1, 2 and 4. ഇതിൽ ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യണം. അവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്. Presence of 8 pairs എന്നുള്ളത് is wrong. Body has 8 external rows of ciliated comb plates. 8 external rows of ciliated comb plates is correct. Metagenesis എന്ന് പറഞ്ഞാൽ നിഡേറിയയുടെ ക്യാരക്ടർ ആണ്. It's a characteristic feature of a nidaria. Alternation of generation. അപ്പൊ അത് പോയില്ലേ? 8 external rows of ciliated comb plates in tentacles and feeding എന്ന് പറയുന്നത് wrong. It helps in movement ആണ്, not for feeding. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാന്ന് ചോദിച്ചാൽ ഓപ്ഷൻ 2 ആണ്. റൈറ്റ്. What is common between labio, cutla and fighting fish? ഇത് മൂന്നും bony fishes ആണ്. Labio, cutla and fighting fish are bony fishes. ഓപ്പർക്കുലം ആബ്സെന്റ് എന്ന് പറഞ്ഞാൽ ബോണി ഫിഷസിന്റെ ക്യാരക്ടർ അല്ല, ഓപ്പർക്കുലം പ്രസന്റ് ആണ്. 4 pairs of gill slits ശരിയാ, ബോണി ഫിഷസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. പ്ലക്കോർഡ് സ്കെയിൽസ് കാർട്ടിലേജിനസ് ഫിഷസിന്റെ, വെൻട്രൽ മൗത്ത് എന്ന് പറയുന്നതും കാർട്ടിലേജിനസ് ഫിഷസിന്റെ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ് വരിക. ബിക്കോസ് 4 pair of gill slits. ഓപ്പർക്കുലം ഉണ്ട്, പ്ലക്കോർഡ് സ്കെയിൽ ഇല്ല, വെൻട്രൽ മൗത്ത് അല്ല, ടെർമിനൽ മൗത്ത് ആണ്. അപ്പൊ ഇത് മൂന്നും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, മൂന്നും ബോണി ഫിഷസ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഓസ്റ്റിക് ടൈസിന്റെ ക്യാരക്ടർ ആണ് നമ്മൾ പിന്നീട് നോക്കേണ്ടത്. ഇൻ ബേർഡ്സ്
air sacs are associated with birds in ഒരു പ്രത്യേകതയുണ്ട് aves ൽ നമ്മൾ വരുമ്പോൾ it has an importance അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ they have air sacs എവിടെയാ കാണാന്ന് ചോദിച്ചാൽ air sacs are associated with which part of the body എന്ന് പറഞ്ഞാൽ lungs ആണ്. It helps in respiration to some extent. പക്ഷെ primary function is it helps to provide buoyancy. ബേർഡിന് ഇങ്ങനെ പൊന്തി കിടക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. It helps to provide buoyancy. എയർ എന്ന് പറഞ്ഞാൽ ബാഗ്സ് അതിന്റെ ലങ്ങിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ air filled air sacs are there which helps to provide buoyancy for the bird while flying. Okay. 166 ootheca of cockroach. Ootheca എന്ന് പറയുന്നത് is a covering that is formed around fertilized egg in cockroach ആണ്. ഒരു cockroach നമുക്കറിയാം will lay 9 to 10 ootheca. And each of the ootheca will contain 14 to 16 fertilized egg ആണ്. അപ്പോൾ ഊത്തിക്കയിൽ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഊത്തിക്ക will have 14 to 16 ഓരോന്നിന്റെ ഉള്ളിലും 14 to 16 zygotes. നമ്മൾ സാധാരണ പറയാ fertilized egg എന്ന് പറയും. That is actually nothing but zygotes എന്ന് പറയാം. 167 sequence of layers of meninges from inside to outside. നമ്മൾ ന്യൂറൽ സിസ്റ്റത്തിൽ പറയുമ്പോൾ ബ്രെയിനിന്റെ സ്ട്രക്ചർ ആണ്. ബ്രെയിൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് എ ന്യൂറൽ സിസ്റ്റം. ഇത് ഭയങ്കരമായിട്ട് ഇറ്റ് ഈസ് വെൽ പ്രൊട്ടക്റ്റഡ്. അപ്പൊ ബ്രെയിൻ വെൽ പ്രൊട്ടക്റ്റഡ് ആക്കാൻ വേണ്ടി ദർ ഇസ് എ ബോണി കവറിംഗ് വിച്ച് വി കോൾ ആസ് ക്രേനിയം. ഇറ്റ് ഹാസ് എ ബോണി കവറിംഗ്. ആ ബോണി കവറിങ്ങിനെ നമ്മൾ പറയുന്ന പേര് ക്രേനിയം എന്ന് പറയും. പിന്നീട് അതിന് ചുറ്റും ദർ ഇസ് എ 3 ലെയർഡ്. നമ്മുടെ ശരീരത്തിലുള്ള ഒട്ടുമിക്ക അവയവങ്ങൾക്കും 2 ലെയർഡ് ആണ്. ബ്രെയിൻ റിക്വയർസ് an additional protection. അതുകൊണ്ട് ഇറ്റ് ഇസ് 3 ലെയർഡ്. 3 ലെയർഡ് ഏതൊക്കെയാണ്? ഡുറാ മാറ്റർ, അരാക്നോയിഡ് മാറ്റർ ആൻഡ് പയാ മാറ്റർ. ഡുറാ മാറ്റർ, അരാക്നോയിഡ് മാറ്റർ ആൻഡ് പയാ മാറ്റർ. പക്ഷെ ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഇൻസൈഡ് ടു ഔട്ട്സൈഡ് ആണ്. അപ്പൊ ഏറ്റവും ഉള്ളിൽ എന്താ ഉണ്ടാവുക? പയാ മാറ്റർ, അരാക്നോയിഡ് മാറ്റർ ആൻഡ് ഡുറാ മാറ്റർ എന്ന് നമുക്ക് പറയാം. സോ യുവർ ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയാം. ഓക്കെ. 168. What is the most significant trend in the evolution of modern man? നമ്മളെ man evolved എന്ന് പറയുമ്പോൾ what is the most important trend എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ increase in cranial capacity ആണ്. ഇതെല്ലാം modern manന്റെ characters തന്നെയാണ്. But increase in cranial capacity is the most important characteristic feature of a modern man, Homo sapiens sapiens എന്ന് നമ്മൾ പറയുന്നത്. Okay. Select the correct statement about genetic drift. Genetic drift നെ നമ്മൾ വേറൊരു പേര് പറയും Sivold Wright effect എന്ന് പറയും. It is a mechanism that operates in small populations. Genetic driftന്റെ ഒരു പ്രത്യേകത it happens in small populationലാണ്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കുക. It favors only large sized population. തെറ്റാണ്. It helps for the movement of all alleles in a population എന്ന് പറയുമ്പോൾ it helps the movement of all എന്ന് പറയുമ്പോൾ അവിടെ ഒരു oddness ഉണ്ട്. ചെറിയ മൂവ്മെന്റ് ആണ്. all some alleles in a population. It supports Hardy-Weinberg equilibrium എന്ന് പറഞ്ഞാൽ genetic drift is one of the reasons that Hardy-Weinberg equilibrium will not function എന്ന് പറയുന്നത്. അപ്പൊ അതും തെറ്റാണ്. It is responsible for elimination of certain genes. All അല്ല, certain genes. So option 4 can be selected as correct statement about a genetic drift. Genetic drift നെ ഞാൻ പറഞ്ഞു വേറൊരു പേര് നമ്മൾ പറയുന്നതാണ് Sivold Wright effect എന്ന് പറയും. Okay. Question number 170. Aldosterone എന്ന് നമ്മൾ പറയുന്നത്. Aldosterone stimulates sodium reabsorption and potassium secretion mainly. Aldosterone is a hormone. അത് എവിടെയാണ് എന്ന് പറയുമ്പോൾ ഹോർമോൺ വന്നിട്ടുള്ള റീഅബ്സോർപ്ഷൻ ആണ്. ദാറ്റ് ഈസ് വാട്ട് യു കോൾ ആസ് കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ. നമുക്കറിയാം നമ്മുടെ നെഫ്രോണിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ നമ്മൾ പറയുന്നത്. അതെവിടെയാ? DCT ഓർ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അപ്പോ ഒരു ഹോർമോൺ വന്നതിന്റെ ഫലമായിട്ടുള്ള റീഅബ്സോർപ്ഷൻ, ദാറ്റ് ഈസ് വാട്ട് യു കോൾ ആസ് കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ. ആ കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ നടക്കുന്നത് ഫ്രം ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലാണ്. 171ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. NCERTയിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ഓഫ് ദ നെഫ്രോൺ സിറ്റുവേറ്റഡ് ഇൻ ദ കോർട്ടെക്സ് ഓഫ് ദ കിഡ്നി. കോർട്ടിക്കൽ റീജിയൻ ഓഫ് ദ കിഡ്നിയിൽ കാണുന്നത് വിച്ച് പാർട്ട് ഓഫ് നെഫ്രോൺ?
നെഫ്രോണിന്റെ PCT, DCT and Malpighian corpuscle. Malpighian corpuscle means Bowman's capsule and glomerulus. ഇത് കോർട്ടെക്സിൽ മാത്രമാണ് കാണുന്നത്. The loop of Henle and the collecting duct extends deep into the medulla ആണ്. അപ്പോൾ നമുക്ക് പറയാം PCT, DCT and Malpighian corpuscle are present in the cortical region only എന്ന് നമുക്ക് പറയാം. അപ്പോൾ 171ന്റെ ആൻസർ is 1. Calcium is important in skeletal muscle contraction. Skeletal muscle contraction, calcium is important. കാരണം എന്താ, കാൽസ്യത്തിന്റെ റോൾ എന്താണ് skeletal muscle contraction? മസിൽ കോൺട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു നെർവ് ഇമ്പൾസ് ഷുഡ് റീച്ച് ദ മസിൽ. പിന്നീട് എന്തുണ്ടാവണം, ആ നെർവ് ഇമ്പൾസിന്റെ ഫലമായി സാർക്കോപ്ലാസ്റ്റ് റെറ്റിക്കുലത്തിൽ കാൽസ്യം ഈസ് റിലീസ്ഡ്. ഈ കാൽസ്യം പോയിട്ട് ട്രോപ്പോണിനിൽ ബൈൻഡ് ചെയ്യുമ്പോൾ മയോസിൻ ബൈൻഡിങ് സൈറ്റ് ഈസ് എക്സ്പോസ്ഡ് എന്ന് നമ്മൾ പറയും. അപ്പോ binds to troponin to remove the masking of active sites on actin for myosin to bind. ഇതാണ് ട്രോപ്പോണിൻ, ഇതാണ് കാൽസ്യത്തിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാം. അപ്പൊ കാൽസ്യത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഈസ് ഓപ്ഷൻ 1. ഇറ്റ് ബൈൻഡ്സ് ടു ട്രോപ്പോണിൻ, ട്രോപ്പോണിനിൽ തന്നെ C subunit, and remove the masking of active sites on actin so that myosin head can bind to actin to form cross bridge. Okay. 173. Characteristic example of synovial joint in human is. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒന്ന് synovial joint, what is it? രണ്ടാമത് അതിന് എക്സാമ്പിൾ എന്താണെന്നുള്ളത്. റൈറ്റ്. synovial joint എന്ന് പറഞ്ഞാൽ lymph filled between two bones, limited movement എന്നുള്ളത് പോയി. fluid cartilage between two bones, limited movement പോയി. fluid filled between two joints, provide cushion in the skull bones പോയി. fluid filled synovial cavity between two bones ആണ് നമുക്ക് പറയാവുന്നത് about synovial joint. synovial joint എന്ന് പറഞ്ഞാൽ നമുക്ക് joints between bones, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നത് നിങ്ങളുടെ ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ള ഏതാ, pivot joints ആണ്. pivot joints ഒരെണ്ണം ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുക, ബട്ട് ഇറ്റ് ക്യാൻ മൂവ് വെരി ഫ്രീലി. ഇങ്ങനെ ഇറങ്ങിയിരിക്കും പക്ഷെ ഇതിന് മൂവ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ പിവറ്റ് ജോയിന്റ്. അപ്പൊ ജോയിന്റ്സില് രണ്ട് ബോൺസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുക സൈനോവിയൽ ജോയിന്റ്. ഈ ജോയിന്റ്സിൽ ദർ ഇസ് എ ഫ്ലൂയിഡ്, സൈനോവിയൽ ഫ്ലൂയിഡ്, ദർ ഇസ് എ മെംബ്രെയിൻ കോൾഡ് സൈനോവിയൽ മെംബ്രെയിൻ എന്ന് നമുക്ക് പറയാം. ഓർ വി ക്യാൻ കോൾ ദം ആസ് ഫ്രീലി മൂവിംഗ് ജോയിന്റ് അല്ലെങ്കിൽ ഫ്രീലി മൂവബിൾ ജോയിന്റ്സ് എന്ന് പറയാം. Select the correct statement. Right? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 174. Select the correct statement. Aldosterone stimulate. Aldosterone എന്ന് പറയുന്നത് will stimulate. Aldosterone will stimulate erythropoiesis. Hypothyroidism during puberty causes cretinism. Glucocorticoids stimulate gluconeogenesis. PTH, parathyroid hormone, decreases calcium level. ഇത് ഓരോന്നായി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ആൽഡോസ്ട്രോൺ ഹാസ് നത്തിങ് ടു ഡു വിത്ത് എറിത്രോപോയിസിസ്. അപ്പോൾ അത് നമുക്ക് തെറ്റാ പറയാം. ഹൈപ്പോതൈറോയിഡിസം ഇൻ ചിൽഡ്രൻ കോസസ് എ കണ്ടീഷൻ കോൾഡ് ക്രെറ്റിനിസം. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിലാണ് എഫക്റ്റ് ഉള്ളത്. ഇറ്റ് കോസസ് ഗ്ലൂക്കോനിയോജെനിസിസ്, സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം ന്യൂ molecules. ഫാറ്റ് ആൻഡ് പ്രോട്ടീനിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നതാണ് ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് കറക്റ്റ്. സോറി, glucocorticoid, then PTH decreases calcium level in blood. PTH decreases calcium level in blood. PTH parathormone will decrease the level of calcium in blood. കാൽസ്യത്തില് ബ്ലഡിലോ PTH കാൽസ്യത്തിനെ കൂട്ടുകയാണ് ചെയ്യുക, കുറയ്ക്കുകയല്ല ചെയ്യുക. സോ ദിസ് ഓപ്ഷൻ ഈസ് റോങ്. റൈറ്റ്. ഹൈപ്പോതൈറോയിഡിസം ക്രിറ്റിനിസം കോസ് ചെയ്യും, പക്ഷെ പ്യൂബർട്ടിയിലല്ല, ഡ്യൂറിംഗ് പ്രഗ്നൻസി എന്നാണ് നമുക്ക് വേണ്ടത്. ഹൈപ്പോതൈറോയിഡിസം ക്രിറ്റിനിസം കോസ് ചെയ്യും, പക്ഷെ പ്യൂബർട്ടിയിലല്ല, ഡ്യൂറിംഗ് പ്രഗ്നൻസി. കാരണം വളർന്നു വരുന്ന കുഞ്ഞിന് ഡെഫിഷ്യൻസി വരുമ്പോഴാണ്. ഡ്യൂറിംഗ് പ്രഗ്നൻസി കോസസ് ക്രിറ്റിനിസം. ക്രിറ്റിനിഡ്സ് എന്ന് പറയുന്നത് ചിൽഡ്രൻ ഹു ആർ ബോൺ ടു മദേഴ്സ് വേർ ദർ ഈസ് എ ഡെഫിഷ്യൻസി ഓഫ് തൈറോക്സിൻ.
ഇപ്പൊ നമ്മളെ ആൻസർ ഏതാ വരിക? ഹൈപ്പോതൈറോയിഡിസം ക്രിട്ടിനിസം കറക്റ്റ് ആണ് ഇങ്ങനെ വന്നാൽ. പക്ഷെ ക്രിട്ടിനിസം എപ്പോ വരണം? ഡ്യൂറിങ് pregnancy. So your answer will be option 3. കറക്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. 175. A health disorder that results from deficiency of thyroxine in adult. അപ്പൊ തൈറോക്സിൻ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹൈപ്പോതൈറോയിഡിസം ആണ്. And characterized by low metabolic rate, increased body weight and tendency to retain water in the tissues. ഇതൊരു ക്ലൂ ആണ് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ. Tendency to retain water. വെള്ളം ബോഡിയിലെ സെൽസിൽ കൂടി കഴിഞ്ഞാൽ ബോഡി സെൽസിൽ നീരുണ്ടാവും. അതിനെ നമ്മൾ പറയാ എഡീമ എന്ന് പറയും. അപ്പോൾ റിട്ടൻഷൻ ഓഫ് വാട്ടറിനെ നമ്മൾ പറയുന്ന പേര് എഡീമ എന്ന് പറയും. അപ്പോൾ ഈ കണ്ടീഷൻ ഹൈപ്പോതൈറോയിഡിസം ഈസ് എ മിക്സഡീമ എന്ന് പറയും. ആൻസർ ഈസ് മിക്സഡീമ. എക്സോതാൽമിക് ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആണ്. ഇത് അയഡീൻ ഡെഫിഷ്യൻസി ആണ്. അപ്പൊ ക്യാരക്ടറൈസ്ഡ് ബൈ വാട്ടർ റിട്ടൻഷൻ എന്ന് പറയുമ്പോൾ ആൻസർ ബിക്കംസ് മിക്സഡീമ. അല്ലെങ്കിൽ ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട് ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിൽ. അപ്പൊ വാട്ടർ റിട്ടൻഷൻ വരുമ്പോൾ ആൻസർ ബിക്കംസ് 2. Now moving on to 186, question number 186, right? Question number 186 la, read the following statement and select the wrong one, right? 4 statement തന്നിട്ടുണ്ട്. ഇത് ഡൈജഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ലൈസോസൈം 186 നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈസോസൈം present in saliva acts as antibacterial and that prevent infection. ഇത് ശരിയല്ലേ? ലൈസോസൈമിനെ കുറിച്ച് പറയുമ്പോൾ this is correct. Paneth cells are responsible in the small intestine secrete major part of the intestinal juice എന്ന് പറഞ്ഞാൽ തെറ്റാ. Paneth cell actually secretes lysozyme ആണ്. അപ്പോൾ this option is wrong. The intestinal mucosal epithelium has unicellular glands called goblet cell which secrete intestinal mucosal epithelium has unicellular glands called goblet cells which secrete mucus. അത് ശരിയല്ലേ? Goblet cells are unicellular glands. Exocrine part of pancreas. Pancreasനെ തന്നെ നമ്മൾ പറയാ മിക്സഡ് ഗ്ലാൻഡ് എന്നാണ്. ഹെട്രോക്രൈൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ മിക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയും. കാരണം അതിന് എൻഡോക്രൈൻ ഭാഗമുണ്ട്, എക്സോക്രൈൻ ഭാഗമുണ്ട്. എൻഡോക്രൈൻ പാർട്ടിനെ നമ്മൾ പറയാ islets of Langerhans എന്ന് പറയും. And the exocrine part ne nammal paraya pancreatic acini ennu parayum because it's formed of acinar cells. Exocrine part of pancreatic acini, it secretes digestive juice ആണ്. അതിൽ വേറെ ഒന്നുമില്ല. It completely secretes a digestive juice. നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ? Wrong ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ is completely wrong, right? Okay. 187. Question ശ്രദ്ധിക്കുക. 187. When oxygen to the tissue is less അല്ലെങ്കിൽ inadequate during respiration, the condition എന്താ പറയാ? എയർ നമ്മൾ എടുത്ത ടിഷ്യൂസിന് എയർ കിട്ടാതിരിക്കുന്ന കണ്ടീഷൻ is called hypoxia എന്ന് പറയും. That condition is called hypoxia. Pleurisy is infection of the pleural membrane. Anoxia എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഓക്സിജൻ കിട്ടുന്നില്ല. പല കാരണങ്ങളുണ്ടാവാം. ഒരു റീസൺ ഈസ് ഈ മുറിയിൽ ഓക്സിജൻ ഇല്ല. I'm not getting enough oxygen. That is anoxia. Asphyxia എന്ന് പറഞ്ഞാൽ some obstruction in my respiratory passage so that I am not able to take in air. ഇപ്പൊ നമ്മൾ കഴുത്തിൽ ഒരു കയറിട്ട് മുറിച്ചു കഴിഞ്ഞാൽ suffocation, strangulation അതെല്ലാം asphyxiaയിലേക്ക് ലീഡ് ചെയ്യാം. Okay. So 187 answer is option 4. 188 വലിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കഴിഞ്ഞ തവണയൊക്കെ നീറ്റ് എഴുതിയ ആളുകൾക്ക് അറിയാം ഈ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. What is the difference between spermiogenesis and spermiation എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് വലിയ സ്റ്റേറ്റ്മെന്റ് ആവുമ്പോൾ it takes time for us to work on such questions, right? അപ്പൊ നോക്കുക. spermiogenesis, spermatozoa from Sertoli cells is released into the cavity of the seminiferous tubule. That is wrong. Spermiogenesis എന്ന് പറഞ്ഞാൽ എന്താണ്? The process of spermiogenesis എന്ന് നമ്മൾ പറയുന്നത് conversion of spermatids into functional spermatozoa അല്ലെ functional sperms ആയി മാറുക എന്നുള്ളതാണ്. Spermatogenesis, spermatozoa are formed എന്ന് പറയും spermiogenesis, while spermiation, spermatids are formed. ആദ്യത്തെ ഭാഗം ഓക്കെയാണ്, പക്ഷെ രണ്ടാമത്തെ ഭാഗം തെറ്റി എന്ന് പറയാം. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുക.
In spermiogenesis, spermatids are formed. Allalo. While in spermiation, spermatozoa are formed. If you say opposite, that is also wrong. In the nalamte option, baki orne illu. Spermiogenesis, spermatids change into sperms. Spermatids gets converted to sperms in the parayam. While in spermiation, spermatozoa are released from the Sertoli cells into the lumen of the seminiferous tubule. So, namukku parayam, nalamate option is correct in the parayam. Okay. 188. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം 189ാമത്തെ ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ഇതും ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ട്രൂ അബൌട്ട് സ്പൈനി സ്കിൻഡ് ആനിമൽസ് സ്പൈനി സ്കിൻഡ് ആനിമൽസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ടത് എന്താണ് ദേ ആർ സ്പൈനി സ്കിൻഡ് ആനിമൽസ് ആർ റെപ്റ്റൈൽസ് എന്ന് പറയാം all are marine eucoelomate and they possess segmented body right all are marine they have an endoskeleton of calcareous or spiny skinned animals in the I'm sorry. Spiny skinned animals are echinoderms. Dermis in the skin, echino in the spines. About spiny skinned in the echinoderms in the all are marine with a eucoelom and segmented body tetana. Echinoderms in the body is not segmented in namukku parayam. They have an endoskeleton of calcareous ossicle and hence the name exoskeleton എന്ന് പറഞ്ഞ correct ആയിട്ട് പറയാം. All echinoderms are free swimming animals without any exception. നമ്മൾ സാധാരണ പറയാം ആന്റഡോണിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റത്തിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന echinoderm ആണ്. Adult echinoderms have bilateral symmetry, but larvae are radially symmetrical. ഇത് നേരെ ഉൾട്ടാ വരണം. എന്താണ്? Adult larvae is bilaterally symmetrical and adults are radially symmetrical. ഇത് echinodermsന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. എന്താണ് echinodermsന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ലാർവയിൽ നിന്ന് അഡൾട്ടിലേക്ക് വരുമ്പോൾ കോംപ്ലക്സിറ്റി കുറഞ്ഞു വരും. ലാർവേ ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ് ബട്ട് അഡൾട്ട് ഈസ് റേഡിയലി സിമെട്രിക്കൽ. അപ്പൊ ഇതും തെറ്റിയില്ലേ? നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ വാട്ട് ഈസ് ട്രൂ എന്നാണ്. ഓപ്ഷൻ 2 ആണ് ശരിയായിട്ടുള്ളത്. ആൻഡ് ദിസ് ഈസ് വൺ റീസൺ വൈ ദേ ആർ കോൾഡ് echinoderms. 190ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക 190. Germinal epithelium is present in gonads and produce gametes. അത് കറക്റ്റ് ആണ്. ഗൊണാഡ്സ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിസ് അല്ലെങ്കിൽ ഓവറി ആൻഡ് ദേ പ്രൊഡ്യൂസ് ഗാമീറ്റ്സ്. ഈ ജെർമിനൽ എപ്പിത്തീലിയം എന്തിന്റെ മോഡിഫിക്കേഷൻ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മോഡിഫിക്കേഷൻ ഓഫ് സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണ്. ഓപ്ഷൻ 3 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. അടുത്തത് ന്യൂറൽ സിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ്സ് അബൌട്ട് കോർപ്പസ് കാലോസം എന്ന് പറയുന്നതാണ്. വാട്ട് ഈസ് കോർപ്പസ് കാലോസം? കോർപ്പസ് കാലോസം എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി എ നെർവ് ബണ്ടിൽ ആണ്. A bundle of nerves. നമ്മൾ ബ്രെയിനിന്റെ ഡിഫറെന്റ് ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിനിനെ നമ്മൾ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് എന്ന് പറയും. അപ്പൊ ഈ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് രണ്ട് ഹാഫ് ആണ്. റൈറ്റ് സെറിബ്രം, ലെഫ്റ്റ് സെറിബ്രം. ദേ ആർ ഇന്റർ കണക്റ്റഡ് ബൈ കോർപ്പസ് കാലോസം എന്ന് പറയും. അപ്പൊ കോർപ്പസ് കാലോസത്തിന്റെ ജോലി എന്താന്ന് ചോദിച്ചാൽ ഇന്റർ കണക്ട് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ മിഡ് ബ്രെയിൻ എന്ന്. മിഡ് ബ്രെയിൻ അല്ല, ദാറ്റ് ഈസ് റോങ്. മിഡ് ബ്രെയിനെ അല്ലല്ലോ കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയാണ് അതിന്റെ എറർ ഉള്ളത്. ആക്ട് ആസ് എ തെർമോസ്റ്റാറ്റ്. ഇത് ഹൈപ്പോതലാമസിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷനും തെറ്റി. nerve tract that connects cerebellar hemisphere alla. So this option is also wrong. They are nerve tract which connect cerebral hemispheres. നാലാമത്തെ ഓപ്ഷൻ is a correct എന്ന് പറയും. രണ്ട് cerebral hemispheres നെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് കോർപ്പസ് കാലോസം. 192 എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. Question number 192. Industrial melanism. Industrial melanism is observed in peppered moth. നമുക്കറിയാം Biston bitullaria. Biston bitullariaയിൽ കാണുന്ന ഇൻഡസ്ട്രിയൽ മെലാനിസം എന്താണ്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കഴിഞ്ഞപ്പോ the background color changed to dark from light. അങ്ങനെ കളർ ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് പറ്റിയത് എന്താണ്? Dark colored moth was selected by nature. The lighter forms of moth, ഇവിടെ നോക്കുക, the lighter colored moth has no selective advantage on the either population എന്ന് നമുക്ക് പറയാം. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് what is the proof? Lighter colored moth has no selective advantage either in polluted or non-polluted. Non-polluted lighter was there. അപ്പൊ ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല.
The melanic or colored form of moth has no selective advantage over lighter from industrial area. Industrial area lighter colored, dark colored ആണ് survive ചെയ്യുന്നത്. Melanism is a pollution generated feature അല്ല നമ്മൾ പറയുന്നുണ്ട്. A true black melanic forms arise from ഈ ഒരു വാക്ക് ശ്രദ്ധിക്കുക, evolution ടെക്സ്റ്റിലുള്ളതാണ്, recurring random mutation. By mutation, black ones were there in the population, but by recurring random population, their number increased. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിന്റെ ആൻസർ പറയാവുന്നതാണ് ഓപ്ഷൻ 4. സ്കാപ്പുല, സ്കാപ്പുല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഷോൾഡർ ബ്ലേഡ് എന്ന് പറയുന്നതാണ്. തോള് എല്ല്, ഇവിടെ ക്ലാവിക്കിൾ, ഷോൾഡർ ബ്ലേഡ്. Scapula is a triangular bone situated between second and the seventh rib ആണ്, right? Second and the seventh rib. ഇപ്പൊ ഇതിൽ എല്ലാത്തിനും second and seventh rib ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെയാ എടുക്കുക? It is found between, it's on the, നമ്മൾ എവിടെയാ സ്കാപ്പുല ഉള്ളത്? On the dorsal part. So dorsal part of the thorax between second and the seventh rib. അവിടെയല്ലേ സ്കാപ്പുല ഉള്ളത്? Option 1. Mary thinks she might be pregnant and purchases a pregnancy test. The pregnancy test shows a positive result. But Mary does a pregnancy test and she found that she is positive. Why did the test become positive? The test detected higher than normal level of progesterone. Pregnancy test progesterone level alla test ചെയ്യുന്നത്, lower normal level of estrogen alla test ചെയ്യുന്നത്. Pregnancy test the presence of HCG in urine is being tested. HPL alla test ചെയ്യുന്നത്, യൂറിനിലുള്ള human chorionic gonadotropin എന്ന് പറയുന്നതാണ് is being tested. Pregnancy test നെ നമ്മൾ പറയാം Gravindex test എന്ന് പറയും. അവിടെ യൂറിനില് HCG undengil, HCG is produced in high amount during the initial stages of pregnancy. So in the initial stages of pregnancy, if HCG is present in excess, it shows that the female is pregnant ennu parayunnathu. Okay. Now biology last, zoology part last question aanu. It's a question from cancer. Pala tharathilulla cancers are there. Adil nokkuva carcinoma ennu parayunnathu. What is carcinoma? Carcinoma, it is a type of cancer, right? Sarcoma, melanoma, then myoma, pala tharathilulla cancers are there. But carcinoma ennu parayunnathu, it is benign tumor alla. Benign enna vaakinte artham harmless nanu. Malignant aana to the lymph nodes aanengil it is called lymphoma. Appo adu alla. Malignant tumor or harmful tumor. Connective tissue aanengil it is called a sarcoma. Appo idu alla. Appo tumor or cancer to the epithelial tissue neയാണ് നമ്മൾ കാർസിനോമ എന്ന് പറയുക. ഓപ്ഷൻ 4 ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് തെറ്റിയിട്ടുള്ളതെന്നും കൂടി ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. Then you will have now chemistry class. Enjoy the wonders of chemistry. Thank you. വെൽക്കം. നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഏകദേശം 50 ക്വസ്റ്റ്യൻ്റെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. വെൽക്കം വൺസ് അഗൈൻ ടു ദ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മെറ്റൽ വിത്ത് എം വിത്ത് ഈക്വലന്റ് മാസ് ഓഫ് ഇ form an oxide of molecular formula mxoy. The atomic mass of the metal is given by the equation.
അറ്റോമിക് മാസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കണേ. നമുക്ക് എങ്ങനെ അറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് അറിയാവുന്ന ഡേറ്റയിൽ നമുക്ക് നോക്കാം. MXOY ആണ് ഉണ്ടായിരിക്കുന്നത് MXOY ആണ്. എങ്ങനെയാണ് ഉണ്ടായിരിക്കുക? എക്സ് എമ്മും പിന്നെ എന്തായിരിക്കാം Y Oയും തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ് MXOY ഉണ്ടായിട്ടുള്ളത്. എങ്ങനെ നോക്കിയാലും നമുക്കറിയാം. ദെൻ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈക്വലന്റ് മാസ് ഓഫ് മെറ്റൽ ഗീവ്സ് ഈക്വലന്റ് മാസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ ഈക്വലന്റ് മാസ് എത്രയാണ്? 8 ആണ്. O2 മൈനസ് ആണ് 16 ആണ്. ഒരു ഓക്സിജന് ഈക്വലന്റ് മാസ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് മോളാർ മാസ് ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരെ? 8 വരും. ദെൻ നമുക്കറിയാം ഇവിടുന്ന് കിട്ടിയേണ്ട ഡേറ്റ നമുക്ക് നോക്കാം. എക്സ് എണ്ണമുണ്ട് അറ്റോമിക് മാസ് ആയിരിക്കും ഉണ്ടാകുക. എത്രയായിട്ടായിരിക്കും റിയാക്ട് ചെയ്യുക? Y ഓക്സിജൻ ഉണ്ട്, ഒരെണ്ണത്തിന്റെ മാസ് 16 ആണ്. അപ്പൊ നമുക്ക് ഈക്വലന്റ് മാസ് റിയാക്ട് വിത്ത് 8. A atomic mass into X gives Y into 16. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? അറ്റോമിക് മാസ് കണ്ടുപിടിച്ചാൽ മതി. X into A into 8 is equal to equivalent mass of metal into Y into 16. ഇതിപ്പോൾ തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇറ്റ് ഈസ് 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് അറ്റോമിക് മാസ് ഈസ് ഈക്വൽ ടു equivalent mass into Y into 2 divided by X. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക. 2EY divided by X. ഒറ്റയടിക്ക് കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള ഡേറ്റയാണ്. ഈക്വലന്റ് മാസ്, ലോ ഓഫ് കെമിക്കൽ ഈക്വലൻസി നോക്കുക. ഈക്വലന്റ് മാസ് റിയാക്ട് വിത്ത് ഈക്വലന്റ് മാസ് ഓഫ് എനി സബ്സ്റ്റൻസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ബാലൻസിങ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ തന്നിരിക്കുന്ന ബാലൻസിങ് നമ്മൾ നോക്കുക. M എന്ന് പറയുന്ന മെറ്റല് എക്സ് എണ്ണമുണ്ട്, അറ്റോമിക് മാസ് ആയിരിക്കും. അറ്റോമിക് മാസ് ഇൻറ്റു എക്സ് റിയാക്ട് വിത്ത് Y ഇൻറ്റു O. ഇവിടുന്ന് കിട്ടിയേക്കണം. നേരെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആൻസർ ആയി. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ലോജിക്കലായിട്ട് അപ്ലൈ ചെയ്താൽ പടപടയെന്ന് ആൻസർ കിട്ടും. അടുത്തത് നോക്കാം. The energy levels of 1, 2, 3. 1, 2, 3. 3 ലെവൽസ് ഉണ്ട്. Having energy levels having of a certain atom E 4/3E and 2E respectively. A photon of wavelength lambda is emitted during the transmission from third to 1. Third to 1 ലേക്കുള്ള എനർജി ഇറ്റ് ഈസ് എന്തായിരിക്കും? ഇറ്റ് ഈസ് 2E ന്ന് E ലേക്ക് വരുമ്പോൾ ലാംഡയാണ്. Then what will be the wavelength of emission from 2 to 1? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഈ എനർജി ഡിഫറൻസ് ഡെൽറ്റ E is equal to 2E minus E is equal to E ആണ്. is equal to HC by ലാംഡയാണ്. ലാംഡയാണ് ഇവിടുത്തെ വേവ് ലെന്ത്. അപ്പൊ പിന്നെ സംശയമൊന്നുമില്ല. ഇനി അടുത്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 4E അതായത് 3യിൽ നിന്നും എന്തായിരിക്കാം 1ലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടന്നപ്പോഴാണ് നമ്മൾ ഇത് എഴുതിയത്. ഇനി നമ്മളോട് 2യിൽ നിന്നും എത്രയായിരിക്കാം 1ലേക്ക് മാറുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഡെൽറ്റ ഈസ് ഈക്വൽ ടു 4/3E മൈനസ് E. That is equal to 1/3E ആയിട്ട് മാറി. നമുക്കറിയാം എന്തറിയാം? ഇറ്റ് ഈസ് ഇക്ക് ലാംഡയാണ്. 1/3E എത്രയായിരിക്കും? ഇറ്റ് ഈസ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. 3 ലാംഡ ആയിരിക്കും. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് നേരെ കിട്ടാൻ കാര്യമുള്ളൂ. ഇയും ലാംഡയും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. എനർജി 1/3 ആയി, ലാംഡ 3 ടൈംസ് ആയി. അങ്ങനെ എന്തിച്ചാലും ആൻസർ കിട്ടും. അല്ലെങ്കിൽ ഇത് കമ്പയർ ചെയ്ത് നോക്കിയാലും നമുക്ക് കിട്ടും. എങ്ങനെ കമ്പയർ ചെയ്താലും നമുക്ക് നേരെ ആൻസർ കിട്ടും. എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ. എനർജി 1/3 ആയി, അപ്പൊ ലാംഡ 3 ടൈംസ് ആയി. സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമുള്ളൂ. പല ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുള്ളതാണ് ഇത്തരം ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് വായിക്കാനുണ്ട്, എന്നാലും നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. 2 vessels connected by a valve of negligible volume. One container 1 has ആദ്യത്തെ കണ്ടെയ്നർ, 2 കണ്ടെയ്നർ ഉള്ളത്. ആദ്യത്തെ കണ്ടെയ്നർ 1 having 2.8 gram of N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1 മോൾ ആണ്. കാരണം 2.8 divided by 28 is equal to 0.1 മോൾ ആണ്. കണക്റ്റഡ് ബൈ എ നെഗ്ലിജിബിൾ വോളിയം ഓഫ് വാൽവ്. ചെറിയ വാൽവ് ആയിട്ട് കണക്റ്റഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് രണ്ടാമത്തേത് നോക്കാം. രണ്ടാമത്തേത് ഇറ്റ് ഈസ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് T1 കെൽവിൻ. അതിന്റെ ടെമ്പറേച്ചർ T1 കെൽവിൻ ആണ്. Then the other container 2 is completely evacuated. ഇപ്പൊ ഒന്നുമില്ല. Then the container 1 is heated to എത്രയായിരിക്കും? T2 കെൽവിൻ ആയിട്ട് മാറ്റി. While the container 2 is maintained at T2/3 Kelvin ആണ്. The volume of the vessel 1 has
is half that volume of 2. ഇതിന്റെ വോളിയം V ആണെങ്കിൽ സൂക്ഷിക്കണം, ഇത് ശ്രദ്ധിച്ച് ചെയ്യണം. വോളിയം ഓഫ് ദ വെസൽ 1 is half that of ഫസ്റ്റ് വണ്ണിന്റെ എന്തായിരിക്കും? ഇറ്റ് ഈസ് വോളിയം ഓഫ് ദ വെസൽ 1 is half that of വെസൽ 2. വെസൽ 2 V ആണെങ്കിൽ വെസൽ 1 എന്ന് പറയുന്നത് V/2 ആണ്. The valve is open, then what will be the weight ratio of N2 in both vessels 1 and 2? ആ റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചേക്കണേ. ഈ തന്നേക്കണ ഡേറ്റയിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ എഴുതാൻ പറ്റും. എന്തായിരിക്കാം? PV is equal to NRT. രണ്ട് ഈക്വലും കണക്ട് ചെയ്ത് കഴിയുമ്പോൾ പ്രഷർ ഈക്വൽ ആയിരിക്കും. രണ്ട് സൈഡിലെയും പ്രഷർ ഈക്വൽ ആയിരിക്കും. അപ്പൊ ആദ്യത്തെ കേസിൽ P ഇൻറ്റു വോളിയം, ഫസ്റ്റ് വണ്ടെ വോളിയം V/2 is equal to N എന്ന് പറഞ്ഞത് ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 0.1 ആണ്. ഇതിൽ നിന്ന് എക്സ് ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ എത്ര ഉണ്ടാവും? എക്സ് ഉണ്ടാവും. ഇവിടെ 0.1 മൈനസ് എക്സ് ആയിരിക്കും ബാക്കി ഉണ്ടാകുക. 0.1 മൈനസ് എക്സ് ബാക്കി ഉണ്ടാവും ഇൻറ്റു ആർ ഇൻറ്റു അവിടുത്തെ ടെമ്പറേച്ചർ T2. രണ്ടാമത്തെ കേസിൽ PV is equal to എന്തായിരിക്കും സംഭവിക്കാൻ നോക്കാം? PV is equal to അടുത്ത സൈഡിൽ എത്രയായിരിക്കും? എക്സ് ഇൻറ്റു ആർ ഇൻറ്റു ഇവിടുത്തെ ടെമ്പറേച്ചർ T2/3. ഇത് തമ്മിലുള്ള റേഷ്യോ എടുക്കുക. ഇത് തമ്മിലുള്ള റേഷ്യോ എടുത്താൽ മതി, നമുക്ക് സുഖമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. എന്തായിരിക്കും? PV/2/PV. PV ക്യാൻസൽ ആയി പോകും. PV/2/PV എത്രയ്ക്കാം? 0.1 മൈനസ് എക്സ് ഇൻറ്റു ആർ ഇൻറ്റു T2 ബൈ എക്സ് ഇൻറ്റു ആർ ഇൻറ്റു T2/3. 3 എങ്ങടാ വരിക? ഇങ്ങോട്ട് പോകും. T2 ക്യാൻസൽ ആയി പോകും, ആർ ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഇറ്റ് ഈസ് ഈക്വൽ ടു ഇങ്ങോട്ട് വരും. എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഈസ് ഈക്വൽ ടു 0.1 മൈനസ് എക്സ് ഇൻറ്റു 3/x. അപ്പൊ നമുക്ക് സുഖമായിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയാ സോൾവ് ചെയ്യാൻ പറ്റുക നോക്കാം. ഇറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടുക? എക്സ് ഇങ്ങോട്ട് വരും, എക്സ് ഇവിടെ വരും, എക്സ് ഇവിടെ വരും. ഇവിടെ വരുന്ന എത്രയ്ക്കാം? 0.1 ഇൻറ്റു 6, 3 ഇൻറ്റു 2 6. അപ്പോ എത്രയ്ക്കാം? 0.6 മൈനസ് 0.6 എക്സ് മൈനസ് 6 എക്സ് 0.1 ഇൻറ്റു ഇവിടെ എത്ര വരിക? ഇറ്റ് ഈസ് 1/2 ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 0.1 മൈനസ് എക്സ്. അപ്പൊ എത്ര വരിക? എക്സ് ഈസ് ഈക്വൽ ടു 0.1 ഇൻറ്റു 6 0.6. 6 ഇൻറ്റു എക്സ് 6x ഇങ്ങോട്ട് കൊണ്ടുവരിക. 7x ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? 0.6. അപ്പോ എക്സ് ഈസ് ഈക്വൽ ടു 0.6/7. എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇപ്പോൾ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ സൈഡിലെയും നമുക്ക് എമൗണ്ട് കിട്ടും. എന്താ നമ്മളോട് പറയണേ? വാട്ട് ഈസ് എ വെയിറ്റ് റേഷ്യോ എന്നാണ് പറയണേ. വെയിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ എത്രയുള്ളത്? എക്സ്, മറ്റേ സൈഡിൽ 0.1 മൈനസ് എക്സ്. ഇവിടുത്തെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഈസ് ഈക്വൽ ടു ഇത്രയും മോൾസ് ആണ് കേട്ടോ കിട്ടിയിരിക്കണേ. എക്സ് പറഞ്ഞാൽ മോൾസിന്റെ എണ്ണ. അപ്പോ 0.6/7 ഇൻറ്റു 28 ആണ് നൈട്രജൻ. അപ്പോ 74 28 2.4. മറ്റേ സൈഡില് അപ്പോ 2.4 ആണുള്ളത്. അപ്പൊ നമുക്ക് മൊത്തം മാസ് 2.8 ആണ് മൊത്തം ഉണ്ടായിരുന്നത്. മൊത്തം വെയിറ്റ് എത്രയായിരുന്നു? 2.8. ഇപ്പോൾ ഉള്ളത് 2.4. അപ്പൊ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും 0.4. മൊത്തം ഉണ്ടായിരുന്ന എത്രയായിരുന്നു? 2.8. അതിൽ നിന്ന് 2.4 പോയി, ബാക്കിയുള്ളത് 0.4. 0.4 ഈസ് ടു 2.4. ദാറ്റ് ഈസ് ഈക്വൽ ടു 1:6. ഇതാണ് മാസ് റേഷ്യോ. ഇത്തിരി ചെയ്യാനുണ്ട്, ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. അത്ര എളുപ്പമല്ല. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ കിട്ടിക്കോളും. When the reaction is carried out in a standard state at equilibrium, നമുക്കറിയാം delta G0 is equal to minus 2.303 RT log Kc ആണ്. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലെ ഇക്വേഷൻ നമുക്കറിയാം. എന്തായിരിക്കും? ഡെൽറ്റ G0 is equal to minus 2.303 RT log Kc. ഡെൽറ്റ H 0 ആണ്, നിർബന്ധമില്ല. ആവാം, ആവാതിരിക്കാം. ഡെൽറ്റ S 0 ആകാം, ആകാതിരിക്കാം, നിർബന്ധമില്ല. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് K ഈക്വൽ ടു 0. K 0 ആവാൻ പറ്റില്ല. K എത്രയായിട്ട് വരണം? K ഷുഡ് ബി 1. K 1 ആവുകയാണെങ്കിൽ എത്ര വരും? log 1 is equal to ഉറപ്പായിട്ടും എത്ര വരും? 0 വരും. ടെമ്പറേച്ചർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ ടെമ്പറേച്ചർ 298. R കോൺസ്റ്റന്റ്, ഇത് കോൺസ്റ്റന്റ്. അപ്പൊ ആകെ വേരിയബിൾ ആയിട്ടുള്ളത് K മാത്രമേ ഉള്ളൂ.
K ഉറപ്പായിട്ട് എത്ര വരണം? K യുടെ വാല്യൂ 1 വരണം. K യുടെ വാല്യൂ 1 വന്നാൽ log 1 is equal to 0 വരും. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K എത്ര വരണം? 1 വരണം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഒറ്റയടിക്ക് ആൻസർ കിട്ടും. Increase in the pressure of, നമുക്ക് തന്നേക്കുന്ന റിയാക്ഷൻ നോക്കൂ. H2 liquid is in equilibrium with H2 gas. അതായത് നമ്മുടെ കയ്യിലൊരു വെസല്, അവിടെ ആരാ ഉള്ളത്? ലിക്വിഡ് ഉണ്ട്, പിന്നെ ആരാ ഉള്ളത്? ഗ്യാസസ് ഉണ്ട്. H2O ഗ്യാസസ്, H2O സ്റ്റീം ഉണ്ട്, ഇവിടെ ലിക്വിഡ് ഉണ്ട്. എന്തായിരിക്കും സംഭവിക്കുക? ഇൻക്രീസ് ഇൻ ദ പ്രഷർ. പ്രഷർ കൂട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പ്രഷർ കൂട്ടിയാൽ ഉറപ്പായിട്ടും പ്രഷർ കുറയ്ക്കാൻ ശ്രമിക്കും. ഗ്യാസസ് പരമാവധി, മുഴുവനല്ല, ഗ്യാസിലെ ഒരു പോർഷൻ എന്തായിട്ട് മാറും? ലിക്വിഡ് ആയിട്ട് മാറും. അപ്പോ ഫോർമേഷൻ ഓഫ് മോർ H2O ലിക്വിഡ്, ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഫോർമേഷൻ ഓഫ് മോർ എമൗണ്ട് ഓഫ് H2O ഗ്യാസ്, ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇൻക്രീസ് ഇൻ ദ ബോയിലിംഗ് പോയിന്റ്. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്ത് സംഭവിക്കും? എക്സ്റ്റേണൽ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കൂടും. ഡിക്രീസ് ഇൻ ദ ബോയിലിംഗ് പോയിന്റ് തെറ്റാണ്. അപ്പൊ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 1ഉം 3യുമാണ്. 1ഉം 3യും ആണ്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്തി. ഏതാണ്? ഓപ്ഷൻ 2. For a first order reaction, a homogeneous equation A giving 2B plus C, the initial pressure is Pi, the total pressure at a time T is equal to Pt, the expression for the rate constant. First order rate constant നമുക്കറിയാം, K is equal to 2.303 divided by T log R0 by R എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അല്ലെങ്കിൽ പ്രഷർ ആകുമ്പോൾ എന്തായിരിക്കും? ഇനീഷ്യൽ പ്രഷർ. കോൺസെൻട്രേഷൻ വരെ നമുക്ക് ഇനീഷ്യൽ പ്രഷർ ഉപയോഗിക്കാം, ഇറ്റ് ഈസ് എ പ്രസന്റ് പ്രഷർ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് പ്രോസസ് എഴുതാം. ഇതേപോലൊരു ക്വസ്റ്റ്യൻ NCERT കിടപ്പുണ്ട്. ഇതല്ല, A giving B plus C ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത് A giving 2B plus C ആണ്. അബദ്ധം പറ്റരുത്, ഇവിടെ ഒരു 2B plus C ഉണ്ട്. NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചെറിയ വ്യത്യാസം ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ രീതിയിൽ ചെയ്താലേ ആൻസർ കിട്ടുള്ളൂ. മെത്തേഡ് എല്ലാം സെയിം തന്നെ, പക്ഷേ നമ്മൾ വീണ്ടും ചെയ്ത് നോക്കിയാലേ ആൻസർ കിട്ടുള്ളൂ. ഇനീഷ്യൽ പ്രഷർ Pi 0 ഇനീഷ്യലി ഉണ്ടാവും. ഇത് എക്സ് ആണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഫൈനലി ഉള്ളത് Pi മൈനസ് എക്സ് ആണ്. അപ്പോ എത്ര ഉണ്ടാകുക? 2x ആയിരിക്കും, എക്സ് ആയിരിക്കും. ഇവിടുത്തെ ടോട്ടൽ പ്രഷർ PT is equal to Pi minus x plus 2x plus x is equal to Pi plus 2x. ഈ Pi ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ it is 2x is equal to P total minus Pi. That is x is equal to Pt minus Pi divided by 2. ഇതായിരിക്കും എക്സിന്റെ വാല്യൂ. എന്തിനാ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇനീഷ്യൽ പ്രഷർ, ഇതാണ് ഫൈനൽ പ്രഷർ ഓഫ് റിയാക്ടന്റ്. അപ്പൊ Pi ഡിവൈഡഡ് ബൈ ഇവിടെ വരേണ്ടത് Piയും ഇവിടെ വരേണ്ടത് എന്തായിരിക്കും? ആറിന് പകരം Pi മൈനസ് എക്സ് വരണ്ടേ. ആ എക്സിന് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് Pi മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു Pi മൈനസ് Pt മൈനസ് Pi by 2 ആണ്. ഈ 2 കൂടെ കൊണ്ടുവരാം. അപ്പോൾ എന്തായിരിക്കും കിട്ടുക? 2Pi മൈനസ് Pt പ്ലസ് Pi. അപ്പോൾ എത്ര കിട്ടുക? 3Pi ഹോൾ ഡിവൈഡഡ് ബൈ 2. 3Pi മൈനസ് Pt ഡിവൈഡഡ് ബൈ 2. ഇതാണ് നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ K is equal to 2.303 divided by T log Pi, ഇനീഷ്യൽ Pi ആണ്, ഡിവൈഡഡ് ബൈ 3Pi മൈനസ് Pt into 2. മുകളിൽ 2 വരും. ഡിവൈഡഡ് ബൈ 2 ആയിരുന്നു, അത് മുകളിലേക്ക് ഇൻറ്റു ആയിട്ട് വരും. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഇതെവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. K is equal to 2Pi ഉള്ളത്, ഇത് രണ്ടെണ്ണം 2Pi ഉള്ളൂ. താഴെയുള്ളത് 3Pi മൈനസ് Pt. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. പതിയെ ചെയ്താൽ മതി. നേരത്തെ NCERT-യിലുള്ള ക്വസ്റ്റ്യനായിട്ട് ഇവിടെ 2ന്റെ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് തന്നെ ആൻസറിന് വ്യത്യാസമുണ്ട്. NCERT നോക്കിയിട്ട് വെറുതെ അതേപോലെയാന്ന് വിചാരിക്കരുത്. ഇവിടെ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ആൻസർ വ്യത്യാസം വന്നത്. Consider the following statements and the correct, select the correct option. FeOH thrice, FeOH thrice ഡിസോസിയേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? Fe3+ കിട്ടും, പിന്നെ 3 OH- കിട്ടും.
in aqueous solution is this much. The concentration of Fe3 plus will increase when H plus ion concentration decreases. ഈ H plus ion concentration കുറയും തോറും എന്തായിരിക്കും സംഭവിക്കുക? H plus ion concentration കുറയും തോറും OH minus ion concentration കൂടും. Because H plus into OH ന്റെ concentration എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. 25 ഡിഗ്രി സെൽഷ്യസിൽ KW ആണ് എല്ലായ്പ്പോഴും. 25 ഡിഗ്രി സെൽഷ്യസിൽ 1 into 10 power minus 14 ആണ്. അപ്പോൾ H plus കുറയും തോറും OH കൂടും. OH കൂടുന്തോറും ഉറപ്പായിട്ടും ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. അപ്പോൾ Fe2 പ്ലസും പോകും. അപ്പോൾ Fe2 പ്ലസിന്റെ കോൺസെൻട്രേഷൻ കുറയും. ഇൻക്രീസ് അല്ല, ഡിക്രീസ് ആണ്. കാരണം കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് കുറയും തോറും എന്താ സംഭവിക്കുക? OH ന്റെ കോൺസെൻട്രേഷൻ കൂടും. H പ്ലസ് ഇൻറ്റു OH കോൺസ്റ്റന്റാ. അല്ലെങ്കിൽ H പ്ലസ് കുറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OH കൂടുന്നു എന്നാണ് അതിന്റെ മീനിങ്. H പ്ലസ് കുറയുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ OH കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. അതൊരു റിവേഴ്സിബിളാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എ മിക്സർ ഓഫ് NH3 ആൻഡ് HCl ഇൻ വാട്ടർ, അഡീഷൻ ഓഫ് NH4Cl ഡിക്രീസ് ദ pH ഓഫ് ദ മിക്സർ. NH3 വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ NH4OH ആയിട്ട് മാറും. അതിലേക്ക് എന്തായിരിക്കും സംഭവിക്കുക? NH4 പ്ലസും പിന്നെ എന്തായിരിക്കാം OH മൈനസും. ഇതിലേക്ക് NH4Cl ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ NH4 പ്ലസിന്റെ കോൺസെൻട്രേഷൻ കൂടും. NH4 പ്ലസിന്റെ കോൺസെൻട്രേഷൻ കൂടും. ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു കോമൺ അയൺ എഫക്റ്റ് ഉള്ളതുകൊണ്ട് ഒരു അയോണിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. OH ന്റെ കോൺസെൻട്രേഷൻ സംഭവിക്കും. ഇറ്റ് ഈസ് OH ന്റെ കോൺസെൻട്രേഷൻ ഇതിങ്ങോട്ട് ബാക്ക്വേർഡ് ഇറക്കണമെങ്കിൽ OH ന്റെ കോൺസെൻട്രേഷൻ കുറയും. OH ന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? H പ്ലസിന്റെ കോൺസെൻട്രേഷൻ. സോ OH ന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ തന്നെ അറിയാം ഡിക്രീസസ്. ഉറപ്പായിട്ടും എന്തായിരിക്കും? ഇൻ എ മിക്സർ ഓഫ് NH3 ആൻഡ് NH4Cl വാട്ടർ ഫർദർ അഡീഷൻ ഓഫ് NH4Cl ഡിക്രീസസ് pH ഓഫ് ദ മിക്സർ. ഉറപ്പായിട്ടും എന്ത് ചെയ്യും? OH ന്റെ കോൺസെൻട്രേഷൻ കുറയും. OH ന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ pH കൂടും. OH ന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ ഇറ്റ് ഈസ് pH കുറയും, ഡിക്രീസസ്. അപ്പോൾ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. OH ന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു അഥവാ H പ്ലസിന്റെ കോൺസെൻട്രേഷൻ കൂടി. എങ്ങനെ ചിന്തിച്ചാലും OH കുറയും തോറും എന്ത് സംഭവിക്കും? pH കുറയും. H പ്ലസ് കുറയും തോറും ഇറ്റ് ഈസ് pH കൂടും. ഇതൊക്കെ അറിയണം കേട്ടോ. ദെൻ അക്വസ് സൊല്യൂഷൻ ഓഫ് NH4I, NH4OH പിന്നെന്താണ് HI മിക്സറാണ്. HI എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ആസിഡ് ആണ്. ഇതൊരു വീക്ക് ബേസ് ആണ്. സോ ഇറ്റ് ഈസ് അസിഡിക്. പറഞ്ഞേക്കണ ബേസിക് തെറ്റാ. ദെൻ HCOHന്റെയും KOHന്റെയും സോൾട്ട് ആണ്. KOH ഒരു സ്ട്രോങ് ബേസ് ആണ്. അപ്പൊ അത് ബേസിക് ആണ്. ഇത് ബേസിക് ആണ്, ഇത് അസിഡിക് എന്നാണ് പറയണ്ടേ. അപ്പോ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 2 only. ഇത് ഇത്തിരി ചിന്തിക്കാനുണ്ട്, കാര്യമായി ചിന്തിക്കാനുണ്ട്. കോമൺ അയൺ എഫക്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യാനുണ്ട്. ഇക്വിലിബ്രിയത്തിൽ നിന്ന് നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. ദെൻ E0 of AU plus electron gives AU. AU plus electron gives AU. It is E1 എന്ന് E01 എന്ന് ഞാനിപ്പോൾ എഴുതാം. Is equal to നമുക്ക് E0 ആയതുകൊണ്ട് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ രണ്ട് ഡേറ്റയാണ് തന്നിരിക്കുന്നത്. ഒരിക്കലും E0 വാല്യൂസ് ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയ കാരണം ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല. 100 ഡിഗ്രി ആണ് വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ്. 1 ലിറ്ററിന്റെ 1 ലിറ്ററോടെ എടുക്കുക, അതിന്റെയും 100 ഡിഗ്രിയാ. പക്ഷെ 2 ലിറ്ററിന്റെ ഒരിക്കലും 200 ഡിഗ്രി അല്ലല്ലോ. അത് ഇന്റൻസീവ് പ്രോപ്പർട്ടിയാ, എമൗണ്ട് ഡിപ്പെൻഡന്റ് അല്ലാത്ത പ്രോപ്പർട്ടി. E0യും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരെ ഒരിക്കലും നമുക്ക് E0 ടൈമിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ഡെൽറ്റ G0 ആക്കി മാറ്റണം. ഡെൽറ്റ G0 is equal to ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ. ഡെൽറ്റ G0 is equal to മൈനസ് NFE ആണ്. അപ്പോൾ എന്തായിരിക്കും? മൈനസ് ഇവിടുത്തെ ഇലക്ട്രോണിന്റെ എണ്ണം 1 FE0 E10. രണ്ടാമത്തെ കേസിൽ വന്നിട്ടുണ്ട് എന്തായിരിക്കും? ഇറ്റ് ഈസ് AU3 പ്ലസ് 3 ഇലക്ട്രോൺ ഗീസ് എന്തായിരിക്കാം? AU. E02 ആണ് ഇവിടുത്തെ എന്ന് വിചാരിക്കുക. ഡെൽറ്റ G2, ഡെൽറ്റ G1 ആണ് ഇത്. ഡെൽറ്റ G2 is equal to എത്ര ഇലക്ട്രോൺ? മൈനസ് 3FE3. E2. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരെയാണ്? AU പ്ലസിലേക്ക് 2 ഇലക്ട്രോണിനെ ആഡ് ചെയ്താൽ എന്തായിട്ട് മാറും? AU3 ആയിട്ട് മാറും. ഇവിടുത്തെയാണ് E3 ആണ് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഡെൽറ്റ G3 എഴുതണം. ഈസ് ഈക്വൽ ടു എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ മൈനസ് 2FE3.
ഇത് സോൾവ് ചെയ്യണം. ഈ ഇക്വേഷൻസിനെ എങ്ങനെ സോൾവ് ചെയ്താലാണോ ഇത് കിട്ടുക അതേ പ്രോസസ്സ് തന്നെ ഇവിടെയും ചെയ്യണം. നമുക്ക് നോക്കിയേ, AU പ്ലസ് ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്, AU 3 പ്ലസ് അങ്ങേ സൈഡില്ല. അപ്പൊ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം, ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യണം, ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ AU അങ്ങനെ തന്നെ വരും. AU 3 പ്ലസ് മൈനസ് വരും, അപ്പൊ അങ്ങേ സൈഡിലേക്ക് പോകും. AU ക്യാൻസൽ ആയി പോവും. അല്ലെങ്കിൽ തിരിച്ചിട്ടിട്ട് ആഡ് ചെയ്യുക, അങ്ങനെ എന്തിച്ചാലും മതി. അങ്ങനെ എത്തിച്ചാലും ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. അപ്പൊ ഉറപ്പായിട്ടും ഇവിടെ മൈനസ് ചെയ്യുക ചെയ്യണ്ടേ. എന്തായിരിക്കണം ചെയ്യേണ്ടത് നോക്കിക്കോളൂ. ഇറ്റ് ഈസ് ഡെൽറ്റ G01 മൈനസ് ഡെൽറ്റ G02 ഈസ് ഈക്വൽ ടു ഡെൽറ്റ G03. ഇതെന്താണോ ഇക്വേഷനിൽ ചെയ്താൽ ഫൈനൽ കിട്ടുന്നത് അത് തന്നെ ഡെൽറ്റ ജിയിലും ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടും മൈനസ് എഫ് E01 മൈനസ് എന്തായിരിക്കും വരിക, മൈനസ് 3F E02 is equal to minus 2F E03. മൈനസ് എഫ് ക്യാൻസൽ ആയി കളയുക. അപ്പൊ നമുക്ക് കിട്ടും E01 മൈനസ് 3 E02 is equal to 2 E03. അഥവാ E03 is equal to E01 minus 3 E02 by 2. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിന്റെ വാല്യൂ വന്നിട്ടുണ്ട്. ആദ്യത്തെ വാല്യൂ എത്രയ്ക്കും? ഇറ്റ് ഈസ് E03 is equal to 1.69 minus 3 into 1.4 divided by 2. അപ്പോൾ 1.69 minus 14 into 3 4.2 ആണ്. ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന എത്രയ്ക്കും വരിക? ഇറ്റ് ഈസ് 2.51. 2.5ന്റെ പകുതി എടുക്കുക. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ മൈനസാ വരിക, മൈനസ് 2.51 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1.255 ചെയ്താൽ മതി. ഓർക്കുക, ഇതൊരു ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയതാണ് ഡയറക്റ്റ് ആഡ് ചെയ്യാതെ നമ്മൾ ഇങ്ങനെ ചെയ്ത്. എപ്പോഴും ഇങ്ങനെ തരുന്ന ഒരു കേസ് തന്നു, വേറൊരു കേസ് തന്നു, വേറൊരു കേസിന്റെ കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാ ചെയ്യേണ്ടത്. ഇനിയിപ്പോ 2 ഡേറ്റ തന്നിട്ട് ഈ സെല്ല് കണ്ടുപിടിക്കാനാണെങ്കിൽ ഈ കാതോട് മൈനസ് ചെയ്യാനോട് ചെയ്താൽ മതി. ഇങ്ങനെ 2 കേസുകളുടെ 2 അയോൺസിന്റെ തന്നിട്ട് മൂന്നാമതൊരു കൺവേർഷനെ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം, വേറൊരു മാർഗമില്ല. ഈക്വൽ വെയിറ്റ് ഓഫ് എ സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ ഈക്വൽ വെയിറ്റ് ഓഫ് 2 സോൾവെന്റ് A and B. അപ്പൊ നമുക്ക് 2 സോൾവെന്റുകൾ എടുത്തേക്ക, എയും ഉണ്ട് ബിയും ഉണ്ട്. രണ്ടിലും ഒരേ സൊല്യൂട്ട് ആണ്, ഈക്വൽ വെയിറ്റ് ആണ്. ഈക്വൽ വെയിറ്റ് ഓഫ് എന്തായിരിക്കാം? സൊല്യൂട്ട് ആണ് രണ്ടിലുള്ളത്. രണ്ടിലുള്ള സൊല്യൂട്ട് സെയിം സൊല്യൂട്ട് ആണ്, ഈക്വൽ വെയിറ്റ് ആണ്. Then the relative lowering of vapor pressure of solution B, relative lowering of vapor pressure of solution B has twice the relative lowering of vapor pressure of എന്തായിരിക്കാം? A. അപ്പോ നമുക്കറിയാം relative lowering of vapor pressure is equal to mole fraction of the non-volatile solute, Chi2 അല്ലെങ്കിൽ X2 എന്നൊക്കെ നമുക്ക് പറയാം. It is equal to N2 divided by NB divided by NA plus NB. അപ്പോ നമുക്കറിയാം relative lowering of vapor pressure is inversely proportional to solute ഒന്നാണെങ്കിൽ, ഈക്വൽ വെയിറ്റ് ആണെങ്കിൽ it is inversely proportional to എന്തായിരിക്കാം? NA. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, ഞാൻ എയും ബിയും ഒഴിവാക്കാം, 2 ആക്കാം. കാരണം ഇല്ലെങ്കിൽ ഇവിടെ എന്താ വരിക? ഇവിടെ എയും ബിയും ഉണ്ട്, സോൾവെന്റിന്റെ എയും ബിയും ഉണ്ട്. അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട. N2 ദാറ്റ് ഈസ് എന്തായിരിക്കും? ഇറ്റ് ഈസ് 1 by W2 by M2 ഇതാണ് വരിക. അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യം നോക്കി. ഇറ്റ് ഈസ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഒരേ വെയിറ്റ് ആണ് ഇവിടെ എടുത്തേക്കണേ, ഈക്വൽ വെയിറ്റ് ഓഫ്, ഇറ്റ് ഈസ് ഈക്വൽ വെയിറ്റ് ഓഫ് 2 സോൾവെന്റ്സ് എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ഓഫ് ഇറ്റ് ഈസ് ഇവിടെ നോക്കിയാൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെയിറ്റ് സെയിമാ, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ഓഫ് എന്തായിരിക്കാം? മോളാർ മാസ് ഓഫ് സോൾവെന്റ്. അപ്പോ ഇത് തന്നെയായിരിക്കും MB ഈസ് ഈക്വൽ ടു 2 into M of A. അങ്ങനെയുള്ള ഒറ്റ ഓപ്ഷൻ ഉള്ളൂ, ഡയറക്ട്ലി ആൻസറിലേക്ക് എത്തും. ഒത്തിരി വളഞ്ഞ് ചിന്തിക്കാനൊന്നും പോകരുത്, സിമ്പിൾ ആയിട്ട് ചിന്തിക്കുക. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് B ഈസ് 2 times that of relative lowering of vapor pressure of A.
ഇനി ഇവിടെ വെയിറ്റിന്റെ സൊല്യൂട്ടിന്റെ വെയിറ്റും സോൾവെന്റ് വെയിറ്റും സെയിം ആണ്, സൊല്യൂട്ടും സെയിം ആണ്. അപ്പൊ മോളാർ മാസും സെയിം ആണ്. അപ്പൊ നമുക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് മാസ് ഓഫ് സോൾവെന്റ് ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് സോൾവെന്റ്. So relative lowering of vapor pressure is proportional to molar mass of solvent in this case. എല്ലാ കേസിലും ഇല്ല. അപ്പൊ നമുക്ക് ഡയറക്ട്ലി അതേ റിലേഷൻ തന്നെയാണ് ഇവിടെയും കാണാൻ പറ്റുക. ഓപ്ഷൻ 2 എന്ന് കിട്ടും. ഡോപ്പിംഗ് ഓഫ് AgCl2 CdCl2 ഇത് രണ്ടുതരം സിസ്റ്റംസ് ആണ്. ഉറപ്പായിട്ടും ഇറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷണൽ കാറ്റയോൺ വേക്കൻസി. ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും ഒന്നുമല്ല, ഫോർമേഷൻ ഓഫ് എഫ് സെന്റേഴ്സും അല്ല. ഡയറക്ട്ലി രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സ്പീഷീസ് എന്ന് പറയുമ്പോൾ ഇംപ്യൂരിറ്റി ഡിഫക്ട് അഥവാ സബ്സ്റ്റിറ്റ്യൂഷണൽ കാറ്റയോൺ വേക്കൻസി ആണ് ഉണ്ടാകുക. ഇംപ്യൂരിറ്റി ഡിഫക്റ്റിന് നമുക്ക് NCERT കൊടുത്തിട്ടുണ്ട്. അതേ കാര്യം തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂഷണൽ കാറ്റയോൺ വേക്കൻസി. IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട് ഉറപ്പായിട്ടും ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ നമ്പർ 1 2 3 4 5 6. സബ്സ്റ്റിറ്റ്യൂഷൻ ഗ്രൂപ്പിനേക്കാൾ പ്രയോറിറ്റി ആർക്കാണ്? ഫംഗ്ഷൻ ഗ്രൂപ്പിനാണ്. സോ ഇറ്റ് ഈസ് ഇതൊരു സൈക്ലോഹെക്സനോൾ ആണ്. 3,3 പോസിറ്റീവ് 3,3 ഡൈമീഥൈൽ 3,3 ഡൈമീഥൈൽ 1 സൈക്ലോഹെക്സനോൾ അല്ലെങ്കിൽ സൈക്ലോഹെക്സൻ 1 ഓൾ. ഓപ്ഷൻ 3. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ജോമെട്രിക്കൽ ഐസോമറിസം. ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കണമെങ്കിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ ഡബിൾ ബോണ്ട് ഉള്ള കേസാണ്. ഇനി എന്തായിരിക്കും? ഒരേ ഗ്രൂപ്പുകള് കാർബൺ ആറ്റത്തിൽ ഒരേ ഗ്രൂപ്പുകൾ വരാൻ പാടില്ല. അപ്പൊ ഈ കേസിൽ വരില്ല. കാരണം എന്തായിരിക്കും? CH ഡബിൾ ബോണ്ട് ഒരിക്കലും ഒരേപോലത്തെ ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കാണിക്കില്ല ജോമെട്രിക്കൽ ഐസോമറിസം. അപ്പൊ ഈ കേസിൽ കാണിക്കില്ല, ഈ കേസിലും കാണിക്കില്ല. അപ്പൊ പിന്നെ ആൻസർ ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ 2 മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തായിരിക്കും വരിക? C ഡബിൾ ബോണ്ട് C. BR-ഉം ഒരേ സൈഡിലേക്ക് വരാം, ബാക്കിയുള്ള ഗ്രൂപ്പുകൾ താഴേക്കും വരാം. ഇനി തിരിച്ചും വരാം. സിസും ട്രാൻസും ജോമെട്രിക്കൽ ഐസോമേഴ്സ് കാണിക്കാം. റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് ദ ഫോളോയിങ് കാർബോകാറ്റയോൺസ്. കാർബോകാറ്റയോൺ ഇതെല്ലാം എന്താണ്? അരോമാറ്റിക് ആണ്, ബെൻസൈലിക് ഗ്രൂപ്പുകളാണ്. ഇതെല്ലാം ബെൻസൈലിക് ഗ്രൂപ്പുകളാണ്. ഇത് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പാണ്, ഇതും ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഇത് ഹൈപ്പർ കോഞ്ചുഗേഷൻ വഴിയാണ്. ഇതിനുള്ളത് +R എഫക്റ്റ് ആണ്, ഇതിന് +R എഫക്റ്റ് ആണ്, ഇതിന് ഹൈപ്പർ കോഞ്ചുഗേഷൻ ആണുള്ളത്. ആൽക്കൈൽ റിംഗ് എപ്പോഴും ഹൈപ്പർ കോഞ്ചുഗേഷൻ ആണ് പറയാൻ പറ്റുക. ഇവിടെ ഉള്ളത് ഇറ്റ് ഈസ് എന്തായിരിക്കും? +R എഫക്റ്റ് ആണ്. സോ ഇറ്റ് ഈസ് ഡോമിനന്റ്, മോർ സ്റ്റേബിൾ എന്ന് പറയുന്നത് നമുക്ക് ഇതായിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ ഇതാ വരിക, പിന്നെ ഇതാ വരിക, പിന്നെ ഇതാണ്. ഇത് അരോമാറ്റിക് അല്ല, ഇതിനാകെയുള്ളത് ഈ ഗ്രൂപ്പിന്റെ +I എഫക്റ്റ് മാത്രമേ ഉള്ളൂ, വേറെ എഫക്റ്റുകളൊന്നുമില്ല. സോ ബെൻസൈലിക് ഗ്രൂപ്പ്സ് ആർ മോർ സ്റ്റേബിൾ ദാൻ എന്തായിരിക്കും? നോർമൽ. ഈ ഗ്രൂപ്പിനേക്കാൾ സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പൊ ഇതിന് കറക്റ്റ് ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഏറ്റവും സ്റ്റെബിലിറ്റി കുറഞ്ഞത് ഇറ്റ് ഈസ് 4 ആണ്. 4ന് ഏറ്റവും സ്റ്റെബിലിറ്റി കുറഞ്ഞത് ഇത് രണ്ടും ഉള്ളൂ. പിന്നെയുള്ള ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് 2 ആണ്. പിന്നെയുള്ളത് 3ഉം 1ഉം ആണ്. ഇതില് ഇറ്റ് ഈസ് സ്റ്റെബിലിറ്റി നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ഏറ്റവും ഫസ്റ്റ് വരുന്നത്, ഏറ്റവും ആദ്യം വരുന്നത് ഇതാണ്, ഇത് ശരിയാണ്. പിന്നെ വരുന്നത് 2 ആണ്, ഇത് നമ്മൾ സമ്മതിച്ചു. പിന്നെയുള്ള ഇതിന് തമ്മിൽ സ്റ്റെബിലിറ്റി നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? പിന്നെ സ്റ്റെബിലിറ്റി ഉള്ളത് ഇതിന് 3ക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്റ്റെബിലിറ്റി കൂടിയത് 1ന്. സോ ദ ആൻസർ ഈസ് 1. അടുത്ത among the following strongest bases. ഇത് അരോമാറ്റിക് ആണ്, ഇത് അരോമാറ്റിക് ആണ്, ഇത് അരോമാറ്റിക് ആണ്, ഇത് അലിഫാറ്റിക് ആണ്. അരാൽക്കയിലാണ് അഥവാ അലിഫാറ്റിക് ആണ്. സോ അമോണിയേക്കാൾ മോർ ബേസിക് ആണ് അലിഫാറ്റിക്, മീൻസ് ലെസ് ബേസിക് ആണ് അരോമാറ്റിക്. അപ്പോൾ ഇതെല്ലാം അമോണിയേക്കാൾ ലെസ് ബേസിക് ആണ്, ഇത് അമോണിയേക്കാൾ മോർ ബേസിക് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സ്ട്രോങ്സ്റ്റ് ബേസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ 4. ഡയറക്ട്ലി നമുക്ക് ആൻസർ കിട്ടും. റേറ്റ് ഓഫ് റിയാക്ഷൻ ഇതെന്ന് പറയുന്ന ആസിഡ് ഡെറിവേറ്റീവ്സ് ആണ്. ആസിഡ് ഡെറിവേറ്റീവുകളുടെ ഏറ്റവും റിയാക്ടിവിറ്റിയുടെ ഓർഡർ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണതാണ്. അതിൻ്റെ അകത്ത് ആൽക്കൈൽ ആസിഡ് ഹാലൈഡ്സ് ആർ മോർ റിയാക്റ്റീവ്. അപ്പോൾ ഏതായിരിക്കും വിച്ച് ഈസ് ഫാസ്റ്റസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ലിവിംഗ് ഗ്രൂപ്പ് Cl- ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? ആസിഡ് ഹാലൈഡ് ആണ്. ഇവിടെ ക്ലോറിൻ വന്നാലാണ് ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുക. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ വിത്ത് HCN. അവിടെ നമുക്ക് നോക്കേണ്ട കാര്യം ഇറ്റ് ഈസ് രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുക. ഇറ്റ് ഈസ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺസ്. ഇവിടെ ഇതെല്ലാം കീറ്റോൺസാ. അപ്പൊ ആൽഡിഹൈഡ് ആണ് മോസ്റ്റ് റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെയാണ് 3 ഓപ്ഷൻ ഉണ്ട്. ഇനി ബാക്കിയെല്ലാം കീറ്റോൺസ് ആണ്. അതിൽ സ്റ്റെറിക് കൂടുന്തോറും റിയാക്ടിവിറ്റി കുറയും. അപ്പൊ ഏറ്റവും റിയാക്ടിവിറ്റി കുറവുള്ളത് 4 ആണ്. 1 4.
അപ്പോൾ ഏറ്റവും റിയാക്ടിവിറ്റി 1, അത് കഴിഞ്ഞാൽ പിന്നെയുള്ള സ്റ്റെറിക് കുറഞ്ഞത് 2, 1, 2, പിന്നെ ഏതാ ഉള്ളത് ഇറ്റ് ഈസ് 3, ഇതിൽ മീഥൈൽ ഗ്രൂപ്പ് ഉള്ളൂ, 2 ഫിനൈൽ ഗ്രൂപ്പാണ്. സോ ദ കറക്റ്റ് ഓർഡർ ഈസ് 2. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺസ്. ആസ് എ സ്റ്റെറിക് ഇൻക്രീസസ് റിയാക്ടിവിറ്റി ഡിക്രീസസ്. ദ കറക്റ്റ് ഓർഡർ ഓഫ് SN1 റിയാക്ടിവിറ്റി റിയാക്ഷൻ ആർ, ഇതിനകത്ത് കറക്റ്റ് ഏതാന്നുള്ളത്. SN1 എന്ന് പറഞ്ഞാൽ കാർബോ കാറ്റയോൺ ഫോർമേഷൻ ആണ് നടക്കുക. കാർബോ കാറ്റയോൺ ഫോർമേഷൻ ആണ് നടക്കുക. അപ്പൊ ഇതിൽ ആരാണ് കാർബോ കാറ്റയോൺ ഉണ്ടാകുക? കാർബോ കാറ്റയോൺ സ്റ്റേബിൾ ആയിട്ടുള്ള ഇതില് ഇതുണ്ട്, ഇതുണ്ട്. ഇനി SN1 റിയാക്ഷന് നമുക്കറിയാം, ആൽക്കൈൽ അയഡൈഡ് ഗ്രേറ്റർ ദാൻ ആൽക്കൈൽ ബ്രോമൈഡ് ഗ്രേറ്റർ ദാൻ, അത് SN1-നാണെങ്കിലും SN2-നാണെങ്കിലും ഇറ്റ് ഈസ് ആൽക്കൈൽ ക്ലോറൈഡ്, ഇറ്റ് ഈസ് ആൽക്കൈൽ ഫ്ലൂറൈഡ്. കാരണം ഫ്ലൂറിൻ ബോണ്ട് വളരെ സ്ട്രോങ്ങർ ആണ്, അതിനെ റിമൂവ് ചെയ്യാൻ എളുപ്പമല്ല ഏത് കേസാണെങ്കിലും. അപ്പോൾ ബ്രോമൈഡ് ഈസ് മോർ റിയാക്റ്റീവ്. അപ്പോൾ അത് കറക്റ്റ് ആണ്. ഇനി PHBr ബെൻസീനിലേക്ക് കണക്ട് ചെയ്ത ബ്രോമിനെ റിമൂവ് ചെയ്യാൻ എളുപ്പമല്ല, പല കാരണങ്ങളുണ്ട്. ഒന്ന് പാർഷ്യലി ഡബിൾ ബോണ്ടഡ് ആണ്, അതിലേക്ക് ഒരു പ്ലസ് വന്നാൽ PH+ എന്ന് പറയുന്ന ഒട്ടും സ്റ്റേബിൾ അല്ല. അപ്പൊ ഈ പറഞ്ഞേക്കുന്നത് തെറ്റാണ്. ഇനി അടുത്ത് ഇവിടെ നോക്കാം, ഇതൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്, ഇതൊരു ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. ഇവിടെ പ്ലസ് കാറ്റയോൺ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്റ്റെബിലൈസ് ചെയ്യുന്നത് ഇതാണ്. അപ്പൊ ഇതിന്റെ ഓർഡറും തെറ്റാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ടെർഷ്യറി കാർബോക്കേറ്റയോൺ ഉണ്ടാവും, ഇവിടെ ഒരു എന്താണ് ഗാരീസ് പ്രൈമറി കാർബോക്കേറ്റയോൺ ഉണ്ടാകാൻ എളുപ്പമുള്ളത് ഇതാണ്. അപ്പൊ ഈ കാര്യം ശരിയാണ്. അപ്പൊ 1ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ 3. അടുത്തത് ചെറിയ പ്രശ്നമുണ്ട്. ഇറ്റ് ഈസ് വാട്ടർ ഹീറ്റിംഗ് ആണെങ്കിലാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുള്ളൂ. ഇവിടെ അക്വസ് AgNO3 എന്ന് പറയുന്ന അത്ര നല്ലതല്ല, കാരണം കിട്ടിയേക്കുന്ന പ്രൊഡക്റ്റ് എല്ലാം OH- വന്നേക്കണം. അപ്പൊ അക്വസ് വാട്ടർ ഹീറ്റിംഗ് ആണ് കറക്റ്റ് ആയിട്ട് വരിക. വാട്ടറിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ Cl- പറഞ്ഞു പോകും. വാട്ടറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പോളാർ മീഡിയത്തിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്തായിരിക്കും? CH2Cl. ഒരു പോളാർ മീഡിയത്തിൽ പോളാർ ആയിട്ടുള്ള മീഡിയമാണ് വാട്ടർ. അപ്പോൾ ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക? ഒരു കാർബോ കാറ്റയോൺ ഉണ്ടാവും, CH2+. അതൊന്ന് റീഅറേഞ്ച്മെന്റ് നടക്കും, കാരണം ഇതൊരു പ്രൈമറി ആണ്, ഇതൊരു ടെർഷ്യറി പോയിന്റ് ആണ്. ഇതൊന്ന് റീഅറേഞ്ച്മെന്റ് നടന്നാൽ നമുക്കുണ്ടാകുന്നത് എന്തായിരിക്കും? CH3. ഇവിടെ ആയിരിക്കും പ്ലസ് ഉണ്ടാകുക. ഇതിലേക്ക് വാട്ടർ തന്നെ സോൾവെന്റ്, ഈ സോൾവെന്റുള്ള വാട്ടർ തന്നെ ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്കുണ്ടാകുന്നത് എന്തായിരിക്കും ഉണ്ടാകുക? CH3. ഇവിടേക്ക് OH ഗ്രൂപ്പ് വരും. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകും. ഈ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നത് ഇതാണ്. അതിന് വാട്ടർ H2O ഹീറ്റിംഗ് വേണം. അക്വസ് AgNO3 വെച്ചിട്ട് നമുക്കൊന്നും പറയാനായിട്ട് അത്ര എളുപ്പമല്ല. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 3. When the concentration of alkyl halide is triple and the concentration of OH- is reduced to half, the rate of SN2 reaction. Rate of SN2 reaction is proportional to concentration of alkyl halide and concentration of nucleophile. When the concentration of alkyl halide is triple and the concentration of OH- is reduced to half, rate is changed by 3/2 times, that is 1.5 times. അടുത്ത കറക്റ്റ് ഓർഡർ ഓഫ് ബോണ്ട് ലെങ്ത് ബിറ്റ്വീൻ കാർബൺ ആൻഡ് നൈട്രജൻ ഇൻ ദ ഫോളോയിങ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇതെല്ലാം രണ്ടും അരോമാറ്റിക് ആണ്. അതിന് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഒക്കെ ഉണ്ടാകും. പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടാകും, ബിക്കോസ് അലോൺ പെയറിനെ കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും പാർഷ്യൽ ഡബിൾ ബോണ്ടാണ്. ഇത് സിംഗിൾ ബോണ്ടാണ്. ഇത് കറക്റ്റ് ആയിട്ടുള്ള സിംഗിൾ ബോണ്ടാണ്. ഇത് കറക്റ്റ് ആയിട്ടുള്ള എന്താണ്? ഡബിൾ ബോണ്ടാണ്. അപ്പോൾ ഏറ്റവും ബോണ്ട് ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ബോണ്ട് ലെങ്ത് ഏറ്റവും കൂടുതലുള്ളത് W ആണ്. ഏറ്റവും കൂടുതലുള്ളത് W ആണ്. കാരണം ഇത് പാർഷ്യൽ ഡബിൾ ബോണ്ടാ, ഇത് സിംഗിൾ ബോണ്ടാണ്, ഇത് ഡബിൾ ബോണ്ടാണ്. ബോണ്ട് ലെങ്ത് ഏറ്റവും കൂടിയ W ആണ്. അത് നോക്കിയാൽ തന്നെ ഒറ്റയടിക്ക് ആൻസർ ആവും. ഇറ്റ് ഈസ് W. അത് കഴിഞ്ഞാൽ പിന്നെ ആരാ വരിക? ഇറ്റ് ഈസ് ഇത് Z ആണ് ഏറ്റവും അവസാനം വരിക. അപ്പോൾ Z അവസാനം വന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. W വരുന്നത് ഈ കേസുള്ളൂ. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഇതെന്തായിരിക്കും? CHO ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അതാണ് ഇവർ തമ്മിലുള്ള ഓർഡറിന് കാരണം. സോ ഇറ്റ് ഈസ് W, X, Y, Z. അത് രണ്ടും മാത്രം നോക്കി നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. Then which of the following is weaker acid than phenol? ഫീനോളിനേക്കാൾ ആസിഡിക് സ്ട്രെങ്ത്. ഇതൊരു ആസിഡാണ്, കാർബോക്സിലിക് ആസിഡ് ആണ്. സോ കാർബോക്സിലിക് ആസിഡ് ഈസ് മോർ അസിഡിക് ദാൻ എന്തായിരിക്കാം? ഫീനോൾ. ആ ഒരു ഫാക്ടർ നിങ്ങൾക്ക് അറിയണം. മിനറൽ ആസിഡ് അതിലും സ്ട്രോങ്ങർ ആണ്. സോ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും കാർബോക്സിലിക് ആസിഡാണ്. അപ്പൊ ഇത് രണ്ടും എന്തായിരിക്കും? ഉറപ്പായിട്ടും സ്ട്രോങ്ങർ ആസിഡ് ആണ്. പിന്നെ നോക്കാവുന്നത് രണ്ടും ഫീനോൾ ആണ്. ഇത് രണ്ടുമാണ് വീക്ക്. ഇത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്.
ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ആസിഡിക് സ്ട്രെങ്ത് ഫിനോളിനേക്കാൾ കൂടും. ഇത് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്, അപ്പോൾ ആസിഡിക് സ്ട്രെങ്ത് കുറയും. സോ ഫിനോളിനേക്കാൾ വീക്കർ ആയിട്ടുള്ളത് ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ 4 മാത്രമേ ഉള്ളൂ. Cyclohexene on ozonolysis followed by reaction with zinc and H2O. ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? നമുക്കറിയാം, ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് OO ഗ്രൂപ്പ് വരും, CHO. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട്. Then the compound E is on further treatment with aqueous solution of KOH. KOH ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ aqueous solution ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് നോക്കാം. ഇതായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, KOH ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നടക്കുക? ഇൻട്രാമോളിക്കുലാർ ആൽഡോൾ കണ്ടൻസേഷൻ നടക്കും. എന്താ നടക്കുക? ഇൻട്രാമോളിക്കുലാർ ആൽഡോൾ കണ്ടൻസേഷൻ നടക്കും. ഇൻട്രാമോളിക്കുലാർ ആൽഡോ കണ്ടൻസേഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു ഓക്സിജനും തൊട്ടടുത്ത ആൽഫാഡിനും തമ്മിലാണ് കണക്ട് ആവുക. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഇവര് തമ്മിലാണ്. ഇവിടുത്തെ 2 ഹൈഡ്രജനെ റിമൂവ് ചെയ്ത് ഇവിടുത്തെ ഓക്സിജനെ തമ്മിൽ റിമൂവ് ചെയ്യും. ഇവര് തമ്മിൽ ഡബിൾ ബോണ്ട് വരും കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് എഴുതണമെങ്കിൽ. അപ്പോൾ ഉറപ്പായിട്ടും ഒരു 5 മെമ്പർ റിംഗ് ആയിരിക്കും. 5 മെമ്പർ റിംഗ് ആയിരിക്കും നടക്കുക. ഉറപ്പായിട്ട് അവർ തമ്മിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാവും. CHOയുടെ തൊട്ട് മുന്നത്തെ പോയിന്റിൽ CHO ഇവിടെ ഉണ്ട്, ഇങ്ങനെ ഒരു ബോണ്ട് ഉണ്ട്, ഇവര് തമ്മിൽ ഡബിൾ ബോണ്ട് ആയിരിക്കും. സോ ആൻസർ ഈസ് ഡയറക്ട്ലി നമുക്ക് കിട്ടും. ഇറ്റ് ഈസ് 1 മാത്രമേ വരുള്ളൂ, വേറൊന്നും വരാനുള്ള ചാൻസേ ഇല്ല. കാരണം നോക്കൂ, ഇവിടെ എന്തായാലും COH ഇതൊന്നും ചാൻസേ ഇല്ല. പിന്നെ ഉള്ളത് ഇത് രണ്ടുമാണ്. ഡബിൾ ബോണ്ട് എപ്പോഴും എന്തായിരിക്കാം? CHOയുടെ തൊട്ടടുത്ത പോയിന്റിൽ ഇവര് തമ്മിലാണ് ഡബിൾ ബോണ്ട് വരിക. അപ്പോൾ ഉറപ്പായിട്ടും എന്തായിരിക്കും? ഇതായിരിക്കും കറക്റ്റ് ആൻസർ വരിക. ഇൻട്രാമോളിക്കുലാർ ആൽഡോൾ കണ്ടൻസേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. In which case a tertiary butyl ether is formed. Tertiary butyl ether എന്തായിരിക്കും? It is methyl tertiary butyl ether. അത് ഏതാണെന്ന് ആദ്യം അറിയണം. ഇതാണ് methyl tertiary butyl ether. methyl tertiary butyl ether ഇതുണ്ടാണെങ്കിൽ ഇതെന്തായാലും റിയാക്ട് ചെയ്താൽ പറ്റില്ല. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് റിയാക്ട് ചെയ്താൽ പറ്റില്ല. ഇനി ഇതിലേതാന്നുള്ളതാണ് ചോദ്യം. ഇതെന്ന് പറയുന്ന ഒരു സ്ട്രോങ് ബേസ് ആണ്. ഉറപ്പായിട്ടും എന്തായിരിക്കും സംഭവിക്കുക? ഇവിടുന്ന് ഒരു ആൽക്കീൻ ആണ് ഉണ്ടാകുക. CH3Cl CH3O ആയിട്ട് റിയാക്ട് ചെയ്താൽ ഇതൊരു സ്ട്രോങ് ബേസാണ്. എലിമിനേഷൻ ആണ് നടക്കുക. ഇവിടെ ഒരു ആൽക്കീൻ ഉണ്ടാകുക. CH3 ഡബിൾ ബോണ്ട് CH2 ആണ് ഉണ്ടാകുക. ഇതാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നടക്കും. HMCl തമ്മിൽ NaCl തമ്മിൽ പോവും. ബാക്കി എന്താ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവും. ഇത് രണ്ടും ഈതലായതുകൊണ്ട് തന്നെ ഒരു ചാൻസും ഇല്ല എന്നുള്ളത് കണ്ടാൽ തന്നെ തിരിച്ചറിയാം. ഇനി ഇത് തമ്മിലാണ് ഡൗട്ട് ഉണ്ടാവുക. അപ്പോൾ ഇത് എന്തായിരിക്കും? ഇതൊരു സ്ട്രോങ് ബേസ് ആയതുകൊണ്ട് ഇതാണ് പോസിബിലിറ്റി ഉള്ളൂ. ട്രൈക്ലോറോ എത്തനാൽ CCHCl3 ട്രൈക്ലോറോ എത്തനാൽ ബോയിൽഡ് വിത്ത് NaOH ആയിട്ട് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്തായിരിക്കും സംഭവിക്കുക? NaOH CHCl3 പ്ലസ് എന്താണ്ടാകുക? HCOO ഉണ്ടാകുക. ഒരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കും എന്ത് റിയാക്ഷൻ നടക്കുന്ന കാനിസാറോയോ ആൽഡോളോ ഒക്കെ നിങ്ങൾക്ക് പല രീതിയിൽ ചിന്തിക്കാനുള്ള സാധ്യത. ആൽഫാഡൈൻ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചിന്തിക്കാൻ വഴിയില്ല? ആൽഡോൾ ചിന്തിക്കില്ല, കാനിസാറോ ചിന്തിക്കാം. പക്ഷെ അല്ല നടക്കുക. ട്രൈ ഹാലോ കോമ്പൗണ്ടുകളെ NaOH ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക. അതായത് ഹാലോഫോം റിയാക്ഷന്റെ അവസാനത്തെ സ്റ്റെപ്പ് അതായിരിക്കും സംഭവിക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? കണ്ടെയ്ൻ സോഡിയം മെത്തനോയേറ്റ് ആൻഡ് വൺ ഓഫ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻ ഈസ് CHCl3. ഒരിക്കലും കാനിസാറോ ചിന്തിക്കരുത്. Amino groups are orthoparadirective for aromatic electrophilic substitution on nitration with aniline. Good amount of meta-nitroaniline is obtained. This is due to the formation of NH2 group is orthoparadirective. ഈ അനിലീനില് എന്തുമായിട്ട് റിയാക്ട് ചെയ്യണോ? ഇറ്റ് ഈസ് നൈട്രേറ്റിക് മിക്സറിലെ H+ ആയിട്ട് റിയാക്ട് ചെയ്ത് അനിലീനിയം അയോൺ ആയിട്ട് മാറും. NH3+ ആയിട്ട് മാറും. ഇത് മെറ്റാ ഡയറക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് മെറ്റാ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. സോ നമുക്ക് ആൻസറിലേക്ക് നോക്കാം. നൈട്രേറ്റിക് മിക്സർ ഓർത്തോപാര NH2 is completely lost. ഒന്നുമല്ല. NH2 become NS which is meta directive. NH2 become ഒന്നുമല്ല, ഇതൊന്നുമല്ല. അപ്പോൾ ആൻസർ ഈസ് എന്തായിരിക്കാം? NH2 become NH3+ which is meta directive. അനിലീനിയം അയോൺ ആയിട്ട് മാറും എന്നുള്ളതാണ് ആൻസർ.
Which of the following compound shows aromatic property? നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് തൈറോസിൻ ആണ് എന്നുള്ളത്. ഫിനൈൽ ഗ്രൂപ്പാണ് അതിൻ്റെ അകത്തുള്ളത് എന്നുള്ളത് വൃത്തിയായിട്ട് നന്നായിട്ട് അറിയാം. സോ നിങ്ങൾക്ക് സ്ട്രക്ചറിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഗിവൺ പോളിമർ ഈസ് എന്തായിരിക്കാം? നൈലോൺ. നൈലോൺ എന്ന് പറഞ്ഞത് ഒരു ഫൈബറാണ്. ഇറ്റ് ഈസ് ബ്യൂണായസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലാസ്റ്റോമർ ആണ്, റബ്ബറാണ്, ഇലാസ്റ്റോമർ ആണ്. സോ അറേഞ്ച് ഫോളോയിങ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് പോളിത്തീൻ. പോളിത്തീൻ എന്ന് പറയുന്നത് തെർമോപ്ലാസ്റ്റിക് ആണ്. ഫൈബറാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്. എ ആണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്. അത് കണ്ടാൽ തന്നെ ഒറ്റ ആൻസർ ഉള്ളൂ, എ ആണ് ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ളത്. എ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആരാണ്? സി ആണ്. ഏറ്റവും വീക്ക് ആയിട്ടുള്ള ആരാണ്? ബി ആണ്. കാരണം റബ്ബറിന് ഒട്ടും തന്നെ സ്ട്രെങ്ത് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. നേരെ ആൻസറിലേക്ക് എത്തും 3. അടുത്ത കോമ്പൗണ്ട് ഗിവൺ ബിലോ ഈസ് ദിസ് ഇസ് അസറ്റൈൽ സാലിസിലിക് ആസിഡ് അഥവാ ആസ്പിരിൻ. ഇറ്റ് ഈസ് ആന്റിസെപ്റ്റിക് അല്ല, ആന്റിബയോട്ടിക് അല്ല, അനാൾജസിക് ആണ്. ആസ്പിരിന് പല യൂസസ് ഉണ്ട്. അനാൾജസിക് ആണ്, ബ്ലഡ് ക്ലോട്ടിങ്ങിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആന്റിപൈററ്റിക് ആണ്, പെസ്റ്റിസൈഡ് ഒന്നും അല്ല. ഉറപ്പായിട്ട് ആൻസർ ഈസ് ഓപ്ഷൻ 3 മാത്രമേ ഉള്ളൂ. ഇൻ ദ ബ്രൗൺ റിംഗ് NO3+, ബ്രൗൺ റിംഗിൽ തന്നെ എന്തായിട്ടാ? NO3 minus ion in the brown ring is formed due to the reduction of nitrate to nitric oxide. കാരണം ബ്രൗൺ റിംഗിന്റെ മോളിക്കുലർ ഫോർമുല അറിയാമെങ്കിൽ തന്നെ അറിയാൻ പറ്റും അതിലുള്ളത് എന്താ ഗ്രൂപ്പാണ് ഉള്ളത്? NO ഗ്രൂപ്പാണ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു റിയാക്ഷൻ അറിയാമെങ്കിൽ തന്നെ സുഖമായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇറ്റ് ഈസ് ദ റിഡക്ഷൻ ഓഫ് എന്തായിരിക്കാം? നൈട്രേറ്റ് ടു നൈട്രിക് ഓക്സൈഡ്. നൈട്രജൻ ഡയോക്സൈഡ് അല്ല, സൾഫ്യൂരിക് ആസിഡ് ഒന്നുമല്ല. അത് ആൻസർ ഈസ് എന്തായിരിക്കാം? ഓപ്ഷൻ 1. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. Identify the gas which is more adsorbed by activated charge. Easily liquefiable gases. കൂടുതൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളത് ആരാണോ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ മോർ അഡ്സോർബ് ചെയ്യുക, ലിക്വിഫൈ ചെയ്യാൻ പറ്റുക. അതൊക്കെ ആരാണ്? SO2 ആണ് ഈ തന്നേക്കണേല്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആൻസറാണ്. Then among the following compound which one is not responsible for the depletion of ozone layer? നമുക്ക് എൻവയോൺമെന്റ് കെമിസ്ട്രി വായിച്ചു നോക്കിയിട്ട് അറിയാം. CFC ക്ലോറോഫ്ലോറോ കാർബൺസ് അതെ, ക്ലോറിൻ അതെ, NO അതെ, ഇവരെല്ലാം ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും. മീഥെയിൻ മാത്രമാണ് നമുക്ക് അതിൻ്റെ അകത്ത് ഒഴിവാക്കാൻ പറ്റുന്നുള്ളൂ. Which of the following arrangement the order is not according to the property indicated? Lithium, sodium, potassium, rubidium increasing metallic character. As we move down in a group, metallic character increases because the size increases, electrons are easily removed. Iodine, bromine, fluorine, chlorine increase നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. ഫ്ലൂറിൻ ചെറുതായതുകൊണ്ടും ഇലക്ട്രോൺ റിപ്പൾഷൻ ഉള്ളതുകൊണ്ടും ഈ കേസിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ ഓർഡർ മാറിയാണ് വരുന്നത്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റിക്ക് ഇല്ല, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയുടെ കേസിൽ ഓർഡർ മാറിയ വന്നെ. അപ്പൊ ഇത് കറക്റ്റ് ആണ്. ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഫസ്റ്റ് അയനൈസേഷൻ എനർജി. നൈട്രജന് ഇറ്റ് ഈസ് 2p3 എന്ന് പറയുന്ന സ്റ്റേബിൾ കോൺഫിഗറേഷൻ ഉണ്ട്. അതുകൊണ്ട് നൈട്രജന്റെ പൊസിഷൻ എന്താണെങ്കിലും ഓക്സിജനേക്കാൾ കൂടുതലാണ്. ഇറ്റ് ഈസ് അവരുടെ അയനൈസേഷൻ എന്താൽപ്പി, അയനൈസേഷൻ പൊട്ടൻഷ്യൽ, ബിക്കോസ് ഓഫ് ദ ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ ഇതാണ് ഇറ്റ് ഈസ് the following is not according to. തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ 3 ആണ്. ബാക്കിയുള്ള ഇൻക്രീസിംഗ് അയണിക് സൈസ് ഇവരെല്ലാം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഇവരെല്ലാം 10 ഇലക്ട്രോൺ ഉള്ള സ്പീഷീസ് ആണ്. ന്യൂക്ലിയർ ചാർജ് കൂടിയതിന് സൈസ് ഏറ്റവും കുറവായിരിക്കും. 13, 12, 9, 8 എന്ന് പറയുന്ന ന്യൂക്ലിയർ ചാർജ് ഉണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യത്തിൽ ഈ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. The dipole moment of toluene എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ് ടൊളുവീൻ ആൻഡ് നൈട്രോബെൻസീൻ ഈസ് 0.43 and 3.93. Then what is the expected dipole moment of para-nitrotoluene? Nitro group എന്താണ്? It is electron withdraw ചെയ്യുന്ന ഗ്രൂപ്പാണ്. മീഥൈൽ ഗ്രൂപ്പ് ഇങ്ങോട്ട് കൊടുക്കുന്ന ഗ്രൂപ്പാണ്. സോ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും സമ്മായിരിക്കും. 3.93യുടെയും 0.43. കാരണം ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങടാണ്, ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങടാണ്. നെറ്റ് റിസൾട്ടിന്റെ ഹോൾ ടുഗദർ ആയിരിക്കും. ഇത് ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിൽ ഡിഫറൻസ് എടുക്കണമായിരുന്നു. ഇത് ഇലക്ട്രോൺ റിലീസിംഗ് ആ, ഇത് ഇലക്ട്രോൺ വിഡ്രോയിങ്. അപ്പൊ ഇങ്ങടാണ്. നെറ്റ് എഫക്ട് രണ്ടുപേർക്കും കൂടെ ഇങ്ങടായിരിക്കും. ഒരാൾ തള്ളു, മറ്റേ ആൾ വലിക്കുന്നു. നെറ്റ് എഫക്ട് വളരെ വലിയ, ഇത് രണ്ടിന്റെയും കൂടെ സമ്മായിരിക്കും. സോ ഇറ്റ് ഈസ് 3.93 plus 0.43 4.36
by ആയിരിക്കും കറക്റ്റ് വാല്യൂ വരിക. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് റിയാക്ഷൻ ഓഫ് bromine with Na2CO3 in aqueous solution gives sodium bromide and sodium bromate. The evolution of CO2 gas, the number of bromide molecule involved in the balance equation. നമുക്ക് reaction നോക്കാം. Reaction between bromine and Na2CO3 in aqueous solution gives sodium bromate with the evolution of NaBrO3 plus CO2 plus NaBr കൂടി ഉണ്ടാകും. With the evolution of CO2 gas, the number of sodium bromide molecule evolved in the balance chemical equation. ഇതിനെ ബാലൻസ് ചെയ്യണം. ഇത് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും നമുക്ക് ബാലൻസ് ചെയ്തെടുക്കാൻ പറ്റും. ബാലൻസ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നത് ഉറപ്പായും കിട്ടുന്നത് 5NaBr 3 bromine 3 CO2 3Na2CO3 ഇതായിരിക്കും കിട്ടുന്നത്. ബ്രോമിൻ്റെ എണ്ണം ബാലൻസ് എഴുതി നോക്കുള്ളൂ, 6 ബാലൻസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബ്രോമിൻ്റെ എണ്ണം 6, ഓക്സിജൻ്റെ എണ്ണം 6 3 9 3 9, സോഡിയത്തിൻ്റെ എണ്ണം 6, സോഡിയത്തിൻ്റെ എണ്ണം 5 3 6, എല്ലാം ബാലൻസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് സോഡിയം ബ്രോമൈഡ് മോളിക്യൂൾ ഇൻവോൾവ് ഇൻ ദ ബാലൻസ് ഇക്വേഷൻ. സോഡിയം ബ്രോമൈഡിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 5. ബാലൻസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. The exhausted എന്ന് പറഞ്ഞാൽ ഫുള്ളി യൂസ് ആയിട്ടുള്ള പെർമ്യൂട്ടേറ്റ് സിയോലൈറ്റ് മെത്തേഡിൽ ഉപയോഗിക്കുന്ന ഡസ് നോട്ട് കണ്ടെയ്ൻ, അതായത് നമ്മൾ സിയോലൈറ്റിലൂടെ ഹാർഡ് വാട്ടറിനെ കടത്തി വിട്ട് കഴിയുമ്പോൾ അതിലുള്ള സോഡിയത്തെ മുഴുവൻ റീപ്ലേസ് ചെയ്ത് മഗ്നീഷ്യം വരും, മഗ്നീഷ്യം അല്ലെങ്കിൽ കാൽസ്യം വരും. ദെൻ അലൂമിനിയം സിലിക്കേറ്റ് ആയതുകൊണ്ട് അലൂമിനിയം അതിൻ്റെ അകത്ത് കാണും. ഉറപ്പായിട്ടും സിലിക്കേറ്റ് ആയതുകൊണ്ട് സിലിക്കണും കാണും. അതിൻ്റെ അകത്ത് ഇല്ലാത്തത് ആരാണ്? സോഡിയം ആണ്. സോഡിയം ഒട്ടും തന്നെ ഉണ്ടാവില്ല. ദ കാറ്റയോൺ ഈസ് ദ permutate does not contain the cation is. ഏതാണ് ആൻസർ ആയിട്ട് വരിക? ആൻസർ ഈസ് Na+. അപ്പോൾ മഗ്നീഷ്യം അതിൻ്റെ അകത്ത് പ്രസന്റ് ആയിരിക്കും, സിലിക്കൺ പ്രസന്റ് ആയിരിക്കും, അലൂമിനിയം പ്രസന്റ് ആയിരിക്കും. കറക്റ്റ് ആൻസർ ഈസ് എന്നായിരിക്കും. ഇല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അതാരാണ്? സോഡിയാണ്. A metal M forms a soluble MSO4 and inert MO. MO in aqueous solution forms insoluble with MOH twice, which is soluble in NaOH. NaOH എന്ന് പറയുന്ന ബേസിക് ആണ്. NaOH ബേസിക് ആണ്. ഇറ്റ് ഈസ് എന്തായിരിക്കാം? ആരാണ് അപ്പോൾ അസിഡിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് soluble in, ആരാണ് അസിഡിക് അല്ലെങ്കിൽ ആംഫോട്ടറിക് ആയിട്ടുള്ളത്? ഒരിക്കലും ബേസിക് ആയിട്ട് പറ്റില്ല. മഗ്നീഷ്യം ബേസിക് ആണ്, സിലിക്കൺ അസിഡിക് ആണ്, ഇറ്റ് ഈസ് കാൽസ്യം ബേസിക് ആണ്. അപ്പൊ ഇത് രണ്ടും അല്ല എന്നുള്ളത് ഉറപ്പിച്ചു. സിലിക്കൺ ആണോ? ഇറ്റ് ഈസ് ഫോം ഇനേർട്ട് MO aqueous solution forms insoluble in MOH rice. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് വരുന്ന ആര് മാത്രമാണ്? ബെർലിയം മാത്രമാണ്. വരിക. ഇറ്റ് ഈസ് മെറ്റൽ M forms water soluble MSO4. Then inert MO, inert ആയിട്ടുള്ള MO. സിലിക്കണിന്റെ ഓക്സൈഡ് അൺസ്റ്റേബിൾ ആണ്, ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ പിന്നെ സിലിക്കണിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനില്ല. ആകെയുള്ളത് ബെർലിയം മാത്രമാണ്. Stability of dihalide, silicon, germanium, tin, lead increases the stability due to the sequence. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾ തിരിച്ചറിയേണ്ടത് 14th ഗ്രൂപ്പ് ആണ്. ടോപ്പില് 4+ സ്റ്റേബിൾ ആണ്, താഴേക്ക് വരുന്നതോറും +2 സ്റ്റേബിൾ ആണ്. അപ്പോൾ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ് എന്നിങ്ങനെ വരുമ്പോൾ ലെഡ് ആണ് മോർ സ്റ്റേബിൾ ആയിട്ട് വരിക. ലെഡ് മോർ സ്റ്റേബിൾ, അത് കഴിഞ്ഞാൽ പിന്നെ ടിന്ന്, അത് കഴിഞ്ഞാൽ പിന്നെ ജെർമേനിയം, അത് കഴിഞ്ഞാൽ സിലിക്കൺ. അങ്ങനെയുള്ള ഓപ്ഷൻ 3 മാത്രമേ ഉള്ളൂ. What product is expected to disproportionate reaction with a hypochlorous acid? HOCl ഡീകമ്പോസ് ചെയ്തതിനാൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്തതിനാൽ കിട്ടുന്നത് ആരാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ആരാ നമുക്ക് കിട്ടുക? ഇറ്റ് ഈസ് HCl കിട്ടും, പിന്നെ ആരാ കിട്ടുക? HCl കിട്ടും, HClO3 കിട്ടും. ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ നടക്കണം. അപ്പോൾ ഒന്ന് കൂടുന്നണം, ഒന്ന് കുറയണം. അപ്പോൾ റിയാക്ഷൻ ഇത് ബാലൻസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 3HOCl ഗീസ് HClO3 പ്ലസ് എന്തായിരിക്കും? ഇറ്റ് ഈസ് 2HCl. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 4. ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാമെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. ദെൻ Cerrite is a ore of എന്തായിരിക്കാം? iron. FeCO3 is a cerrite. Cerrite എന്ന് പറഞ്ഞാൽ FeCO3 ആണ്, കാർബണേറ്റ് ആണ്. That is a ore of iron. Of the following outer electronic configuration of atom, highest oxygen density is achieved by എന്തായിരിക്കാം? It is D5S2. 5 7 ഇലക്ട്രോണിനെ കളയാം. മാംഗനീസിന് അങ്ങനെയാണ് സംഭവിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ റുദീനിയം ഓസ്മിയം തോന്നിക്കാം. റുദീനിയം ഓസ്മിയം എന്ന് പറയുന്ന ടോട്ടൽ 8 ഇലക്ട്രോൺ വരുന്ന കേസാണ്.
മൊത്തം ഔട്ടർ ഇലക്ട്രോൺസ് ഡിയും എസും കൂടെ ചേർന്നിട്ട് 8 വരുന്നത്. ആ കേസ് ഇതിൻ്റെ അകത്തൊന്നുമില്ല. റുതീനിയോ ഓസ്മിയോ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് തൊട്ടടുത്ത് താഴെയുള്ള +7 ഓക്സിജനേസിറ്റി കാണിക്കാൻ പറ്റും. തന്നിരിക്കുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് ഓക്സിജനേസിറ്റി കാണിക്കാൻ പറ്റുന്നത് ഇതിനാണ്. ബാക്കി ആർക്കും 3, 2, 5 ഉള്ളൂ, 5, 1, 6 ഉള്ളൂ. 8, 2, 10 ഇലക്ട്രോണിനെ കളയാൻ പറ്റില്ല. അതൊരിക്കലും പറ്റില്ല. നിക്കൽ ഫാമിലിയിൽപ്പെട്ടവരാണ് അങ്ങനെ കാണിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 മാത്രമേ ഉള്ളൂ. The radius of Landanam Li3 plus is 1.46. Which one of the following will be the closest to the lutetium? Landanam മുതൽ lutetium വരെയുള്ള അവരുടെ സൈസ് ഗ്രാജുവൽ ആയിട്ട് കുറയാണ് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് ലാന്തനൈറ്റ് കോണ്ടാക്ഷൻ. അപ്പോൾ 1.06നേക്കാൾ കുറഞ്ഞ വാല്യൂ വേണം. ദാറ്റ് ഈസ് പോയിന്റ് എത്രയേ വരുള്ളൂ? 85 വരുള്ളൂ. What will be closest radius? റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ വാല്യൂ നമുക്ക് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും 0.85 ആണ്. The geometry with respect to the central atom of the following molecule: NiSiH3 thrice, NiSiH3 thrice, NMe3 known as CS3 thrice, PSiH3 thrice. ഇതെനിക്ക് എഴുതാൻ പാകത്തിന് ഞാൻ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് NI അല്ല N. അപ്പോൾ NSiH3 thrice, NCS3 thrice, PSiH3 thrice. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കറിയാം നൈട്രജൻ സെക്കൻഡ് പീരീഡിൽപ്പെട്ടതാണ്, സിലിക്കൺ തേർഡ് പീരീഡിൽപ്പെട്ടതാണ്. ഉറപ്പായിട്ട് ഇവർ തമ്മിൽ ബാക്ക് ബോണ്ടിങ് പോസിബിൾ ആണ്. ഇവർ തമ്മിൽ എന്താണ്? ബാക്ക് ബോണ്ടിങ് പോസിബിൾ ആണ്. അപ്പോൾ നൈട്രജന്റെ ലോൺ പെയർ ബാക്ക് ബോണ്ടിങ്ങിലൂടെ അവിടെ വാനിഷ് ആവും. നൈട്രജന് ചുറ്റും മൊത്തം 3 ബോണ്ടുകളെ ഉണ്ടാവുള്ളൂ. ഒരെണ്ണം ബാക്ക് ബോണ്ടിങ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് പ്ലെയിനാർ. ഇത് ഉറപ്പായിട്ട് എന്തായിരിക്കും? പ്ലെയിനാർ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ പ്ലെയിനാർ ആണ്. ഇവിടെ നൈട്രജൻ കാർബൺ കാര്യം പറഞ്ഞാൽ സെക്കൻഡും തേർഡും തമ്മിൽ അല്ലെങ്കിൽ സെക്കൻഡും തമ്മിലാണ് പറ്റുക. പക്ഷേ ഇവിടെ കാർബണിന് വേക്കന്റ് ഓർബിറ്റൽസ് ഒന്നുമില്ല. നോ വേക്കന്റ് ഓർബിറ്റൽ ടു ഫോം ബാക്ക് ബോണ്ടിങ്. അതുകൊണ്ട് ഇതൊരിക്കലും എന്തായിരിക്കും? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നൈട്രജന്റെ കേസിൽ ഈ കേസിൽ ഇങ്ങനെയായിരിക്കും. ഈ കേസിൽ നൈട്രജന്റെ ലോൺ പെയർ ഉണ്ടാവും. ബാക്കി പിരമിഡൽ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ആൻസർ പ്ലെയിനാർ, പിന്നെയുള്ളത് ഇറ്റ് ഈസ് പ്ലെയിനാർ, പിന്നെയുള്ളത് പിരമിഡൽ. അതങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ പ്ലെയിനാർ വന്ന് പിന്നെ എല്ലാം പിരമിഡലാണ് കൊടുത്തിരുന്നത്. അടുത്തത് ഫോസ്ഫറസും സിലിക്കണും തമ്മിൽ ഫോസ്ഫറസിന്റെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിക്കാന്ന് വെച്ചാൽ ഇത് തേർഡ് പീരീഡ് ആണ്, സിലിക്കണും തേർഡ് പീരീഡാണ്. അവർ തമ്മിൽ ബാക്ക് ബോണ്ടിങ് പോസിബിൾ അല്ല. അപ്പോൾ ഫോസ്ഫറസിന്റെ കേസിലും അത് ഉറപ്പായിട്ട് എന്തായിരിക്കാം? പിരമിഡൽ ആയിരിക്കും. സോ ഫസ്റ്റ് വൺ പ്ലെയിനാർ, ദെൻ പിരമിഡൽ, അഗെയിൻ എന്തായിരിക്കും? ഇറ്റ് ഈസ് പിരമിഡൽ. ആൻസർ ഈസ് ഓപ്ഷൻ എന്തായിരിക്കാം? ഇറ്റ് ഈസ് ഓപ്ഷൻ ഈസ് 2. ഓപ്ഷൻ 2 മാത്രമേ വരുള്ളൂ. ഇറ്റ് ഈസ് 2. അടുത്തത് നമുക്ക് നോക്കിയേ. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഹൈഡ്രോളിസിസ് ഓഫ് BCl3. BCl3യില് ഹൈഡ്രോളിസിസ് നടത്തുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും സംഭവിക്കുക? H3O+ അല്ലെങ്കിൽ H2O ഹൈഡ്രോളിസിസ് നടത്തുകയെന്ന് വിചാരിച്ചോളൂ. NCl3യില് ഹൈഡ്രോളിസിസ് നടത്തുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്കറിയണം. ഇതില് എന്തായിരിക്കും സംഭവിക്കുക? NCl3യില് നൈട്രജനില് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും H+നെയാണ് മേടിക്കുക. NS3 ആയിട്ട് മാറും. ബാക്കി ഒപ്പം ഉണ്ടാകുന്ന HOCl ആയിരിക്കും. ഇവിടെ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ വേക്കന്റ് ഓർബിറ്റലുണ്ട്. ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ മേടിക്കും. അതുകൊണ്ട് BOH thrice അഥവാ H3BO3 പ്ലസ് എന്തായിരിക്കും കിട്ടുന്നത്? HCl ആയിരിക്കും ഉണ്ടാകുക. ഇതാണ് NS3 on hydrolysis gives HOCl. NCl3 gives hydrolysis of HCl. BCl gives എന്തായിരിക്കും? HCl. BCl3 gives HCl. So the correct answer is option 3. ഇവിടെ പല രീതിയിൽ ഏത് രീതിയിൽ ചിന്തിച്ചാൽ പോലും നമുക്ക് എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ബോണ്ടിങ്ങിൽ ചിന്തിക്കുകയാണെങ്കിൽ ബോറോണിന് വെക്കന്റ് ഓർബിറ്റലുണ്ട്. H2O ലോൺ പെയറിനെ മേടിക്കും. അപ്പോൾ BOH ത്രൈസ് ആയിട്ട് മാറും. H+നെ കളയും. H+ഉം Cl- ചേർന്ന് HCl ആയിട്ട് മാറും. നൈട്രജൻ ഉള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ H+നെ മേടിക്കും. NS3 ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. Cl ബോൺ അനുസരിച്ച് OH- ചേർന്ന് HOCl ഉണ്ടാകും. അല്ലെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി വെച്ച് ചിന്തിച്ചാലും എങ്ങനെ ചിന്തിച്ചാലും ഒരൊറ്റ ആൻസറേ ഉണ്ടാവുള്ളൂ. ഇറ്റ് ഈസ് ദ ആൻസർ ഈസ് BOH thrice ആൻഡ് HCl ഹിയർ ആൻഡ് NS3 ആൻഡ് HOCl ഹിയർ. അടുത്ത 1 mole of equimolar mixture of ferric oxalate and ferrous oxalate undergoing complete oxidation with acidified potassium permanganate solution. The number of moles of potassium permanganate required for the oxidation is. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇക്വിമോളാർ 1 മോളാണ് ടോട്ടൽ ഉള്ളത്.
ഈക്വിമോളാർ മിക്സർ ആയതുകൊണ്ട് ഫെറിക് ഓക്സലേറ്റ് 0.5 മോൾ ഉണ്ടാകും, ഫെറസ് ഓക്സലേറ്റും എത്ര ഉണ്ടാവും? 0.5 മോൾ ഉണ്ടാവും. നമുക്ക് നോക്കാം ആദ്യം ഫെറിക് ഓക്സലേറ്റ്. ഫെറിക് എന്ന് പറഞ്ഞാൽ Fe2C2O4 ത്രൈസ് ആണ്. Fe3+ ആണുള്ളത്, C2O4 2- ആണുള്ളത്. ഇപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ് ക്രോസ് മെത്തേഡിലൂടെയാണ് മോളിക്കുലർ ഫോർമുല എഴുതുക. അപ്പോൾ ഇവിടെ ഉള്ളത്, ഇവിടെ ആർക്കാ സംഭവിക്കുക? C2O4 2-. അത് എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട്. എന്തായിട്ട് മാറും? CO2 ആയിട്ട് മാറും. 3 CO2 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഒരു കാർബണിന് +3 എത്രയായിട്ട് മാറുക? +4 ആയിട്ട് മാറും. 1 യൂണിറ്റ് മാറും. ഇവിടെ ഉള്ളത് എത്രയുള്ളത്? 0.5 മോളാണുള്ളത്. അങ്ങനത്തെ എത്ര ഉണ്ട്? ഇറ്റ് ഈസ് 3 എണ്ണം ഉണ്ട്. ഒരെണ്ണത്തിന് 1 യൂണിറ്റ് വെച്ച് ചേഞ്ച് ചെയ്യും. അപ്പോൾ മൊത്തം ഉണ്ടാകുന്ന എത്രയൊക്കെ ഉണ്ടാകുക? ഇറ്റ് ഈസ് അങ്ങനെയുള്ള ട്രാൻസ്ഫർ ആണ് നടക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എത്രയ്ക്കും 0.5 മോളുണ്ട്. ഒരെണ്ണത്തിന് 1 യൂണിറ്റ് വെച്ചിട്ട് × 3 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയ്ക്കും കിട്ടുക? ഇറ്റ് ഈസ് അതവിടെ നോക്കി വയ്ക്കുക. അടുത്തത് നമുക്ക് ഫെറസ് ഓക്സലേറ്റിനെ കുറിച്ച് നോക്കാം. ഫെറസ് ഓക്സലേറ്റ് ആകുമ്പോൾ Fe2+ ഉണ്ട്, C2O4 2- ഉണ്ട്. ഇവിടെ Fe2+ എന്തായിട്ട് മാറും? Fe3+ ആയിട്ട് മാറും. Fe2+ Fe3+ ആയിട്ട് മാറും. C2O4 എന്തായിട്ട് മാറും? 2 CO2 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ഇവിടെയുള്ള +3 ഉള്ളത് +4 ആയിട്ട് മാറുക ചെയ്യുന്നത്. ഒരു കാർബണിന് എന്തായിരിക്കും ഒരു ചേഞ്ച്? 2 കാർബണിന് × 2. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 2 ഇട്ടിട്ടില്ല കേട്ടോ, മൊത്തം നോക്കാം. അപ്പോൾ ഉണ്ടാകുന്നത് എത്ര ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ ആണെന്ന് നോക്കുക. 0.5 മോള് ഉണ്ട്. അപ്പോൾ അത്രയ്ക്ക് 3 എണ്ണം ഉണ്ട്. 3 C2O4 ഉണ്ട്. അപ്പോൾ 3 എണ്ണം. ഒരു കാർബൺ അല്ല ഉള്ളൂ, 2 കാർബൺ ഉണ്ട്. അപ്പോൾ മൊത്തം ഉണ്ടാകുന്ന എത്ര ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ? 0.5 മോള് ഓക്സലേറ്റ് × 3 ടൈംസ് ഓഫ് ഓക്സലേറ്റ്. ഫെറസ് ഓക്സലേറ്റ്, ഫെറിക് ഓക്സലേറ്റ് 0.5, അതിൽ 3 എണ്ണം വെച്ചിട്ടുണ്ട് × 3. ഒരു കാർബൺ അല്ല, 2 കാർബൺ ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും ഇറ്റ് ഈസ് × 2. അപ്പോൾ 6 കാർബൺ. അപ്പോൾ എത്ര വരിക? ഇറ്റ് ഈസ് ഈക്വൽ ടു 3 മോൾ ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ ആണ് ഇവിടെ നടക്കുക. ഇനി ഇവിടുത്തെ കേസ് നോക്കാം. ഒരു അയണിന് ഇവിടെ എത്ര ഉള്ളത്? 0.5 മോൾ ഉണ്ട്. ഒരു അയണിന് ഒരു Fe2+ ഒരു Fe3+ ആയിട്ട് മാറും. അപ്പോൾ 0.5 × 1 മോൾ ഇലക്ട്രോൺ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ ഉള്ളത് 2 കാർബൺ ഉണ്ട്. C2O4 2 CO2 ആയിട്ട് മാറുമ്പോൾ ഉള്ള 2. ഇറ്റ് ഈസ് എന്തായിരിക്കും? ഇറ്റ് ഈസ് 0.3 +3 +4 ആയിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന 1 യൂണിറ്റ് ചേഞ്ച്. അങ്ങനെയുള്ള 0.5 മോൾ ഉണ്ട്. അപ്പോൾ എത്ര വരെ? ഇറ്റ് ഈസ് ഈക്വൽ ടു 0.5 × 0.5 × 2 എന്ന് പറഞ്ഞാൽ 1 × 1. അപ്പോൾ 1 മോൾ ഇലക്ട്രോൺ ഇവിടെ ഉണ്ടാകുന്നത് ഇറ്റ് ഈസ് 0.5 മോൾ ഇലക്ട്രോൺ. അപ്പോൾ മൊത്തം ട്രാൻസ്ഫർ ചെയ്യേണ്ട ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയ്ക്കും? ഇവിടെ വേണ്ടത് 3 മോള്, ഇവിടെ ഉള്ളത് 1, ഇവിടെ ഉള്ളത് 0.5. അപ്പോൾ 4.5 മോൾ ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ വേണം ഇവിടെ. ഇനി ഇവിടെ നമുക്ക് തന്നേക്കണ എത്ര മോളാണ്? ഇറ്റ് ഈസ് KMnO4 MnO4- എന്തായിട്ട് മാറുന്നു? Mn2+ ആയിട്ട് മാറുന്നു. Mn2+ ആയിട്ട് മാറുന്നു അസിഡിക് മീഡിയത്തിലായതുകൊണ്ട്. എത്ര നമ്പർ ഓഫ് മോൾസ് വേണമെന്നാണ് ചോദിച്ചിരുന്നത്. ഒരു കേസിൽ എത്ര ഇലക്ട്രോണാ? +7 +2 ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ എത്ര ഇലക്ട്രോണാ? 5 ഇലക്ട്രോണാ ട്രാൻസ്ഫർ ചെയ്യുക. ഇവിടെ എത്ര വേണം? 4.5 മോള് വേണം. അപ്പോൾ എത്ര മോള് വേണം? ഇറ്റ് ഈസ് 4.5 മോള് വേണം ഇവിടെ. അവിടെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് 5 ഇലക്ട്രോൺ 1 മോളിൽ നിന്ന് കിട്ടും. അപ്പോൾ എത്ര മതി? 4.5 ആവാൻ x × 5 ഈസ് ഈക്വൽ ടു 0.9. x മോൾസ് MnO4 വേണം. x ഈസ് ഈക്വൽ ടു 4.5 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 0.9 മോൾ. ഈക്വലൻസി വെച്ചും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വേഗം ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അടുത്ത സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ സിൽവർ ബ്രോമൈഡ് ഈസ് K Siemens centimeter raised to -1, and the limiting molar conductivity of Ag+ and Br- are X and Y respectively. Solubility of silver bromide in gram per liter is, solubility is equal to kappa into 1000 divided by lambda m0 എന്നാണ് പൊതുവെ പറയുക. ഇവിടെ lambda m0 of AgCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയ്ക്കും? X ആണ് ഒരെണ്ണത്തിന്റെ, മറ്റേതിന്റെ എത്രയ്ക്കും? Y. So S is equal to kappa into 1000 divided by x plus y എന്ന് പറയുന്നതാണ്. x plus y എന്ന് പറയുന്നത് that much mole per liter ആണ് വരിക. നമുക്ക് വേണ്ടത് എന്തായിരിക്കും? ഇറ്റ് ഈസ് നമുക്ക് ഗ്രാം പെർ ലിറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ സൊല്യൂബിലിറ്റി ഈസ് ഈക്വൽ ടു എത്രയ്ക്കും? മോൾ പെർ ലിറ്ററിൽ നിന്ന് ഗ്രാം പെർ ലിറ്ററിലേക്ക് മാറ്റണമെങ്കിൽ മോളാർ മാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ കപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ x plus y ഇൻറ്റു 188.
അതായിരിക്കും വാല്യൂ വരിക. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. 96. നമുക്ക് assertion is നോക്കാം. The assertion is N2O5 exists whereas NCl5 does not exist. അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. The maximum covalency of nitrogen in the complex cannot be more than 4. അതുകൊണ്ടാണ് ഇവിടെ NCl5 ഉണ്ടാക്കാത്തത്. ഇവിടെ N2O5ന്റെ സ്ട്രക്ചർ അറിയാമെങ്കിൽ അറിയാം, ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവിടെ കോവാലൻസി 4 തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എ കറക്റ്റ് റീസൺ. So assertion is correct and reason is correct. Both assertion and reason are correct and it is a correct explanation. അടുത്ത കേസിലേക്ക് നോക്കുകയാണെങ്കിൽ if the temperature does not affect the rate of reaction if EA is equal to 0. K is equal to A into e power minus CA by RT. ഇനി EA 0 ആകുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും സംഭവിക്കുക? The temperature will not affect the rate. K is equal to എന്തായിട്ട് മാറും? A. It is a constant ആയിട്ട് മാറും. It is independent of temperature. കാരണം ഈ ടൈം 0 ആയിട്ട് മാറും. E raised to 0 എത്രയായിട്ട് മാറും? 1 ആയിട്ട് മാറും. സോ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. Then lesser the activation energy, slower the reaction. Lesser the activation energy കുറയും തോറും ഉറപ്പായിട്ട് എന്തായിരിക്കും? ആക്ടിവേഷൻ എനർജി കുറയും തോറും ഫാസ്റ്റർ ദ റിയാക്ഷൻ. കാരണം കുറച്ച് എനർജി മതി റിയാക്ഷൻ നടക്കാൻ. സ്ലോവർ അല്ല, ഫാസ്റ്റർ ദ റിയാക്ഷൻ. സോ റീസൺ ഈസ് ഫാൾസ്. അതിന്റെ ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ഏതായിരിക്കും? അസർഷൻ ഈസ് കറക്റ്റ്, റീസൺ ഈസ് ഇൻകറക്റ്റ്. അപ്പോ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 നേരത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ. അടുത്ത the complex in which the central metal ion contain only one unpaired electron. Cr 3+. Cr എന്ന് പറഞ്ഞാൽ 3d5 4s1 ആണ്. Cr 3+ എന്ന് പറഞ്ഞാൽ 3d ഇവിടുന്ന് മൊത്തം 3 ഇലക്ട്രോൺ പോയി. അപ്പോൾ 3d3 ആണ്. അപ്പോൾ അതിൻ്റെ ഉറപ്പായിട്ടും 3d3 ആകുമ്പോൾ ഉറപ്പായിട്ടും എന്തായിരിക്കും? അമോണിയ കോംപ്ലക്സ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? 3 അൺപെയർഡ് ഇലക്ട്രോൺ കാണും. സോ അൺപെയർഡ് ഇലക്ട്രോണിന്റെ എണ്ണം 3. ഇവിടെ ഉള്ളത് FeCN 6 times 3 minus എന്ന് പറഞ്ഞാൽ ഉള്ളത് Fe3+ ആണുള്ളത്. Fe എന്ന് പറഞ്ഞാൽ 3d6 4s2 ആണ്. അതിൽ നിന്ന് 3 ഇലക്ട്രോൺ പോയാൽ 3d5 ആണ് കോൺഫിഗറേഷൻ. സയനൈഡ് ഒരു സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും എത്ര ഇലക്ട്രോണാ വരിക നോക്കാം നമുക്ക്. 1 2 3 4 5. സയനൈഡ് സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് ഡെൽറ്റ വാല്യൂ വളരെ കൂടുതലായതുകൊണ്ട് ഉറപ്പായിട്ട് എന്ത് സംഭവിക്കും? പെയറിംഗ് നടക്കും. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കണേ ഒരൊറ്റ അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളത് ഏതാണെന്നാ ചോദിക്കണേ. ആൻസർ ഈസ് ഓപ്ഷൻ 2. മാച്ച് ദ ഫോളോയിങ്. ClF3യുടെ സ്ട്രക്ചർ കാണുമ്പോഴേ അറിയാം ഇറ്റ് ഈസ് T ഷേപ്പ് ആണ്. AT ആണ് 3 എണ്ണം കൊടുത്തേക്കണേ. SF6ന്റെ സ്ട്രക്ചർ കാണുമ്പോൾ അറിയാം സീസോ. നമ്മൾ കാണാണ്ട് പഠിച്ച് നമുക്ക് ഫെമിലിയർ ആയതാ. ഇറ്റ് ഈസ് BR 2 ഉണ്ട്. അടുത്ത IF5ന്റെ സ്ട്രക്ചർ അറിയാം. SiF4 XeF4 ഏത് വേണമെങ്കിലും സ്ട്രക്ചർ നോക്കാം. XeF4ന്റെ സ്ട്രക്ചർ നോക്കിയാൽ തന്നെ, കാരണം അവസാനത്തെ ഇതാ വ്യത്യാസമുള്ളൂ. എളുപ്പമുള്ളത് നോക്കി നിങ്ങൾ ചെയ്യുക. XeF4ന്റെ സ്ട്രക്ചർ സ്ക്വയർ പ്ലെയിനാർ ആണ്. P ആയിട്ടുള്ളത് ഓപ്ഷൻ 2. അടുത്തത് ബെൻസോയിക് ആസിഡ്. ഓരോ റിയാക്ഷൻ കോമ്പൗണ്ട് തമ്മിൽ ബെൻസോയിക് ആസിഡ്, പ്രൊപ്പീൻ, പ്രപ്പനോൺ, ഈഥൈൽ ക്ലോറൈഡ്. ബെൻസോയിക് ആസിഡ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഇതാണ് സ്ട്രക്ചർ. ബെൻസോയിക് ആസിഡ് ബെൻസീനിങ് കൊണ്ട് ഉറപ്പായിട്ടും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നടക്കുക. AR-ള്ള 3 ഓപ്ഷൻസ് ഉണ്ട്. അടുത്ത് നമുക്ക് നോക്കാം. ഇതിൽ വ്യത്യാസം അവസാനത്തെ നോക്കിയാൽ മതി. ഈഥൈൽ ക്ലോറൈഡ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അവസാനത്തെ നോക്കിയാൽ മതി, എളുപ്പമുള്ളത് നോക്ക്. അപ്പൊ നമുക്ക് ഈഥൈൽ ക്ലോറൈഡ് ഉറപ്പായിട്ട് എന്തായിരിക്കും? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. Q ഉള്ളത്. ആൻസർ ഈസ് ഓപ്ഷൻ 4. സോ നമുക്ക് എളുപ്പമുള്ളത് നോക്കിക്കഴിഞ്ഞാൽ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേഗം ആൻസറിലേക്ക് എത്താൻ പറ്റും. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ടേക്ക് കെയർ. ബൈ.
ഓപ്പൺ ആവുന്നില്ല. ഹൈ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ എക്സാംസ് ഒക്കെ വളരെ ഈസി ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻ പറയുന്നത് എ ബോയ് ഓഫ് വെയിറ്റ് 60 kilogram weight is standing in a lift. If the lift begins to move up with a uniform speed 4.9 meter per second, the apparent weight of the boy. മക്കളെ, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലിഫ്റ്റ് ഈസ് മൂവിങ് വിത്ത് യൂണിഫോം സ്പീഡാണ്. യൂണിഫോം സ്പീഡ് ആയതുകൊണ്ട് തന്നെ ആക്സലറേഷൻ ഓഫ് ദ ലിഫ്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ലിഫ്റ്റ് ഈസ് മൂവിങ് വിത്ത് യൂണിഫോം സ്പീഡാണ്, അതുകൊണ്ട് തന്നെ ആക്സലറേഷൻ ഓഫ് ദ ലിഫ്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ദെൻ മുകളിലോട്ട് നീങ്ങുവാണെങ്കിൽ അപ്പാരന്റ് വെയിറ്റിന്റെ ഫോർമുല m/g+a ആണ്. താഴോട്ട് നീങ്ങുവാണെങ്കിൽ അപ്പാരന്റ് വെയിറ്റിന്റെ ഫോർമുല m/g-a ആണ്. പക്ഷെ ഏതായാലും കാര്യമില്ല, യൂണിഫോം സ്പീഡിലായതുകൊണ്ട് ആക്സലേഷൻ 0 ആണ്. ആക്സലേഷൻ 0 ആണെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് mg തന്നെയാണ്. അപ്പൊ ബോഡിയുടെ വെയിറ്റ് എത്രയാണ്? 60 kilogram വെയിറ്റ് ആണ്. അപ്പൊ അത് തന്നെയാണ് അപ്പാരന്റ് വെയിറ്റ്. ഓക്കെ, ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 60 kilogram വെയിറ്റ് തന്നെയാണ്. അപ്പൊ അത് തന്നെയാണ് എന്തായിട്ട് റിമൈൻഡ് ചെയ്യുന്നത്? അപ്പാരന്റ് വെയിറ്റ് ആയിട്ട് റിമൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബോട്ട് ഈസ് സെൻഡ് അക്രോസ് എ റിവർ വിത്ത് എ വെലോസിറ്റി 8 km/h. എ ബോട്ട് ഈസ് സെൻഡ് അക്രോസ് എ റിവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റിവറിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ ബോട്ട് പോകുന്നത്, അതായത് ബോട്ട് ഇനിഷ്യലി പോകുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് റിവർ എന്ന് ഞാൻ അസ്യൂം ചെയ്യുവാണ്. അപ്പൊ ഇതാണ് റിവർ എന്ന് അസ്യൂം ചെയ്യുവാണ്. അപ്പൊ ബോട്ട് ഇതാ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ, ബോട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു. ഓക്കെ, ബോട്ട് ഇങ്ങോട്ടേക്കാണ് അവർ എടുത്ത് ചാടിയത്, അല്ലെങ്കിൽ ബോട്ട് ഇനിഷ്യലി നീങ്ങിയത്. സോ വാട്ട് ഈസ് ദാറ്റ് സ്പീഡ്? ദാറ്റ് സ്പീഡ് ഈസ് 8 km/h. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ റിസൾട്ടന്റ് വെലോസിറ്റി ഓഫ് ദ ബോട്ട് ഈസ് 10 km/h, ദെൻ വെലോസിറ്റി ഓഫ് റിവർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റിവറിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സ്ഥിതിക്ക് റിസൾട്ടന്റ് വെലോസിറ്റി എന്ന് പറയുന്നത്, ഓക്കെ, അപ്പൊ ബോട്ട് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, സെൻഡ് അക്രോസ് ദ റിവർ എന്നാ പറഞ്ഞിരിക്കുന്നത്. ബോട്ട് സെൻഡ് അക്രോസ് ദ റിവർ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു റിവർ എന്ന് പറയുന്നത് 8 km/h ഇങ്ങോട്ടായിരിക്കും. അതായത് ആ റിവർ സ്റ്റിൽ ആയിരുന്നെങ്കിൽ, ആ റിവർ ഫ്ലോ ചെയ്തില്ലായിരുന്നെങ്കിൽ ബോട്ട് ഇതേ ഡയറക്ഷനിൽ തന്നെ പോയേനെ. എത്ര സ്പീഡിൽ? 8 സ്പീഡിൽ. പക്ഷെ ഇപ്പം ആരും കൂടെ വരും? റിവറിന്റെ വെലോസിറ്റിയും കൂടെ കിട്ടും. സോ വാട്ട് വിൽ ബി ദ റിസൾട്ടന്റ് വെലോസിറ്റി? ഈ രണ്ട് വെലോസിറ്റീസും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. ഈ രണ്ട് വെലോസിറ്റീസും കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ രണ്ട് വെലോസിറ്റീസും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അപ്പൊ റിസൾട്ടന്റ് വെലോസിറ്റി എത്ര നോക്കുവാണെങ്കിൽ റിസൾട്ടന്റ് വെലോസിറ്റി എന്ന് പറയുന്നത് √8² + VR² എന്നാണ്. √8² + VR² എന്നാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു റിസൾട്ടന്റ് വെലോസിറ്റി എത്ര എന്ന് തന്നിട്ടുണ്ട്? റിസൾട്ടന്റ് വെലോസിറ്റി എന്ന് പറയുന്നത് 10 എന്ന് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ ചെയ്താൽ മതി. അപ്പൊ സ്ക്വയർ ചെയ്താൽ 8ന്റെ സ്ക്വയർ 64 + VR². അപ്പൊ റൂട്ട് അങ്ങ് പോകും. അപ്പം 10ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ VR² എന്ന് പറയുന്നത് എത്ര എന്ന് കിട്ടും മക്കളെ? 36 എന്ന് പറയുന്നത് കിട്ടും. സോ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് VR? അങ്ങനെയാണെങ്കിൽ വിആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6 km/h എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ദ ആൻസർ ഫോർ വെലോസിറ്റി ഓഫ് റിവർ. സോ വാട്ട് വിൽ ബി ദ വെലോസിറ്റി ഓഫ് റിവർ? വെലോസിറ്റി ഓഫ് റിവർ വിൽ ബി ഈക്വൽ ടു 6 km/h. അടുത്ത നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എ വെക്ടർ ഈസ് ഈക്വൽ ടു 2i cap plus 3j cap plus 6k cap and b vector is equal to 3i cap minus 6j cap plus 2k cap. Then vector perpendicular to both a vector and b vector has magnitude k times that of this one. Then k is equal to. മക്കളെ, നമുക്കറിയാം എ വെക്ടറിനും ബി വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എ വെക്ടർ ക്രോസ് ബി വെക്ടർ എന്നാണ്. കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എ വെക്ടർ ക്രോസ് ബി വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ ഫോർമുല എന്ന് പറയുന്നത്? മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു
sin theta into n cap എന്നാണ്, where n cap is a unit vector perpendicular to both a vector and b vector എന്നാണ്. അതായത് a വെക്ടറിനെയും b വെക്ടറിനെയും ക്രോസ് പ്രോഡക്റ്റ് എടുത്ത് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് a വെക്ടറിനും b വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, a വെക്ടറിനെയും b വെക്ടറിനെയും ക്രോസ് പ്രോഡക്റ്റ് എടുത്ത് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് a വെക്ടറിനും b വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ നമ്മൾ a ക്രോസ് b കണ്ടുപിടിച്ചാൽ മതി. a ക്രോസ് b ചെയ്ത് കിട്ടുന്ന വെക്ടർ എന്ന് പറയുന്നത് a വെക്ടറിനും b വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ നമ്മൾ അധികം ചിന്തിച്ച് സമയം കളയേണ്ട കാര്യമില്ല. അപ്പം a ക്രോസ് b എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം i j k എഴുതുക കേട്ടോ. ആദ്യം i j k എഴുതുക. ദെൻ എയുടെ കോഫിഷ്യൻസ് നേരത്തെ പിടിച്ചെഴുതുക. എയുടെ ആദ്യത്തെ കോഫിഷ്യന്റ് എത്ര മക്കളെ 2 ആണ്. പിന്നെ എത്ര മക്കളെ കോഫിഷ്യന്റ് 3 ആണ്. പിന്നെ എത്രയാണ് കോഫിഷ്യന്റ്? പിന്നെ കോഫിഷ്യന്റ് എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, ദെൻ ബിയുടെ കോഫിഷ്യന്റ് നോക്കുവാണെങ്കിൽ ബിയുടെ കോഫിഷ്യന്റ് ആദ്യം നോക്കുവാണെങ്കിൽ ബിയുടെ കോഫിഷ്യന്റ് 3 ആണ്. ദെൻ -6 ആണ്. ദെൻ ആര് വരും? ദെൻ 2 ആണ്. ഇനി ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? i into. ഓക്കെ, ഇതെങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ i into 3 into 2 എത്രയാണ്? 6 ആണ്. -6 into 6 എന്ന് പറയുന്നത് -36 ആണ്. അപ്പൊ അത് 6 + 36 എന്ന് വരും. ദെൻ -j എന്നാണ് എഴുതേണ്ടത്. ദെൻ -j എന്നാണ് എഴുതേണ്ടത്. ദെൻ j ഇരിക്കുന്ന കോളവും j ഇരിക്കുന്ന റോയും മറന്നേക്കുക. ദെൻ 2 into 2 4 ആണ്. 4 - 18 എന്ന് വരും അല്ലേ? 2 into 2 4 ആണ്. 4 - 3 into 6 18 എന്ന് വരും. അപ്പൊ എത്രയാന്ന് കിട്ടും മക്കളെ? -14 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പൊ എത്രയാന്ന് വെച്ചാൽ -14 എന്ന് പറയുന്നത് കിട്ടും. ഇനി പ്ലസ് കെ എന്ന് പറയുന്ന എഴുതണം. പ്ലസ് കെ എന്ന് പറയുന്ന എഴുതണം. ദെൻ എന്താ ആ കോളവും ആ റോയും കളഞ്ഞേക്കുക. അപ്പൊ 2 into -6 -12 ആണ്. -9 ആണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് 42i. i എന്ന് പറഞ്ഞാൽ i ക്യാപ്പ് എന്നാണ്. ഇത് j ക്യാപ്പ്, ഇത് k ക്യാപ്പ്. i എന്ന് പറഞ്ഞാൽ i ക്യാപ്പ്, j ക്യാപ്പ് എന്താണ്? k ക്യാപ്പ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് 42i ക്യാപ്പ് പ്ലസ് 14j ക്യാപ്പ് പ്ലസ് ഓക്കെ -21k ക്യാപ്പ് എന്നാണ് വരുന്നത്. -21k ക്യാപ്പ് എന്നാണ് വരുന്നത്. പറവക്കളെ, അപ്പൊ എല്ലാത്തിലും കോമൺ ആയിട്ട് ആരുണ്ട്? എല്ലാത്തിലും കോമൺ ആയിട്ട് 7 ഉണ്ട്. നമുക്ക് 7നെ ഔട്ട്സൈഡ് ആയിട്ട് എടുക്കാം. അപ്പൊ 42ൽ നിന്ന് 7 എടുത്താൽ ഇറ്റ് ബിക്കം 6i ക്യാപ്പ്. 14ൽ നിന്ന് 7 എടുത്താൽ ഇറ്റ് ബിക്കംസ് 2j ക്യാപ്പ് അല്ലേ? 21ൽ നിന്ന് 7 എടുത്താൽ ഇറ്റ് ബിക്കംസ് എത്രയാണ്? 3k ക്യാപ്പ്. ഓക്കെ, ഇറ്റ് ബിക്കംസ് 3k ക്യാപ്പ്. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ വെക്ടറിന്റെ 6i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് മൈനസ് 3k ക്യാപ്പ് എന്ന് പറയുന്ന വെക്ടറിന്റെ k ടൈംസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ്സ് ഈക്വൽ ടു 7 ടൈംസ്. അപ്പൊ കെയുടെ വാല്യൂ എത്രയാണെന്ന് കിട്ടി മക്കളെ? സോ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 7 എന്നാണ് കിട്ടുന്നത്. കാര്യം പിടി കിട്ടിയോ? അപ്പൊ എപ്പോഴും ആലോചിച്ചേക്കണം, എ വെക്ടറിനും ബി വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടുന്ന ഒരു വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒന്നും നോക്കണ്ട, എ വെക്ടറിന്റെയും ബി വെക്ടറിന്റെയും ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മതി കേട്ടോ. എ വെക്ടറിനും ബി വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുന്ന ഒരു വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒന്നും നോക്കണ്ട, എ വെക്ടറിനും ബി വെക്ടറിനും എന്തെടുത്താൽ മതി മക്കളെ? ഒരു ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പ്രൊജക്ടൈൽ ഓഫ് മാസ് m ത്രോൺ വിത്ത് എ വെലോസിറ്റി v മേക്കിംഗ് ആൻ ആംഗിൾ 45 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. അതായത് ഒരു പ്രൊജക്ടൈൽ ഉണ്ട്, ആ പ്രൊജക്ടൈലിനെ പ്രൊജക്ട് ചെയ്യുന്നു. എത്ര സ്പീഡിലാണ് പ്രൊജക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ v സ്പീഡിലാണ് ആ പ്രൊജക്ടൈലിനെ പ്രൊജക്ട് ചെയ്യുന്നത്. എത്ര ആംഗിളിലാണ് പ്രൊജക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 45 ഡിഗ്രി ആംഗിളിലാണ് പ്രൊജക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ ചേഞ്ച് ഇൻ മൊമെന്റം ഫ്രം ഡിപ്പാർച്ചർ ടു അറൈവൽ. ഡിപ്പാർച്ചർ ടു അറൈവൽ എന്ന് പറയുന്നത് തിരിച്ചെത്തുമ്പോഴും അവന്റെ സ്പീഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രൊജക്ടൈൽ സിമെട്രിക്കൽ ആണ്. അപ്പൊ തിരിച്ചെത്തുമ്പോഴും അവന്റെ സ്പീഡ് എത്ര മക്കളെ? v തന്നെയാണ്. തിരിച്ചെത്തുമ്പോഴും അവന്റെ സ്പീഡ് എത്ര മക്കളെ? v തന്നെയാണ്. സോ ദിസ് ആംഗിൾ വിൽ ബി വാട്ട്? ദിസ് ആംഗിൾ വിൽ ബി 45. അങ്ങനെയാണെങ്കിൽ ദിസ് ആംഗിൾ ഈസ് ഓൾസോ വാട്ട്? ദിസ് ആംഗിൾ ഈസ് ഓൾസോ 45. അങ്ങനെയാണെങ്കിൽ ദ ചേഞ്ച് ഇൻ മൊമെന്റം അലോങ് വെർട്ടിക്കൽ ഡയറക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ചേഞ്ച് ഇൻ മൊമെന്റം അലോങ് വെർട്ടിക്കൽ ഡയറക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അലോങ് വെർട്ടിക്കൽ ഡയറക്ഷൻ ഇവിടെ വെലോസിറ്റി നോക്കുവാണെങ്കിൽ ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് v sin 45 ആണ് അല്ലേ? മീൻ അലോങ് വെർട്ടിക്കൽ ഡയറക്ഷൻ ഇവിടെ വെലോസിറ്റി നോക്കുവാണെങ്കിൽ ഇവിടെ v sin 45 തന്നെയാണ്. പക്ഷെ എങ്ങോട്ടാ മക്കളെ? താഴോട്ടാന്നേ ഉള്ളൂ അല്ലേ? പറവക്കളെ, ഇത് ഹൊറിസോണ്ടൽ വെലോസിറ്റി v cos 45, വെർട്ടിക്കൽ വെലോസിറ്റി v sin 45. ദെൻ ഇത് v cos 45, v sin 45. അപ്പൊ വെർട്ടിക്കലി ഉള്ള ചേഞ്ച് ഇൻ മൊമെന്റം ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വെർട്ടിക്കലി ഉള്ള ചേഞ്ച് ഇൻ മൊമെന്റം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം ആണ് അല്ലേ? എന്നാ പറ, ഫൈനൽ മൊമെന്റം പറ, വെർട്ടിക്കൽ ഡയറക്ഷനിലെ മൊമെന്റം പറ. മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസിന്റെ വെലോസിറ്റി ആണ്. അപ്പൊ mv sin 45 ആണ്. താഴോട്ടായതുകൊണ്ട് -j ക്യാപ്പ് എന്ന് കൊടുക്കണം.
താഴോട്ടായതുകൊണ്ട് മൈനസ് ജെ ക്യാപ്പ് എന്ന് കൊടുക്കണം. ഓക്കെ, ദെൻ മൈനസ് വാട്ട് ഈസ് ഇനിഷ്യൽ മൊമെന്റം? ഇനിഷ്യൽ മൊമെന്റം ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ ആ വേണ്ടത്. മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസിന്റെ വെലോസിറ്റി ആണ്. അപ്പൊ വെർട്ടിക്കൽ ഡയറക്ഷനിലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v sin 45 ആണ്. പക്ഷെ ആ വെലോസിറ്റി എങ്ങോട്ടാ മക്കളെ? മുകളിലോട്ടാണ്. ഈ വെലോസിറ്റി താഴോട്ടാണ്, ഈ വെലോസിറ്റി മുകളിലോട്ടാണ്. ഇത് താഴോട്ടായതുകൊണ്ടാണ് അതിന് മൈനസ് ജെ ക്യാപ്പ് എന്ന് കൊടുത്തത്. ഇത് മുകളിലോട്ടായതുകൊണ്ടാണ് അതിന് ജെ ക്യാപ്പ് എന്ന് പറയുന്നത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ചെയ്തു വന്നാൽ -2 mv sin 45 ജെ ക്യാപ്പ് എന്ന് കിട്ടും. അപ്പൊ ഇത് ചെയ്തു വന്നാൽ -2 mv sin 45 ജെ ക്യാപ്പ് എന്ന് പറയുന്നത് കിട്ടും. അപ്പൊ -2 mv sin 45 എന്ന് പറയുന്നത് 1/√2 ആണ്. ഓക്കെ, √2 വെട്ടിയാൽ √2 എന്ന് വരും. √2 mv ജെ ക്യാപ്പ് എന്ന് പറയുന്നത് വരും. ഓക്കെ, നമുക്ക് മാഗ്നിറ്റ്യൂഡ് ആ വേണ്ടത്. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാന്ന് ചോദിച്ചാൽ മാഗ്നിറ്റ്യൂഡ് √2 mv ആണ്. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാന്ന് ചോദിച്ചാൽ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു √2 mv ആണ്. ഓക്കെ, അപ്പൊ ഇതും നല്ലൊരു ക്വസ്റ്റൻ ആണ്. അപ്പൊ വെർട്ടിക്കലി ഉള്ള ചേഞ്ച് ഇൻ മൊമെന്റം ആണ് ഇവിടെ എന്തെന്ന് ചോദിച്ചിരിക്കുന്നത്. വെർട്ടിക്കലി ഉള്ള ചേഞ്ച് ഇൻ മൊമെന്റം ആണ് ഇവിടെ എന്തെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബോഡി ഓഫ് മാസ് 5 kg മൂവിംഗ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 1 meter വിത്ത് ആംഗുലർ സ്പീഡ് 2 radian per second. ഓക്കെ, ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബോഡി ഓഫ് മാസ് 5 kg മൂവിംഗ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 1 meter വിത്ത് ആംഗുലർ വെലോസിറ്റി 2 radian per second. ഓക്കെ, അപ്പൊ നമുക്കറിയാം സെൻട്രിപിറ്റൽ ഫോഴ്സിന് നമുക്ക് മാസ് ഇൻറ്റു സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറയാം. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ നമുക്ക് പറയാം ω² r എന്ന് പറയാം അല്ലേ? സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ നമുക്ക് എന്തെന്ന് പറയാം? സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ v²/r ഉണ്ട്. ഓർ വിക്ക് പകരം r⍵ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം m × ω² എന്ന് കിട്ടും. അപ്പൊ മാസ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, ദെൻ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2 ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. റേഡിയസ് എന്ന് പറയുന്നത് 1 ആണ്. സോ 5 × 4 എന്ന് പറയുന്നത് എത്ര എന്ന് കിട്ടും? 5 × 4 എന്ന് പറയുന്നത് 20 എന്ന് പറയുന്നത് കിട്ടും. സോ വാട്ട് വിൽ ബി ദ സെൻട്രിപിറ്റൽ ഫോഴ്സ്? സെൻട്രിപിറ്റൽ ഫോഴ്സ് വിൽ ബി 20 ന്യൂട്ടൺ. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ റോക്കറ്റ് വിത്ത് എ ലിഫ്റ്റ് ഓഫ് മാസ് 10⁵ kg ഈസ് ബ്ലാസ്റ്റഡ് അപ്പ് വിത്ത് ആൻ ഇനിഷ്യൽ ആക്സിലറേഷൻ 5 ഇഫ് g is equal to 10 ഇനിഷ്യൽ ത്രസ്റ്റ്. മക്കളെ, അപ്പം ഇത് റോക്കറ്റാന്ന് വെച്ചോളുക. ഓക്കെ, അപ്പൊ റോക്കറ്റിന്റെ മാസ് m ആണ്. അപ്പൊ ഇത് റോക്കറ്റാന്ന് വെച്ചോളുക. റോക്കറ്റിന്റെ മാസ് എന്ന് പറയുന്നത് m ആണ്. അപ്പൊ റോക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന ഫോഴ്സ് ആണ് ത്രസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം താഴോട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട് മക്കളെ? റോക്കറ്റിന്റെ താഴോട്ട് അവന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. വെയിറ്റ് എന്ന് പറയുന്ന mg ആണ്. അപ്പൊ റോക്കറ്റിന് മുകളിലോട്ട് ഇനിഷ്യലി ഒരു ആക്സിലറേഷൻ കിട്ടിയെന്നാ പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ആക്സിലറേഷൻ ഈസ് ടേക്കൺ ആസ് a. അങ്ങനെയാണെങ്കിൽ ആ ത്രസ്റ്റ് ഫോഴ്സ് എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ നമുക്ക് എഴുതാൻ പറ്റുന്ന ഫോർമുല എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് അല്ലേ? അപ്പൊ നമുക്ക് എഴുതാൻ പറ്റുന്ന ഫോർമുല എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. സോ വാട്ട് വിൽ ബി നെറ്റ് ഫോഴ്സ്? അപ്പൊ ഈ കേസ് നോക്കുവാണെങ്കിൽ ഈ കേസിൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് F - mg ആണ്. മാസ് എന്ന് പറയുന്ന m ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് a ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ F is equal to -mg അപ്പുറത്തേക്ക് പറഞ്ഞു വിടാം. അപ്പം +mg ആവും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു m × g + a ആണ്. അപ്പൊ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ m തന്നിട്ടുണ്ട്. m is given as what? m is given as 10⁵ അല്ലേ? ജിയുടെ വാല്യൂ നമുക്കറിയാം. ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. ആക്സിലറേഷൻ ഈസ് ഗിവൺ ആസ് വാട്ട്? ആക്സിലറേഷൻ ഈസ് ഗിവൺ ആസ് 5. ഓക്കെ, സോ 10 + 5 എന്ന് പറയുന്നത് 15 ആണ്. സോ ദാറ്റ് വിൽ ബി 15 × 10⁵ എന്ന് കിട്ടും. അഥവാ 1.5 × 10�6 എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ 15 × 10⁵ എന്ന് പറയാം. അഥവാ 1.5 × 10�6 എന്ന് പറയാം. അപ്പൊ അതാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബോൾ ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് സർട്ടൻ ഇനിഷ്യൽ സ്പീഡ്. അനദർ ബോൾ ഓഫ് ദ സെയിം മാസ് ഈസ് പ്രൊജക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 60 degree vertical with the same initial speed at the highest point of their journey. The ratio of their potential energy എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഹയസ്റ്റ് പോയിന്റിൽ അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് U1/U2 ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എന്ന് പറയുന്ന mgh ആണ്. അപ്പൊ ആദ്യത്തെ കേസിൽ mgh1 എന്ന് കൊടുക്കാം. രണ്ടാമത്തെ കേസിലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mgh2 എന്ന് വരും അല്ലേ? അപ്പൊ അവരുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ റേഷ്യോ എന്ന് പറയുന്നത് അനദർ ബോൾ ഓഫ് സെയിം മാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരുടെയും മാസ് സെയിം ആണ്. അപ്പൊ മാസിൽ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ജീൻ സെയിം ആണ്. അപ്പൊ രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ആരുടെ റേഷ്യോ എടുത്താൽ മതി മക്കളെ? ഹൈറ്റിന്റെ റേഷ്യോ എടുത്താൽ മതി. രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ ആരുടെ റേഷ്യോ എടുത്താൽ മതി മക്കളെ? ഹൈറ്റിന്റെ റേഷ്യോ എടുത്താൽ മതി. അപ്പൊ ഈ ക്വസ്റ്റ്യനിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോളിനെ
നേരെ വെർട്ടിക്കലി മുകളിലേക്ക് ത്രോ ചെയ്യുന്നത്. യു സ്പീഡിൽ നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവൻ റീച്ച് ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് മക്കളെ നേരെ മുകളിലേക്കാണ് ത്രോ ചെയ്യുന്നതെങ്കിൽ റീച്ച് ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും പഠിച്ചു വെച്ചേക്കുക u²/2g ആണ്. കേട്ടോ, നേരെ മുകളിലേക്ക് യു സ്പീഡിലാണ് ത്രോ ചെയ്യുന്നതെങ്കിൽ റീച്ച് ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് u²/2g ആണ്. പക്ഷേ പ്രൊജക്ടൈൽ ആയിട്ടാണ്, രണ്ടാമത്തെ കേസിൽ അത് പ്രൊജക്ടൈൽ ആയിട്ടാണ് പ്രൊജക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ മാക്സിമം ഹൈറ്റിന് വേറൊരു ഫോർമുലയാണ്. മാക്സിമം ഹൈറ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് u²sin²θ/2g എന്നാണ് അല്ലേ. അപ്പൊ u²sin²θ/2g എന്നാണ്. അപ്പൊ രണ്ടാമത്തെ കേസിൽ ഫോർമുല എന്ന് പറയുന്നത് u²sin²θ/2g എന്നാണ്. ഓക്കെ ആണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, അപ്പൊ u²/2g ഇൻറ്റു sin². തീറ്റ എത്ര വരും മക്കളെ? തീറ്റയാണ് പ്രശ്നം. തീറ്റ എന്ന് പറയുന്നത് അവർ തന്നിരിക്കുന്ന 60 ഡിഗ്രി വിത്ത് വർട്ടിക്കലാ. നമുക്ക് പ്രൊജക്ടൈലിന് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഇനിഷ്യൽ വെലോസിറ്റി ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എടുക്കുന്നത് അല്ലേ. ഇനിഷ്യൽ വെലോസിറ്റി ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് നമ്മൾ എപ്പോഴും എടുക്കുന്നത്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന വെർട്ടിക്കലുമായിട്ട് 60 ഡിഗ്രി മേക്ക് ചെയ്യുന്നു. കുഴപ്പമില്ല, വെർട്ടിക്കലുമായിട്ട് 60 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് പറയാം ഹൊറിസോണ്ടലുമായിട്ട് 30 ഡിഗ്രി ആയിരിക്കും മേക്ക് ചെയ്യുന്നത് അല്ലേ. വെർട്ടിക്കലുമായിട്ട് 60 ഡിഗ്രിയാണ് മേക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ഹൊറിസോണ്ടലുമായിട്ട് 30 ഡിഗ്രിയാണ് മേക്ക് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഈക്വൽ ടു u²/2g ഇൻറ്റു sin30 എന്ന് പറയുന്ന 1/2 ആണ്. അപ്പൊ sin²30 എന്ന് പറയുന്ന 1/4 ആണ് അല്ലേ. നമുക്ക് പൊട്ടൻഷ്യൽ റേഷ്യോ ആണ് വേണ്ടത്. അപ്പൊ അപ്പൊ ഇത് എത്രയാണെന്ന് കിട്ടി മക്കളെ? u²/2g എന്ന് പറയുന്ന h1 ആണ് അല്ലേ. സോ ദാറ്റ്സ് ഈക്വൽ ടു h1/4 എന്ന് കിട്ടി അല്ലേ. അപ്പൊ നമുക്ക് h2/h1 അല്ലെങ്കിൽ h2 ഈസ് ഈക്വൽ ടു h1/4 എന്ന് കിട്ടി അല്ലേ. നമുക്ക് എന്താ വേണ്ടത്? പൊട്ടൻഷ്യൽ റേഷ്യോ ആണ്. അപ്പൊ h1/h2 ആണ് വേണ്ടത്. അപ്പൊ h1/h2 എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി മക്കളെ? 4 എന്ന് പറയുന്നത് കിട്ടി. ഓക്കെ, നമുക്ക് പൊട്ടൻഷ്യൽ റേഷ്യോ ആണ് വേണ്ടത്. അപ്പൊ h1/h2 ആണ് വേണ്ടത്. അപ്പൊ h1/h2 ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടി മക്കളെ? 4 എന്ന് കിട്ടി. അപ്പൊ 4:1 ആയിരിക്കും ആൻസർ എന്ന് പറയും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് 4:1 ആയിരിക്കും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് 4:1 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 blocks A and B are connected by massless string. A force of 30 Newton is applied on block B. The distance traveled by center of mass in 2 start from the 2 seconds after the start. അപ്പൊ എന്താ മക്കളെ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സെന്റർ ഓഫ് മാസ് ആണ് വേണ്ടത്. അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽഡ് നമുക്ക് ഫോർമുലയുണ്ട് ut + ½ at². ആണ്. ഓക്കെ, അപ്പൊ ഇനിഷ്യലി റെസ്റ്റിൽ ആയതുകൊണ്ട് തന്നെ യു എന്ന് പറയുന്നത് എന്തായി പോകും? 0 ആയി പോകും. ഇനിഷ്യലി റെസ്റ്റിൽ ആയതുകൊണ്ട് തന്നെ യു എന്ന് പറയുന്നത് എന്തായി പോകും മക്കളെ? 0 ആയി പോകും. അപ്പൊ ഡിസ്റ്റൻസ് ട്രാവലിന് നമുക്ക് ½ × at² എന്ന് എടുക്കാം. അപ്പൊ ഇവിടെ എന്താ വേണ്ടത്? ½ × acm × t² എന്ന് കൊടുക്കാം. കാര്യം നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സെന്റർ ഓഫ് മാസ് ആണ് വേണ്ടത്. സോ ദാറ്റ്സ് ഈക്വൽ ടു ½ × ആക്സലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് × t² എന്ന് കൊടുക്കാം. അപ്പൊ ആക്സലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസിന് പറോക്കളെ ഒരു സിസ്റ്റത്തിന്റെ ഒരു സെന്റർ ഓഫ് മാസിന്റെ ആക്സലേഷൻ കണ്ടുപിടിക്കാൻ ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ ഫോഴ്സ് ഓൺ ദ സിസ്റ്റം ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം ആണ്. കേട്ടോ, ആക്സലേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ടോട്ടൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ സിസ്റ്റം ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം ആണ്. അപ്പൊ ടോട്ടൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ സിസ്റ്റം എന്ന് പറയുന്നത് 30 ആണ്. ബാക്കി എല്ലാ ഫോഴ്സുകളും ക്യാൻസൽ ആയി പോകും. ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നതും 30 ആണ്. ഇനി എത്ര സമയം കൊണ്ട് ട്രാവൽ ചെയ്ത? 2 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആ വേണ്ടത്. അപ്പൊ 30 എന്ത് ചെയ്തു പോകും മക്കളെ? ക്യാൻസൽ ആയി പോകും. ടോൺ ക്യാൻസൽ ആയി പോകും. അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് 2 മീറ്റർ ആയിരിക്കും. അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് 2 മീറ്റർ ആയിരിക്കും. കാര്യം പിടി കിട്ടിയോ? അപ്പൊ s = ut + ½ at² ആണ്. സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ u എന്ന് പറയുന്നത് 0 ആയി പോകും. അപ്പൊ s എന്ന് പറയുന്നത് ½ at² ആണ്. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് എ ഗിവൺ ആക്സിസ് ഈസ് 1.2 kg/m². Initially the body is at rest. In order to produce a rotational kinetic energy 1500 joule, angular acceleration of 25 radian/second must be applied about that axis for a duration. മക്കളെ അപ്പം ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ തന്നിട്ടുണ്ട്. ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് 1.2 ആണ്. ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് 1.2 kg/m² ആണ്. അപ്പൊ ഇനിഷ്യലി റെസ്റ്റിലാണ്, അതായത് ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ആണോ? ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. അപ്പൊ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഫോർമുല എന്ന് പറയുന്നത് ½ Iω² ആണ്. അപ്പൊ ½ Iω² എന്ന് പറയുന്നത് 1500 അല്ലേ. ½ Iω² എന്ന് പറയുന്ന 1500. ഓക്കെ, ½ × I എന്ന് പറയുന്നത് എത്ര മക്കളെ? I എന്ന് പറയുന്നത് 1.2 ആണ്. I എന്ന് പറയുന്നത് 1.2 ആണ്. ഇൻറ്റു എന്തെന്ന് കിട്ടും? ഇൻറ്റു ω² എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 1500 അല്ലേ. അപ്പൊ ഇവിടെ നിന്ന് ω² ഈസ് ഈക്വൽ ടു 1500 × 2 എന്ന് പറയുന്ന 3000 ആണ്. ഡിവൈഡഡ് ബൈ 1.2 എന്ന് പറയുന്നത് കിട്ടും.
മക്കളെ ഇത് ചെയ്തു നോക്കിയാൽ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3000 ബൈ 1.2 നമുക്ക് 12 into 10 എന്ന് എഴുതാം. 12/10 എന്ന് എഴുതാം. അപ്പൊ 12/10 10 അങ്ങ് മുകളിൽ പോകും അല്ലേ. 1.2 നമുക്ക് എന്തെന്ന് എഴുതാം? 12/10 എന്ന് എഴുതാം. അപ്പൊ 12/10 12 അങ്ങ് മുകളിൽ പോകും. ഓക്കെ, ദെൻ 12ഉം 13 വെട്ടിയാൽ 12ഉം 13 വെട്ടിയാൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 2 വരും അല്ലേ. 2 വരും. ഇവിടെ എത്ര വരും മക്കളെ? 5 വരും അല്ലേ. അപ്പൊ ഇത് 2 വരും. ഇവിടെ എത്ര വരും മക്കളെ? 5 വരും. ഓക്കെ, ദെൻ ഇവിടെ 500ഉം 2 കൂടെ വെട്ടിയാൽ എത്ര വരും മക്കളെ? 250 വരും. അപ്പൊ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 250 into 10 എന്ന് പറയുന്ന വരും. അപ്പൊ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 250 into 10 എന്ന് വരും, അഥവാ 2500 എന്ന് വരും. ഓക്കെ, അപ്പം ഒമേഗ ഈസ് ഈക്വൽ ടു എത്ര മക്കളെ? 50. അതായത് ഇനിഷ്യലി ഒമേഗ എന്ന് പറയുന്ന 0 ആയിരുന്നു. അവർക്ക് ഒമേഗ 50 ആക്കണമെന്നാണ് അവർ ഇൻഡയറക്ട്ലി ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 1500 ആണ്. അവരുടെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 1500 ആയി എന്ന് പറഞ്ഞാൽ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1500 ആയി. അപ്പൊ അവിടെ നമുക്ക് ഒമേഗ കണ്ടുപിടിക്കാം. ഒമേഗ എന്ന് പറയുന്നത് 50 ആണ്. ആണോ? അങ്ങനെയാണെങ്കിൽ 25 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന ആംഗുലർ ആക്സലറേഷൻ എത്ര സമയത്തേക്ക് കൊടുക്കണമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആംഗുലർ ആക്സലറേഷൻ അപ്പൊ ആൽഫയാണ് 25 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അപ്പൊ ആൽഫയാണ് 25 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. കേട്ടോ, ആൽഫയാണ് 25 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അത് എത്ര സമയത്തേക്ക് കൊടുക്കണമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്ന ഫോർമുല എന്ന് പറയുന്നത് ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ 0 പ്ലസ് ആൽഫ ടി എന്ന് പറയുന്ന ഫോർമുലയുണ്ട് അല്ലെ. ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ 0 പ്ലസ് ആൽഫ ടി. അപ്പൊ ഒമേഗ നോക്കുവാണെങ്കിൽ ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത് 50 ആണ്. ഒമേഗ 0 നോക്കുവാണെങ്കിൽ ഒമേഗ 0യുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ആൽഫ എന്ന് പറയുന്നത് 25 ആണ്. അപ്പൊ എത്ര ഡ്യൂറേഷൻ സമയത്തേക്ക് ആക്ട് ചെയ്യണമെന്നാ ക്വസ്റ്റ്യൻ. അങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് എന്ന് കിട്ടും മക്കളെ? 2 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ഡിഫറെന്റ് പ്ലാനറ്റ്സ് ഹാവ് സെയിം ഡെൻസിറ്റി ബട്ട് ഡിഫറെന്റ് റേഡിയൈ ദെൻ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് ദ പ്ലാനറ്റ് റിലേറ്റഡ്. ഓക്കെ, പറോക്കളെ അപ്പൊ ജിക്ക് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഫോർമുല എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, gm/r² എന്നാണ്. നമുക്ക് ഇതിനെ എന്തിന്റെ ടേംസിലാക്കണം? ഡെൻസിറ്റിയുടെ ടേംസിലാക്കണം. അപ്പൊ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഫോർമുല എന്ന് പറയുന്നത് gm/r² ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ഡെൻസിറ്റിയുടെ ടേംസിലാക്കണം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു g/r² ഇൻറ്റു പറോക്കളെ മാസിനെ നമുക്ക് ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്നെഴുതാം. അപ്പൊ ഡെൻസിറ്റി റോ ആണ്, വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. അപ്പൊ ഡെൻസിറ്റി റോ ആണ്, വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. അപ്പൊ r² r³ വെട്ടിയാൽ r റിമൈൻ ചെയ്യും. അപ്പൊ g എന്ന് പറയുന്നത് 4/3 πρgr എന്ന് പറയുന്നത് കിട്ടും. അപ്പൊ g എന്ന് പറയുന്നത് 4/3 πρgr എന്ന് പറയുന്നത് കിട്ടും. അപ്പൊ നോക്കുവാണെങ്കിൽ g പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് പറയേണ്ടി വരും? അപ്പൊ g പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി സെയിം ആണ്. എല്ലാ പ്ലാനറ്റിന്റെയും ഡെൻസിറ്റി സെയിം ആണ് അല്ലെ. ഹാവ് സെയിം ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഫറെന്റ് പ്ലാനറ്റ്സ് ഹാവ് സെയിം ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡെൻസിറ്റി സെയിം ആണ്, g കോൺസ്റ്റന്റ് ആണ്, പൈ കോൺസ്റ്റന്റ് ആണ്, 4ഉം 3ഉം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും പറയാം g പ്രൊപ്പോർഷണൽ ടു r എന്ന് പറയേണ്ടി വരും. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും പറയാം g പ്രൊപ്പോർഷണൽ ടു r എന്ന് പറയേണ്ടി വരും. മക്കളെ മോഡുലസ് ഓഫ് റിജിഡിറ്റി ഓഫ് ഐഡിയൽ ലിക്വിഡ്. മക്കളെ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മളൊരു ബ്ലോക്ക് എടുത്തിട്ട് അതിൽ ടാൻജൻഷ്യൽ ആയിട്ട് ഫോഴ്സ് കൊടുക്കണം. അപ്പൊ ആ ബ്ലോക്ക് ഇങ്ങനെ ആയിട്ട് മാറും അല്ലേ. ടാൻജൻഷ്യൽ ഷിയറിംഗ് സ്ട്രെസ് കൊടുക്കണം. അപ്പൊ അതാണ് അപ്പൊ അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന മോഡുലസ് ഓഫ് റിജിഡിറ്റി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ഐഡിയൽ ലിക്വിഡ് എടുത്താൽ നമുക്ക് ഒരിക്കലും എന്തായിട്ട് ഫോഴ്സ് കൊടുക്കാൻ പറ്റത്തില്ല? ടാൻജൻഷ്യൽ ആയിട്ട് ഫോഴ്സ് കൊടുക്കാൻ പറ്റത്തില്ല. ഒരു ലിക്വിഡിൽ നമുക്ക് ഒരിക്കലും ടാൻജൻഷ്യൽ ആയിട്ട് ഫോഴ്സ് കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ. അതുകൊണ്ട് തന്നെ മോഡുലസ് ഓഫ് റിജിഡിറ്റി 0 ആയിരിക്കും. കേട്ടോ, അപ്പൊ ഒരു ലിക്വിഡ് എടുത്താൽ ലിക്വിഡിൽ നമുക്ക് ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുത്താലേ ടാൻജൻഷ്യൽ സ്ട്രെസ് കിട്ടത്തുള്ളൂ. അപ്പൊ ടാൻജൻഷ്യൽ സ്ട്രെസ് ഇല്ല. നമ്മൾ ടാൻജൻഷ്യൽ ആയിട്ട് ഫോഴ്സ് കൊടുത്താലും ലിക്വിഡ് അതിനെ ഒപ്പോസ് ഒന്നും ചെയ്യത്തില്ല, റീസ്റ്റോറിംഗ് ഫോഴ്സ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ സ്ട്രെസ് 0 ആയിരിക്കും. സ്ട്രെസ് 0 ആണെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും 0 ആയിരിക്കും. അപ്പോൾ ഷിയർ സ്ട്രെസ് ഇല്ല, അതുകൊണ്ട് മോഡുലസ് ഓഫ് റിജിഡിറ്റി ദാറ്റ് കേസിൽ 0 ആയിരിക്കും. ഇനി എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? ഇഫ് പ്രഷർ അറ്റ് ഹാഫ് ദ ഡെപ്ത് ഓഫ് എ ലേക്ക് എന്ന് പറയുന്നത് 2/3 ടൈംസ് പ്രഷർ അറ്റ് ദ ബോട്ടം ഓഫ് ദ ലേക്ക് അല്ലേ. പ്രഷർ അറ്റ് ഹാഫ് ദ ഡെപ്ത് ഓഫ് ദ ലേക്ക്. ഓക്കെ, അപ്പൊ ഹാഫ് ദ ഡെപ്തിൽ പ്രഷർ എത്ര മക്കളെ? P0 പ്ലസ് h/2 ഇൻറ്റു ρg. h എന്ന് പറയുന്നത് ഹാഫ് ആയി മക്കളെ. h ഇതാണ് ഒരു ബീക്കർ എന്ന് വെച്ചോളുക, അല്ലെങ്കിൽ ലേക്ക് എന്ന് വെച്ചോളുക. ലേക്കിന്റെ ഡെപ്ത് h ആണെങ്കിൽ ഇവിടുത്തെ പ്രഷർ എത്ര മക്കളെ? അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് P0 പ്ലസ് h ρg ആണ്.
അല്ലേ? അങ്ങനെയാണെങ്കിൽ ഹാഫ് ഡെപ്തിലെ പ്രഷർ എത്രയാണ്? P0 പ്ലസ് എച്ച് ബൈ 2 റോ ജി അല്ലേ? അപ്പൊ ഹാഫ് ഡെപ്തിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ എച്ച് ഡെപ്തിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ P0 പ്ലസ് എച്ച് റോ ജി ആണ്. അപ്പൊ ഹാഫ് ഡെപ്തിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ P0 പ്ലസ് എച്ച് ബൈ 2 റോ ജി ആണ്. അപ്പൊ ഹാഫ് ഡെപ്തിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 2/3 times pressure at the bottom of the lake is equal to 2/3 times pressure at the bottom of the lake. So equal to 2/3 times pressure at the bottom of the lake. അല്ലേ? Is equal to 2/3 times pressure at the bottom of the lake. അപ്പൊ at the bottom of the lake pressure എന്ന് പറഞ്ഞാൽ P0 plus H rho g ആണ്. അപ്പൊ at the bottom of the lake pressure എന്ന് പറയുന്നത് P0 plus H rho g ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ ഇവിടെ P0 ഉണ്ട്, ഇവിടെ 2P0/3 ഉണ്ട്. അപ്പൊ അത് ലെഫ്റ്റിലേക്ക് വന്നാൽ P0/3 എന്ന് വരും, പ്ലസ് H/2 റോ ജി എന്ന് വരും. ഓക്കെ, പ്ലസ് H/2 റോ ജി എന്ന് വരും. ദെൻ ഇവിടെ എത്രയുണ്ട് മക്കളെ? ദെൻ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ 2/3 H റോ ജി എന്ന് വരും. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു ഇത് എത്രന്ന് കിട്ടും? ഇത് P0/3 എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇത് 2/3 H റോ ജി എന്ന് കിട്ടും, മൈനസ് H/2 റോ ജി എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇത് ഈക്വൽ ടു P0/3 ഈസ് ഈക്വൽ ടു P0/3 ഈസ് ഈക്വൽ ടു ഇത് ചെയ്താൽ എത്ര കിട്ടും മക്കളെ? 4H റോ ജി മൈനസ് 3H റോ ജി. അപ്പൊ അത് H റോ ജി എന്ന് തന്നെ കിട്ടും. അപ്പൊ H റോ ജി ബൈ 3 into 2 എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ ഇത് 2 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ H റോ ജി എന്ന് പറയുന്നത് 2P0 എന്ന് കിട്ടും. അപ്പൊ H റോ ജി കൺസിഡർ ചെയ്യുവാണെങ്കിൽ H റോ ജി എന്ന് പറയുന്നത് 2P0 എന്ന് പറയുന്നത് കിട്ടും. അപ്പൊ H ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 10⁻³ ആണ്. ജി തൽക്കാലം നമുക്ക് 10 ആയിട്ട് എടുക്കാം. സോ 2 ഇൻറ്റു അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമുക്ക് 10⁵5 ആയിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്ത് നോക്കുമ്പോൾ H ഈസ് ഈക്വൽ ടു ഡെപ്ത് ഓഫ് ദ ലേക്ക് എന്ന് പറയുന്നത് 20 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് നോക്കുവാണെങ്കിൽ ഡെപ്ത് ഓഫ് ദ ലേക്ക് എന്ന് പറയുന്നത് 20 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ചെയ്ത് നോക്കുവാണെങ്കിൽ ഡെപ്ത് ഓഫ് ദ ലേക്ക് എന്ന് പറയുന്നത് 20 മീറ്റർ എന്ന് പറയുന്നത് കിട്ടും. കാര്യം മനസ്സിലായിരുന്നു മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഇൻഫൈനൈറ്റ്. ഇറ്റ് മീൻസ് ഹീറ്റ് ഈസ് ഗിവൺ ഔട്ട്, ഹീറ്റ് ഈസ് ടേക്കൺ ഇൻ, നോട്ട് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, വെദർ ഹീറ്റ് ഈസ് ടേക്കൺ ഇൻ. അതല്ലേ കറക്റ്റ് ആൻസർ? കാര്യം എന്താ മക്കളെ? നമ്മൾ എഴുതുന്ന ഫോർമുല എന്ന് പറയുന്നത്, അപ്പൊ ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ, എം മാസ് ഉള്ള ബോഡിയുടെ ടെമ്പറേച്ചർ ഡെൽറ്റ ടി കൂട്ടാൻ ആവശ്യമായ സ്പെസിഫിക് ഹീറ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് Q ഈസ് ഈക്വൽ ടു ഹീറ്റ് എനർജിയുടെ ഫോർമുല എന്ന് പറയുന്നത് Q ഈസ് ഈക്വൽ ടു MS ഡെൽറ്റ ടി ആണ്. അപ്പൊ എസിന്റെ ഫോർമുല എന്ന് പറയുന്നത് Q ബൈ M ഡെൽറ്റ ടി ആണ്. ഓക്കെ, അപ്പൊ ഡെൽറ്റ ടി 0 ആണെങ്കിൽ Q കൊടുക്കുന്നുണ്ട്, ഡെൽറ്റ ടി മാറുന്നില്ലെങ്കിൽ എസ് എന്തായിരിക്കും മക്കളെ? ഇൻഫിനിറ്റി ആയിരിക്കും. ഡെൽറ്റ ടി 0 ആണ്. ഡെൽറ്റ ടി 0 ആണെങ്കിൽ അതായത് ടെമ്പറേച്ചർ മാറുന്നില്ല. ഓക്കെ, അപ്പൊ എന്താണ് എം മാസ് ഉള്ള ബോഡിയുടെ ടെമ്പറേച്ചർ ഡെൽറ്റ ടി റൈസ് ചെയ്യണമെങ്കിൽ ആവശ്യമായ ഹീറ്റ് എനർജി എന്ന് പറയുന്നത് Q ഈസ് ഈക്വൽ ടു MS ഡെൽറ്റ ടി ആണ്. അങ്ങനെയാണെങ്കിൽ S ഈസ് ഈക്വൽ ടു Q ബൈ M ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ ഹീറ്റ് കൊടുക്കുന്നുണ്ട് പക്ഷേ ടെമ്പറേച്ചർ കൂടുന്നില്ല, വിച്ച് മീൻസ് ദാറ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് 0. സോ സ്പെസിഫിക് ഹീറ്റ് വിൽ ബി വാട്ട്? സ്പെസിഫിക് ഹീറ്റ് വിൽ ബി ഇൻഫിനിറ്റി. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ കേസിലായിരിക്കും സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആകുന്നത്. അടുത്തത് ടെമ്പറേച്ചർ ഓഫ് കോഫി ഇൻ എ കപ്പ് വിത്ത് ദ ടൈം ഈസ് മോസ്റ്റ് ലൈക്ലി ഗിവൺ ബൈ കാർ. മക്കളെ ഇത് നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനൊരു മാത്തമെറ്റിക്കൽ അപ്രോച്ച് പറയുവാണെങ്കിൽ dt/dt ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് നിങ്ങൾ പഠിച്ചു കാണും. റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത് -k × T - T0 എന്നൊക്കെയാണ്. ഓക്കെ, റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത് -k × T - T0 എന്നൊക്കെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ T - T0 താഴേക്ക് കൊണ്ടുവരുന്നു. സോ ദാറ്റ്സ് ഈക്വൽ ടു -k × എന്തെന്ന് കിട്ടും മക്കളെ? -k × dt എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഇന്റഗ്രേറ്റ് ഒക്കെ ചെയ്താൽ നമുക്ക് ln-ന്റെ ടേംസ് ഇവിടെ കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു -kt ഒക്കെ കിട്ടും. ഓക്കെ, അപ്പൊ ln ഓഫ് T - T0 ഞാൻ ലിമിറ്റ് ഒന്നും കൊടുക്കുന്നില്ല. ദാറ്റ്സ് ഈക്വൽ ടു -kt എന്നൊക്കെ കിട്ടും. ഇനി ഇവിടെ എന്ത് കൊടുക്കാനുണ്ട് മക്കളെ? ലിമിറ്റ്സ് ഒക്കെ കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും എന്താ മക്കളെ? അപ്പൊ ഇവിടെ നിന്ന് T കണ്ടുപിടിക്കാൻ എന്തെടുക്കേണ്ടി വരും? ln കളയാൻ വേണ്ടി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എടുക്കേണ്ടി വരും. അപ്പൊ ഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് എക്സ്പോണൻഷ്യൽ. e⁻⁻x ഗ്രാഫാണ് നിയർലി വരുന്നത് കേട്ടോ. അപ്പൊ അവിടെ നിയർലി വരുന്നതെന്ന് പറയുന്നത് എന്തായാലും ഏത് ഗ്രാഫാ മക്കളെ നിയർലി വരുന്നത്? e⁻⁻x ഗ്രാഫാണ്. അപ്പൊ ആൻസർ ഏത് വരും മക്കളെ? ആൻസർ ഓപ്ഷൻ 3 വരും. ഓക്കെ, അപ്പൊ ആൻസർ നോക്കുവാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 എന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയേണ്ടത് ഓപ്ഷൻ 3 എന്ന് പറയേണ്ടി വരും. അപ്പൊ ഇതിങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പൊ dt/dt എന്ന് പറയുന്നത് -k × T - T0 ആണ്. അപ്പൊ dt/T
ടി മൈനസ് ടി സീറോ ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടി എന്ന് എഴുതാം. ദെൻ നമ്മൾ രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എൽ എൻ വരും, ഇവിടെ മൈനസ് കെ ടി വരും. എന്നിട്ട് ഈ എൽ എൻ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സൈഡും എക്സ്പോണൻഷ്യൽ എടുക്കേണ്ടി വരും. എൽ എൻ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സൈഡും എക്സ്പോണൻഷ്യൽ എടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ടിയുടെ ടേംസ് വരും, ഇവിടെ എക്സ്പോണൻഷ്യലിന്റെ ടേംസ് വരും, ഇ റൈസ് ടു മൈനസ് എക്സിന്റെ ഷേപ്പ് വരും. അപ്പോൾ ആ ഷേപ്പിൽ വരുന്ന ഗ്രാഫ് ഏതെന്ന് ചോദിക്കാൻ, ആ ഷേപ്പിൽ വരുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. അടുത്ത 6 molecules have speeds 2 unit, 5 unit, 3 unit, 6 unit, 3 unit and 5 unit. RMS സ്പീഡ് പറോക്കളെ. RMS സ്പീഡ് എന്ന് പറഞ്ഞാൽ പേര് തന്നെയുണ്ട്, സ്ക്വയറിന്റെ മീനിന്റെ, ഓക്കെ, സ്ക്വയറിന്റെ മീൻ എടുക്കുക, അതിന്റെ റൂട്ട് എടുക്കുക. സ്ക്വയേഴ്സിന്റെ മീൻ എടുക്കുക, അതിന്റെ റൂട്ട് എടുക്കുക, അല്ലേ? സ്ക്വയേഴ്സ് അതായത് 2ന്റെ സ്ക്വയർ എത്ര മക്കളെ? 2 സ്ക്വയർ. 5ന്റെ സ്ക്വയർ എത്ര മക്കളെ? 5 സ്ക്വയർ. അഗെയിൻ 3യുടെ സ്ക്വയർ എത്ര മക്കളെ? 3 സ്ക്വയർ. ദെൻ 6ന്റെ സ്ക്വയർ എത്ര മക്കളെ? 6 സ്ക്വയർ. ദെൻ അഗെയിൻ 3ന്റെ സ്ക്വയർ. ദെൻ അഗെയിൻ 5ന്റെ സ്ക്വയർ. അപ്പോൾ സ്ക്വയറുകളുടെ മീൻ എടുക്കുക. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട്, സ്ക്വയറുകൾ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ കൊടുക്കുക. കേട്ടോ, സ്ക്വയറുകളെല്ലാം ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ എത്ര ടൈംസ് ഉണ്ട്? 1, 2, 3, 4, 5, 6. ഓക്കെ, ഇനി അതിന്റെ എന്തെടുക്കുക മക്കളെ? റൂട്ട് എടുക്കുക. ഇതിനെയാണ് റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് എന്ന് പറയുന്നത്. കേട്ടോ, അപ്പൊ എന്താ മക്കളെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് സ്ക്വയറിന്റെ മീൻ എടുത്തിട്ട് അതിന്റെ റൂട്ട് എടുക്കുക. അതാണ് RMS സ്പീഡ് എന്ന് പറയുന്നത്. സ്ക്വയറിന്റെ മീൻ എടുത്തിട്ട് അതിന്റെ റൂട്ട് എടുക്കുക. കേട്ടോ, അപ്പൊ സ്ക്വയറിന്റെ മീൻ എടുത്തിട്ട് അതിന്റെ റൂട്ട് എടുക്കുക, അതാണ് RMS സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ സ്ക്വയറിന്റെ മീൻ എടുത്തിട്ട് അതിന്റെ റൂട്ട് എടുക്കുക. സോ ദാറ്റ് will be what? That will be the RMS speed. Okay, അപ്പോൾ നമ്മൾ എല്ലാത്തിന്റെയും സ്ക്വയറുകളുടെ മീൻ എടുത്തു, അതായത് എല്ലാ സ്ക്വയറുകളും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ കൊടുത്തു. ദെൻ അതിന്റെ എന്തെടുത്താൽ മതി മക്കളെ? ദെൻ അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് ആൻസറിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യണോ? വേണമെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കാം. കൂട്ടാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. 2ന്റെ സ്ക്വയർ 4, 5ന്റെ സ്ക്വയർ 25, 3ന്റെ സ്ക്വയർ 9, 6ന്റെ സ്ക്വയർ 36, 3ന്റെ സ്ക്വയർ 9, 5ന്റെ സ്ക്വയർ 25 ഡിവൈഡഡ് ബൈ എത്രയാണെന്ന് കിട്ടും? ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടും. ഓക്കെ, ഇനിയും കൂട്ടാമല്ലോ. 25 പ്ലസ് 4 29, 29 പ്ലസ് 9 38, 38 പ്ലസ് 6 44, 74 പ്ലസ് 9 83 പ്ലസ് 25. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് സ്ക്വയർ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിഗർ ഷോസ് 4 thermodynamic process to which a gas sample may be subjected. The isobaric and isothermal curve. മക്കളെ, അപ്പൊ ഐസോബാറിക് എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കണം, അല്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ് ആണ്. അപ്പൊ ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ് ആണ്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഇവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ് 4 ആണ്. 4ൽ മാത്രമാണ് പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് റിമൈൻ ചെയ്യുന്നത്, അല്ലേ? 4ൽ മാത്രമാണ് പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് റിമൈൻ ചെയ്യുന്നത്. അടുത്ത ഐസോതെർമൽ ആണ്. ഐസോതെർമൽ നിങ്ങൾ ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്. ഇതെന്തായാലും എന്തേ വരത്തുള്ളൂ മക്കളെ? ഇത് 1 എന്തായാലും എന്തേ വരത്തുള്ളൂ? 1 വോളിയം ആണ് കോൺസ്റ്റന്റ്, ഐസോകോറിക് ആണ്. 1 എന്ന് പറയുന്നത് വോളിയമാണ് കോൺസ്റ്റന്റ്, അതെന്താ മക്കളെ? ഐസോകോറിക് ആണ്. അപ്പൊ 1 എന്ന് പറയുന്നത് എപ്പോഴും ആലോചിച്ച് വെച്ചേക്കണം, 1 എന്ന് പറയുന്നത് ഐസോകോറിക് ആണ്. ഇതാരാ മക്കളെ? ഇതെന്ന് പറയുന്നത് ഐസോബാറിക് ആണ്, അല്ലേ? ഇതാണ് ഐസോബാറിക്. ഇത് നമ്മൾ പണ്ടേ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് തന്നെയാണ്, അല്ലേ? ഇനി പറ മക്കളെ, ഇതിന്റെ 2 കർവ് ഉണ്ട്. അപ്പൊ ഒരാൾ ഐസോതെർമലും ഒരാൾ അഡൈബാറ്റിക്. എപ്പോഴും സ്ലോപ്പ് കൂടിയ ആൾ അഡൈബാറ്റിക് ആയിരിക്കും. കേട്ടോ, കാര്യം ഐസോതെർമലിന്റെ സ്ലോപ്പിനേക്കാൾ ഗാമ ടൈംസ് കൂടുതലാണ് അഡൈബാറ്റിക്കിന്റെ സ്ലോപ്പ്. ഓർത്ത് വെച്ചേക്കണം. അപ്പൊ സ്ലോപ്പ് കുറഞ്ഞ ആളാരാ മക്കളെ? ഐസോതെർമലാണ്. അപ്പൊ സ്ലോപ്പ് കുറഞ്ഞ ആളാണ് ആരെന്ന് പറയുന്ന മക്കളെ? ഐസോതെർമൽ. അപ്പൊ ആരാണ്? 4th one ആണ് ഐസോബാറിക് പ്രോസസ്, 3rd one ആണ് ഐസോതെർമൽ പ്രോസസ്. കേട്ടോ, അപ്പൊ ആൻസർ ഏത് കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ആൻസർ ഓപ്ഷൻ 1 വരും. ഓക്കെ, നമ്മൾ അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ പറയുന്നതെന്ന് പറഞ്ഞാൽ 2 points ആർ ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 meter and 15 meter ഫ്രം സോഴ്സ്. അപ്പൊ ഒരു സോഴ്സിൽ നിന്ന് 2 പോയിന്റ്സ് ഉണ്ട്. അപ്പം ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 10 meter അകലെ ഇരിക്കുവാണ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അതേ സോഴ്സിൽ നിന്ന് 15 meter അകലെ ഇരിക്കുവാണ്. ഓക്കെ ആണോ? അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആ സോഴ്സിൽ നിന്ന് 10 meter അകലെ ഇരിക്കുവാണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ആ സോഴ്സിൽ നിന്ന് 15 meter അകലെ ഇരിക്കുവാണ്. The period of oscillation is 0.05 second. Velocity of wave is 300 meter per second. What is the phase difference between these 2 points? അപ്പൊ ഈ 2 പോയിന്റ്സിനും ഇടയ്ക്കുള്ള ഫേസ് ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ 2 പോയിന്റ്സിനും ഇടയ്ക്കുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2π by lambda into path difference ആണ്. അപ്പൊ ആ 2 പോയിന്റ്സിനും ഇടയ്ക്കുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2π by lambda into path difference ആണ്.
ഓക്കെ, അപ്പൊ ലാംഡ ആദ്യം കണ്ടുപിടിക്കണം. ലാംഡ കണ്ടുപിടിക്കാൻ നമുക്ക് വെലോസിറ്റി ബൈ ഫ്രീക്വൻസി എന്ന് കൊടുക്കാം. ലാംഡ കണ്ടുപിടിക്കാൻ നമുക്ക് വെലോസിറ്റി ബൈ ഫ്രീക്വൻസി എന്ന് കൊടുക്കാം. വെലോസിറ്റി ഓഫ് ദ വേവ് തന്നിട്ടുണ്ട് അല്ലേ? വെലോസിറ്റി ഓഫ് ദ വേവ് തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ദ വേവ് എന്ന് പറയുന്നത് 300 ആണ്. ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ടൈം പീരീഡ് തന്നിട്ടുണ്ട് 0.05 അല്ലേ? അപ്പൊ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 0.05 എന്ന് പറഞ്ഞാൽ 5/100 അല്ലേ? അപ്പം ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 100/5 അല്ലേ മക്കളെ? ടൈം പീരീഡ് എന്ന് പറയുന്നത് 0.05 എന്ന് തന്നിട്ടുണ്ട്. 0.05 എന്ന് പറഞ്ഞാൽ 5/100 ആണ്, എന്ന് പറഞ്ഞാൽ 1/20 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്ന 20 എന്ന് പറയുന്ന വരും. അപ്പൊ 0 ക്യാൻസൽ ആകും. അപ്പൊ ലാംഡ എന്ന് പറയുന്നത് 50 എന്ന് പറയുന്ന വരും. ഓക്കെ, അപ്പൊ ലാംഡ എന്ന് പറയുന്ന 15 എന്ന് പറയുന്ന വരും. അപ്പൊ 2π/15 ഇൻറ്റു 2π/15 ഇൻറ്റു ഇനി പാത്ത് ഡിഫറൻസ് പറ മക്കളെ. സോഴ്സിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വേവ് എത്തണമെങ്കിൽ 10 മീറ്റർ ട്രാവൽ ചെയ്യണം. സോഴ്സിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വേവ് എത്തണമെങ്കിൽ 15 മീറ്റർ ട്രാവൽ ചെയ്യണം. അപ്പൊ പാത്ത് ഡിഫറൻസ് എത്രയെന്ന് വെച്ചാൽ പാത്ത് ഡിഫറൻസ് 5 എന്ന് പറയേണ്ടി വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു 2π/5ഉം 15ഉം വെട്ടി എത്രയെന്ന് കിട്ടും? 3 എന്ന് പറയുന്നത് കിട്ടും. സോ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 2π/3 എന്ന് വരും. അപ്പൊ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 2π/3 എന്ന് വരും. അപ്പൊ ആ രണ്ട് പോയിന്റ്സിനും ഇടയ്ക്കുള്ള ഫേസ് ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 2π/3 എന്ന് വരും. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കും. മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് n waves are produced on a string in 1 second when the radius of the string is doubled and tension is maintained the same. The number of waves produced in 1 second for the same harmonic will be. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസിക്കുള്ള ചേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, ഫ്രീക്വൻസി ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് സ്ട്രിംഗ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ് എന്ന് പറയുന്നത് v/2 അല്ല, ആണോ? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി വെൻ സ്ട്രിംഗ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ് എന്ന് പറയുന്നത് v/2 അല്ല. ഞാൻ തൽക്കാലം ആ ഹാർമോണിക്ക് ഫണ്ടമെന്റൽ ആണെന്ന് അസ്യൂം ചെയ്യും. ഇനി വെലോസിറ്റി ഓഫ് വേവിനെ സ്ട്രിങ്ങിന് റൂട്ട് ഓഫ് t/μ എന്ന് കൊടുക്കും. വെലോസിറ്റി ഓഫ് വേവിനെ സ്ട്രിങ്ങിന് റൂട്ട് ഓഫ് t/μ എന്ന് കൊടുക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു 1/2L ഇൻറ്റു റൂട്ട് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആണ്. പറോക്കളെ, മ്യൂ എന്ന് പറയുന്ന ആരാടാ? മ്യൂ എന്ന് പറയുന്നത് മാസ് പെർ മാസ് ഡെൻസിറ്റി എന്ന് പറയും, അഥവാ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയും. ഓക്കെ മക്കളെ, അവിടെ ഞാൻ ചെറിയൊരു കാര്യം ചെയ്യുന്നു. അവിടെ ഞാനൊരു ഏരിയ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെന്ത് കിട്ടൂടാ? m/al എന്ന് കിട്ടും. m/al ഇൻറ്റു a എന്ന് കിട്ടും. അപ്പൊ ഇത് മാസ് ബൈ വോളിയം ആണ്. മാസ് ബൈ വോളിയം ഡെൻസിറ്റി ആണ്. അപ്പൊ ഡെൻസിറ്റി ഇൻറ്റു എ എന്ന് കൊടുക്കാം. അപ്പൊ മ്യൂനെ കണ്ടുപിടിക്കാൻ ഡെൻസിറ്റി ഇൻറ്റു എ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി എ എന്ന് പറയുന്നത് എന്താ മക്കളെ? എ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. റേഡിയസ് r ആണെങ്കിൽ വയറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ πr² എന്ന് കൊടുക്കാം. അപ്പൊ റേഡിയസ് a ആണെങ്കിൽ വയറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്തെന്ന് കൊടുക്കാം മക്കളെ? വയറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ πr² എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പൊ എഫ് എന്ന് പറയുന്നത് 1/2L ഇൻറ്റു റൂട്ട് ഓഫ് t/ρ/πr² ആണ്. അപ്പൊ എഫ് എന്ന് പറയുന്നത് 1/2L ഇൻറ്റു റൂട്ട് ഓഫ് t/ρ/πr² ആണ്. When the radius of the string is doubled and tension maintained the same. Radius ആണ് ഡബിൾ ചെയ്തത് അല്ലേ? റേഡിയസ് ആണ് ഡബിൾ ചെയ്തത്. ടെൻഷൻ റിമൈൻസ് ദ സെയിം ആണ്. വയറും മാറ്റുന്നില്ല. വയറിന് അപ്പൊ ഡെൻസിറ്റിയും സെയിം ആണ്. അപ്പൊ റോയും സെയിം ആണ്. എല്ലും സെയിം ആണ്. ടു സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എഫ് പ്രപ്പോർഷണൽ ടു എന്തെന്ന് പറയേണ്ടി വരും മക്കളെ? 1/√r² എന്ന് പറയേണ്ടി വരും അല്ലേ? എഫ് പ്രപ്പോർഷണൽ ടു എന്തെന്ന് പറയേണ്ടി വരും മക്കളെ? 1/√r² എന്ന് പറയേണ്ടി വരും. അഥവാ √r² എന്ന് പറഞ്ഞാൽ 1/r എന്ന് പറയേണ്ടി വരും അല്ലേ? അപ്പൊ r 2 ടൈംസ് ആകുമ്പോൾ ഫ്രീക്വൻസി 1/2 ടൈംസ് ആകും. അപ്പൊ r 2 ടൈംസ് ആകുമ്പോൾ ഫ്രീക്വൻസി 1/2 ടൈംസ് ആകും. കേട്ടോ? അപ്പൊ r 2 ടൈംസ് ആകുമ്പോൾ ഫ്രീക്വൻസി 1/2 ടൈംസ് ആവും. ബിക്കോസ് ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ r 2 ടൈംസ് കൂടിയാൽ ഫ്രീക്വൻസി 1/2 ടൈംസ് ആവും. അപ്പൊ n എന്നുണ്ടായിരുന്നത് എന്തായിട്ട് മാറും? n/2 ആയിട്ട് മാറും. കേട്ടോ? അപ്പൊ n എന്നുണ്ടായിരുന്നത് എന്തായിട്ട് മാറും? n/2 ആയിട്ട് മാറും. അപ്പൊ അതാണ് 18ാമത്തെ ക്വസ്റ്റിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത എ മെറ്റാലിക് സോളിഡ് സ്ഫിയർ ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഫോളോ ദ പാത്ത്. നമുക്കറിയാം എന്താണ് ഫീൽഡ് ലൈൻ ഒരിക്കലും കണ്ടക്ടറിനുള്ളിൽ കൂടെ പാസ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് 1 തെറ്റായിട്ട് വരുന്നത്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് കണ്ടീഷനിൽ അതൊരിക്കലും കണ്ടക്ടറിനുള്ളിൽ കൂടെ പാസ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് 1ഉം 2ഉം എന്തായിട്ട് വരും മക്കളെ? തെറ്റായിട്ട് വരും. കാര്യം എന്താ മക്കളെ? ഇൻസൈഡ് കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. ഓക്കെ, നമ്മളൊരു കണ്ടക്ടറിനെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവച്ചാൽ ഡ്യൂ ടു ദാറ്റ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ദർ വിൽ ബി നോ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ. ഇറ്റ് വിൽ ബി 0. അപ്പൊ ഈ 3 എണ്ണം അതിനകത്തൂടെ പാസ് ചെയ്യത്തില്ല. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ വിചാരിക്കുക 1 പാസ് ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. അടുത്തൊരു കണ്ടീഷൻ ഉണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്ന കണ്ടക്ടറിന് പെർപെൻഡിക്കുലർ
പെർപെൻഡിക്കുലറുമായിരിക്കണം. ഓക്കെ, ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ സർഫസിന് പെർപെൻഡിക്കുലറുമായിരിക്കണം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അപ്പം 2ഉം 3ഉം വരത്തില്ല, കാര്യം 2ഉം 3ഉം ഫീൽഡ് ലൈൻസ് അകത്തൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 2ഉം 3ഉം വരത്തില്ല, കാര്യം കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പൊ കണ്ടക്ടറിനകത്തൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകാൻ പാടില്ല. കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ കണ്ടക്ടറിനകത്തൂടെ ഫീൽഡ് ലൈൻസ് കടന്നു പോകാൻ പാടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് 1 വന്നില്ലെന്ന്. അതാ ഞാൻ പറഞ്ഞേ, 1 ഈ ആംഗിൾ ഒരിക്കലും 90 ആന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഈ ആംഗിൾ ഓൾമോസ്റ്റ് 90 ആയിരിക്കും. ഇതാ കണ്ടോ, ഈ ആംഗിൾ ഓൾമോസ്റ്റ് 90 ആയിരിക്കും. അതും ഒരു പ്രോപ്പർട്ടിയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് കണ്ടീഷനിൽ കണ്ടക്ടിങ് സർഫസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ആരെന്ന് പറയുന്നത്, ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ 19th ക്വസ്റ്റ്യനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത നമ്മൾ 20th ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എൻ സ്മോൾ ഡ്രോപ്പ് ഓഫ് സെയിം സൈസ് ആർ ചാർജ്ഡ് ടു വി വോൾട്ടേജ്. അപ്പൊ ഒരു കുഞ്ഞ് സ്പിയർ ഉണ്ട്. അപ്പൊ കുഞ്ഞ് സ്പിയറിന്റെ റേഡിയസ് ഞാൻ 6 എന്ന് എടുക്കും, അവന്റെ ചാർജ് Q എന്ന് എടുക്കും. അപ്പൊ ഇവന്റെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ചോദിച്ചാൽ ഇവന്റെ പൊട്ടൻഷ്യൽ 1/4πε0 Q/r ആണ്. അതിനെ ഞാൻ K എന്ന് കൊടുക്കുന്നു. 1/4πε0 Q/r ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഗിവൺ ആസ് V അല്ലേ മക്കളെ. അപ്പൊ ഇതേ കണക്ക് N സ്പിയർ കൂടി ചേർത്തിട്ടാണ്, N സ്പിയർ കൂടി ചേർത്തിട്ട് വലിയൊരു സ്പിയർ ഉണ്ടാക്കും ആണോ. അപ്പൊ ഇതേ കണക്ക് N സ്പിയർ കൂടി ചേർത്തിട്ട് ആരുണ്ടാക്കി മക്കളെ, വലിയൊരു സ്പിയർ ഉണ്ടാക്കുന്നു. അവന്റെ റേഡിയസ് ഞാൻ ക്യാപിറ്റൽ R എന്ന് എടുക്കുന്നു. അപ്പൊ അവനിൽ എത്ര ചാർജ് കാണും മക്കളെ? ഓരോ കുഞ്ഞു സ്പിയറിലും എത്ര ചാർജ് വെച്ചിട്ടുണ്ട്? Q ചാർജ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കുഞ്ഞു സ്പിയർ ഉണ്ട്, Q ചാർജ്, അവന്റെ റേഡിയസ് സ്മോൾ r ആണ്. ഒരു കുഞ്ഞു സ്പിയർ ഉണ്ട്, Q ചാർജ്, അവന്റെ റേഡിയസ് സ്മോൾ r ആണ്, അവന്റെ പൊട്ടൻഷ്യൽ V ആണ്. അപ്പൊ KQ/R = V എന്ന് കൊടുക്കാം. ഇനി അതേ കണക്ക് N സ്പിയറിനെ കൂട്ടിച്ചേർത്ത് വലിയൊരു സ്പിയർ ഉണ്ടാക്കി. ഓക്കെ, വലിയൊരു സ്പിയർ ഉണ്ടാക്കി. അപ്പൊ N സ്പിയറിനെ കൂട്ടിച്ചേർത്തിട്ട് വലിയൊരു സ്പിയർ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഇവന്റെ കയ്യിൽ എത്ര ചാർജ് കാണും മക്കളെ? ചാർജ് എപ്പോഴും കൺസർവ്ഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു കുഞ്ഞു സ്പിയറിന്റെ കയ്യിൽ Q ചാർജ് ഉണ്ട്. അപ്പൊ N സ്പിയറിന്റെ കയ്യിൽ എത്ര ചാർജ് ഉണ്ട് മക്കളെ? NQ ചാർജ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവന്റെ പൊട്ടൻഷ്യൽ നോക്കുവാണെങ്കിൽ ഇവന്റെ പൊട്ടൻഷ്യൽ നമുക്ക് V' എന്ന് കൊടുക്കാം. അപ്പൊ അവന്റെ പൊട്ടൻഷ്യൽ നോക്കുവാണെങ്കിൽ 1/4πε0 K എന്ന് കൊടുക്കാം. Qന്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? Qന്റെ സ്ഥാനത്ത് NQ ആണ് കിടക്കുന്നത്. ഡിവൈഡഡ് ബൈ എന്തെന്ന് കിട്ടും മക്കളെ? ഡിവൈഡഡ് ബൈ R എന്ന് പറയുന്നത്. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്തെന്ന് കിട്ടും? R എന്ന് പറയുന്നത്. മക്കളെ ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വോളിയം കൺസർവേഷൻ അപ്ലൈ ചെയ്യാറുണ്ട്. അതായത് ഇനിഷ്യൽ വോളിയം = എന്തെന്ന് എഴുതേണ്ടി വരും മക്കളെ? ഫൈനൽ വോളിയം എന്ന് എഴുതേണ്ടി വരും കേട്ടോ. അപ്പൊ ഒരു കുഞ്ഞു സ്പിയറിന്റെ വോളിയം പറഞ്ഞു. അപ്പൊ ഒരു കുഞ്ഞു സ്പിയറിന്റെ വോളിയം 4/3πr³ ആണ് അല്ലേ. പക്ഷെ അതേ കണക്ക് N കുഞ്ഞു സ്പിയറുകൾ ഉണ്ടായിരുന്നു അല്ലേ. അതേ കണക്ക് N കുഞ്ഞു സ്പിയറുകൾ ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഈക്വൽ ടു വാട്ട് വിൽ ബി ഫൈനൽ വോളിയം? ഫൈനൽ വോളിയം = 4/3πR³. അപ്പൊ 4/3π എന്ത് ചെയ്തു പോയി മക്കളെ? ക്യാൻസൽ ആയി പോയി. അപ്പൊ നമുക്ക് പറയാം N × R³ = R³ എന്ന് പറയാം അല്ലേ. നമുക്ക് ക്യൂബ് റൂട്ട് എടുത്താൽ ഇത് n⁻⁴ എന്ന് വരും, ഇത് സ്മോൾ r എന്ന് വരും. അപ്പൊ ഇത് ക്യാപിറ്റൽ R എന്ന് പറയുന്നു. അപ്പൊ ക്യാപിറ്റൽ R. ഓക്കെ, അപ്പൊ K × NQ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R ന് നമുക്ക് n⁻⁴ സ്മോൾ r എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പൊ n/n⁻⁴ എന്ന് പറഞ്ഞാൽ n⁻²/3 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു KQ/R എന്ന് കിട്ടും. അപ്പൊ n⁻²/3 KQ/R എന്ന് കിട്ടും. അപ്പൊ KQ/R എന്ന് പറയുന്ന V ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു n⁻²/3 V എന്ന് കിട്ടും. അപ്പൊ ഇതാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് n⁻²/3 V എന്ന് കിട്ടും. അപ്പൊ ആ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് n⁻²/3 V എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കും. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 wires of same material but of different diameters carry the same current. If the ratio of their diameters is 2:1, then the corresponding ratio of their mean drift velocity. അപ്പൊ 2 വയേഴ്സ് ഉണ്ട്, സെയിം മെറ്റീരിയൽ ആണ്, ബട്ട് ഓഫ് ഡിഫറെന്റ് ഡയമീറ്റേഴ്സ് ആണ്. അപ്പൊ റേഡിയസ് ഡിഫറെന്റ് ആണ്. ഡയമീറ്റർ ഡിഫറെന്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് റേഡിയസ് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ക്യാരി ചെയ്യുന്ന കറണ്ട് സെയിം ആണ് അല്ലേ. റേഷ്യോ ഓഫ് ഡയമീറ്റേഴ്സ് ഈസ് 2:1. അപ്പൊ ഡയമീറ്ററിന്റെ റേഷ്യോ 2:1 ആണ്. അപ്പൊ റേഡിയയുടെ റേഷ്യോ 2:1 ആണ്. ദെൻ കറസ്പോണ്ടിങ് റേഷ്യോ ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് NAVDE എന്നാണ് അല്ലെ. കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് NAVD എന്നാണ് ആണോ. ഒന്നുകൂടെ ക്ലിയർ ആക്കി പറയുവാണെങ്കിൽ N × A വേണമെങ്കിൽ πr² എന്ന് പറയുന്നത് കൊടുക്കാം, VDE എന്ന് പറയുന്നത് കൊടുക്കാം. ആദ്യത്തെ 2 മെറ്റീരിയൽ സെയിം ആണ്.
അപ്പൊ ആദ്യത്തെ കേസിൽ കറണ്ട് I1 എന്ന് കൊടുക്കാം. രണ്ട് മെറ്റീരിയൽ സെയിം ആയതുകൊണ്ട് N സെയിം ആയിരിക്കും. റേഡിയസ് R1 എന്ന് കൊടുക്കാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി VD1 എന്ന് കൊടുക്കാം. E എന്ന് പറഞ്ഞ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്, അതെന്തായാലും കോൺസ്റ്റന്റ് ആണ്. സെക്കൻഡ് വയറിലെ കറണ്ട് I2 ആണ്. രണ്ട് സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് ടു വയേഴ്സ് ഓഫ് സെയിം മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം സെയിം ആയിരിക്കും. ഈ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ആണ്. അപ്പൊ അത് രണ്ട് സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് സെയിം ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ വയറിന്റെ റേഡിയസ് R2² എന്ന് കൊടുക്കാം അല്ലേ. രണ്ടാമത്തെ കേസിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി VD2 എന്ന് കൊടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു E എന്ന് കൊടുക്കാം. പറഞ്ഞോളൂ, ഇനി രണ്ടുപേരിലെയും കറണ്ട് സെയിം ആണ്. ബോത്ത് ക്യാരി സെയിം കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബോത്ത് ക്യാരി സെയിം കറണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ N × πr1² × VD1 × E എന്ന് പറയുന്നത് N × πr2² × VD2 × E എന്ന് പറയും. അപ്പൊ n π ക്യാൻസൽ ആകും, ഈയും ക്യാൻസൽ ആകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ then the corresponding ratio of their main drift velocity ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ VD1/VD2 എന്ന് കിട്ടും, ആണോ? സോ ദാറ്റ്സ് ഈക്വൽ ടു R2/R1 the whole square എന്ന് കിട്ടും. അപ്പൊ R2/R1 the whole square എന്ന് കിട്ടും. അപ്പൊ ക്വസ്റ്റിനെ തന്നിരിക്കുന്ന R1:R2 ആണ്. അപ്പൊ R1:R2 എന്ന് പറഞ്ഞാൽ 2:1 ആണ്. അപ്പൊ R2/R1 എന്ന് പറഞ്ഞാൽ 1/2 the whole square എന്ന് കിട്ടും. ഓക്കെ, 1/2 the whole square എന്ന് പറയുന്നത് കിട്ടും. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 1:4 ആയിരിക്കും. ഓക്കെ, അപ്പൊ VD1/VD2 എന്ന് പറയുന്നത് R2/R1 the whole square എന്ന് പറയുന്നത് കിട്ടും. അപ്പൊ R1:R2 ആണ്, 2:1 എന്ന് പറഞ്ഞാൽ അപ്പൊ R2/R1 എന്ന് പറഞ്ഞാൽ 1/2 the whole square എന്ന് കിട്ടും. അപ്പൊ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കും. മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ടോട്ടൽ കറണ്ട് സപ്ലൈഡ് ടു ദ സർക്യൂട്ട് ബൈ ബാറ്ററി ആസ് ഷോൺ ഇൻ ദ ഫിഗർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ മക്കളെ ഇത് രണ്ടും ആക്ച്വലി എന്താണ്? ഇത് രണ്ടും ആക്ച്വലി സിംഗിൾ പോയിന്റ്സ് ആണ് അല്ലേ. അപ്പൊ അത് രണ്ടും ആക്ച്വലി സിംഗിൾ പോയിന്റ്സ് ആണ്. അപ്പൊ ഇത് എത്ര ഓം ആണ് മക്കളെ? ഇത് 1.5 ഓം ആണ് അല്ലേ. ദെൻ ഇത് എത്ര ഓം ആണ് മക്കളെ? 6 ഓം ആണ്. ദെൻ ഇതാരാണ്? ഇത് 2 ഓം ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ആക്ച്വലി എന്താ മക്കളെ? ഇത് രണ്ടും ആക്ച്വലി സിംഗിൾ പോയിന്റ്സ് ആണ്, ആണോ? അപ്പൊ ഇവിടെ നിന്നാണ് ആര് വന്നിരിക്കുന്നത്? ബാറ്ററി വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്. ബാറ്ററി എന്ന് പറയുന്നത് 6 വോൾട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് രണ്ടും എന്താ മക്കളെ? ഇത് രണ്ടും ഒരു സിംഗിൾ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പൊ അത് രണ്ടും നിങ്ങൾക്ക് എന്തായിട്ട് വരയ്ക്കാം? ഒരു സിംഗിൾ പോയിന്റ് ആയിട്ട് വരയ്ക്കാം. ഓക്കെ, ഇപ്പൊ അവർ വരച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. ഞാൻ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കി വരച്ചു എന്നേ ഉള്ളൂ. ഇപ്പൊ അവർ വരച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇത് 6 ഓം, ഇത് 2 ഓം, ഇത് എത്ര മക്കളെ? ഇത് 3 ഓം. അപ്പൊ ഇപ്പം അവരിങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ആക്ച്വലി എന്താ മക്കളെ? ഇതാ നോക്ക്, ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ ഇത് രണ്ടും ആക്ച്വലി എന്താ? ഇത് രണ്ടും പാരലാണ്. അപ്പൊ അത് രണ്ട് പാരലാകുമ്പോൾ എത്ര വരും? അപ്പൊ 6 × 2/6 + 2 എന്ന് പറയുന്ന വരും. അപ്പൊ 6 × 2 എന്ന് പറഞ്ഞാൽ 12 ആണ്. 6 + 2 എന്ന് പറയുന്ന 8 ആണ്. അപ്പൊ 12/8 എന്ന് പറയുന്നത് 1.5 ആണ്. അപ്പൊ ഇവരുടെ ഇക്വലന്റ് എടുക്കുവാണെങ്കിൽ ഇവരുടെ ഇക്വലന്റ് എന്ന് പറയുന്നത് 1.5 എന്ന് പറയുന്നത് കിട്ടും. അപ്പൊ അവരുടെ ഇക്വലന്റ് എടുക്കുവാണെങ്കിൽ അവരുടെ ഇക്വലന്റ് എന്ന് പറയുന്നത് 1.5 ഓം എന്ന് കിട്ടും. ഇനി ഈ 1.5ഉം 1.5ഉം എന്താ മക്കളെ? സീരീസ് ആണ്. ആ 1.5ഉം 1.5ഉം സീരീസ് ആയതുകൊണ്ട് അതെത്ര വരും മക്കളെ? ആ 1.5ഉം 1.5ഉം സീരീസ് ആയതുകൊണ്ട് അത് 3 ഓം എന്ന് പറയുന്നത് അല്ലേ. ഇനി ആ 3 ഓമും ഈ 3 ഓമും എന്താണ്? പാരലാണ്. അപ്പൊ ഈ 3 ഓമും ഈ 3 ഓമും പാരലാണ് അല്ലേ. അപ്പൊ പാരലാണെങ്കിൽ അവരുടെ ഇക്വലന്റ് എന്ന് പറയുന്നത് അപ്പൊ അത് രണ്ട് പാരലാണെങ്കിൽ അവരുടെ ഇക്വലന്റ് എന്ന് പറയുന്നത് 3 × 3/3 + 3 അത് എത്ര എന്ന് വരും? 1.5 എന്ന് വരും. ഓക്കെ, ഇനി അപ്പൊ റെസിസ്റ്റൻസ് ആയി നമുക്ക് കറണ്ട് ആണ് വേണ്ടത്. കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ വോൾട്ടേജ് 6 ആണ്, റെസിസ്റ്റൻസ് 1.5 ആണ്. അപ്പൊ കറണ്ട് ഇൻ ദാറ്റ് സർക്യൂട്ട് വിൽ ബി വാട്ട്? കറണ്ട് ഇൻ ദാറ്റ് സർക്യൂട്ട് വിൽ ബി 4 ആംപിയർ. അപ്പൊ ആ സർക്യൂട്ടിലെ കറണ്ട് എത്ര എന്ന് ചോദിക്കുവാണെങ്കിൽ കറണ്ട് 4 ആംപിയർ എന്ന് പറയും. മക്കളെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ക്ലോസ്ലി ബൗണ്ട് സോളിനോയിഡ് 80 cm ലോങ് ഹാസ് 5 layers of winding 400 turns each. Diameter of the solenoid is 1.8 cm. If the current carried is 8 ampere, estimate the magnitude of magnetic field inside the solenoid. അപ്പൊ ഞാൻ ഇനി ജസ്റ്റ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് മാത്രം പറയുന്നു, നിങ്ങളുടെ ഒത്തിരി സമയമൊന്നും കളയുന്നില്ല. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് എന്ന് പറയുന്നത് μ0 Ni ആണ്. അപ്പൊ എന്ത് തന്നിട്ടുണ്ട് മക്കളെ? μ0യുടെ വാല്യൂ നമുക്കറിയാം, μ0യുടെ വാല്യൂ അറിയാം. I തന്നിട്ടുണ്ട്. നമുക്കിനി എന്തും കൂടെ മതി? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് കൂടെ മതി. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ബൈ ലെങ്ത് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? പറയാം, 5 ലെയർ ഉണ്ട് അല്ലേ. 5 ലെയർ ഉണ്ട്. 5 layers of windings of 400 each. അപ്പം ഒരു ലെയറിൽ 400 ടേൺ ഉണ്ട്.
ഒരു ലെയറിൽ 400 ടേൺ ഉണ്ട്. അപ്പൊ 5 ലെയറിലുമായിട്ട് 400 × 5 ടേൺ ഉണ്ട്. ഒരു ലെയറിൽ 400 ടേൺ ഉണ്ട്. അപ്പൊ 5 ലെയറിലുമായിട്ട് 5 × 400 ടേൺസ് ഉണ്ട്. ഡിവൈഡഡ് ബൈ സോളിനോയിഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 80 സെന്റിമീറ്റർ ആണ്. അപ്പൊ 80 × 10⁻². ആണ്. അപ്പൊ എന്ത് കിട്ടും മക്കളെ? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് കിട്ടും. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് N/L ആണ്. അപ്പൊ ദാറ്റ്സ് ഈക്വൽ ടു 5 × 400/80 × 10⁻². ആണ്. ഇനി ഐ എത്രയാണെന്ന് ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഐയുടെ വാല്യൂ തന്നിട്ടുണ്ട് 8 ആംപിയർ ആണ്. മ്യൂസിറോയുടെ വാല്യൂ എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് കണ്ടുപിടിക്കാം. അടുത്ത സൈക്ലോട്രോൺ ഈസ് യൂസ്ഡ് ടു ആക്സലറേറ്റ്. സൈക്ലോട്രോൺ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന്? ഓക്കെ, സൈക്ലോട്രോൺ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സൈക്ലോട്രോൺ ഈസ് യൂസ്ഡ് ടു ആക്സലറേറ്റ് ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ്, പോസിറ്റീവ് അയോൺസ്, പോസിട്രോൺസ്. ഓക്കെ, പറോക്കളെ ഈ ഇലക്ട്രോൺസിനും പോസിട്രോൺസിനും വളരെ മാസ് കുറവാണ് അല്ലെ? വളരെ മാസ് കുറവാണ്. മാസ് കുറഞ്ഞവരെയും സൈക്ലോട്രോണിന് ആക്സലറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ന്യൂട്രോൺസിന് ചാർജ് ഇല്ല, ചാർജ് ഇല്ലാത്തവരെയും ആക്സലറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവന് ആരെ മാത്രമേ ആക്സലറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ? പോസിറ്റീവ് അയോൺസിനെ മാത്രമേ തന്നിരിക്കുന്ന കൂട്ടത്തിൽ ആക്സലറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 25th ക്വസ്റ്റ്യൻ ആണ്. എ മാഗ്നറ്റിക് നീഡിൽ ലൈയിങ് പാരലൽ ടു എ മാഗ്നറ്റിക് ഫീൽഡ്. എ മാഗ്നറ്റിക് നീഡിൽ ഈസ് ലൈയിങ് പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ θ0 ആണ്. required W units of work to turn it through 60 degree. അതായത് പാരലായിട്ട് കിടന്ന മാഗ്നറ്റിക് നീഡിലിനെ 60 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വർക്ക് ഡൺ W ആവശ്യമായി വന്നു. പാരലായിട്ട് കിടന്ന നീഡിലിനെ 60 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വർക്ക് ഡൺ W ആവശ്യമായിട്ട് വന്നു. അപ്പൊ നമുക്കറിയാം വർക്ക് ഡണ്ടെ ഫോർമുല എന്തെന്ന് ചോദിച്ചാൽ വർക്ക് ഡണ്ടെ ഫോർമുല എന്ന് പറയുന്നത് MB × cos θ1 - cos θ2 എന്നാണ്. θ1 ആംഗിളിൽ നിന്ന് θ2 ആംഗിളിലേക്ക് ഒരു മാഗ്നറ്റിക് ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടുന്ന വർക്ക് ഡണ്ടെ ഫോർമുല എന്ന് പറയുന്നത് MB × cos θ1 - cos θ2 ആണ്. അപ്പൊ വർക്ക് ഡൺ W എന്ന് ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. MB × എവിടെ നിന്ന് എങ്ങോട്ട്? പാരലായിട്ട് കിടക്കുമായിരുന്നു ഇനിഷ്യലി. അപ്പൊ ഇനിഷ്യലി θ1 എന്ന് പറയുന്നത് 0 ആണ്. എങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യണം? θ2 60 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ θ2 എന്ന് പറയുന്നത് 60 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ W = എന്തെന്ന് കിട്ടും? MB × cos 0 പറയുന്ന 1 ആണ്. cos 60 എന്ന് പറയുന്ന 1/2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ W = എന്തെന്ന് കിട്ടും? MB × 1/2 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ MBയുടെ വാല്യൂ കിട്ടി. അപ്പൊ MBയുടെ വാല്യൂ എന്ന് പറയുന്നത് 2W എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്താ അവർ ചോദിച്ചിരിക്കുന്നത്? അവർ ചോദിച്ചിരിക്കുന്നത് ദ ടോർക്ക് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ നീഡിൽ. The torque required to maintain the needle in this position. ആ പൊസിഷനിൽ തന്നെ അവന് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എത്ര ടോർക്ക് വേണമെന്നാണ്. അപ്പൊ ടോർക്ക് അതായത് 60 ഡിഗ്രിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ടോർക്ക് എന്ന് പറയുന്നത് ടോർക്കിന്റെ ഫോർമുല MB sin θ എന്നാണ്. ടോർക്കിന്റെ ഫോർമുല MB sin θ എന്നാണ്. അപ്പൊ θ 60 ഡിഗ്രി തന്നെ അവനെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ടോർക്ക് എന്ന് പറയുന്നത് MB sin 60 എന്ന് കിട്ടും അല്ലേ? അപ്പൊ MBയുടെ വാല്യൂ നമുക്ക് കിട്ടി. MBയുടെ വാല്യൂ എന്ന് പറയുന്നത് 2W ആണ്. sin 60 എന്ന് പറയുന്നത് √3/2 ആണ്. അപ്പൊ 2 × 2 ക്യാൻസൽ ആണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് √3 × W എന്ന് കിട്ടും. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് √3 × W എന്ന് കിട്ടും. അടുത്തതെന്ന് പറയുന്നത് the magnetizing field required to be applied in opposite direction to reduce the residual magnetism to 0 അല്ലേ? അപ്പൊ എന്താ മക്കളെ, മറ്റേത് റിട്ടൈൻ ചെയ്യുന്നതിനെയാണ് റിട്ടൻറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അവനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇതിനെ പറയുന്ന പേരാണ് കൊയേഴ്സിവിറ്റി എന്നാ പറയും അല്ലേ? അതായത് നമ്മൾ ആ ഹിസ്റ്ററിസ് സ്ലോപ്പ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ കർവ് തിരിച്ചു വരുമ്പോൾ അല്ലേ, ആ കർവ് തിരിച്ചു വരുമ്പോൾ കുറച്ച് മാഗ്നറ്റിസം റിമൈൻ ചെയ്യുന്നുണ്ട്. അതാണ് റിട്ടൻറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് കൊടുക്കുന്നുണ്ട് മക്കളെ? അപ്പോഴാണ് അത് 0 ആകുന്നത്. അപ്പൊ അതിനെ കൊയേഴ്സിവിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് 26ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് when a rod of magnetic material of size 10 cm × 0.5 cm × 0.2 cm. പറോക്കളെ അവിടെ നിന്ന് തന്നെ അവന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്തേക്കണം കേട്ടോ. അവിടെ നിന്ന് തന്നെ അവന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്തേക്കണം. അപ്പൊ വോളിയം എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ. അപ്പൊ 10 × 10⁻². 0.5 സെന്റിമീറ്റർ. അപ്പൊ 0.5 × 10⁻². ഓക്കെ, ദെൻ 0.2 സെന്റിമീറ്റർ. അപ്പൊ 0.2 × 10⁻². ഓക്കെ ആണോ? അപ്പൊ 10 × 0.5 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 × 0.2 എന്ന് പറഞ്ഞാൽ 1 ആണ്. ദെൻ 10⁻² × 10⁻² × 10⁻² എന്ന് പറഞ്ഞാൽ 10⁻6 മീറ്റർ ക്യൂബ് എന്ന് വരും. അപ്പൊ അവന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 10⁻6 മീറ്റർ ക്യൂബ് ആണ്. ഈസ് ലൊക്കേറ്റഡ് ഇൻ എ മാഗ്നറ്റൈസിംഗ് ഫീൽഡ്. അപ്പൊ H ആണ് തന്നിരിക്കുന്നത്. അപ്പൊ H ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഈസ് ലൊക്കേറ്റഡ് ഇൻ എ മാഗ്നറ്റൈസിംഗ് ഫീൽഡ്. ഈസ് ലൊക്കേറ്റഡ് ഇൻ എ മാഗ്നറ്റൈസിംഗ് ഫീൽഡ്. അപ്പൊ H ആണ് തന്നിരിക്കുന്നത്. അപ്പൊ H എന്ന് പറയുന്നത് എത്ര മക്കളെ? H
എന്ന് പറയുന്നത് 0.5 into 10⁴ ആംപിയർ പെർ മീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, then a magnetic moment 5 ampere meter. Okay, magnetic moment എന്ന് പറയുന്നത് 5 എന്നേ ഉള്ളൂ, 5 അല്ലേ, 5 ampere meter is induced in it. The magnetic induction in the rod എന്നാണ് പറയല്ലേ. അപ്പൊ നമ്മളൊരു റോഡിനെ നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുള്ള റീജിയനിൽ വെച്ചാൽ അതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ആ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് പ്ലസ് ഇനി അതിനകത്ത് എന്ത് ചെയ്യും മക്കളെ, ഒരു ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ. ഇതാണ് അവിടുത്തെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. നമ്മളൊരു മാഗ്നറ്റൈസ്ഡ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ എടുത്ത് വെച്ചാൽ ആ റോഡിലെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ആ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് പ്ലസ് അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പൊ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ μ0H എന്ന് കൊടുക്കുന്നത്. ഓക്കെ, ഇൻഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമുക്ക് μ0I എന്ന് പറയുന്നത് കൊടുക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു μ0H പ്ലസ് μ0 ഇൻറ്റു മക്കളെ അതിനൊരു ഡെഫിനിഷനും കൂടെ ഉണ്ട്, ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം എന്നാണ്. ഓക്കെ, അപ്പൊ അതിനൊരു ഡെഫിനിഷനും കൂടെ ഉണ്ട്, ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം എന്നാണ്. അപ്പൊ μ0യുടെ വാല്യൂ എല്ലാവർക്കും അറിയാമല്ലോ, μ0യുടെ വാല്യൂ എല്ലാവർക്കും അറിയാം. എച്ചിന്റെ വാല്യൂ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ എച്ചിന്റെ വാല്യൂ അറിയാം. ദാ മാഗ്നറ്റിക് മൊമെന്റ് തന്നിട്ടുണ്ട്, വോളിയവും തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് മൊമെന്റും തന്നിട്ടുണ്ട്, വോളിയവും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബി കണ്ടുപിടിക്കാം. ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു റോഡിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ ഓക്കെ, അപ്പൊ അവിടെ ആ റോഡിനകത്തുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താ മക്കളെ, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് പ്ലസ് ഇതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് ആൻ എയർ കോർ സോളിനോയിഡ് 1 meter long, diameter 0.05 meter, if it has 500 turns, take pi square is equal to 10. അപ്പൊ നമുക്കറിയാം അവന്റെ കോഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷന്റെ ഫോർമുല എന്താ മക്കളെ, കോഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷന്റെ ഫോർമുല എന്ന് പറയുന്നത് μ0n²a/l എന്നാണ് അല്ലേ. μ0n²a/l. കാര്യം നമുക്ക് ഫ്ലക്സിന് എന്തെന്ന് എഴുതാം മക്കളെ, ഫ്ലക്സിന് നമുക്ക് Li എന്ന് എഴുതാം അല്ലേ. ഫ്ലക്സിന് എന്തെന്ന് എഴുതാം, ഫ്ലക്സിന് നമുക്ക് Li എന്ന് എഴുതാം അല്ലേ. അതേ കണക്ക് ഫ്ലക്സിന് നമുക്ക് മറ്റൊരു ഫോർമുല എഴുതായിരുന്നു, NBA cos θ. cos θ 0 ആണ്. അപ്പൊ n ഇൻറ്റു ബി എന്ന് പറയുന്നത് സോളിനോഡിനകത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന μ0ni ആണ്. ഇൻറ്റു എന്തെന്ന് കിട്ടും മക്കളെ, a എന്ന് പറയുന്നത് കിട്ടും. ദെൻ n ഇൻറ്റു μ0 സ്മോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ദെൻ ഇതിനെ നമുക്ക് a ഇൻറ്റു i എന്ന് എഴുതാം അല്ലേ. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്ന μ0n²a/l, μ0n²a/l ഇൻറ്റു i എന്ന് എഴുതാം അല്ലേ. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എല്ലിന്റെ സ്ഥാനത്ത് കിടക്കുന്ന ആരാണ്, കമ്പയർ ചെയ്യുമ്പോൾ എല്ലിന്റെ സ്ഥാനത്ത് കിടക്കുന്ന μ0n²a/l എന്നാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കേണ്ട ഫോർമുലയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ, ഒന്ന് ഡിറൈവ് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ഇതേ രീതിയിലാണ് അത് ഡിറൈവ് ചെയ്യുന്നത്. അപ്പൊ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ സെൽഫ് ഇൻഡക്ടൻസിന്റെ ഫോർമുല μ0n²a/l ആണ്. ഓക്കെ, μ0യുടെ വാല്യൂ നമുക്കറിയാം. നമ്പർ ഓഫ് ടേൺസ് എത്ര, നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്ന 500 ആണ് അല്ലേ. അപ്പൊ μ0യുടെ വാല്യൂ നമുക്കറിയാം. സിമിലർലി നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് 500 ആണ്. ഏരിയക്ക് എന്ത് കൊടുക്കണം മക്കളെ, ഏരിയക്ക് πr² എന്ന് കൊടുക്കണം കേട്ടോ, ഏരിയക്ക് πr² എന്ന് കൊടുക്കണം. അപ്പൊ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്, അപ്പൊ ഡയമീറ്ററിന്റെ പകുതി എടുക്കണം. ഓക്കെ, ലെങ്ത് പ്രശ്നമില്ല, ലെങ്ത് 1 മീറ്റർ ആണ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, സെൽഫ് ഇൻഡക്ടൻസ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ 29th ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ, എ മൂവബിൾ വയർ ഈസ് മൂവ് ടു ദ റൈറ്റ് ക്രോസിംഗ് an anti-clockwise induced current as shown in the figure. The direction of magnetic induction in the region P points. പറോക്കളെ, അപ്പൊ ഇതായത് ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടെന്നാ ചോദിച്ചത്. അതായത് ഈ റോഡ് റൈറ്റിലോട്ട് നീക്കിയപ്പോൾ ഇതിൽ ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ഉണ്ടായി എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് മോഷണൽ EMF കേട്ടോ മക്കളെ. അപ്പൊ എന്താണ് മോഷണൽ EMF? ഓക്കെ, അപ്പൊ ഈ റോഡ് റൈറ്റിലോട്ട് നീക്കിയപ്പോൾ ഇവിടെ എന്തുണ്ടായി, ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ഉണ്ടായി എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ഉണ്ടായി എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ഉണ്ടാകണമെങ്കിൽ ഇവിടെ പോസിറ്റീവ് വരണം, ഇവിടെ എന്ത് വരണം, നെഗറ്റീവ് വരണം. കാര്യം ഇത് റോഡിന്റെ ഉൾഭാഗം നോക്കണ്ട, ഇതാണ് നമ്മുടെ റോഡ് എന്ന് പറയുന്നത്. അപ്പൊ കറണ്ട് ഇങ്ങനെയല്ലേ പോകുന്നേ. അപ്പൊ കറണ്ട് ഇങ്ങനെ പോകണമെങ്കിൽ ഇവിടെ പ്ലസ് വരണം, ഇവിടെ മൈനസ് വരണം. അപ്പൊ ഇവിടെ പ്ലസ് വരണം, ഇവിടെ മൈനസ് വരണമെങ്കിൽ ഇലക്ട്രോൺ എങ്ങോട്ട് പോയി കാണണം മക്കളെ, താഴോട്ട് പോയി കാണണം. ഇലക്ട്രോൺ എങ്ങോട്ട് പോയി കാണണം മക്കളെ, ഇലക്ട്രോൺ താഴോട്ട് പോയി കാണണം. അപ്പൊ ഇലക്ട്രോണിന് കിട്ടിയ ഫോഴ്സ് എങ്ങോട്ട് മക്കളെ, താഴോട്ട്. അപ്പൊ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻടു ദ പ്ലെയിൻ ആണ്.
അപ്പോൾ വെലോസിറ്റി റൈറ്റിലോട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണെന്ന് ഞാൻ അങ്ങ് അസ്യൂം ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ്, വെലോസിറ്റി റൈറ്റിലോട്ടാണെങ്കിൽ ഫോഴ്സ് മുകളിലോട്ട്, അത് പോസിറ്റീവ് ചാർജസിനുള്ള ഫോഴ്സ്. ഫോഴ്സ് മുകളിലോട്ട്, അത് പോസിറ്റീവ് ചാർജസിനുള്ള ഫോഴ്സ്. അപ്പൊ ഇലക്ട്രോൺ ആണെങ്കിൽ ഫോഴ്സ് താഴോട്ട്. കറക്റ്റ് ആണ്. അപ്പൊ ഇലക്ട്രോണിന് ഫോഴ്സ് താഴോട്ട് കിട്ടും. അപ്പൊ ഇലക്ട്രോൺസ് താഴേക്ക് ഡ്രിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നെഗറ്റീവ് ആവും, ഇവിടെ പോസിറ്റീവ് ആവും അല്ലേ? അപ്പോഴാണ് ഇതിനകത്ത് എന്തുണ്ടാവുന്നത്? ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ഉണ്ടാവുന്നത്. അപ്പോഴാണ് ഇതിനകത്ത് എന്തുണ്ടാവുന്നത്? ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ഉണ്ടാവുന്നത്. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് ആയിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? പോസിറ്റീവ് ചാർജിന് കിട്ടുന്ന ഫോഴ്സ് താഴോട്ട്, അപ്പൊ ഇലക്ട്രോണിന് കിട്ടുന്ന ഫോഴ്സ് മുകളിലോട്ട്. അപ്പം ഇവിടെ ഇലക്ട്രോൺസ് വന്ന് അടിഞ്ഞുകൂടിയാനെ, അപ്പൊ ഇവിടെ നെഗറ്റീവ് ആയനെ, ഇവിടെ പോസിറ്റീവ് ആയനെ. ആ കേസിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ടല്ല, മാഗ്നറ്റിക് ഫീൽഡ് എന്താ മക്കളെ? ഇൻടു ദ പ്ലെയിൻ ആണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇൻടു ദ പ്ലെയിൻ ആണെങ്കിൽ മാത്രമേ ഇവിടെ എന്ത് നടക്കത്തുള്ളൂ? ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ഫ്ലോ നടക്കത്തുള്ളൂ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻടു ദ പ്ലെയിൻ ആണെങ്കിൽ മാത്രമേ ഇവിടെ എന്ത് നടക്കത്തുള്ളൂ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് 29th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മുടെ 30th ക്വസ്റ്റ്യൻ ഇതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ജസ്റ്റ് വായിച്ചു വയ്ക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റേസ് ഈസ് ആൻ എമിറ്റഡ് ബൈ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് IR റേസ് ആണ് കേട്ടോ. അത് നമ്മൾ NCERT-യിലൊക്കെ എഴുതിയിട്ടിരിക്കുന്ന ഒരു തിയറിയാണ്, അല്ലാതെ ഇതിന് മാത്തമെറ്റിക്കൽ ആയിട്ട് പ്രൂഫ് ഒന്നുമില്ല കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റേസ് ഈസ് എമിറ്റഡ് ബൈ എ ഹ്യൂമൻ ബോഡി? 4. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് an object approaches a convergent lens from the left of the lens with a uniform speed 5 meter per second and stops at the focus. The image moves away from the lens with a uniform speed, moves away from the lens with an uniform acceleration, moves away from the lens with a non-uniform acceleration, move towards the lens with a non-uniform acceleration. പറോക്കളെ, അപ്പൊ നമുക്കറിയാം വെലോസിറ്റി ഓഫ് ഇമേജ് എന്ന് പറയുന്നത് -v²/u² ഇൻറ്റു വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു മിറർ. ഓക്കെ, വെലോസിറ്റി ഓഫ് ഇമേജ് വിത്ത് റെസ്പെക്ട് ടു മിറർ ഈസ് ഈക്വൽ ടു -v²/u² ഇൻറ്റു വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു മിറർ ആണ് കേട്ടോ. അപ്പൊ വെലോസിറ്റി ഓഫ് ഇമേജ് വിത്ത് റെസ്പെക്ട് ടു മിറർ എന്ന് പറയുന്നത് -v²/u² ഇൻറ്റു വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു മിറർ ആണ്. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ പറോക്കളെ, അപ്പം ഒബ്ജക്ട് മൂവിംഗ് ടുവാർഡ്സ് ദ ലെൻസ് ആണെങ്കിൽ ഇമേജ് മൂവിംഗ് അവേ ഫ്രം ദ ലെൻസ് ആയിരിക്കും. ഒബ്ജക്ട് മൂവിംഗ് ടുവാർഡ്സ് ദ ലെൻസ് ആണെങ്കിൽ ഇമേജ് മൂവിംഗ് അവേ ഫ്രം ദ ലെൻസ് ആയിരിക്കും. ഓക്കെ, ഇനി ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എപ്പോഴും 5 ആണെങ്കിലും ഈ ടേംസ് കണ്ടിന്യൂസ്ലി മാറിക്കൊണ്ടിരിക്കുക മക്കളെ. കാര്യം യുവും വിയും, യു അടുത്തേക്ക് വരുന്നവർ യു ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് വിയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി VI എന്ന് പറയുന്ന ചേഞ്ച് ചെയ്യും. ഓക്കെ, ഡെഫിനറ്റ്ലി VI എന്ന് പറയുന്ന ചേഞ്ച് ചെയ്യും. അതിലൊരു യൂണിഫോമിറ്റിയും കാണത്തില്ല. കാര്യം എന്താ മക്കളെ? ലെൻസ് ഒബ്ജക്റ്റ് അടുത്തേക്ക് വരുന്നതോറും ഇമേജ് അകന്നകന്ന് പോകും അല്ലേ? അപ്പൊ വിയും യുവും തമ്മിലുള്ള വേരിയേഷൻ എന്ന് പറയുന്ന ലീനിയർ ഒന്നും അല്ല. അപ്പൊ VI എന്ന് പറയുന്നത് തോന്നിയ പോലെ ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു യൂണിഫോമിറ്റി ഒന്നും കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നോൺ യൂണിഫോം ആയിരിക്കും അവന്റെ ആക്സലറേഷൻ എന്ന് പറയും കേട്ടോ. അപ്പൊ എന്താണ്? മൂവ്സ് അവേ ഫ്രം ദ ലെൻസ് വിത്ത് നോൺ യൂണിഫോം. കാര്യം വെലോസിറ്റി കണ്ടിന്യൂസ്ലി വേരിയിങ് ആണ്. അപ്പൊ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അടുത്ത നമ്മുടെ 32nd ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ മാക്സിമം ഇന്റൻസിറ്റി ഇൻ ദ കേസ് ഓഫ് n ഐഡന്റിക്കൽ incoherent sources, each of intensity 2 watt per meter square is 32 watt per meter square, value of n. മക്കളെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ സോഴ്സുകൾ എന്ന് പറയുന്നത് ഇൻകൊഹറന്റ് വേവ്സ് ആണ്, അല്ലെങ്കിൽ അവിടുത്തെ വേവ്സ് എന്ന് പറയുന്ന ഇൻകൊഹറന്റ് വേവ്സ് ആണ്. രണ്ട് കൊഹറന്റ് വേവ്സ് ആണെങ്കിൽ ഒരു പോയിന്റിൽ കൂടിച്ചേരുമ്പോൾ റിസൾട്ടന്റ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്തെന്ന് ചോദിച്ചാൽ I1 + I2 + 2√I1 √I2 cos phi എന്നാണ്. പക്ഷേ ഈ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ ആ രണ്ട് വേവ്സും കൊഹറന്റ് ആയിരിക്കണം. ഇനി ആ രണ്ട് വേവ്സും ഇൻകൊഹറന്റ് ആണെങ്കിൽ റിസൾട്ടന്റ് വേവിന്റെ ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് I1 + I2 ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ മക്കളെ, ഇൻകൊഹറന്റ് ആണെങ്കിൽ ഫേസ് ഡിഫറൻസ് കണ്ടിന്യൂസ്ലി മാറിക്കൊണ്ടിരിക്കും. അപ്പൊ കോസ് ഫൈയുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ ഇൻകൊഹറന്റ് ആണെങ്കിൽ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി മാറിക്കൊണ്ടിരിക്കും. അപ്പൊ കോസ് ഫൈയുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഈ ടൈം മൊത്തത്തിൽ 0 ആയി പോകും. അപ്പൊ റിസൾട്ടന്റ് ഇന്റൻസിറ്റി I1 + I2 ആണ്. അപ്പൊ ഇവിടെ കുറെ n ഐഡന്റിക്കൽ വേവ്സ് ആണ്. അപ്പൊ എന്ത് വരും മക്കളെ? I + എക്സെട്ര അല്ലേ? ഇവരെല്ലാം കൂടെ കൂടിച്ചേർ എത്ര ഉണ്ടാക്കിയിരിക്കുന്നു മക്കളെ? എത്ര എണ്ണം ഉണ്ടായിരിക്കുന്നു? 32 ഉണ്ടായിരിക്കും.
അല്ലേ? അപ്പൊ എന്താണ് ഓരോരുത്തരുടെ എത്ര വെച്ചാൽ മക്കളെ 2 വെച്ചിട്ടാണ്, ഓരോരുത്തരുടെ ഇന്റൻസിറ്റി 2 വെച്ചിട്ടാണ്. അപ്പൊ 2 + 2 + 2 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം, n × I ആണ് ഇതെന്നൊന്നും പറയാം 32 എന്ന് പറയാം. അപ്പൊ I + I അപ് ടു n ടേംസ് ആണ് 32 എന്ന് പറയുന്നത്. ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 32. അപ്പൊ n ഈസ് ഈക്വൽ ടു എത്ര 16. കാര്യം ഇൻകോറന്റ് ആണെങ്കിൽ രണ്ട് സോഴ്സസ് കൊഹറന്റ് ആണെങ്കിൽ റിസൾട്ടന്റ് വേവിന്റെ ഇന്റൻസിറ്റി I1 + I2 + 2 √I1 √I2 cos phi ആണ്. ബട്ട് ഇഫ് ദോസ് സോഴ്സസ് ആർ incoherent, then phi is continuously varying. So average value of cos phi is 0. So resultant intensity will be what? Resultant intensity will be I1 + I2. അപ്പൊ റിസൾട്ടന്റ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് I1 + I2 ആയിരിക്കും. അപ്പൊ ഇപ്പം എത്രയാണ്? അപ്പൊ കുറെ സോഴ്സുകളുണ്ട് ഇവിടെ, രണ്ട് സോഴ്സുകളല്ല ഉള്ളത്, കുറെ സോഴ്സുകളുണ്ട്. അപ്പൊ എല്ലാവരുടെ ഇന്റൻസിറ്റി I വെച്ചെടുക്കുവാണെങ്കിൽ I + I + I + I is equal to 32. അപ്പൊ Ni is equal to 32. ഇനി ഓരോ സോഴ്സിന്റെ ഇന്റൻസിറ്റി 2 ആണ്. സോ I can be substituted as 2. അപ്പൊ n × 2 is equal to 32. So n will be what? N will be equal to 16. Okay. അപ്പൊ n എന്ന് പറയുന്നത് 16 എന്ന് പറയുന്നത്. The energy that should be added to an electron to reduce its de Broglie wavelength from 10⁻⁻10 meter to 0.5 × 10⁻⁻10 meter. അല്ലേ? The energy that should be added to an electron to reduce its de Broglie wavelength from, മക്കളെ 1 × ഇത് 10⁻⁻10നെ നമുക്ക് വേണമെങ്കിൽ 1 × 10⁻⁻10 എന്ന് പറയാം. അല്ലേ? 10⁻⁻10നെ നമുക്ക് വേണമെങ്കിൽ 1 × 10⁻⁻10 എന്ന് പറയാം. അപ്പൊ de Broglie wavelength 1 × 10⁻⁻10ൽ നിന്ന് 0.5 × 10⁻⁻10ലേക്ക് മാറി. അല്ലേ? de Broglie wavelength 1 × 10⁻⁻10ൽ നിന്ന് 0.5 × 10⁻⁻10ലേക്ക് മാറി. അതായത് 1ൽ നിന്ന് 0.5, അപ്പൊ പകുതിയായി. അപ്പൊ de Broglie wavelengthും എനർജിയും തമ്മിലുള്ള റിലേഷൻ എന്തെന്ന് ചോദിച്ചാൽ de Broglie wavelength പ്രൊപ്പോർഷണൽ ടു 1/√T ആണ്. അല്ലേ? കാര്യം ലാംഡ ഈസ് ഈക്വൽ ടു h/√2m × കൈനറ്റിക് എനർജി എന്നാണ്. അല്ലേ? ലാംഡ ഈസ് ഈക്വൽ ടു h/√2m × കൈനറ്റിക് എനർജി. അപ്പൊ de Broglie wavelength ഹാഫ് ആകണമെങ്കിൽ ഇവൻ എത്ര ആവണം മക്കളെ? 4 ടൈംസ് ആകണം. de Broglie wavelength ഹാഫ് ആകണമെങ്കിൽ, അല്ലേ? de Broglie wavelength ഹാഫ് ആകണമെങ്കിൽ √4e ആകണം. എന്നാലേ അത് പുറത്തിറങ്ങുമ്പോൾ 2 ആകത്തുള്ളൂ. അല്ലേ? അപ്പൊ എനർജി എത്ര ആകണം മക്കളെ? ഇയിൽ നിന്ന് എത്രയാകണം? 4e ആകണം. അപ്പൊ എനർജി ഇയിൽ നിന്ന് എത്രയാകണം മക്കളെ? 4e ആകണം. അപ്പൊ ഇ ആയിരുന്നപ്പോ ലാംഡ, അപ്പൊ 4e ആകുമ്പോൾ എന്ത് പറ്റി? 4e 4 റൂട്ടിനെ വെളിയിൽ വന്നാൽ 2, അപ്പൊ ലാംഡ/2 ആയി. അല്ലേ? അപ്പൊ de Broglie wavelength പകുതി ആകണമെങ്കിൽ എനർജി 4e ആകണം. അപ്പൊ ഓൾറെഡി എനർജി അവിടെ ഇ ഉണ്ട്. അപ്പൊ 4e ആകണമെങ്കിൽ എത്രയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്? 3യും കൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓൾറെഡി എനർജി എത്രയുണ്ട് മക്കളെ? ഇ ഉണ്ട്. അപ്പൊ 4e ആകണമെങ്കിൽ എത്രയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം? അപ്പൊ thrice the initial energy. Okay, so thrice the initial energy that should be added എന്നാ ചോദിച്ചിരിക്കുന്നത്. എത്ര എനർജിയാണ് ആഡഡ് എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ലേശം നമ്മളെ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ എത്രയും കൂടെ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ എത്രയും കൂടെ ആഡ് ചെയ്യും മക്കളെ? ഇയുടെ കൂടെ 3യും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 4e കിട്ടുന്നത്. കേട്ടോ? ഇയുടെ കൂടെ 3യും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 4e കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ദ കർവ് ബിറ്റ്വീൻ ആക്ടിവിറ്റി ഓഫ് എ റേഡിയോ ആക്റ്റീവ് സാമ്പിൾ ആൻഡ് നമ്പർ ഓഫ് ആക്റ്റീവ് ആറ്റംസ് n. മക്കളെ ആക്ടിവിറ്റിയുടെ ഫോർമുല എന്തെന്ന് ചോദിച്ചാൽ ലാംഡ ഇൻറ്റു n0 ഇൻറ്റു e⁻⁻λt. അല്ലേ? ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റേറ്റ് ഓഫ് ഡിസഇന്റഗ്രേഷൻ ആണ്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റേറ്റ് ഓഫ് ഡിസഇന്റഗ്രേഷൻ ആണ്. അപ്പൊ dn/dt ആണ്. സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ലാംഡ n ആണ്. അപ്പൊ ലാംഡ ഇൻറ്റു, അല്ലേ? ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റേറ്റ് ഓഫ് ഡിസഇന്റഗ്രേഷൻ ആണ്. ഓക്കെ, അപ്പൊ dn/dt ആണ്. അപ്പൊ നമ്മുടെ ലോ അനുസരിച്ച് dn/dt പ്രൊപ്പോർഷണൽ ടു n ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു ലാംഡ n ആണ്. അല്ലേ? എങ്ങനെ എന്തിട്ട് കൊടുക്കാം മക്കളെ? n0 e⁻⁻λt എന്നിട്ട് കൊടുക്കാം. ഇനി ആക്റ്റീവ് നമ്പർ ഓഫ് ആറ്റത്തിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ n0 e⁻⁻λt ആണ്. അല്ലേ? ഇനി ഞാൻ രണ്ടും കൂടെ എന്ത് ചെയ്യുന്നു മക്കളെ? രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ a/n കൊടുക്കുവാണെങ്കിൽ ലാംഡ എന്ന് പറയുന്നത് കിട്ടും. അപ്പൊ a എന്ന് പറയുന്നത് ലാംഡ n എന്ന് പറയുന്നത് കിട്ടും. അപ്പൊ a പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് കിട്ടും മക്കളെ? n എന്ന് പറയുന്നത് കിട്ടും. അപ്പൊ a വേഴ്സസ് n ഗ്രാഫ് നോക്കുവാണെങ്കിൽ ക്വസ്റ്റിനെ തന്നിരിക്കുന്ന a വേഴ്സസ് n ഗ്രാഫ് ആണ്. അപ്പൊ a വേഴ്സസ് n ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ a വേഴ്സസ് n ഗ്രാഫ് നോക്കുവാണെങ്കിൽ a വേഴ്സസ് n ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന 35th ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസിഷൻ ഇൻ ഹൈഡ്രജൻ ആറ്റം എമിറ്റ്സ് ഫോട്ടോൺ ഓഫ് ലോവസ്റ്റ് ഫ്രീക്വൻസി? ലോവസ്റ്റ് ഫ്രീക്വൻസി ആകുമ്പോൾ എനർജിയും ലോവസ്റ്റ് ആയിരിക്കണം. അല്ലേ? കാര്യം E=hν എന്നാണ്. E=hν എന്നാണ്. അപ്പൊ ഫ്രീക്വൻസി ലോ ആകണമെങ്കിൽ എനർജിയും എന്താകണം മക്കളെ? ലോയും ആകണം.
അപ്പൊ n ഈക്വൽ ടു 2 നിന്ന് n ഈക്വൽ ടു 1 ചാടുന്നു. n ഈക്വൽ ടു 2 എനർജി എല്ലാവർക്കും അറിയാം -3.4 സംതിങ് ആണ്. n ഈക്വൽ ടു 1 -13.6 ആണ്. അപ്പൊ ഇത്രയും എനർജിയുടെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ലാർജ് എനർജിയാണ്. അപ്പൊ ഫ്രീക്വൻസിയും കൂടുതലായിരിക്കും. n ഈക്വൽ ടു 3 ടു n ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു 3 ഈക്വൽ ടു n ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ എനർജിയാണ് ഇവിടെ അല്ലേ, ഇതിനേക്കാൾ എനർജിയാണ് ഇവിടെ. n ഈക്വൽ ടു 3 ആകുമ്പോൾ കുറച്ചുകൂടെ മുകളിലോട്ട് പോകും അല്ലേ, -1.51 അടുപ്പിച്ച് വരും അല്ലേ. -1.51 നിന്ന് -13.6 ചാടും. അപ്പൊ ഇവിടത്തേക്കാൾ എനർജി കൂടുതലായി ഇവിടെ. അപ്പം ഇനി എന്താണ്, n ഈക്വൽ ടു 4 നിന്ന് n ഈക്വൽ ടു 2 ചാടുന്നു. അപ്പൊ എത്ര വരും? n ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ, n ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ. ഇനി n ഈക്വൽ ടു 4 നിന്ന് n ഈക്വൽ ടു ഇതിൽ ഏതാണ് കുറച്ച് എനർജി ഉള്ളത്? 4 നിന്ന് 2 ചാടുന്നതാണോ 4 നിന്ന് 3 ചാടുന്നതാണോ കുറച്ച് എനർജി ഉള്ളത്? 4 നിന്ന് 2 ചാടാൻ ഇത്രയും എനർജി ചാടി കിടക്കണം, 4 നിന്ന് 3 ചാടാൻ ഇത്ര എനർജി ചാടിയാൽ അല്ലേ. അപ്പൊ ഇതാണ് ഏറ്റവും ലോവസ്റ്റ് എനർജി. അപ്പൊ ഏറ്റവും ലോവസ്റ്റ് എനർജി ഇവിടെയാണ് അല്ലേ. ലോവസ്റ്റ് എനർജി എവിടെയാണോ അവിടെയാണ് ലോവസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത്. ലോവസ്റ്റ് എനർജി ഉള്ളത് എവിടെയാണോ അവിടെയാണ് ലോവസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത്. ക്ലിയർ ആണോ? അപ്പൊ ലോവസ്റ്റ് എനർജി ഉള്ളത് എവിടെയാണോ അവിടെയാണ് എന്തുള്ളത് മക്കളെ? ലോവസ്റ്റ് ഫ്രീക്വൻസിയും ഉള്ളത്. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ റേ ഓഫ് ലൈറ്റ് ഈസ് ഇൻസിഡന്റ് ഓൺ എ ഗ്ലാസ് സ്ഫിയർ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 3/2. What should be the angle of incidence so that ray which enters the sphere emerges tangential to the surface? മക്കളെ ഇപ്പൊ ഇതാണ് നമ്മുടെ റേ എന്ന് പറയുന്നത്. മക്കളെ സ്പെറിക്കൽ സർഫസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് സ്പെറിക്കൽ സർഫസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? സ്പെറിക്കൽ സർഫസിന് വരയ്ക്കുന്ന നോർമൽ എന്ന് പറയുന്നത് അപ്പൊ എപ്പോഴും എവിടെ കൂടെ പാസ് ചെയ്യും മക്കളെ? എപ്പോഴും എവിടെ കൂടെ പാസ് ചെയ്യും എന്ന് ചോദിച്ചാൽ സെൻട്രിൽ കൂടെ പാസ് ചെയ്യും. അപ്പൊ ഇതാ ഇവിടെ നിന്ന് ഒരു റേ വന്നു എന്ന് വെച്ചു കൊടുക്കാം. ഞാൻ ഒരു ജനറൽ കേസ് പറയാം. അപ്പൊ ഇവിടെ നിന്ന് ഒരു റേ വന്നു. അപ്പൊ നോർമലുമായിട്ട് മേക്കുന്ന ആംഗിൾ എത്ര മക്കളെ? I ആണ്. ഓക്കെ, ദെൻ ആ റേ ഇതാ ഇങ്ങോട്ടേക്ക് പോയി കേട്ടോ. അപ്പൊ ഇവിടെ നോർമലുമായിട്ട് മേക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് R1 എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ ഇവിടെ നോർമലുമായിട്ട് മേക്കുന്ന ആംഗിൾ എന്ന് പറയുന്ന R2 എന്ന് കൊടുക്കാം. ദെൻ ഇതിലേക്കൂടെ ഇറങ്ങിപ്പോയി മക്കളെ. ഇതൊരു മീഡിയം ആണ്, റിഫ്രാക്റ്റിംഗ് മീഡിയം. ഓക്കെ, ദെൻ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് I2 എന്ന് കൊടുക്കാം. ഇത് നമുക്ക് I1 എന്ന് എടുക്കാം. ഓക്കെ, പറോക്കളെ. അപ്പൊ എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്? ഈ സൈഡും ഈക്വൽ അല്ലേടാ. ഓക്കെ, അപ്പൊ ഈ സൈഡും ഈക്വൽ ആണ്. സ്പിയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്പിയറിന്റെ ഈ സൈഡ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും എന്തായേ പറ്റത്തുള്ളൂ മക്കളെ? ഈക്വൽ ആയേ പറ്റത്തുള്ളൂ. അപ്പം സ്പിയറിന്റെ ഇത് റേഡിയസ് ആണ്, അത് രണ്ട് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ആംഗിൾസ് ഈക്വൽ ആയേ പറ്റത്തുള്ളൂ. അപ്പൊ R1 ഈസ് ഈക്വൽ ടു R2. അപ്പൊ ഈ ആംഗിൾസ് ഈക്വൽ ആയാൽ ഈ ആംഗിൾസും ഈക്വൽ ആയേ പറ്റത്തുള്ളൂ. അപ്പൊ I1 ഈസ് ഈക്വൽ ടു എന്താകണം മക്കളെ? I2. ഇതാണ് സ്പെറിക്കൽ കേസിലെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും എയർ ഗ്ലാസ് എയർ അല്ലേ. അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആ ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടും എന്തായേ പറ്റത്തുള്ളൂ? ഈക്വൽ ആയേ പറ്റത്തുള്ളൂ. അപ്പൊ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ലാസ്റ്റ് ഇവൻ എന്ത് ചെയ്യണം മക്കളെ? ലാസ്റ്റ് ഇറങ്ങുന്ന റേ ഇതിൽ നിന്ന് ടാൻജൻഷ്യൽ ആയിട്ട് ഇറങ്ങിപ്പോണം. അതായത് I2 എന്ന് പറയുന്നത് 90 ആയിരിക്കണം അല്ലേ. I2 എന്ന് പറയുന്നത് എന്തായിരിക്കണം മക്കളെ? 90 ആയിരിക്കണം. ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഇവിടെ നിന്ന് ലാസ്റ്റ് ഇറങ്ങുന്ന റേ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ആയിട്ട് ഇറങ്ങിപ്പോണം. അതായത് ടാൻജന്റ് നോർമലുമായിട്ട് മേക്കുന്ന ആംഗിൾ എത്ര മക്കളെ? 90. അപ്പൊ I2 എന്ന് പറയുന്നത് എന്തായിരിക്കണം മക്കളെ? 90 ആയിരിക്കണം. അപ്പൊ ടാൻജൻഷ്യൽ ആയിട്ട് ഇറങ്ങി പോകണമെങ്കിൽ കയറുന്നതും എങ്ങനെ ആയിരിക്കണം മക്കളെ? ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കണം. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്ന എത്ര ഡിഗ്രി ആയിരിക്കണം മക്കളെ? 90 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ ഇവിടുന്ന് ടാൻജൻഷ്യൽ ആയിട്ട് ഇറങ്ങി പോകണമെങ്കിൽ കയറുന്നതും എങ്ങനെ ആയിരിക്കണം മക്കളെ? ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കണം. അപ്പൊ അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ആംഗിൾ എത്ര എന്ന് കിട്ടുന്നത്? 90 ഡിഗ്രി എന്ന് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ഇലക്ട്രോൺ ഇൻ എ ഹൈഡ്രജൻ ആറ്റം മേക്സ് എ ട്രാൻസിഷൻ ഫ്രം n ഈസ് ഈക്വൽ ടു 1 ടു n ഈസ് ഈക്വൽ ടു n1 ടു n ഈസ് ഈക്വൽ ടു n2 സ്റ്റേറ്റ്. n1 നിന്ന് n2 ട്രാൻസിഷൻ നടത്തുന്നു. ടൈം പീരീഡ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഇനിഷ്യൽ സ്റ്റേറ്റ് ഈസ് 8 ടൈംസ് ദാറ്റ് ഇൻ ദ ഫൈനൽ സ്റ്റേറ്റ്. അപ്പൊ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ n1 ആണ്. അപ്പൊ T1 അവിടുത്തെ ടൈം പീരീഡ് T1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 8 ടൈംസ് ദാറ്റ് ഇൻ ദ ഫൈനൽ സ്റ്റേറ്റ്. 8 ടൈംസ് T2. മക്കളെ നമുക്കറിയാം ടൈം പീരീഡ് എന്ന് പറയുന്നത് ടൈം പീരീഡ് പ്രൊപ്പോർഷണൽ ടു n³ ആണ് കേട്ടോ. കാര്യം ടൈം പീരീഡിന് ഒരു ഫോർമുലയുണ്ട്. ടൈം പീരീഡ് എന്ന് പറയുന്നത് 2πr/v ആണ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ റേഡിയസ് ഓഫ് ഓർബിറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു n² ആണ്. വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ ഓർബിറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/n ആണ്. അപ്പൊ T എന്ന് പറയുന്ന പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് വരും മക്കളെ? R/v എന്ന് വരും. അപ്പൊ T എന്ന് പറയുന്ന പ്രൊപ്പോർഷണൽ ടു n²/v എന്ന് പറഞ്ഞാൽ 1/n ആണ്. അപ്പൊ T² എന്ന് പറയുന്ന പ്രൊപ്പോർഷണൽ ടു എന്താ മക്കളെ? n³ ആണ്. അല്ലെങ്കിൽ T എന്ന് പറയുന്ന പ്രൊപ്പോർഷണൽ ടു n³ ആണ്.
ഓക്കെ, അപ്പൊ ടൈം പീരീഡ് എന്ന് പറയുന്ന പ്രൊപ്പോർഷണൽ ടു n ക്യൂബ് ആണ്. അപ്പൊ T1 സ്ഥാനത്ത് നമുക്ക് n1 ക്യൂബ് എന്ന് എഴുതാം. സോ ദാറ്റ്സ് ഈക്വൽ ടു 8 ടൈംസ് n2 ക്യൂബ് ആയിരിക്കും. ഓക്കെ, അപ്പൊ n1 ക്യൂബ് എന്ന് പറയുന്നത് ദാറ്റ്സ് ഈക്വൽ ടു 8 ടൈംസ് n2 ക്യൂബ് ആയിരിക്കും. കേട്ടോ, കാര്യം ടൈം പീരീഡ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എന്താ മക്കളെ, n ക്യൂബ് ആണ്. ടൈം പീരീഡ് എന്ന് പറയുന്ന പ്രൊപ്പോർഷണൽ ടു n ക്യൂബ് ആണ്. അപ്പൊ T1 ഈസ് ഈക്വൽ ടു 8 T2 എന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അപ്പൊ T1 നമുക്കറിയാം T പ്രൊപ്പോർഷണൽ ടു n ക്യൂബ് ആണ്. അപ്പൊ T1 സ്ഥാനത്ത് n1 ക്യൂബ് എന്ന് എഴുതാം, T2 സ്ഥാനത്ത് n2 ക്യൂബ് എന്ന് എഴുതാം. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻ നോക്കിയാൽ മതി. അപ്പൊ ഇതാ നോക്ക്, n1 6 ആണ്, 6 ക്യൂബ് 6 into 6 into 6 എത്ര വരും മക്കളെ, 216 വരും അല്ലേ. അടുത്ത n2 3 ആണ്, 3 ക്യൂബ് എത്ര മക്കളെ, 3 ക്യൂബ് എന്ന് പറയുന്നത് 3 into 27, 27 into 8 എത്ര വരും, 27 into 8 56, 216 എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻ എന്ന് പറയുന്നത്. മക്കളെ ഇതും അതേ കണക്ക് തന്നെ വരും, പക്ഷെ ഇത് എടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണ്, ഈ ഫസ്റ്റിലെ ഉള്ള ടൈം പീരീഡ് ആണ് കൂടുതൽ എന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. ആണോ, ഫസ്റ്റിലെ ഉള്ള ടൈം പീരീഡ് ആണ്. അപ്പൊ n1 ക്യൂബ് ഈസ് ഈക്വൽ ടു 8 ടൈംസ് n2 ക്യൂബ് വരണം. അപ്പൊ 4 ക്യൂബ് ഈസ് ഈക്വൽ ടു 8 into 8 ക്യൂബ് ഒരിക്കലും വരത്തില്ല. ഓക്കെ, അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിലേഷനേ ഉള്ളൂ. അപ്പൊ 37th ക്വസ്റ്റൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ 37th ക്വസ്റ്റൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ് വരുന്നത്. അടുത്ത നമ്മൾ 38th ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് എ ന്യൂട്രോൺ അറ്റ് 27 degree Celsius ഈസ് ലാംഡ. വാട്ട് വിൽ ബി ഇറ്റ്സ് വേവ് ലെങ്ത് അറ്റ് 927 degree Celsius? അപ്പൊ ലാംഡ എന്ന് പറയുന്നത് ലാംഡ പ്രൊപ്പോർഷണൽ ടു 1/√T ആണ് അല്ലേ. അപ്പൊ നമുക്ക് പറയാം ലാംഡ 1/λ 2 എന്ന് പറയുന്നത് √T2/T1 എന്ന് പറയാം. ഓക്കെ മക്കളെ, ലാംഡ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറുമായിട്ട് എങ്ങനെ റിലേറ്റഡ് എന്ന് ചോദിച്ചാൽ ലാംഡ പ്രൊപ്പോർഷണൽ ടു 1/√T ആണ്. അപ്പൊ ലാംഡ 1/λ 2 എന്ന് പറഞ്ഞാൽ √T2/T1 എന്ന് കിട്ടും. അപ്പൊ ആദ്യത്തെ കേസിലെ വേവ് ലെങ്ത് എന്ന് പറയുന്ന ലാംഡയാണ്. സോ ലാംഡ ബൈ ലാംഡ 2 ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ ടെമ്പറേച്ചർ എത്ര മക്കളെ, 927 പ്ലസ് 273 എന്ന് പറയുന്നത് 1200 കെൽവിൻ ആണ് അല്ലേ. ഡിവൈഡ് ബൈ T1 എന്ന് പറയുന്നത് എത്ര മക്കളെ, 27 degree Celsius ആണ്. അപ്പൊ 27 പ്ലസ് 273 എന്ന് പറയുന്നത് 300 ആണ്. സോ 2 സീറോസ് ക്യാൻസൽ ആയി പോയി. അപ്പൊ ലാംഡ ബൈ ലാംഡ 2 എന്ന് പറയുന്നത് √4 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ലാംഡ 2 എന്ന് പറയുന്നത് ലാംഡ ബൈ 2 എന്ന് കിട്ടും. അപ്പൊ ലാംഡ 2 എന്ന് പറയുന്നത് ലാംഡ ബൈ 2 എന്ന് കിട്ടും. അപ്പം 38th ക്വസ്റ്റൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 കിട്ടും. കേട്ടോ, അപ്പൊ 38th ക്വസ്റ്റൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 എന്ന് പറയുന്നത് കിട്ടും. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സ്റ്റാർ ഈസ് മൂവിംഗ് ടുവാർഡ്സ് എർത്ത് വിത്ത് എ സ്പീഡ് 4.5 into 10⁻⁶. If true wavelength of certain line in the spectrum received from the star is 5890 Armstrong, apparent wavelength will be about. മക്കളെ ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ഈസ് ഈക്വൽ ടു V/C എന്നാണ് ഫോർമുല. ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ഈസ് ഈക്വൽ ടു എന്താ മക്കളെ ഫോർമുല, V/C എന്നാണ് ഫോർമുല. ഓക്കെ, അപ്പൊ ഡെൽറ്റ ലാംഡ ബൈ ലാംഡ, അപ്പം ലാംഡ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വേവ് ലെങ്ത് ആണ്. ഒറിജിനൽ വേവ് ലെങ്ത് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. ഒറിജിനൽ വേവ് ലെങ്ത് 5890 ആംസ്ട്രോങ് ആണ്. ഒറിജിനൽ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 5890 ആണ്. V എന്ന് പറയുന്നത് ആ സ്റ്റാറിന്റെ സ്പീഡാണ്. സ്റ്റാറിന്റെ സ്പീഡ് എത്ര മക്കളെ, 4.5 into 10⁻⁶. സ്റ്റാറിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 4.5 into 10⁻⁶ ആണ്. C എന്ന് പറയുന്നത് 3 into 10⁸ ആണ്. കേട്ടോ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഡെൽറ്റ ലാംഡ കണ്ടുപിടിക്കാം. ആണോ, അപ്പം ആക്ച്വൽ വേവ് ലെങ്ത് എത്ര, 5890 ആണ്. അപ്പൊ ആക്ച്വൽ വേവ് ലെങ്ത് എന്ന് പറയുന്ന 5890 ആണ്. അപ്പൊ അതിൽ നിന്ന് ഇത്രയും പോർഷൻ അങ്ങ് കുറച്ചാൽ മതി. അപ്പൊ അതാണ് അപ്പാരന്റ് വേവ് ലെങ്ത് എന്ന് പറയും. കേട്ടോ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും മക്കളെ, ഇവിടെ നമുക്ക് അപ്പാരന്റ് വേവ് ലെങ്ത് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും മക്കളെ, ഇവിടെ നമുക്ക് അപ്പാരന്റ് വേവ് ലെങ്ത് കിട്ടും. എനിക്ക് തോന്നുന്നു അപ്പാരന്റ് വേവ് ലെങ്ത് അറൌണ്ട് ഒരു 88 അങ്ങാണ്ടേ കിട്ടുന്നത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേക്കണം. അപ്പൊ അപ്പാരന്റ് വേവ് ലെങ്ത് അപ്പാരന്റ് വേവ് ലെങ്ത് അല്ല, ചേഞ്ച് ഇൻ വേവ് ലെങ്ത് 88 ആണ് കിട്ടുന്നത്. ചേഞ്ച് ഇൻ വേവ് ലെങ്ത് 88 ആണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സ്റ്റാർ ഈസ് മൂവിംഗ് ടുവാർഡ്സ് ദ എർത്ത് ആണ്. സ്റ്റാർ ഈസ് മൂവിംഗ് ടുവാർഡ്സ് ദ എർത്ത് ആണ്. അപ്പൊ എർത്തിന് അടുത്തേക്ക് വരുന്നതുകൊണ്ട് ഫ്രീക്വൻസി കൂടും, അപ്പൊ വേവ് ലെങ്ത് കുറയും അല്ലേ. അപ്പൊ എർത്തിന് അടുത്തേക്ക് വരുമ്പോൾ ഫ്രീക്വൻസി കൂടും, അപ്പൊ വേവ് ലെങ്ത് കുറയും. അപ്പൊ ആക്ച്വലി എത്ര ഉണ്ടായിരുന്നു, 5890 ആയിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്ന വേവ് ലെങ്ത്. അപ്പൊ വേരിയേഷൻ എത്ര എന്ന് കിട്ടി, ചേഞ്ച് ഇൻ വേവ് ലെങ്ത് 88 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് സംശയം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നാണ് സംശയം. അപ്പൊ അവന്റെ ട്രൂ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 5890 ആണ്. ചേഞ്ച് ഇൻ വേവ് ലെങ്ത് ആണ് നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഏത് ഇക്വേഷൻ എന്ന് വെച്ചാൽ ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ഈസ് ഈക്വൽ ടു V/C. അപ്പൊ ചെയ്യുമ്പോൾ നമുക്ക് ഡെൽറ്റ ലാംഡ കിട്ടും. അപ്പൊ ഡെൽറ്റ ലാംഡ ഈസ് ഈക്വൽ ടു 88 എന്ന് കിട്ടും. അപ്പൊ ഡെൽറ്റ ലാംഡ ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും മക്കളെ, ഡെൽറ്റ ലാംഡ ഈസ് ഈക്വൽ ടു 88 എന്ന് കിട്ടും. അപ്പൊ ഇതെന്താ മക്കളെ, ഇത് വേരിയേഷൻ ഇൻ വേവ് ലെങ്ത് ആണ്. അപ്പൊ ഇത്രയും കൂടുന്നോ കുറയുന്നോ എന്നാണ് എന്റെ ഒരു സംശയം. അപ്പൊ കൂടുന്നോ കുറയുന്നോ എന്ന് ചോദിച്ചാൽ ആ സ്റ്റാർ മൂവിംഗ് ടുവാർഡ്സ് എർത്ത് ആണ്.
അപ്പോൾ ഫ്രീക്വൻസി ആണ് കൂടുന്നത്, അപ്പോൾ വേവ് ലെങ്ത് കുറയണം അല്ലേ. അപ്പോൾ എത്ര കിട്ടും? അപ്പാരന്റ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് 5890 നിന്ന് 8080 കുറയും കേട്ടോ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 5802 ആംസ്ട്രോങ് അടുപ്പിച്ചായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് 39th ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത 40th ക്വസ്റ്റ്യൻ ആണ്. ദ ഫോക്കൽ ലെങ്ത് ഫോർ വയലറ്റ്, ഗ്രീൻ ആൻഡ് റെഡ് ലൈറ്റ് റേസ് ആർ FV, FG ആൻഡ് FR റെസ്പെക്റ്റീവ്ലി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? നമുക്കറിയാം ഫോക്കൽ ലെങ്തിന്റെ ഫോർമുല എന്താ? 1/f is equal to mu minus 1 into 1/r1 minus 1/r2. അപ്പൊ ഇത് നമുക്ക് എന്തായിട്ട് എടുക്കാം മക്കളെ? കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. അപ്പൊ എഫ് എന്ന് പറയുന്ന പ്രൊപ്പോർഷണൽ ടു 1/mu minus 1 ആണ്. നമുക്കറിയാം റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, അതുകൊണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്. റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്, അപ്പൊ ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും അല്ലേ. അപ്പൊ റെഡിനായിരിക്കും ഏറ്റവും കൂടുതൽ ഫോക്കൽ ലെങ്ത്. ഓക്കെ, അപ്പൊ റെഡിനായിരിക്കും ഏറ്റവും കൂടുതൽ ഫോക്കൽ ലെങ്ത്. ഓക്കെ, പിന്നെ ഉള്ളത് ആരാ മക്കളെ? ഏറ്റവും കുറവ്. അപ്പൊ വയലറ്റിന് ഏറ്റവും കുറവ് വേവ് ലെങ്ത് ആണ്, വയലറ്റിന് ഏറ്റവും കുറവ് വേവ് ലെങ്ത് ആണ്. അപ്പം വേവ് ലെങ്ത് കുറവാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും, വേവ് ലെങ്ത് കുറവാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. അപ്പൊ വയലറ്റിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ, അപ്പൊ വയലറ്റിന് ഫോക്കൽ ലെങ്ത് ഏറ്റവും കുറവ്. അപ്പൊ വയലറ്റിന് ഫോക്കൽ ലെങ്ത് ഏറ്റവും കുറവ്, റെഡിന് ഫോക്കൽ ലെങ്ത് ഏറ്റവും കൂടുതൽ. വയലറ്റിന് ഫോക്കൽ ലെങ്ത് ഏറ്റവും കുറവ്, റെഡിന് ഫോക്കൽ ലെങ്ത് ഏറ്റവും കൂടുതൽ. വയലറ്റിന് ഫോക്കൽ ലെങ്ത് ഏറ്റവും കുറവ്, റെഡിന് ഫോക്കൽ ലെങ്ത് ഏറ്റവും കൂടുതൽ. അപ്പൊ ആൻസർ ഓപ്ഷൻ 2 വരും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ മീഡിയം ഓഫ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് 2.25 ആൻഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി 4 എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വെലോസിറ്റി കണ്ടുപിടിക്കാൻ 1/√of എന്തെന്ന് കൊടുക്കാം മക്കളെ? മ്യൂ എപ്സിലോൺ എന്ന് കൊടുക്കാം. അപ്പൊ 1/√of മ്യൂന് പകരം μ0 μr എന്ന് കൊടുക്കാം, എപ്സിലോണിന് പകരം ε0 ε r എന്ന് കൊടുക്കാം. അപ്പൊ 1/√of μ0 ε0 into √of μr ε r എന്ന് വരും അല്ലേ മക്കളെ. അപ്പൊ ഇതെന്ന് പറയുന്ന ആരാ? ഇതെന്ന് പറയുന്ന സി ആണ്. അപ്പൊ c/√of മ്യൂ ആർ എത്രയാണ്? മ്യൂ ആർ എന്ന് പറയുന്ന റിലേറ്റീവ് പെർമിറ്റിവിറ്റി അപ്പൊ എപ്സിലോൺ ആർ. പെർമിയബിലിറ്റി എന്നായിരുന്നു. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് 2.25, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് 2.25 ആണ്. അപ്പൊ റിലേറ്റീവ് പെർമിയബിലിറ്റി. ഓക്കെ, റിലേറ്റീവ് പെർമിയബിലിറ്റി അപ്പൊ 4 into 2.25 എന്ന് പറയുന്നവരും. അപ്പൊ സി എന്ന് പറയുന്നത് 3 into 10⁸ ആണ്, ഡിവൈഡ് ബൈ √9 എന്ന് പറയുന്നവരും. അപ്പൊ √9 എന്ന് പറയുന്ന 3 ആണ്. ഓക്കെ, അപ്പൊ 3 ക്യാൻസൽ ആയി പോകും. അപ്പൊ 1 into 10⁸ എന്ന് വരും കേട്ടോ. അപ്പൊ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്നായിരുന്നു വരേണ്ടത്, ചെറിയൊരു ഇതുണ്ട്. അപ്പൊ റിലേറ്റീവ് പെർമിയബിലിറ്റി. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ നെറ്റ്വർക്ക് ഷോൺ ഇൻ ഫിഗർ ഈസ് പാർട്ട് ഓഫ് എ കംപ്ലീറ്റ് സർക്യൂട്ട്. ഇഫ് at a certain instant current I is 5 ampere and is decreasing at a rate of 10⁻³ ആംപിയർ പെർ സെക്കൻഡ്, ദെൻ VB മൈനസ് VA എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇത് മിക്കപ്പോഴും നീറ്റിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് നടക്കുക. അപ്പൊ ആദ്യം പോയിന്റിൽ നമ്മൾ കാണുന്നത് A ആണ്, അവിടുത്തെ വോൾട്ടേജ് അങ്ങ് VA എന്നങ്ങ് ആദ്യം എഴുതുക കേട്ടോ. ഇനി ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എത്ര മക്കളെ? ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I ആണ്. അപ്പൊ I is equal to എത്രാന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? I is equal to 5 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എത്ര? 5 ആംപിയർ 1 ഓമിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് എത്ര മക്കളെ? വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് 5 into 1 ആണ്. കറണ്ട് ഫ്ലോസ് ഫ്രം ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ ഇത് പ്ലസ് ഇത് മൈനസ് എന്ന് കൊടുക്കാം. അപ്പൊ ഇവിടെയും പ്ലസ് മൈനസ് എന്ന് കൊടുക്കാം. ദെൻ നമ്മൾ ഇവിടുത്തെ കഴിഞ്ഞു. ഇനി നമ്മൾ നടക്കുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കാണ്. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കാണ്, അതുകൊണ്ട് +15 എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ വീണ്ടും നടക്കുന്നത് പ്ലസിൽ നിന്ന് മൈനസിലേക്കാണ്. അപ്പം ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പിന്റെ ഫോർമുല L into di/dt ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പിന്റെ ഫോർമുല L into di/dt ആണ്. പക്ഷെ നമ്മൾ നടക്കുന്നത് പ്ലസിൽ നിന്ന് മൈനസിലേക്കാണ്, അതുകൊണ്ട് -L into di/dt എന്ന് കൊടുക്കും. സോ ദാറ്റ്സ് ഈക്വൽ ടു വാട്ട്? ദാറ്റ്സ് ഈക്വൽ ടു VB എന്ന് കൊടുക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ VA -5 +15 -L എന്ന് പറയുന്ന 5 മില്ലി ഹെൻറി ആണ്. അപ്പൊ 5 into 10⁻³ ഇനി di/dt ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. di/dt 10⁻³ ആണ്, പക്ഷെ അത് ഡിക്രീസിംഗ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ -10⁻³ എന്ന് എടുക്കണം കേട്ടോ. ഡിക്രീസിംഗ് ആയിട്ടാണ് തന്നിരിക്കുന്നത്, -10⁻³ എന്ന് എടുക്കണം. കാര്യം കറണ്ട് ഈസ് ഡിക്രീസിംഗ് എന്നാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് -10⁻³ എന്ന് എടുക്കണം. ഓക്കെ, അപ്പൊ VA -5 +15 ഇത് എത്രയാണെന്ന് കിട്ടും? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. 10⁻³ 10⁻³ ക്യാൻസൽ ആയി. അപ്പൊ +5 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു VB എന്ന് കിട്ടും. അപ്പൊ 5ഉം -5ഉം ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് VB - VA ആണ്. അപ്പൊ VA അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ അപ്പൊ VB - VA ഈസ് ഈക്വൽ ടു 15 വോൾട്ട് ആണ്.
കേട്ടോ. അപ്പൊ വി ബി മൈനസ് വി എന്ന് പറയുന്നത് അപ്പൊ വി ബി മൈനസ് വി ഐ ഈക്വൽ ടു 15 വോൾട്ട് എന്ന് കിട്ടും. അപ്പൊ ഈ ക്വസ്റ്റൻ ആൻസർ നോക്കുവാണെങ്കിൽ ഈ ക്വസ്റ്റൻ ആൻസർ എന്ന് പറയുന്നത് 15 വോൾട്ട് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ എ സർട്ടൻ പ്ലേസ് ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് 1/√3 ടൈംസ് ദ വെർട്ടിക്കൽ കമ്പോണന്റ്. ഓക്കെ, ദ ആംഗിൾ ഓഫ് ഡിപ്പ്. അപ്പൊ ഡിപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഡിപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ബി വി ബൈ ബി എച്ച് ആണ്. ഓക്കെ, അപ്പൊ ഡിപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ബി വി ബൈ ബി എച്ച് ആണ്. അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ട്, അവരെന്താ പറഞ്ഞിരിക്കുന്നത്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് 1/√3 ടൈംസ് ദ വെർട്ടിക്കൽ കമ്പോണന്റ്. അപ്പൊ ബി എച്ച് എന്ന് പറയുന്നത് 1/√3 ടൈംസ് ബി വി ആണ്. അപ്പൊ ബി വി ക്യാൻസൽ ആകും. അപ്പൊ √3 അങ്ങ് മുകളിൽ കയറും. അപ്പൊ tan ഡെൽറ്റ ഈസ് ഈക്വൽ ടു √3 എന്ന് കിട്ടും. അപ്പൊ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടും, അഥവാ π/3 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഡെൽറ്റ ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടും, അഥവാ π/3 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ കറന്റ് ഐ ഫ്ലോസ് along the length of an infinitely long straight thin walled pipe. മക്കളെ, അതായത് ഹോളോ സിലിണ്ടർ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹോളോ സിലിണ്ടറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അകത്തെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ഓൾ പോയിന്റ് ഇൻസൈഡ് ദ പൈപ്പ് ഈസ് സെയിം ബട്ട് നോട്ട് സീറോ. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് ദ പൈപ്പ് ഈസ് സീറോ. അതാണ് ഹോളോ സിലിണ്ടറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ, ഹോളോ കണ്ടക്ടറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അകത്തെ ഏതൊരു പോയിന്റിലെയും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സീറോ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആംബിയർ സർക്യൂട്ടൽ ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ട്. കാര്യം ആംബിയർ സർക്യൂട്ടൽ ലോ പറയുന്ന ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ എൻക്ലോസ്ഡ് ആണ്. ഹോളോ സിലിണ്ടർ ആണെങ്കിൽ അകത്ത് ഒരു പോയിന്റ് എടുത്താൽ നമ്മൾ ആംബീരിയൻ ലൂപ്പിനകത്ത് കറണ്ട് ഒന്നും കാണത്തില്ല. അപ്പൊ ബി എന്ന് പറയുന്നത് എന്തായി പോകും, സീറോ ആയി പോകും. അപ്പൊ ഇൻസൈഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പൊ ഇൻസൈഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സീറോ ആണ്. അടുത്ത ഡെൻസിറ്റി ഓഫ് ഐസ് ഈസ് റോ ആൻഡ് ദാറ്റ് ഓഫ് വാട്ടർ ഈസ് സിഗ്മ. വാട്ട് വിൽ ബി ദ ഡിക്രീസ് ഇൻ വോളിയം വെൻ എ മാസ് ഓഫ് ഐസ് മെൽറ്റ്, എം മാസ് ഓഫ് ഐസ് മെൽറ്റ്. അപ്പൊ ഐസിന്റെ വോളിയം എത്ര നോക്കാം. മാസ് എപ്പോഴും എത്ര മക്കളെ, ഐസിന്റെ വോളിയം നോക്കാം. മാസ് എപ്പോഴും എം ആണ്. ഡെൻസിറ്റി ഓഫ് ഐസ് എത്രയാണ്, ഡെൻസിറ്റി ഓഫ് ഐസ് എന്ന് പറയുന്ന റോ ആണ്. ഇനി വാട്ടറിന്റെ വോളിയം നോക്കാം. വാട്ടറിന്റെ വോളിയം മാസിന് മാറ്റമൊന്നും വരത്തില്ല. എം ഐസ് മെൽറ്റ് ചെയ്ത് എം വാട്ടർ ആയിട്ടാണ് മാറുന്നത്. അപ്പൊ മാസ് എഗെയിൻ എത്ര തന്നെയാണ്, എം തന്നെയാണ്. വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താ മക്കളെ, വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മയാണ്. അപ്പൊ ചേഞ്ച് ഇൻ വോളിയം എങ്ങനെ കണ്ടുപിടിക്കും, എം ബൈ റോ മൈനസ് എം ബൈ സിഗ്മ. അപ്പൊ ചേഞ്ച് ഇൻ റോ എങ്ങനെ കണ്ടുപിടിക്കും, അപ്പൊ ചേഞ്ച് ഇൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും, എം ബൈ റോ മൈനസ് എം ബൈ സിഗ്മയാണ് കേട്ടോ. അപ്പൊ ഐസിന്റെ വോളിയം എന്ന് പറയുന്നത് എം ബൈ റോ ആണ്. വാട്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് എം ബൈ സിഗ്മയാണ്. അപ്പൊ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ. ഓക്കെ, അടുത്ത നമ്മുടെ 46th ക്വസ്റ്റൻ ആണ്. കൗണ്ട് ദ നമ്പർ ഓഫ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് ദ സ്ലിറ്റ്സ് ആർ ഓഫ് അൺഈക്വൽ വിഡ്ത്ത്, പൊസിഷൻ ഓഫ് മിനിമം ഇന്റൻസിറ്റി വിൽ നോട്ട് ബി കംപ്ലീറ്റ്ലി ഡാർക്ക്. അല്ലേ? അതെ. ഐ മിനിമം 0 ആകണമെങ്കിൽ I1 ഉം I2 ഈക്വൽ ആയിരിക്കണം. I1 ഉം I2 ഈക്വൽ ആവണമെങ്കിൽ രണ്ടുപേരുടെയും സ്ലിറ്റ് വിഡ്ത്ത് ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇവിടെ സ്ലിറ്റ് വിഡ്ത്ത് ഈക്വൽ അല്ല. അപ്പൊ എന്താണ്, കംപ്ലീറ്റ്ലി ഡാർക്ക് ആയിരിക്കത്തില്ല. സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ക്യാൻ ബി ഐഡന്റിഫൈ യൂസിംഗ് വൈറ്റ് ലൈറ്റ് ഇൻസ്റ്റെഡ് ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ്. അതെ, വൈറ്റ് ലൈറ്റ് ഉപയോഗിച്ചാണെങ്കിൽ സെൻട്രൽ ബ്രൈറ്റ് എപ്പോഴും വൈറ്റ് കളറിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അതും കറക്റ്റ് ആണ്. എ ബീം ഓഫ് ഇലക്ട്രോൺ ഈസ് യൂസ്ഡ് വെൻ ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻക്രീസ്ഡ് ഫ്രിഞ്ച് വിഡ്ത്ത് ഡിക്രീസസ്. അല്ല മക്കളെ, നമ്മൾ അവിടെ ഇലക്ട്രോണിന്റെ വേവ് നേച്ചർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ലാംഡ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്തിന്റെ ഫോർമുല ലാംഡ ഈസ് ഈക്വൽ ടു h/mv ആണ്. അപ്പൊ എപ്പോഴാണോ ഇലക്ട്രോണിന്റെ വെലോസിറ്റി കൂട്ടുന്നത് അപ്പൊ ലാംഡ എന്ത് ചെയ്യും, കുറയും. ലാംഡ കുറയുമ്പോൾ ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഫോർമുല എന്താ, ലാംഡ d/d ആണ്. അപ്പൊ ലാംഡ കുറഞ്ഞാൽ ഉറപ്പായിട്ടും ആര് കുറയും മക്കളെ, ലാംഡ കുറഞ്ഞാൽ ഉറപ്പായിട്ടും ബീറ്റ കുറയും. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദ നെസസറി കണ്ടീഷൻ ഫോർ സസ്റ്റൈൻഡ് ഇന്റർഫറൻസ് ഈസ് സോഴ്സസ് ഷുഡ് ബി നാരോ. സോഴ്സസ് ഷുഡ് ബി നാരോ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സോഴ്സസ് ഷുഡ് ബി കൊഹറന്റ് എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നാരോ ആയിട്ട് മാത്രം കാര്യമൊന്നുമില്ല, സോഴ്സസ് ഷുഡ് ബി എന്തായിരിക്കണം, കൊഹറന്റ് ആയിരിക്കണം. അപ്പൊ ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല. അടുത്ത ദ ബാൻഡ് വിഡ്ത്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് ആൻഡ് സ്ക്രീൻ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് ആൻഡ് സ്ക്രീൻ എന്ന് പറയുന്ന ക്യാപിറ്റൽ ഡി ആണ്. അപ്പൊ ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഫോർമുല എന്താ മക്കളെ, ലാംഡ d/d ആണ്. അപ്പൊ ബീറ്റ പ്രപ്പോർഷണൽ ടു എന്താ മക്കളെ, ഡി ആണ്. അവരെന്താ പറഞ്ഞിരിക്കുന്നത്, ബാൻഡ് വിഡ്ത്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് എന്നാണ്. അല്ലേ? അപ്പൊ അതും എന്താണ്, തെറ്റാണ്. അപ്പൊ 4th 1 ഉം 5th 1 ഉം തെറ്റാണ്. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണം മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. മക്കളെ, ഇത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പഠിക്കുന്നതാണ് അല്ലേ. കാര്യം പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റിന്റെ ടോട്ടൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എന്ന് പറയുന്നത് -gmm/r ആണ് അല്ലേ. ഒരു സാറ്റലൈറ്റിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല -gmm/r ആണ്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് -gmm/2r ആണ്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് gmm/2r ആണ്. പഠിച്ചിട്ടില്ലേ? അപ്പൊ എന്താണ്, ഇതാണ്
ആരെന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഗ്രാഫ് എന്ന് പറയുന്നത്. കാര്യം പൊട്ടൻഷ്യൽ എനർജിക്കാൻ കുറച്ചുകൂടെ കൂടി നിൽക്കുന്നത് ടോട്ടൽ എനർജിയെക്കാളും. രണ്ടുപേരും നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഫോർത്ത് ക്വാർട്ടറിലോട്ട് പോയത്. രണ്ടുപേരും നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഫോർത്ത് ക്വാർട്ടറിലോട്ട് പോയത്. കൈനറ്റിക് എനർജി മാത്രമേ എന്തായിട്ട് നിൽക്കുന്നുള്ളൂ, കൈനറ്റിക് എനർജി മാത്രമേ പോസിറ്റീവ് ആയിട്ട് നിൽക്കത്തുള്ളൂ കേട്ടോ. അല്ലാതെ ടോട്ടൽ എനർജി എന്ന് പറയുന്ന ഒരിക്കലും കോൺസ്റ്റന്റ് ഒന്നും ആയിരിക്കത്തില്ല. ടോട്ടൽ എനർജി സാറ്റലൈറ്റിന്റെ കേസിൽ ഒരിക്കലും എന്തൊന്നും ആയിരിക്കത്തില്ല, കോൺസ്റ്റന്റ് ഒന്നും ആയിരിക്കത്തില്ല. ഇത് നമ്മൾ ഡയറക്റ്റ് തിയറിയിൽ പഠിക്കുന്നതാണ്. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല, ഇതാണ് ടോട്ടൽ എനർജിയുടെ ഫോർമുല, ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഫോർമുല. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി പോസിറ്റീവ് ആയതുകൊണ്ടാണ് കൈനറ്റിക് എനർജി ഫസ്റ്റ് ക്വാർട്ടറിൽ നിൽക്കുന്നത്. ബാക്കി രണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് ഫോർത്ത് ക്വാർട്ടറിൽ നിൽക്കുന്നു. ഇനി എനർജി കുറച്ചുകൂടെ കുറവാണ് പൊട്ടൻഷ്യൽ എനർജിയെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ യു ആണ് പൊട്ടൻഷ്യൽ എനർജി, ഇ ആണ് ടോട്ടൽ എനർജി. ഓക്കെ, നമ്മുടെ അടുത്ത 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ എ യൂണിഫോം റോഡ് ഓഫ് മാസ് എം ആൻഡ് ലെങ്ത് എൽ സസ്പെൻഡഡ് ബൈ ദ ടെൻഷൻ ഇൻ സ്ട്രിങ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സ്ട്രിങ് ഈസ് കട്ട്. അപ്പോൾ ഒരു സ്ട്രിങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ താഴോട്ട് എം ജി ആക്ട് ചെയ്യും, ദെൻ മുകളിലോട്ട് ആക്ട് ചെയ്യും മക്കളെ, ടി ആക്ട് ആണോ. അപ്പൊ ഇത് ഇങ്ങനെ എബൌട്ട് ദിസ് പോയിന്റ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എബൌട്ട് ദിസ് പോയിന്റ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഞാൻ എബൌട്ട് സെന്റർ ഓഫ് മാസ് ഇക്വേറ്റ് ചെയ്യാൻ നെറ്റ് ഫോഴ്സ് ഇക്വേഷൻ എഴുതിയാൽ നെറ്റ് ഫോഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് എം ജി മൈനസ് ടി എന്ന് എഴുതാം. സോ ദാറ്റ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് കൊടുക്കാം. കാര്യം ഞാൻ ഇതിന്റെ സെന്റർ ഓഫ് മാസിനെ എബൌട്ട് ആയിട്ട് നോക്കുന്നു. ഓക്കെ, അപ്പോൾ എം ജി മൈനസ് ടി ഈസ് ഈക്വൽ ടു എന്തെന്ന് കൊടുക്കാം മക്കളെ, എം ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് കൊടുക്കാം. ഇനി അതിന് റൊട്ടേഷണൽ മോഷൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ എബൌട്ട് ദിസ് പോയിന്റ് അത് റൊട്ടേറ്റ് ചെയ്യുവാണ് അല്ലേ. സോ ദാറ്റ്സ് ഈക്വൽ ടു എം ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസിന് ആർ ആൽഫ എന്ന് കൊടുക്കാം കേട്ടോ, ആർ ആൽഫ എന്ന് കൊടുക്കാം. ദെൻ എം ജി മൈനസ് ടി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ആർ എന്ന് പറയുന്നത് എത്ര വരും? ആർ എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിന്റെ ലെങ്തിന്റെ പകുതിയാണ്. കാര്യം നമ്മൾ എബൌട്ട് സെന്റർ ഓഫ് മാസ് ആണ് നോക്കിയത്. അപ്പൊ ആർ എന്ന് പറയുന്നത് L/2 എന്ന് വരും. ആർ എന്ന് പറയുന്നത് L/2 എന്ന് വരും. ഇനി ആൽഫ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ എബൌട്ട് ദിസ് പോയിന്റ് ആണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാം ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ എന്ന് പറയാം. അപ്പൊ ടെൻഷൻ എബൌട്ട് ദിസ് പോയിന്റ് ടോർക്ക് ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ ടോർക്ക് കൊടുക്കുന്നത് എം ജി ആണ്. അപ്പൊ എം ജി കൊടുക്കുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ എം ജി ഇൻറ്റു L/2 ആണ്. അപ്പം എബൌട്ട് ദിസ് പോയിന്റ് ടെൻഷൻ ടോർക്ക് ഒന്നും കൊടുക്കുന്നില്ല, എം ജി ആണ് ടോർക്ക് കൊടുക്കുന്നത്. അപ്പം ടി കൊടുക്കുന്ന ടോർക്ക് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ എം ജി കൊടുക്കുന്ന ടോർക്ക് എം ജി ഇൻറ്റു L/2 ആണ്. ഇനി എബൌട്ട് 1 എൻഡ് ആണ് റോഡ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ml²/3 ആണ് ഇൻറ്റു ആൽഫ എന്ന് വരും. അപ്പൊ എമ്മും ക്യാൻസൽ ആകും, എല്ലും ക്യാൻസൽ ആകും. സോ ദാറ്റ്സ് ഈക്വൽ ടു 3g/2l ഈസ് ഈക്വൽ ടു ആൽഫ എന്ന് കിട്ടും. അപ്പൊ ആൽഫ എന്ന് പറയുന്നത് 3g/2l എന്ന് കിട്ടും. അപ്പൊ എം ജി മൈനസ് ടി ഈസ് ഈക്വൽ ടു m/2 ഇൻറ്റു ഇവിടെയായിരുന്നു ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ആണോ. അപ്പൊ ആൽഫയാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ആൽഫ എന്ന് പറയുന്നത് 3g/2l എന്ന് കിട്ടും കേട്ടോ. അപ്പൊ ആൽഫ എന്ന് പറയുന്നത് 3g/2l എന്ന് കിട്ടും. അപ്പൊ 2 ക്യാൻസൽ ആയി പോകും. അപ്പൊ എം ജി മൈനസ് ടി ഈസ് ഈക്വൽ ടു 3mg/4 എന്ന് പറയുന്നത് കിട്ടും. അപ്പൊ എം ജി മൈനസ് ടി ഈസ് ഈക്വൽ ടു 3mg/4 എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു ടി ഈസ് ഈക്വൽ ടു mg/4 എന്ന് കിട്ടും. അപ്പൊ ടി ഈസ് ഈക്വൽ ടു mg/4 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബോഡി ഇൻ ഇക്വിലിബ്രിയം മേ നോട്ട് ഹാവ്. ബോഡി ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ആക്സിലേഷൻ 0 ആയിരിക്കണം. അപ്പോൾ ഉറപ്പായിട്ടും ആക്സിലേഷൻ പാടില്ല അല്ലേ. അപ്പോൾ ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ലീനിയർ മോഷന്റെ കേസേ വരുന്നുള്ളൂ, വേറെ റൊട്ടേഷണൽ മോഷനിലെ ടേംസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം പറയാഞ്ഞത്. അപ്പോൾ ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ എന്താ മക്കളെ കണ്ടീഷൻ? നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. നെറ്റ് ഫോഴ്സ് 0 ആയാൽ ആക്സിലേഷൻ 0 ആയിരിക്കും. അപ്പോൾ ആക്സിലേഷൻ കാണാൻ പാടില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഫോഴ്സ് ഓഫ് 5 + 3x ന്യൂട്ടൺ ആക്ടിംഗ് ഓൺ എ ബോഡി ഓഫ് മാസ് 20 kg അലോങ് ദ x ആക്സിസ് ഡിസ്പ്ലേസ് ഫ്രം x = 2 meter to x = 6 meter. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്. അപ്പൊ ഇവിടെ വേരിയബിൾ ഫോഴ്സ് ആണ്. വേരിയബിൾ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡണ്ണിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഇന്റഗ്രൽ എഫ് ഡി എക്സ് ആണ്. ഓക്കെ, വേരിയബിൾ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡണ്ണിന്റെ ഫോർമുല ഇന്റഗ്രൽ എഫ് ഡി എക്സ് ആണ്. അപ്പൊ എഫ് എന്ന് പറയുന്നത് 5 + 3x ആണ് ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്നവരും. അപ്പൊ എക്സിന്റെ ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെ എന്ന് വെച്ചാൽ എക്സിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 2 to 6 ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇന്റഗ്രൽ ഓഫ് 5 dx പ്ലസ് ഇന്റഗ്രൽ ഓഫ് 3x dx എന്ന് വരും. ഓക്കെ, from where to where? It is from 2 to 6. It is again from 2 to 6. Okay, so that's equal to 5 into integral dx എന്ന് പറയുന്ന x ആണ്. So that's equal to 2 to 6. Okay, then ഇത് 3 ഇങ്ങ് പുറത്തിറങ്ങും. അപ്പൊ ഇന്റഗ്രൽ x dx എന്ന് പറഞ്ഞാൽ x² by 2 ആണ്. From where to where?
ഫ്രം 2 to 6. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുത്താൽ 5 into എക്സിന് ലിമിറ്റ് കൊടുത്താൽ ഇറ്റ് വിൽ ബി 6 minus 2. എക്സിന് ലിമിറ്റ് കൊടുത്താൽ ഇറ്റ് വിൽ ബി 6 minus 2. ദെൻ ഇവിടെ 3/2 അങ്ങ് മാറ്റിയിട്ടേക്കാം എക്സ് സ്ക്വയർ. അപ്പോൾ 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്, മൈനസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്, മൈനസ് 2 സ്ക്വയർ എന്ന് പറയുന്ന 4 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 5 into 4 എന്ന് പറയുന്നത് കിട്ടും, പ്ലസ് 3/2 into 32 എന്ന് കിട്ടും. അപ്പോൾ 32 2 വെട്ടിയാൽ 16 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു 20 plus 16 into 3 48 ആണ്. സോ ദ വാട്ട് വിൽ ബി ദ ഫൈനൽ ആൻസർ? സോ ഫൈനൽ ആൻസർ വിൽ ബി 68. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഇതിൽ എല്ലാ ക്വസ്റ്റ്യൻ, ചില ക്വസ്റ്റ്യൻസ് നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം കാര്യങ്ങൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം നല്ല ക്വസ്റ്റ്യൻസ് ആണ്, നീറ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടെ ചെയ്ത് നോക്കുക. ഒരു പരിധി വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ഈ മോഡലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മോഡൽ പേപ്പേഴ്സ് മാത്രം ചെയ്താൽ നിങ്ങൾക്ക് നീറ്റിൽ ഒരു പകുതി കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഫിസിക്സിൽ പകുതി കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമാണ്. ഓക്കെ, അപ്പം അതിനുവേണ്ടി ട്രൈ ചെയ്യുക. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് മാത്രം വെച്ചുകൊണ്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ പകുതി കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്നാണ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം വർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.